and heartily welcome to our English class. Yes, നമ്മളന്ന് പരീക്ഷയുടെ മിനി മാരത്തോൺ ആണ്. നാളെയാണ് നമ്മുടെ മെഗാ മാരത്തോൺ അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. നിങ്ങളുടെ പരീക്ഷ Xylem ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. എന്ന് വെച്ചാൽ മറ്റന്നാൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എങ്ങനെ കവർ ചെയ്യണം, റൈറ്റിംഗ്സ് എങ്ങനെ കവർ ചെയ്യണം, ഗ്രാമറിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് Xylemത്തിന്റെ ഇംഗ്ലീഷിന്റെ ടീം ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. സോ നോ നീഡ് ഓഫ് എനി ടൈപ്പ് ഓഫ് ബേജാർ, ഒരു ബേജാറിന്റെയും ആവശ്യമില്ല കേട്ടോ. നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ്. മിനി മാരത്തോണിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ മാക്സിമം മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും എല്ലാവരും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ യെസ്, നമുക്ക് ഇന്ന് അവസാനത്തെ ദിവസമാണ് അല്ലെ, നാളെയും കൂടെ ഉള്ളൂ നമുക്ക്. സോ ഇന്ന് നമുക്ക് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പേ ഇനിയും ഉറങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷയാവാറായി, ഇതുവരെ ഇംഗ്ലീഷ് ഒന്നും ആയിട്ടില്ല, ഒരുപാട് ടെൻഷൻസ് നേരത്തെയും മെസ്സേജസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേക്കപ്പ്, ഇതൊരു വേക്കപ്പ് കോൾ ആയിട്ട് കാണുക. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസാനത്തെ സമയമാണ്. അതിനൊരു ഫൈനൽ സൊല്യൂഷനുമായിട്ടാണ് Xylem നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. സോ നമുക്ക് തുടങ്ങാം. യെസ്, മൈ നെയിം ഇസ് മുഹമ്മദ് ഷാജു. എന്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. SJ എന്നാണ് എന്റെ കോഡ്. ഓക്കെ, ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നാളെ രാവിലെ നമുക്ക് സെഷൻ ഉണ്ട്, നാളെ വീണ്ടും വൈകുന്നേരം നമുക്ക് സെഷൻ ഉണ്ട്. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു മുന്നേറേണ്ടതായിട്ടുണ്ട്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്, ഓർ വെൽക്കം ടു ദ യൂണിവേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. നമ്മുടെ പരീക്ഷയെ കുറിച്ച് ചെറിയൊരു ബോധവൽക്കരണമാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കമന്റ്സ് എന്തോ ഒരു ബ്ലോക്ക് ആയി കിടക്കാണല്ലോ. നിങ്ങളുടെ കമന്റ്സിൽ എനിക്കിവിടെ ഫോണിൽ നോക്കട്ടെ. യെസ്, എവിടെ മക്കളെ, എവിടെ? CBSE 10th. Okay. Okay. Voice. Okay, വോയിസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. വോയിസ് ഇപ്പൊ റെഡിയാണോ മക്കളെ? ഒന്ന് നോക്കിക്കേ. വോയിസ് ഇപ്പൊ റെഡിയാണോ? വോയിസ് റെഡിയാണോ? സ്റ്റുഡിയോ ക്ലിയർ അല്ല, ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോക്ക് എന്തെങ്കിലും ഇപ്പൊ ഇഷ്യൂസ് ഉണ്ടോ നോക്കൂ. ഓഡിയോക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. റെഡിയാണോ മക്കളെ? ഇപ്പൊ കേൾക്കാമോ? ലോ വോളിയം എന്നാണ് പറയുന്നത്. അതൊപ്പം റെഡിയാക്കാം കേട്ടോ, ഇപ്പൊ റെഡിയാക്കാം. ഓഡിയോ എന്ന് പറയുന്നത് ലോ വോയിസ് കുറവാണ് സാർ. ഓഡിയോ നോട്ട് ക്ലിയർ. ഓക്കെ, ഇപ്പൊ ശരിയാക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു എക്സാമിനേഷന്റെ പാറ്റേണിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. പതുക്കെ കേട്ടാ മതി. അപ്പൊ റെഡിയായി എന്ന് പറയുന്നു. റെഡിയാണോ? നോ, അല്ല. ഓക്കെ, ഇപ്പൊ റെഡിയാക്കും കേട്ടോ. ടെക്നിക്കൽ ടീമായി ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. ഓക്കെ, ഇനി സർ വോയിസ് ഇസ് നോട്ട് ക്ലിയർ ആക്കി തരാം. ഇപ്പൊ ക്ലിയർ ആക്കി തരാം. ഇനി നമ്മുടെ ഈ എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് 3 സെക്ഷനാണുള്ളത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ മക്കളെ എന്താണ്? ഫസ്റ്റ് സെക്ഷനിൽ 20 മാർക്ക് റീഡിംഗ് സ്കില്ലിനാണുള്ളത് അല്ലെ. റീഡിംഗ് സ്കില്ലിൽ നമുക്ക് 20 മാർക്കാണുള്ളത്. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ലാണ്. റൈറ്റിംഗ് സ്കിൽ വിത്ത് ഗ്രാമർ, അതിന് 10 20 മാർക്കാണുള്ളത്. ഈ 2 സെക്ഷനാണ് പൊതുവെ കുട്ടികൾ ഒരു വല്ലാത്ത പ്രയാസം പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയ ഏതാണെന്നറിയോ? ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് 40 മാർക്കാണ് കിട്ടാനുള്ളത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 80 മാർക്കാണ് ആവുന്നത്. ഇപ്പോൾ സൗണ്ട് റെഡി ആയി വിചാരിക്കുന്നു. ലോ ആയ സൗണ്ട് ഇപ്പൊ റെഡി ആയി വിചാരിക്കുന്നു. ക്ലിയർ ആണോ ഇപ്പോ? സൗണ്ട് റെഡി ആയി വിചാരിക്കുന്നു. Now okay.
റെഡി അല്ലേ? സെറ്റ് നമ്മൾ പൊളിച്ചടക്കാൻ പോവാണ്. ഓക്കെ, സെറ്റ് ആണ്, ക്ലിയർ ആണ്. അപ്പൊ മക്കളെ ഞാൻ ഒന്നുകൂടെ മാർക്ക് ഡിവിഷൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ കേട്ടിരിക്കുക, ശ്രദ്ധിക്കുക. റീഡിംഗ് സ്കില്ലിന് വെറും 20 മാർക്ക്, റൈറ്റിംഗ് സ്കിൽസ് വിത്ത് ഗ്രാമർ അല്ലെ, ചെറിയ ഗ്രാമർ നമുക്ക് പഠിക്കാനുള്ളൂ. അതുപോലെ റൈറ്റിംഗ് സ്കില്ലിൽ വളരെ കുറഞ്ഞ ടോപ്പിക്കേ ഉള്ളൂ. 20 മാർക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്, ടെക്സ്റ്റുകളാണ്. ടെക്സ്റ്റുകൾക്ക് നമുക്ക് 40 മാർക്കാണുള്ളത്. നമ്മുടെ 80 മാർക്കിൽ 40 മാർക്കും ഇവിടെയാണ്. സോ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇതാ നിങ്ങളൊന്ന് നോക്കുക. റീഡിംഗ് സ്കിൽസിൽ നമുക്ക് വരാൻ പോകുന്നത് പാസേജ് ഉണ്ടാവും, അതുപോലെ തന്നെ കേസ് ബേസ്ഡ് ഫാക്ച്വൽ പാസേജ് ഉണ്ടാവും അല്ലെ. ഒരു വിഷ്വൽ ഇൻപുട്ട് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ തന്നിട്ടോ ഒരു ചാർട്ട് തന്നിട്ടോ ഒക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 200 മുതൽ 250 വേർഡ്സ് വരെയുള്ള 10 മാർക്കിന്റെ ചോദ്യമാണത്. സോ പിന്നെ ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗ്രാമറാണ്. സെക്ഷൻ ബിയിൽ 10 മാർക്കിനുണ്ട്. അത് ഡിറ്റർമിനേഴ്സ്, ടെൻസ്, മോഡൽസ്, സബ്ജക്ട്, വേർബ്, കോൺകോഡ്, ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത് വളരെ കുറഞ്ഞതേ ഉള്ളൂ. പിന്നെ കുറച്ച് ടഫായിട്ടുള്ളത്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. സോ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ നാളെ, റിപ്പോർട്ടഡ് സ്പീച്ച് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമറിന്റെ ഭാഗം നമ്മൾ നാളെ പൊളിച്ചടക്കും. പരീക്ഷയുടെ അടുപ്പിച്ചിട്ട് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നാളെ വൈകുന്നേരം ഇതേ സമയത്ത് നമ്മൾ ലൈവിൽ വരുമ്പോൾ അത് വേഗം കേൾക്കുന്നു, ഇന്നത് വന്നാൽ ഇന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക എന്താണ് കോഴ്സസ്. നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിൽ 10 മാർക്കുണ്ട് എന്ന് വെച്ചാൽ 5 മാർക്കിന് 4 ലെറ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ അനലിറ്റിക്കൽ പാരഗ്രാഫിന്റെ 5 മാർക്കിന്റെയും ചോദ്യം വരും. നിങ്ങളെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, നേരെ ലാംഗ്വേജ് സെക്ഷനിലേക്ക് പോകാം. ലാംഗ്വേജ് സെക്ഷനിലാണ് നമ്മുടെ 40 മാർക്ക് ഉള്ളത് അല്ലെ. ലാംഗ്വേജ് സെഷനിൽ നമുക്ക് 40 മാർക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഈക്വലി നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് വരും, ചോദ്യങ്ങൾ വരും. സോ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സോ സൈലം നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ 40 മാർക്കിന്റേക്കുള്ള 20 മാർക്കും നിങ്ങൾക്ക് ഇന്ന് തരുന്നതാണ്. നാളെ എന്ന് വെച്ചാൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും വിത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഉറപ്പ്. 20 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് മറ്റൊരു മാരത്തോൺ ലൈവ് ഉണ്ട്. ആ മാരത്തോണിൽ നമ്മൾ പിന്നെയും ഈ പറയുന്ന ഈ സപ്ലിമെന്ററി റീഡർ എന്ന് പറയുന്ന 20 മാർക്കിന്റെ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ അത് സെറ്റായി, 40 മാർക്ക് റെഡിയായി. ഇനി പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? യെസ്, നമ്മൾ ഗ്രാമറും അതുപോലെ റൈറ്റിംഗും ആണ്. സോ അതോട് കൂടിയിട്ട് നമ്മുടെ സകല മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ തീർക്കുകയാണ് സംഭവം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, റിലാക്സ്ഡ് ആയിരിക്കുക, ഒരു ടെൻഷനും വേണ്ട. ഇതാ നിങ്ങളുടെ എന്താ പറയാ, പരീക്ഷ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. ചാപ്റ്റേഴ്സിലേക്ക് ഒന്ന് നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്രയും ചാപ്റ്റേഴ്സ്, 9 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ പോംസ് ആണെങ്കിൽ 10 പോംസ് ഉണ്ട്. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നാളെ രാവിലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. 10 മണി എന്ന് പറയുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വോളിയം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, വോളിയം ഒക്കെ റെഡി ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, നമ്മൾ വിൽ യു ഡു MCQ ആണ് നമ്മൾ ചെയ്യാവുന്നത്. ചാപ്റ്ററിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, നേരെ MCQയിലേക്ക് പോവാ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഓക്കെ, റെഡി ആണെങ്കിൽ എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാം, റെഡി ആയിട്ട് മനസ്സിലാവും. പാസേജ് ഡിസ്കസ് ചെയ്യും. അതിനാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. റൈറ്റിംഗിന്റെ ഭാഗത്ത് നമ്മൾ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ നാളെ ഒരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി റെഡി അല്ലേ? കറക്റ്റ് ആണെങ്കിൽ റീഡിംഗ് പറയും. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മുമ്പോട്ടെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ പറയും, എല്ലാ പോയറ്റിക് ഡിവൈസസും പറയും. അപ്പോൾ നിങ്ങളുടെ ടെൻഷനൊക്കെ ഏകദേശം മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഒരു നമ്മുടെ ഫയർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പെട്ടെന്ന് ഫയർ വരട്ടെ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയൂ. യെസ്, ഫയറിലൂടെ കാണിക്കൂ. സർ, വോളിയത്തിന് പക്ഷെ എപ്പോഴുണ്ടോ? യെസ്, ഫയർ വരുന്നുണ്ട്. ലോ വോളിയം ആണ് എപ്പോഴും. മൈക്ക് ഞാൻ തൊട്ടടുത്താണല്ലോ കുത്തിയിരുന്നത്. യെസ്, ഫയർ വന്നു കഴിഞ്ഞു. സോ
CBSE കുട്ടികളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. എ ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. ഓക്കെ, മതി മക്കളെ. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. എന്റെ പേര് ഞാൻ ലേറ്റ് ആയി വന്ന ആളുകൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. SJ എന്നാണ് എന്റെ കോഡ്. ഓക്കെ, ഇനി ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ബൈ GL ഫിയൻഡസ് ആണ് നമ്മുടെ കഥാപാത്രം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് സമ്മറിയിലേക്ക് വരാം. യെസ്, ദ സ്റ്റോറി എ ലെറ്റർ ടു ഗോഡ് ബൈ GL ഫിയൻഡസ് depicts the strong faith of a farmer in God. ഒരു മനുഷ്യന്റെ ദൈവത്തിലുള്ള അതിയായ വിശ്വാസത്തെയാണ് ഈ ഒരു കഥയിൽ ഡിപ്പിക്ട് ചെയ്യുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഫാമർ. ഇത് തുടങ്ങുന്നത് ഒരു ഫാമറിലൂടെയാണ്. നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ ഈ സാധനം വേണം കേട്ടോ. ഗ്രാമർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ സാധനം വേണം. ഇതൊരു ആൻസർ ടൈപ്പിലാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കത് ഉപയോഗപ്പെടും. കേട്ടിരിക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. Named Lenjo expecting for a rain shower to nourish his field corn. It begins with a farmer. ഒരു ഫാമറിലൂടെയാണ് കഥ തുടങ്ങുന്നത്. എന്താ നെയ്മഡ് ലെഞ്ചോ. അയാളുടെ പേരെന്താണ്? ലെഞ്ചോ എന്നാണ് പേര്. and he is expecting for rain shower. മഴ പെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കാത്തിരിക്കുകയാണ്. എന്തിന്? to nourish his field of corn. അദ്ദേഹത്തിന്റെ കോണിന്റെ ഫീൽഡ്, ഓക്കെ, അദ്ദേഹത്തിന്റെ ധാന്യത്തിന്റെ ഫീൽഡ് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉഷാറാവാൻ വേണ്ടിയിട്ട് മൂപ്പര് കഷ്ടപ്പെട്ടിട്ട് കാത്തിരിക്കുകയാണ് മഴയ്ക്ക് വേണ്ടിയിട്ട്. He is confident that his harvest is going to give him huge profits. അയാള് വളരെ ആത്മവിശ്വാസത്തിലാണ്. മറ്റന്നാളത്തെ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾ ഇരിക്കുന്നത് പോലെ വളരെ ആത്മവിശ്വാസത്തിലാണ്. എന്തിന്? the harvest is going to give him huge profit. ഇയാളുടെ ഹാർവെസ്റ്റ്, വിളവെടുപ്പിലൂടെ അയാൾക്ക് വലിയ ഒരു പ്രോഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഡസ് എവ്രി ഇയർ. ഏതുപോലെ? എല്ലാ വർഷവും കിട്ടുന്നത് പോലെ. ടു ഹിസ് അറ്റ്മോസ്റ്റ് എക്സൈറ്റ്മെന്റ്, അയാളെ വല്ലാതെ അതിശയിപ്പിച്ചിട്ട് അയാൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? റെയിൻഫോൾ ഡിഡ് ഹാപ്പൻ. പെട്ടെന്ന് തന്നെ മഴ പെയ്തു. അയാളാകെ ഞെട്ടി. ഓക്കെ, ഇനിയോ? ബട്ട് സൂണർ, പക്ഷെ പെട്ടെന്ന് കഥ മാറിപ്പോയി. ഇറ്റ് ടേൺഡ് ഇൻടു എ ഹെയിൽ സ്റ്റോം. അത് പെട്ടെന്ന് ഹെയിൽ സ്റ്റോം ആയി മാറി. മഞ്ഞുമഴ അല്ല, ഐസ് മഴ പെയ്യാൻ തുടങ്ങി. ഡിസ്ട്രോയിങ് ഹിസ് എൻറ്റയർ ക്രോപ്പ് ഫീൽഡ്. അത് അദ്ദേഹത്തിന്റെ ക്രോപ്പ് ഫീൽഡ് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. The damage posed a threat to the family survival as the entire livelihood was dependent on the year's produce. ആ ഒരു മഴ അല്ലെങ്കിൽ ആ ഒരു ഹെയിൽ സ്റ്റോം ഫാമിലിയുടെ മൊത്തം ജീവിതത്തെയും താറുമാറാക്കി. കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഴുവനും ഈ പറയുന്ന കൃഷിയെയാണ്. Although disheartened, the family had clear belief in the Almighty. ഭയങ്കര നിരാശയിലാണ്, ഡിസ്ഹാർട്ടഡ് ആണ്. പക്ഷേ ദ ഫാമിലി ഹാഡ് എ ക്ലിയർ ഫെയ്ത്ത് ഇൻ ദ ഓൾമൈറ്റി. ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ A ക്യാപിറ്റൽ ആയിരിക്കണം. ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ലെഞ്ചോ despite having worked night and day at the field, knew how to write and thus decided to write a letter to God. ലെഞ്ചോ രാവും പകലും പണിയെടുക്കുന്നവനാണ്. എവിടെ? വയലില്. അയാൾക്കൊരു കാര്യം അറിയായിരുന്നു, കത്തെഴുതാൻ അറിയായിരുന്നു. സോ ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഗോഡ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഒരു കത്തെഴുതാൻ അവൻ തീരുമാനിക്കുകയാണ്. എന്തിന്? എക്സ്പ്ലെയിനിങ് ഹിസ് സിറ്റുവേഷൻ ആൻഡ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. അവന്റെ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. ഹി വെന്റ് ടു ടൗൺ ടു പോസ്റ്റ് ഹിസ് ലെറ്റർ അഡ്രസ്ഡ് ടു ഗോഡ്. അങ്ങനെ ടൗണിലേക്ക് പോയി, എഴുതിയ കത്തുമായിട്ട് ടൗണിലേക്ക് പോയിട്ട് എന്തിന്? പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഗോഡ് എന്നാണ് അഡ്രസ് കൊടുത്തത്. ദ ലെറ്റർ ഓൺ ബീങ് നോട്ടിസ്ഡ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ. അല്ലെ, ഈ കത്ത് ടു ഗോഡ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ, അഡ്രസ്സും വേണ്ട, ഹോൾമാർക്കും വേണ്ട, ലാൻഡ് മാർക്കും വേണ്ടാത്ത ഈ ഒരു അഡ്രസ്, ടു ഗോഡ് എന്ന് പറയുന്ന ഈ അഡ്രസ് കണ്ടപ്പോ പോസ്റ്റ് മാസ്റ്റർ ഒന്ന് നോക്കി. അറ്റ് ഫസ്റ്റ് amused him. ഇതാണ് കൊള്ളാലോ, ദൈവത്തിന് കത്തോ. ബട്ട് then motivated him want to do something for the farmer, so he has to keep his immense belief. അതുകൊണ്ട് but then motivated him, അദ്ദേഹത്തിന് തോന്നി എന്താ, ഈ മനുഷ്യന്റെ ദൈവത്തിലുള്ള അതിയായ വിശ്വാസം കൊണ്ടല്ലേ അയാൾ കത്തെഴുതിയത്. സോ അയാളെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അയാളെ ഫെയ്ത്ത് അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വിശ്വാസം ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു സഹായം ഞാൻ ചെയ്യണമെന്ന് പോസ്റ്റ് മാസ്റ്റർ വിശ്വസിക്കുകയാണ്. He contributes
from his salary and collects money from his colleagues and friends who willingly contributed for the act of charity. അയാൾ ഈ കത്ത് വായിച്ചതിന് ശേഷം ലെഞ്ചോയെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അയാളുടെ സാലറിയിൽ ഒരു തുകയും അതുപോലെ തന്നെ അയാളുടെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്നും പണവും വാങ്ങിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ഈ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ബട്ട് ഹി കുഡ് ഓൺലി കളക്ട് 70 pesos. പക്ഷെ എന്നിരുന്നാലും ലെഞ്ചോ ആവശ്യപ്പെട്ട അത്രയും പൈസ ആയിട്ടില്ല. ലെഞ്ചോ എത്രമാത്രം പൈസ ആയിട്ടുള്ളൂ? 70 പൈസ. ലെഞ്ചോ അല്ല, ഈ പോസ്റ്റ് മാസ്റ്ററിന്റെ കയ്യിൽ 70 pesos മാത്രമായിട്ടുള്ളൂ. വിച്ച് ഹി റാപ്ഡ് ഇൻ എൻ എൻവലപ്പ്. ഏതായാലും ആ തുക, സ്വരൂപിച്ച തുക എൻവലപ്പിന്റെ അകത്താക്കി. To make it seem like a reply from the God. ദൈവം തമ്പുരാൻ അയച്ചു കൊടുത്തതുപോലെ ഒരു റിപ്ലൈ ആക്കിയിട്ട് എടുത്തു വെച്ചു. On having found the letter, the writer Lenjo is not at all shocked. ഈ കത്ത് കണ്ടപ്പോ, ദൈവത്തിന്റെ അടുത്ത് നിന്നും മണി ഓർഡർ വന്നപ്പോ ലെഞ്ചോക്ക് ഒരു ഞെട്ടലുണ്ടായില്ല. എന്താ കാരണം? ലെഞ്ചോ ഉറപ്പിച്ചതാണ്, കത്ത് എന്തായാലും ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. ഈ ഒരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. ബട്ട് ഇൻസ്റ്റഡ് ഹി ഗെറ്റ്സ് ആംഗ്രി. പക്ഷേ ഞെട്ടുന്നതിന് പകരം ലെഞ്ചോക്ക് ദേഷ്യം വന്നു. എന്താ കാര്യം? On finding that the amount is less than what he had expected. ഞാൻ ചോദിച്ച പൈസ ഇല്ലല്ലോ ഇത്, എന്താ ദൈവമേ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്? പക്ഷെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യൂല. He again writes a letter to God conveying his disappointment. പിന്നെയും ഒരു കത്തും കൂടെ ദൈവത്തിന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. Conveying his disappointment, അയാളുടെ നിരാശ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട്. And the distrust in the employees of the post office. പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ഒക്കെ കള്ളന്മാരാണ്, അവരെനിക്ക് വിശ്വാസമില്ല. സോ അവന്മാരെടുത്തായിരിക്കും, നിങ്ങൾ ഫുൾ അയച്ചിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷേ അവന്മാരെടുത്തായിരിക്കും ഈ പൈസ എനിക്കറിയാം. ഹൂ ഹി തോട്ട് ഹാസ് സ്റ്റോളൻ ദ റിമൈനിങ് എമൗണ്ട്. കള്ളന്മാരെടുത്തതായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞവർ തിരിച്ചൊരു കത്ത് അയച്ചു. ഇത് കത്ത് കണ്ടപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാണ്, അപഹാസ്യരായി പോവാണ്. ആര്? നമ്മുടെ ഈ പോസ്റ്റ് മാസ്റ്ററും അതുപോലെ തന്നെ കൊളീഗ്സും ഒക്കെ. ഇതാണ് കഥ. ഓക്കെ, ഇനി നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇനി നോക്കാം. The postmaster represent the people who still believe in helping others. അല്ലെ? Mention those values of the postmaster which you would like to emulate. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വളരെ കൃത്യമാണ് ചോദ്യം. എന്താണ്? The postmaster represent the people who still believe in helping others. മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് എന്നത് കാണിക്കുന്ന ഒരു തെളിവാണ് ആര്? പോസ്റ്റ് മാസ്റ്റർ. മെൻഷൻ ദോസ് വാല്യൂസ് ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്ററിന്റെ ഉള്ളിലുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? നമ്മളോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതും? ദ പോസ്റ്റ് മാസ്റ്റർ വാസ് എ കൈൻഡ് ഹാർട്ടഡ് മാൻ. ഒന്നാമത്തെ പോയിന്റ്, ഹി വാസ് എ കൈൻഡ് ഹാർട്ടഡ് മാൻ. രണ്ടാമത്, ഹി വാസ് മൂവ്ഡ് ബൈ ദ പുവർ ഫാമേഴ്സ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇയാളുടെ ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടപ്പോ ഇയാൾക്ക് വല്ലാത്തൊരു മൂവ് ഉണ്ടായി, അല്ലെ? ഇയാളുടെ ഉള്ളിലൊരു വലിയ മാറ്റം ഉണ്ടായി എന്നാ പറയുന്നത്. He gave up a part of his salary and asked his colleagues to donate as well. ഇയാൾ പറഞ്ഞു, എന്റെ സാലറി ഞാൻ എന്നാ പിടിച്ചോ, അല്ലെ? അതുപോലെ തന്നെ കൊളീഗ്സിനോട് അയാൾ ആവശ്യപ്പെട്ടു. കൊളീഗ്സ് മീൻസ് സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു, നിങ്ങളും പൈസ തരണമെന്ന്. He collected 70 pesos. 70 pesos എന്ന് പറയുന്ന വലിയ ഒരു എമൗണ്ട് അയാൾ എന്ത് ചെയ്തിരിക്കുന്നു, വാങ്ങിയിരിക്കുന്നു. And gave it to Lenjo in the form of a letter from God and retain his faith. അയാളുടെ വിശ്വാസം നിലനിർത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Lenjo and his family knew the implications of the hailstorm would have on their lives. Write a conversation between Lenjo and his wife as they watched the downpour turn to a hailstorm. ആ ഡൗൺപോർ, മഴ പെട്ടെന്നൊരു ഹെയിൽസ്റ്റോം ആയപ്പോ ഭാര്യയും ലെഞ്ചോയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു മോഡലാണ്, ക്വസ്റ്റ്യൻ ഒരു മോഡലാണ്. ലെഞ്ചോ പറയുന്നു, oh God, there is a hailstorm, our crops will get destroyed എന്ന് പറയുന്ന ലെഞ്ചോയുടെ ഒരു തുടക്കം എന്ന രീതിയിലുള്ള ഒരു സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വൈഫ് പറയുന്നു, hurry up, do something, cover the field with net. നിങ്ങളെ നെറ്റ് ഉപയോഗിച്ചിട്ട് ആ കവർ ചെയ്തു, ഫീൽഡ് കവർ ചെയ്യൂ. ലെഞ്ചോ, it is too late now, the field is covered with hailstones now, the entire corn is destroyed. മുഴുവൻ കോണും ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. We have nothing to eat. നമുക്കിനി ഭക്ഷിക്കാനൊന്നുമില്ല. അടുത്ത വർഷം വിളവിടാൻ വേണ്ടിയിട്ട് വിത്തുമില്ല. Wife, don't worry, God is there, no one dies of hunger. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ ഒരു തുടക്കം ഉണ്ടാവണം, ഒരു അവസാനിപ്പിക്കൽ ഉണ്ടാവണം. എന്തോ പറഞ്ഞു തുടങ്ങില്ല, ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു തുടക്കം ഉണ്ടാവണം, അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഒരാൾ പറയുന്നു, അതിന് മറുപടി മറ്റാൾ പറയുന്നു, ഈ രീതിയിൽ ഇങ്ങനെ വരണം. അതിന് അവസാനം ഒരു അവസാനിപ്പിക്കൽ ഉണ്ടാവണം. ഇവിടെ അവസാനിപ്പിച്ച് നോക്ക്, ഡോണ്ട് വറി, ഗോഡ് ഇസ് ദേർ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. എന്താ? ലെഞ്ചോ ആൻഡ് ഹിസ് ഫാമിലി ന്യൂ ദ ഇംപ്ലിക്കേഷൻ ഓഫ് റൈറ്റ്
യെസ്, ആ ഒരു ഹെയിൽ സ്റ്റോം അവരുടെ മേലെ എന്താ പറയുക ജീവിതത്തിന്റെ മേലെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വിശ്വാസത്തെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, ആ വിശ്വാസത്തിലൂടെയാണ് നമ്മളിത് അവസാനിപ്പിച്ചത്. സോ 4 സെന്റൻസ് 5 സെന്റൻസ് ഒക്കെ നമുക്ക് അവിടെ എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു പാസേജ് എന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, അതാണ് ഇവിടെ. വിത്ത് എ സാറ്റിസ്ഫൈഡ് എക്സ്പ്രഷൻ ഹി റിഗാർഡഡ് ദ ഫീൽഡ് of ripe corns with its flowers draped in a curtain of rain. But suddenly a strong wind began to blow, and along with the rain very large hailstones began to fall. These truly did resemble new silver coins. 2021 ചോദിച്ച ചോദ്യമാണ്. Who is he? ഇവിടെ he എന്ന് പറയുന്നത് ലെഞ്ചോ ആണെന്നുള്ളത് ഏത് പോലീസുകാരനും അറിയാം. അപ്പോൾ he is refers to ലെഞ്ചോ. അടുത്ത്, what satisfied him? എന്താണ് അയാളെ സാറ്റിസ്ഫൈ ചെയ്തത്? ലെഞ്ചോ was satisfied with the sight of his field of ripe corns, with his flowers being nourished by the rain. Okay, satisfy ചെയ്തത് ആ ഫ്ലവറിംഗ് ആയിട്ട് കിടക്കുന്ന കോൺ കണ്ടിട്ടും ചെറുതായി പെയ്യുന്ന മഴ കണ്ടിട്ടും ഒക്കെയാണ്. നെക്സ്റ്റ്, how did the silver coins affect the cornfield? അല്ല, what is the ironic about silver coins? The irony lies in the fact that hailstones which resemble silver coins caused great destruction and devastation to the cornfield. ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഐസ് മഴ ഏതുപോലെയാണ്? സിൽവർ കോയിൻ താഴേക്ക് വീഴുന്ന പോലെ ചില സൗണ്ട് കേട്ടിട്ടാണ് വീഴുന്നത്. ഓക്കെ, ഈ സിൽവർ കോയിൻസ് തന്നെയാണ് അയാളുടെ ഈ പറയുന്ന കൃഷി നശിപ്പിച്ചതും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ സിൽവർ കോയിൻസ് എഫക്ട് ദ കോൺഫീൽഡ്? സിമ്പിൾ അല്ലേ? The hailstone resembling the silver coins damaged the cornfields by covering it entirely and destroying all the crops എന്ന് പറയുന്ന ആ ഒരു ആൻസർ. And the last question, draped in a curtain of rain. Which part of the speech is draped? ഏതാണ്? draped എന്ന് പറഞ്ഞാല് വെർബാണ് അല്ലെ? draped എന്ന് പറഞ്ഞാല് വെർബാണ്. മൂടുക, കവർ ചെയ്യുക, ഇരിക്കുക, ഓടുക, ചാടുക എന്നൊക്കെ പറയുന്നത് എന്താണ്? വേർബ് അല്ലേ? ഓക്കെ, ചെയ്തോ. ഗ്രീൻ ആണോ നല്ലത്? ഗ്രീൻ യൂസ് ചെയ്തോന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ യൂസ് ചെയ്യാം. റെഡി അല്ലേ മക്കളെ? അപ്പോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാണ്. Why did the night after the rain turn sorrowful to Lenjo? 2023 ചോദിച്ച ചോദ്യമാണ്. 2023 ചോദിച്ച ചോദ്യമാണ്. എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് കവേർഡ്. ഓക്കെ, റിഷ, യെസ്, ഫുൾ ടൈം നോക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും പോർഷൻസ് എടുത്ത് തീർക്കാണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നു. ഓക്കെ, ഐറനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരോധാഭാസം എന്ന് പറയും. ഐറനി ഒരാൾ ചോദിച്ചു, ഐറൻ എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്ന് വെച്ചാൽ വിരോധാഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ആയുള്ള കാര്യങ്ങളാണ്. ഒന്ന് സിൽവർ കോയിൻ എന്ന് പറയുമ്പോൾ അയാളുടെ പണത്തിനോടുള്ള നേട്ടമായിരുന്നു അല്ലെ. പക്ഷെ ആ പണത്തിനെ പോലെ തോന്നിക്കുന്ന ആ ഐസ് മഴ പെയ്തിട്ട് അയാളുടെ പണം മൊത്തം ബ്ലോക്ക് ആവുക ചെയ്തത്. അതുകൊണ്ടാണ് സിൽവർ കോയിനോട് ഉപമിക്കുന്നതിനെ എന്താക്കിയിട്ട് മാറ്റുന്നത്? ആ ഐറനിയാണ് നമ്മൾ പറയുന്നത്, വിരോധാഭാസമായിട്ട് മാറുന്നത്. ഇപ്പോൾ വേറൊരു വിരോധാഭാസത്തിന് ഞാൻ പറയുന്നു മൊബൈൽ ഫോൺ വെറുതെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സമയം എന്ത് എഴുതുക, കളയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുക. ഇറ്റ്സ് ഐറനിക്കലാണത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നതിന് നേരെ വിപരീതം നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐറണി എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഐറണിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നിങ്ങൾ പറയാണ് ഒക്കെ മനസ്സിലായി. അതിനർത്ഥം എന്താ? ഒന്നും മനസ്സിലായില്ല എന്നാണ്. ഒക്കെ മനസ്സിലായി എന്ന് പറയുന്നത് ഐറണിക്കലി നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ബാക്കി ഭാഗത്തേക്ക് നോക്കാം. യെസ്, why did the night after the rain turn to be sorrowful to Lenjo? 2023 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. യെസ്, നമുക്ക് നോക്കാം. The night after the rain turned sorrowful for Lenjo because the hailstorm had destroyed everything. എല്ലാം hailstone കൊണ്ടുപോയി, leaving nothing for him to feed the family. The crops, the plants, the trees were ruined, causing great distress and sadness for Lenjo. അങ്ങനെയാണ് ലെഞ്ചോക്ക് അത് നഷ്ടത്തിന്റെ ദിവസമായി മാറുന്നത്. 2021 മറ്റൊരു ചോദ്യം, വാട്ട് ഇസ് ദ ഐറോണിക് അബൌട്ട് ദ പോസ്റ്റ് ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പിംഗ് ദ ലെഞ്ചോ? കണ്ടോ, ഐറണി ചോദ്യം വന്നു. ദ ഐറണി ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ലെഞ്ചോ, എ സിമ്പിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ വിത്ത് എ ബ്ലൈൻഡ് ബിലീഫ് ഫെയ്ത്ത്, doubted the post office staff who were actually trying to help him. ശരിക്കും ലെഞ്ചോയെ സഹായിക്കുകയായിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫ് ചെയ്തത്. പക്ഷേ നമ്മുടെ ലെഞ്ചോ ആണെങ്കിൽ അവരെയാണ് സംശയിക്കുന്നത്. ഓക്കെ, അല്ല ലോങ് വാക്ക് ഒക്കെ പറയും, കരയുന്നോ? ലോങ് വാക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് പോകുള്ളൂ. ഇപ്പൊ ഇത് ശ്രദ്ധിക്ക്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ഉപയോഗമായില്ലേ? നമുക്ക് ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനില്ലേ അല്ലേ? നമുക്ക് അടിപൊളി സ്കൂളിൽ പ്ലസ് വണ്ണിനൊക്കെ ജോയിൻ ചെയ്യണ്ടേ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മാർക്കിന് നമ്മൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ പേരുടെ പിന്നിലായി പോകും. കേരളത്തിലെ മൊത്തം കുട്ടികളോടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്?
കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമുക്ക് തല ഉയർത്തി നിൽക്കണം നമ്മുടെ ആ ഒരു മാർക്ക് വെച്ചിട്ട്. സോ ഇപ്പോൾ നമ്മൾ വേറെ ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് പോകാതെ അടിപൊളിയായിട്ട് ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഇപ്പോൾ എഴുതി കുറിക്കുക ഒന്നും വേണ്ട. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. The staff collected 70 pesos. Staff എല്ലാം കൂടെ 70 pesos കളക്ട് ചെയ്തു and sent it to Lenjo. Lenjo അടുത്ത് വെച്ചു. But he accused them for being bunch of crooks because he did not receive the full amount. Full amount കിട്ടാത്തതുകൊണ്ട് നമ്മരെ കള്ളനെന്ന് ആര് വിളിക്കുകയാണ്? ഈ ലെഞ്ചോ വിളിക്കുകയാണ്. അതാണ് അവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. റെഡിയല്ലേ? റെഡിയല്ലേ? യെസ്, സെറ്റാണ് മക്കളെ. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഞാൻ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതുപോലെ പോയാൽ മതിയോ? ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിസ്കസ് ചെയ്താൽ മതിയോ? ചാപ്റ്ററിന്റെ സമറി പറയുന്നു. എന്താണ് നിങ്ങളുടെ റെസ്പോൺസ്? പെട്ടെന്ന് പറയൂ. നമുക്ക് ക്ലിയർ ആണ്, മുൻപോട്ടേക്ക് പോകാമെങ്കിൽ ക്ലിയർ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയറോ പെട്ടെന്ന് കാണിച്ചാൽ എനിക്കതൊരു സൂചനയാണ്. യെസ്, പെട്ടെന്നാവട്ടെ. എന്നാൽ നമുക്ക് നേരെ 2 സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്ങിലേക്ക് പോകാം. റെഡിയാണോ? 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 വെറുതെ മെസ്സേജുകൾ അയച്ച് സമയം കളയരുത്. അനാവശ്യമായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ ഉണ്ടാവരുത്. ക്യാൻ യു എക്സ്പ്ലെയിൻ പോയറ്റിക് ഡിവൈസസ്? എല്ലാ പോയും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയും ഡിസ്കസ് ചെയ്യും. എല്ലാ പോയത്തിനും ഡിവൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സർ റീഡിംഗ് പാസേജ് ഒക്കെ പറയും മക്കളെ. ഇപ്പം നമ്മൾ ഇതാണ് ചെയ്യുന്നത്, റീഡിംഗ് പാസേജ് ഒക്കെ ചെയ്യും കേട്ടോ. യെസ്, ക്ലിയർ ആണെന്നതിന്റെ സൂചനകൾ ഇതാ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു. പൊളിക്കും, നമ്മൾ പൊളിച്ചിരിക്കും. ഓക്കെ, ഇനി നമ്മൾ യെസ് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഉഷാറായിരിക്കുക, ഉഷാറായിരിക്കുക. പരീക്ഷ നമ്മൾ നേടിയിരിക്കും കേട്ടോ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ. ഈ ഒരു നമ്മുടെ 2 സ്റ്റോറീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. 6 ക്യാരക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആരൊക്കെയാണ്? മദർ സീകളുണ്ട് അല്ലെ, ഫാദർ സീകളുണ്ട്, ബ്രദർ സീകളുണ്ട്, പിന്നെയും ബ്രദർ സീകളുണ്ട്, ഒരു സിസ്റ്റർ സീകള്, പിന്നെ നമ്മളെ യങ് സീകള്. ഇതാണ് ആൾക്കാർ കേട്ടോ. ചാപ്റ്റർ മാത്രം സാർ, ഇപ്പോൾ ചാപ്റ്റർ മാത്രം. യെസ്, ഇപ്പോൾ ചാപ്റ്റർ മാത്രം. ക്വസ്റ്റ്യൻസും ചാപ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മുടെ 40 മാർക്കിന്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീ ശ്രദ്ധിച്ചു കേട്ടോ. ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ ഫ്ലാഹർട്ടി. ആ പേരെങ്ങനെ നിങ്ങൾ ഓർത്ത് നോക്കും? പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഫ്ലാഹർട്ടി. ഓക്കെ, എന്താണ്? ഫ്ലാഹർട്ടി, അവളുടെ ടീ, ചായ, അങ്ങനെ നിങ്ങൾ ആലോചിച്ച ഫ്ലാഹർട്ടി. ഓക്കെ, എന്താണ്? ലിയാം ഓ ഫ്ലാഹർട്ടി ആണ് നമ്മുടെ കഥ എന്താണ് എഴുതിയിട്ടുള്ള ആള്. ഇറ്റ്സ് അബൌട്ട് എ യങ് സീകൾ. യങ് സീകളിന്റെ ആണ് കഥ. ഹൂ ഇസ് എഫ്രൈഡ് ടു ഫ്ലൈ. മൂപ്പർക്ക് പേടിയായിരുന്നു. എന്തിന്? പറക്കാൻ പേടിയായിരുന്നു. ഓൾ ഈസ് യങ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറയുന്നത് ബ്രദർ സിസ്റ്റേഴ്സ് അല്ലെ. ഈ 2 ബ്രദേഴ്സും സിസ്റ്ററും പറന്നുപോയി. ഡിസ്പൈറ്റ് ദെയർ മച്ച് ഷോർട്ടർ വിങ്സ് flew fearlessly while he could not gather the courage to trust his own wings. ഇവനേക്കാൾ ചെറിയ ചിറകുകൾ ഉണ്ടായിരുന്ന ഇവന്റെ സിബ്ലിങ്സ് ഒക്കെ നേരത്തെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മഹാനായിട്ടുള്ള ഇവന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, അടുത്ത വർഷം സയൻസ് എടുക്കേ, ഇന്നെ കൊണ്ട് കഴിയില്ല, സയൻസ് ഒന്നും പഠിക്കാനുള്ള ബുദ്ധി എനിക്കില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ചിറകിന്റെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങളോട് ആരെങ്കിലും പറയാണ് നിങ്ങൾ അടുത്ത വർഷം +1 ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് സയൻസ് എടുക്കേണ്ടത് നീ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കേണ്ടത് നീ, നിനക്കത് പ്രയാസമാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് എടുക്കാൻ പാഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ആദ്യം നിങ്ങളിൽ ഒരു വിശ്വാസം വേണ്ടത്. ആരുടെ വാക്കും കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണോ ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം ഇത് 1-2 വർഷം നമുക്ക് വേണ്ടതല്ല, പ്രൊഫഷനാണ് അല്ലെ. മരിക്കുന്നത് വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലിയല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇഷ്ടമുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിനെ സെറ്റാക്കുക, അടിച്ചു പൊളിച്ച് മാർക്ക് വാങ്ങിക്കുക, എല്ലാവരും ഞെട്ടിക്കണം. ഓക്കെ, ഇനി നോക്കുക. The young seagull became sad. യങ് സീകളിന് വല്ലാണ്ട് സങ്കടായി. He saw his parents perfecting his young siblings in the art of flying. മൂപ്പരിങ്ങനെ പറക്കാണ്ട് നോക്കിക്കാണ്. എന്താ ചെയ്യുന്നത്? പാരൻസ് ഒക്കെ ആ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനെയും പറക്കൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കുക. ഹിസ് പാരൻസ് കോൾഡ്. ഈ ലോങ് ആൻസർ ടൈപ്പ് ആട്ടോ ഞാൻ ഈ സമ്മറിയിലൂടെ പറയുന്നത്. ഓക്കെ, ലോങ് ആൻസർ ടൈപ്പാണ് സമ്മറിയിലൂടെ പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ടോണ്ട് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുക, പ്രൊവോക്ക് ചെയ്യിക്കുക. ഓക്കെ, പ്രൊവോക്ക് ചെയ്യിക്കുക. അപ്പം ഞാനിങ്ങനെ വെറുതെ പ്രൊവോക്ക് ചെയ്യിക്കില്ലേ? പഠിക്കടാ, ഉഷാറാവടാ. അടുത്ത വർഷം നിങ്ങളുടെ അല്ലെങ്കിൽ മെയില് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലെക്സുകൾ നാട്ടിൽ ഇങ്ങനെ പറന്ന് കളിക്കണ്ടേ? അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് നമുക്ക് അനുമോദന പ്രസംഗത്തിന് A+ വാങ്ങിയതിന്റെ എന്താ പറയാ പ്രൈസ് വാങ്ങാൻ പോണ്ടേ എന്നൊക്കെ പറയുന്നത് ടോണ്ടാണ്. അത് ഇതുപോലെ രക്ഷിതാക്കൾ ഇവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ,
for not even trying. അവനൊന്ന് ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല പറക്കാൻ. They even call him a coward. അവനെ ഭീരു എന്ന് വരെ വിളിച്ചു നോക്കി. They tell him a lot to at least try and also threaten him to leave him alone and hungry if he does not. ഒന്ന് ശ്രമിച്ചെങ്കിൽ നോക്കടാ, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും കേട്ടോ എന്ന് വരെ അവനെ ത്രട്ടൺ ചെയ്തു. ആര്? മദർ സീകളും ഫാദർ സീകളും. ആരോട്? യങ് സീകളിനോട്. The following day, പിറ്റേ ദിവസം, he is left in the isolation. മൂപ്പർ ഒറ്റക്കാണ്. കൊറോണ വന്ന സമയത്ത് ഓർമ്മയില്ല, ഐസൊലേഷൻ വാർഡെന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു അല്ലെ? ഒറ്റക്കിരുത്ത, ഒറ്റയ്ക്കായി. ഓക്കെ. ആൻഡ് upon feeling hungry, മൂപ്പർക്ക് വിശക്കാൻ തുടങ്ങി. He tries to seek the attention of his family members. അച്ഛനെ അമ്മനെ അച്ഛാ അമ്മ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. Only his mother, who is showing a fish in the attempt to eat it, notices his son. അമ്മ മാത്രമാണ് ഒരു കഷ്ണം മീനും കടിച്ചു പിടിച്ചുകൊണ്ട് അമ്മ മാത്രമാണ് അവനെ നോക്കി നിൽക്കുന്നത്. The young seagull cries out of starvation. Starvation എന്ന് പറഞ്ഞാൽ പട്ടിണിയാണ് കേട്ടോ, ഹംഗ്രി അല്ല, പട്ടിണി കടന്നിട്ട് സങ്കടപ്പെട്ടിട്ട് അവൻ കരഞ്ഞു. ഹോപ്പിംഗ് ഹിസ് മദർ വുഡ് ഹെൽപ്പ്. അമ്മ ഇപ്പൊ വരും സഹായിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അവൻ കരഞ്ഞു. ഓൺ സീയിങ് ഹിസ് മദർ കം ടു ഹിം വിത്ത് ദ ഫിഷ്, he gets excited. അമ്മ ദേ വരുന്നു. അമ്മ വരുന്നത് കണ്ടപ്പോൾ he gets excited, but not noticing that his mother stopped midway. പക്ഷേ എന്താണെന്ന് മനസ്സിലാവില്ല, അമ്മ അവിടെ തന്നെ മിഡ്വേയിൽ അങ്ങനെ നിന്നു. ചിത്രത്തിൽ കാണാമല്ലോ അല്ലെ, മിഡ്വേയിൽ അവിടെ തന്നെ നിന്നു. he gets maddened out of the hunger. വിശന്നിട്ട് വല്ലാതെ ഭ്രാന്ത് പിടിച്ച് മൂപ്പർ എന്ത് ചെയ്തു? and takes a dive at the fish. ഇനി രണ്ടും കൽപ്പിച്ച ഒറ്റ ചാട്ടം കൊടുത്തു ആ ഫിഷിന് വേണ്ടിയിട്ട്. forgetting that for a moment that he was afraid to fly. പറക്കാൻ എനിക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം മറന്നിട്ട് ഒരൊറ്റ ചാട്ടം കൊണ്ട് ചാടിയതോ ഫൈനലി he took his first flight. ഇതാണ് നമുക്കും വേണ്ടത്. ആദ്യത്തെ ചാട്ടം അവൻ ചാടി. ആദ്യത്തെ ചാട്ടം 10ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാമിന് നമ്മൾ ചാടുന്നു. പിന്നെയുള്ള ചാട്ടമൊക്കെ വളരെ എളുപ്പമായിരിക്കും. +1 +2 ഒക്കെ നമ്മൾ അങ്ങനെ കുതിച്ച് ചാടും കേട്ടോ. ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് സെലിബ്രേറ്റ് ഹിസ് വിക്ടറി. എല്ലാ ഫാമിലി മെമ്പേഴ്സും അവന്റെ സെലിബ്രേറ്റ് ചെയ്തു, അവന്റെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്തു ബൈ ചിയറിംഗ് ആൻഡ് ഡാൻസിങ് അറൌണ്ട് ഹിം. അവന് ചുറ്റിലും ഡാൻസ് എല്ലാം ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? യെസ്, ആഹ്ലാദിപ്പിൻ. ഹി ഓൾസോ അറ്റംപ്റ്റ്സ് ടു അറ്റ് ഫ്ലോട്ടിംഗ് ഇൻ ദ സീ ദാറ്റ് ഹി വാസ് വൺസ് അഫ്രൈഡ് ഓഫ്. അവൻ ഒരിക്കൽ ഭയന്നിരുന്ന ആ നമ്മുടെ ഈ സീല് എന്താ ചെയ്യുക, ഫ്ലോട്ട് ചെയ്യാന്ന്. ആ മീനിനെ പിടിക്കണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതും അവരെന്ത് ചെയ്തു? സൂപ്പറായിട്ട് ചെയ്തു. ദസ് he overcomes his fear. അങ്ങനെ അവൻ അവന്റെ ഫിയർ ഓവർകം ചെയ്തു. ആൻഡ് റിയലൈസസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഇൻ ഹിസ് മൈൻഡ്. ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കും എന്ന ഒരു കാര്യം അവൻ എന്ത് ചെയ്യാണ്? മനസ്സിലാക്കുകയാണ്. റെഡിയല്ലേ മക്കളെ? യെസ്, നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് വരാം. At that 24 hours ago, since then nobody had came near him എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് ഇല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്, അത് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഹാഡ് ഹാപ്പൻഡ് 24 hours ago. 24 മണിക്കൂർ മുമ്പേ എന്തായിരുന്നു നടന്നത്? കഥകളിയാണ് നടന്നത്. 24 hours ago the young seagull was left alone. ഓനെ ഒറ്റക്കാക്കി പോയതാണ് മറ്റവരൊക്കെ. His parents, brothers and sisters had flown away. എല്ലാവരും പറന്നുപോയി. ഓക്കെ. ഇനി what did the young seagull watch all day? യങ് സീകൾ എന്താണ് ദിവസം മുഴുവനും നോക്കിയിരുന്നത്? The young seagull watched all day his brother and sister flying over the sea. കടലിലൂടെ എങ്ങനെ പറക്കുന്നത് അല്ലെ, കടലിന്റെ മുകളിലൂടെ. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ ബ്രദർ ഡു? ഇതൊക്കെ ആ പാസേജ് അതിനൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഏത് സബ്ജക്റ്റ് ആണെന്നോ? ദൈവമേ, ഇതാണ് ഉറുദു. അയ്യവ ഫൂട്ട് വാക്കർ. ഇനി നോക്കാം അടുത്തത്. വാട്ട് ഡിഡ് ഹിസ് ബ്രദേഴ്സ് ഡു? ഹിസ് ബ്രദേഴ്സ് കോട്ട് ഹിസ് ഫസ്റ്റ് ഫിഷ്. വൈ ഡിഡ് ഹിസ് ഫാമിലി taught the young seagull എന്തിനാണ് അവർ പെർസ്വേഡ് ചെയ്തത്? എന്തിനാണ് അവർ ആങ്കർ പിടിപ്പിച്ചത്? ഹിസ് ഫാമിലി taught him ഫോർ ഹിസ് കവാഡിയൻസ്. അവന്റെ ഭീരുത്വം കണ്ടിട്ടാണ് അല്ലെ, അപ്പൊ നമ്മളോടൊക്കെ നമ്മുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ചീത്ത പറയുന്നുണ്ടെങ്കിൽ, ഈ പരീക്ഷാ സമയത്ത് നീ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ, പരീക്ഷ കഴിഞ്ഞാൽ നമുക്കുള്ളത് തന്നെയാണ് ഈ ഫോണും ഈ ഗെയിമും ഈ പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും എല്ലാവരും. ഓക്കെ, സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സഹകരിക്കുക. He dropped his leg to stand on the green sea. How did the family react when he did so? മൂപ്പര് ആ കടലിന്റെ മുകളിൽ ഇരുന്ന സമയത്ത് എറർ കറക്ഷൻ ചെയ്യും കേട്ടോ. കുക്കി എന്നാണ് പേര് അല്ലെ, ഭയങ്കര പേരുകളാണ് കേട്ടോ ഇപ്പോൾ അല്ലെ, കൊറിയൻ പേരുകളാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇനി, being tired and weak with hunger, the young seagull dropped his leg to stand on the green sea. His entire family came around screaming, praising
and their beaks offering him scraps of dogfish. Dogfish one വായിലേക്ക് ഇട്ട് ലഡു കൊടുക്കും നിങ്ങൾക്ക്. അല്ല നിങ്ങൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഡു ആയി തരും. അനിയനൊക്കെ ഒച്ച എന്താ സ്ക്രീം ചെയ്യും, യെൽ ചെയ്യും, നിങ്ങളെ പുകഴ്ത്തും, പ്രൈസ് ചെയ്യും. ഓക്കെ, എൻ്റെ മോൻ എന്ന് പറഞ്ഞ രക്ഷിതാവ് ഇങ്ങനെ നെഞ്ചു വീഴ്ത്തി നടക്കും. ഇതൊക്കെയാണ് ഈ കുട്ടിയുടെ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സിംബോളിക് ആണ്. ഓക്കെ, ഞാൻ കഷ്ടകാലത്തിന് ഓക്കെ യു ക്യാൻ പ്ലീസ് എക്സ്പ്ലെയിൻ പോയറ്റിക് ഡിവൈസസ്. യെസ്, വി വിൽ ഡെഫിനറ്റ്ലി. ഓക്കെ, ഇപ്പോൾ ഇത് പോയറ്റിക് ഡിവൈസസ് അല്ലല്ലോ. ഈ പോം പറയും, അടുത്ത പോവാണ്, പോം വരുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, യെസ്, റൈറ്റേഴ്സ് നെയിം എഴുതിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, ഗ്രാമർ ഉണ്ട്. ഗ്രാമർ 10 മാർക്കിനുള്ളൂ. നമ്മൾ പരീക്ഷയുടെ തൊട്ട് മുമ്പ് ചെയ്യും. നാളത്തെ ലൈവിലാണ് ചെയ്യുക. റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യും, പൊളിച്ചടക്കും. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ, ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മൾ നാളെ 7 മണിൻ്റെ ക്ലാസ്സിൽ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. How did the seagull express his excitement when he saw his mother bringing food him? The young seagull uttered a joyful scream when he saw his mother picking up a piece of fish and flying across to him with it. He leaned out eagerly, tapping the rock with his feet. Tapping the rock is feet. ആ സാധനം ഓർത്ത് വെച്ചോ. ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കാലോട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അതിനാണ് ടാപ്പിംഗ് ദ ഫീറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു പാസേജ് വന്നിട്ട്, ആ പാസേജ് ഇതാണ്. ഹി സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ഓഫ് ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് എന്ന് പറയുന്നത്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മുനമ്പ്. ഇങ്ങനെയുള്ള ഈ മുനമ്പിലാണ് മൂപ്പർ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു. ആ പാരഗ്രാഫാണ്. എന്നിട്ട് ചോദ്യം, വാട്ട് ഡിഡ് ദ യങ് സീഗൾ ഡു ഔട്ട് ഓഫ് ഹിസ് ലെഡ്ജ്? ലെഡ്ജിൽ മൂപ്പർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, the young seagull pretended to be falling asleep and watched his brothers and sisters lying on the plateau. മൂപ്പര് ഉറങ്ങി തൂങ്ങണത് പോലെ ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ ഉറങ്ങി തൂങ്ങി ഞാൻ കാണും വീണ് പോകുമെന്ന് പേടിച്ചിട്ട് അമ്മ ഓടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, ടെൻസസ് ടഫാണ്. ടെൻസസ് ഒന്നും ടഫില്ല. ഞാനല്ല എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് സിമ്പിളാക്കി തരും. പരീക്ഷയ്ക്ക് ആ മാർക്ക് വാങ്ങിച്ച് തന്നാൽ പോരെ. ഓക്കെ ലിയോൺ, ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കരുത്. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദ ക്ലാസ്, സിറ്റ് ഇൻ ദ ക്ലാസ്. ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദ പാർക്ക്, സിറ്റ് ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലിരുന്നുകൊണ്ട് പാർക്കിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ടെൻഷനാവും. ക്ലാസ്സിലിരിക്കുന്ന കിട്ടൂല, പാർക്കിലിരിക്കുന്ന സുഖം കിട്ടൂല. പാർക്കിലിരുന്നുകൊണ്ട് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ, പരീക്ഷയാണല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പാർക്കിലിരിക്കുന്ന സുഖം കിട്ടൂല. മനസ്സിലായില്ലേ? ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കുക. ഇതാ നമ്മളെ ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നു. നെക്സ്റ്റ്, വാട്ട് വാസ് സീഗൾസ് ഫാദർ ഡൂയിങ്? സീഗളിന്റെ ഫാദർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ സീഗൾസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. പ്രീനിങ് എന്ന് പറഞ്ഞാൽ തൂവലുകൾ ഇങ്ങനെ റെഡിയാക്കുക കേട്ടോ. നെക്സ്റ്റ്, ക്ലീൻ ചെയ്യുക. വൈറ്റ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ദ സെയിം ടു ഷാർപ്പൺ എന്ന് പറയുന്ന വേർഡ്. ക്ലീൻ ചെയ്യുക, ഷാർപ്പൺ ചെയ്യുക, മൂർച്ച കൂട്ടുക എന്നൊക്കെ പറയുന്ന, വൃത്തിയാക്കുക എന്ന് പറയുന്ന പ്രീനിങ് ആണ്. വാട്ട് ഡസ് ദ പ്ലാറ്റ്യൂ മീൻ? ദ പ്ലാറ്റ്യൂ ഇസ് എൻ ഏരിയ ദാറ്റ് ഇസ് ഹയർ ദാൻ ദ ലാൻഡ് അറൗണ്ട്. ചുറ്റിലുമുള്ള സ്ഥലത്തേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന പരന്ന പ്രദേശത്തെയാണ് നമ്മൾ പ്ലാറ്റ്യൂ എന്ന് പറയാം, അല്ലെ? സമതലം എന്ന് പറയാം. പ്ലെയിൻ ആണ് സമതലം. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പീഠഭൂമിയാണ്. പീഠഭൂമി മലയാളത്തിൽ. ദ ബ്ലാക്ക് എയറോപ്ലെയിൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സാർ, ലേണിംഗ് മീനിങ് എന്താ? ലേണിംഗ് മീനിങ്ങോ? ലീനിങ് എന്ന് പറഞ്ഞാൽ ചാരി ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ ലീൻ ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ അതാ വിമാനത്തിൻ്റെ അടുത്തേക്ക് ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ലീനിങ്. ഓക്കെ, ഇനി അനലിറ്റിക് പാരഗ്രാഫ്. പടന്നു മെസ്സിയോ റൊണാൾഡോ? ഈ ചെങ്ങായിൻ്റെ ഒരു കഥ. ഇച്ചിഗോ മെസ്സിയും റൊണാൾഡോയും സൂപ്പറാണ്. എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം റൊണാൾഡോയാണ്. ഏതായാലും അതല്ലല്ലോ ഇപ്പോഴത്തെ നമ്മളുടെ വിഷയം. ഓക്കെ, വളരെ എന്താ പറയുക, ഹാർഡ് വർക്കിംഗ് ആണ് രണ്ടുപേരും. ഓക്കെ, രണ്ട് കളിക്കാർ മാത്രമല്ല, എല്ലാ കളിക്കാരും, പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ എല്ലാ കളിക്കാരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുട്ബോളല്ല, നമ്മുടെ എന്താണ് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും അടിപൊളി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. സോ അതിനും നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യാം? തല ഉയർത്തി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ താഴ്ത്തി തന്നെ നിൽക്കേണ്ടി വരും. ബ്ലാക്ക് എയറോപ്ലെയിനിലേക്ക് ഞാൻ പോട്ടെ. യെസ്, ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ മക്കളെ? ബ്ലാക്ക് എയറോപ്ലെയിൻ. യെസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ഓക്കെ സെക്ഷൻ തരും കേട്ടോ. ഓക്കെ, പോയിന്റ് നെയിം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്യാൻ യു ടെൽ ദ ആൻസർ? ഓക്കെ, നോക്കാം. ദ ബ്ലാക്ക് എയറോപ്ലെയിൻ. The story Black Aeroplane is about a pilot who feels unhappy and contented to fly over a city that is sleeping at night time. Okay, ഇതൊരു പൈലറ്റിന്റെ കഥയാണ്. ദ ബ്ലാക്ക് എയറോപ്ലെയിൻ എന്ന് പറയുന്നത് ഒരു പൈലറ്റിന്റെ കഥയാണ്. സിമ്പിൾ കഥയാണ്. എന്താണ് ഈ പൈലറ്റ് ഹു ഫീൽസ് ഹാപ്പി ആൻഡ് കണ്ടന്റഡ്? ഭയങ്കര ഇഷ്ടമായിരുന്നു മൂപ്പർക്ക്. എന്തിന്? ടു ഫ്ലൈ ഓവർ എ സിറ്റി, ഒരു സിറ്റിയുടെ മേലെ കൂടെ പറക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? ദാറ്റ് ഇസ് സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ്, രാത്രിയിൽ സഞ്ചരിക്കാൻ മൂപ്പർക്ക് ഇഷ്ടമായിരുന്നു. നമുക്ക് നൈറ്റ് റൈഡേഴ്സ് എന്നൊക്കെ പറയില്ല നമ്മൾ, രാത്രി ഇങ്ങനെ കറങ്ങിപ്പോ നടക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതുപോലെ ഒരു പൈലറ്റ് ആയിരുന്നു മൂപ്പര്. ഹി ഈസ് ഫ്ലൈയിങ് ഫ്രം പാരീസ് ടു ലണ്ടൻ. മൂപ്പര് ഇന്ന് എവിടേക്കാണ്? പാരീസിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കാണ്. മീൻ വൈൽ ടേക്കിംഗ് ഹിസ് ഫ്ലൈറ്റ് ഹി ഡ്രീംസ് അബൌട്ട് ദ ലോങ് ഹോളിഡേ വിത്ത് ഹിസ് ഫാമിലീൻ്റെ കൂടെ നാളെ അടിപൊളിയായിട്ട് നമ്മുടെ എന്താണ് പറയുക,
ഹോളിഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ട് മൂപ്പര് പോവാണ്. He also fantasized about the yummy breakfast he would have upon landing. നാളെ അവിടെ എത്തിയിട്ട് പുലർച്ചെ എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മോർണിംഗിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. As soon as he crosses Paris, അങ്ങനെ മൂപ്പര് ഫ്ലൈറ്റ് പാരീസിന്റെ മുകളിലൂടെ പോകുമ്പോൾ he gets look at the dark clouds that were a sign of upcoming storm. അപ്പോഴാണ് മൂപ്പർ ശ്രദ്ധിക്കുന്നത്, ദൈവമേ, ഇരുണ്ട കൂടിയ മേഘങ്ങൾ അങ്ങനെ വരുന്നുണ്ടല്ലോ, അതൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണല്ലോ എന്ന് മൂപ്പർ മനസ്സിലാക്കി. The right decision would have been to turn back to the Paris for the sake of safety. ഏറ്റവും നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക, പാരീസിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ്. But he desires his dreams and not waiting to delay them. അദ്ദേഹം പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തിന് തിരിച്ചു പോകാൻ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാനാണ് ആഗ്രഹം. അതുകൊണ്ട് risks the life of the passengers and head straight into the storm. അദ്ദേഹത്തിന്റെ പാസഞ്ചേഴ്സിന്റെ ലൈഫും റിസ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോയി. എവറിത്തിങ് ഗെറ്റ്സ് ഡാർക്ക്, പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. He is unable to see all his direction. The instruments stopped functioning. എല്ലാ ഇൻസ്ട്രുമെന്റ്സും, ഡയറക്ഷൻ കാണിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ഫംഗ്ഷൻ നിർത്തി. And he lost control of the plane. ആ പ്ലെയിന്റെ കൺട്രോൾ മൊത്തത്തിൽ ഇല്ലാതെയായി. When all his hope was lost, he saw another plane whose pilot was willing and rescue them. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ഇനിയിപ്പോ അത് പരാജയപ്പെടാൻ പോവാണ്, താഴേക്ക് വീഴാൻ പോവാണെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഒരു മറ്റൊരു പ്ലെയിന് ആ വഴി വന്നു. ആ പൈലറ്റ് ഇയാളെ സഹായിക്കുകയാണ്. The author was panicking as there was very less amount of fuel left. ഓദറിന് ഇങ്ങനെ ഒരു ബേജാറും കൂടെ ഉണ്ട്. കാരണം എന്താ, അങ്ങനെ ഒരുപാട് കറങ്ങാൻ കഴിയൂല. കാരണം എന്താ, ഇതിനകത്ത് ഫ്യൂവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The anonymous pilot guided them out of the storm. ഏതാണ് വഴി എന്നത് കൃത്യമായിട്ടും ഈ പറയുന്ന അനോണിമസ് ആയിട്ടുള്ള, അറിയാത്ത അജ്ഞാതനായിട്ടുള്ള ഈ പൈലറ്റ് എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. ആൻഡ് ഡിസപ്പിയർഡ് ആസ് സൂൺ ആസ് ദേ സോ ദ ലൈറ്റ്. ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ കാണാനില്ലാതായി. ഓക്കെ, ഇനിയോ upon landing, when he asked the lady in the control room about the other pilot, he is left in shock when she says that this was the only plane in the sky. അപ്പോൾ അവിടെ എത്തി, ഒരു സ്ഥലത്ത് ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെയുള്ള റിസപ്ഷനിലെ പെണ്ണിനോട് ചോദിച്ചു, മറ്റേ പൈലറ്റ് എവിടെ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയാണ്, ആ പെൺകുട്ടി പറയാണ്, ഏത്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ പറയാ, പാസഞ്ചേഴ്സിന്റെ ലൈഫും കൂടെ എന്ന് പറഞ്ഞത്, പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് ഇയാളെ തന്നെയാണ് കേട്ടോ. പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് ഇയാളെ തന്നെയാണ് കേട്ടോ. ഇയാളുടെ ലൈഫ് എന്ന് റിസ്ക് ചെയ്തുകൊണ്ട് അയാൾ, പാസഞ്ചേഴ്സിന്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് ഇയാളുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് അയാൾ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ അവിടെ എത്തിയ സമയത്ത് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അതങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞു, എവിടെ പറഞ്ഞു, he is left in the shock when she says that his was the only plane in the sky. ആ സ്കൈയിൽ ഈ ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളായിരുന്നു എന്നത് മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് ഞെട്ടിപ്പോയി. ഹി വാസ് ഷോക്ക്ഡ്. ഓക്കെ, അയാൾ ഞെട്ടിപ്പോയി. പോയറ്റിക് ഡിവൈസ് ഒക്കെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പോയറ്റിക് ഡിവൈസ് ഒക്കെ നമ്മൾ ആ പോകാൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യും, നെൽസൺ മണ്ടേല ഡിസ്കസ് ചെയ്യും. ഓക്കെ, നോട്ട്സ് കമ്മ്യൂണിറ്റിയിലിടും. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കിട്ടും സാധനങ്ങളൊക്കെ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് മുഴുവനും കവർ ചെയ്യും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യും. റഷബ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നസീഫ് അതാ നെൽസൺ മണ്ടേല ചോദിക്കുന്നു. ഓക്കെ, ഇനി ബാക്കി ഭാഗം നോക്കാം. ഇനി അതിലുള്ള അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട്. നോക്കാം. The moon was coming up in the east. Behind me, the stars were shining in the clear sky. Above me, and there wasn't a cloud in the sky. എന്ന് തുടങ്ങുന്ന ആ പാരഗ്രാഫ് വന്നിട്ട് ചോദ്യം നമ്പർ 1. How was the weather when the pilot started flying his aeroplane? എങ്ങനെയായിരുന്നു weather? When the pilot started flying the aeroplane, it was clear weather as moon was up in the stars were shining and there wasn't any cloud in the sky. Why was the pilot flying his old Dakota aeroplane over the France back to England? എന്തുകൊണ്ടാണ് അയാൾ പറത്താൻ കാരണം? The pilot was flying his old Dakota aeroplane over France back to England because he wanted to enjoy his holiday and morning breakfast with his ഫാമിലിൻ്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണ് അത് ചെയ്തത്. ഓക്കെ, അയാൾ ആ റിസ്ക് എടുത്ത് പോയത്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് വിത്ത് ഹോപ്പിംഗ് വിത്ത് പ്ലഷർ. ഹോപ്പിംഗ് വിത്ത് പ്ലഷർ എന്ന് പറയുന്ന വേർഡിനോട് സാമ്യമുള്ള മറ്റൊരു വേർഡ് നിങ്ങൾ ഇതാണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സീ മൈ ഫ്രണ്ട്സ്.
എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, ചൂസ് ഫ്രം ദ പാസേജ് വിത്ത് ദ വേർഡ് വിച്ച് മീൻസ് ലാൻഡ് ഔട്ട്സൈഡ് ടൗൺസ് ഓർ സിറ്റീസ്. കൺട്രി സൈഡ് ആണ് അല്ലേ. ലാൻഡ് ഔട്ട്സൈഡ് കൺട്രി, ഔട്ട്സൈഡ് ടൗൺസ് എന്ന് പറഞ്ഞാൽ കൺട്രി സൈഡ് എന്ന് പറയും. കൺട്രി സൈഡ്, വില്ലേജ് എന്നർത്ഥം. നെക്സ്റ്റ്, okay, the black aeroplane is a mystery story. Explain. അല്ലെങ്കിൽ do you agree that the story black aeroplane is a mystery? Same question. Yes, the black aeroplane is a mystery story. ഒരു നിഗൂഢത നിറഞ്ഞ ഒരു കഥയാണ് അല്ലേ. The pilot of the old Dakota was caught in a storm. He was helpless as in his instruments had stopped functioning. He did not know what to do. Suddenly, he saw a black aeroplane flying next to him. It was a strange plane flying in the storm without lights. The pilot of the black aeroplane helped him in landing safely. On the landing, he turned back to look for the friend, but he had disappeared. The black aeroplane had gone. The lady in the control center told him that he was the only one flying in the night. There was no other plane. He could not understand who helped him. It was really a big mystery. അതൊരു മിസ്റ്ററി മാത്രമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത്. അതിന് മുമ്പേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എന്താ അഭിപ്രായം? ആരായിരിക്കും ആ ബ്ലാക്ക് എയറോപ്ലെയിനിൽ വന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, ആരായിരിക്കും ആ ബ്ലാക്ക് എയറോപ്ലെയിനിൽ വന്നത്? ആരായിരിക്കും ആ ബ്ലാക്ക് എയറോപ്ലെയിനിൽ വന്നത്? യെസ്, ആരായിരിക്കും? ഇതൊരു ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ പോയറ്റിക് നെയിം എഴുതണോ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ നമ്മളൊരു വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിൽ പാരഗ്രാഫ് ലോങ് ആൻസർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, എഴുതുന്നത് നല്ലതാണ്. നമ്മുടെ ആൻസേഴ്സ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടേതായിട്ടുള്ളൊരു അടിപൊളി പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, ഗോഡ് എന്നാണ് അധികം ആൾക്കാർ പറയാം. ഹിസ് കറേജ്, എക്സലന്റ്. അപ്പോൾ ഈ ഗോഡ് എന്ന് നമുക്ക് പറയാം, ഇല്യൂഷൻ എന്ന് പറയാം. അത് ഇല്യൂഷനാണ് ശരിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം അയാൾ തന്നെയാണ് അയാളെ സഹായിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയല്ല, ദൈവമാണ് സഹായിക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്കൊരു ഒരു കരുത്ത് നമുക്ക് തരും. അപ്പോൾ നമുക്ക് തോന്നും മറ്റാരോ നമ്മളെ ഹെൽപ്പ് ചെയ്താന്നൊക്കെ. പക്ഷേ ശരിക്കും ആരെന്നെ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും? ആ ഒരു ആർജവം നമുക്കുണ്ടാവും. ഓക്കെ, നമ്മളതിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ കഥ. നിങ്ങൾക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ആ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ, അത് ഓരോരുത്തർക്ക് ഓരോന്ന് പറയാം. അത് നമ്മൾ വായനക്കാരൻ്റെ ഇഷ്ടം കേട്ടോ. നമുക്ക് അത് ഓദർ പറയുന്നൊന്നുമില്ല എന്നതാണെന്നൊന്നും. ഇതെൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് ഗോഡ് എന്ന് പറയാം, നിങ്ങൾക്ക് ഇല്യൂഷൻ എന്ന് പറയാം, നിങ്ങൾക്ക് ഗോസ്റ്റ് എന്ന് പറയാം, എന്തും പറയാം. ഡസ്റ്റ് ഓഫ് സ്നോ, ഇമ്പോർട്ടൻറ്റ് പോം പറയാൻ പോകുന്നു. ഒരുപാട് നേരമായി ആളുകൾ ചോദിക്കുന്നു, പോം പറഞ്ഞു തരുമോ സാർ? ഹിസ് മൈൻഡ്, എക്സാക്ട് ഹിസ് മൈൻഡ് തന്നെയാണ് അല്ലേ. മൈൻഡിന് ഭയങ്കര പവറാട്ടോ, ഭയങ്കര പവറാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും നമ്മൾ. ഓക്കെ, ഡസ്റ്റ് ഓഫ് സ്നോ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന പോം. ഓക്കെ, പോം ഒരു സിമ്പിൾ പോം. നോക്ക്, ഇത്രയേ ഉള്ളൂ. ദ വേ എ ക്രോ ഷൂക്ക് ഡൗൺ ഓൺ മീ ദ ഡസ്റ്റ് ഓഫ് സ്നോ from a hemlock tree has given me my heart a change of mood and saved some part of a day I had ruined എന്ന് പറഞ്ഞാൽ ruined. ഓക്കെ, ഇവിടെ എന്താണ് പോയറ്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പോയറ്റ് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടായിരിക്കും. പോയറ്റ് ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്, പ്രകൃതിയുടെ എഴുത്തുകാരൻ, അമേരിക്കൻ വേർഡ്സ്വർത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന റോബർട്ട് ഫ്രോസ്റ്റ് പറയാണ്, ഒരു ദിവസം ഞാൻ ഭയങ്കര ചടപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഡെസ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഈ സമയത്ത് പ്രകൃതിയിൽ ഇരിക്കുകയാണ്, ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് ദ വേ എ ക്രോ ഷൂക്ക് ഡൗൺ ഓൺ മീ, എന്താണ്? ഒരു കാക്ക വന്നിട്ട് ഒരു മരത്തിന്റെ മേലെ നിന്നിട്ട് ഒരു ചില്ലകൾ ഇളക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ദ ഡസ്റ്റ് ഓഫ് സ്നോ, മഞ്ഞിന്റെ പൊടികൾ താഴേക്ക് വീണു. ഫ്രം എ ഹെംലോക്ക് ട്രീ, എവിടെ നിന്നാണ് വീണത്? കാക്കയാണ് തള്ളിയിടുന്നത്. ഹെംലോക്ക് എന്ന് പറയുന്ന ആ വിഷവുമായി ബന്ധപ്പെട്ട അല്ലെ പോയിസണസ് ട്രീ ആയിട്ടുള്ള ബാഡ് ലക്ക് ആണെന്ന് കരുതപ്പെടുന്ന ഈ പറയുന്ന നമ്മുടെ ഹെംലോക്ക് മരത്തിന്റെ മുകളിൽ നിന്നുമാണ് ഈ തണുത്ത മഞ്ഞ് എൻ്റെ മുഖത്തേക്ക് വീണത് അല്ലേ. നമ്മൾ മണാലിയിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കഷ്ണം മഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇരുന്നു. അപ്പോൾ അയ്യോ ഡയറി മിൽക്ക് അല്ലേ, കാഡ്ബറീസ് ഡയറി മിൽക്ക് പരസ്യമൊക്കെ ഓർമ്മയില്ലേ? അത് കാണുമ്പോൾ നമുക്കൊരു കുളിർമയാണ്. അയ്യോ മഞ്ഞ് അടിവായിട്ടൊന്ന് മഞ്ഞ് വീഴുന്ന സൗണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് പാട്ട് പാടുമോന്ന്? ഓക്കെ, പാട്ട് പാടാലോ. ഓക്കെ, ഒരു മിനിറ്റ്, അത് ഫ്ലോ വരട്ടെ. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത്, ഞാൻ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ കാരണം കാക്ക ഒരു സിംബോളിസമാണ്, ഹെംലോക്ക് ഒരു സിംബോളിസമാണ്. എന്ന് വെച്ചാൽ കാക്ക
സിമ്പിൾ ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ ഫിയർ, അല്ലെങ്കിൽ സോറോ, ശകുനം, ഇതൊക്കെയാണ് നമ്മൾ കാക്കനെ കാണാം. ഇതുപോലെ തന്നെ പോയ്സണസ് ട്രീ, ബാഡ് ലക്കിന്റെ ട്രീ എന്നൊക്കെയാണ് ഹെംലോക്കിനെ കാണാം. ഈ രണ്ടാൾക്കാരും കൂടാണ് എനിക്ക് സമാധാനം തരുന്നത്. ഞാൻ ഡെസ്പറേറ്റ് ആയി നിൽക്കായിരുന്നു, അതിന്റെ മേലെ നിന്നാണ് കാക്ക കാരണം ഹെംലോക്ക് മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ മഞ്ഞ് പാള എന്റെ മേലേക്ക് വീഴുന്നു, പൊടി വീഴുന്നു, ഞാൻ ഹാപ്പി ആവുന്നു, എന്റെ മൂഡ് മാറുന്നു. ഹാസ് ഗിവൺ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത ഒരു സന്തോഷം തന്നു. എ ചേഞ്ച് ഓഫ് മൂഡ്, എൻ്റെ മൂഡ് മാറി കേട്ടോ, എനിക്കൊരു പ്രശ്നവുമില്ലടോ, എനിക്കെന്ത് പ്രശ്നങ്ങളാണുള്ളത്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമല്ലേ എന്നെനിക്ക് തോന്നി. ആൻഡ് സേവ്ഡ് സം പാർട്ട് ഓഫ് ദ ഡേ ഐ ഹാഡ് റൂയിൻഡ്, ഞാൻ നശിപ്പിച്ച എൻ്റെ സോറോഫുൾ മൂഡിൽ ഞാൻ നശിപ്പിച്ച എൻ്റെ ആ ദിവസത്തിൻ്റെ ബാക്കി ഭാഗം അടിപൊളിയായി. ഇത്രേ ഉള്ളൂ പോയട്ടോ. ഇതാ ഞാൻ അതിൻ്റെ ഒരു സമ്മറിയിലേക്ക് വരാം. ദ ഷോർട്ട് പോം by Robert Frost throws light upon the unimaginable healing power of nature and tiny things. മറ്റു ചെറിയ വസ്തുക്കൾക്കും അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള ബാക്കി കാര്യങ്ങൾക്കും ഭയങ്കരമായ പവർ ഉണ്ട്, അൺഇമാജിനബിൾ ആയിട്ടുള്ള പവർ ഉണ്ട്. എന്തിന്? ഹീലിംഗ് പവർ ആണുള്ളത്, നമ്മുടെ അസുഖങ്ങളൊക്കെ ഭേദമാക്കാൻ, നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങൾ ഭേദമാക്കാൻ. അതുകൊണ്ടല്ല നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ബീച്ചിലേക്ക് പോകുന്നത്, മനസ്സിലായില്ലേ? ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഫീൽ കിട്ടും, ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രം എ ബാഡ് മൂഡ് to ill health, there is nothing that can be cured by nature. ബാഡ് മൂഡ് മുതൽ ഇൽ ഹെൽത്ത് ആണെങ്കിൽ വരെ നമുക്ക് പ്രകൃതിയിൽ അതിനുള്ള മാറ്റമുണ്ട്. The author was experienced such one bad day when the crow's movement near a hemlock tree dusted snow upon him. The snow instantly make him happier. ആ മഞ്ഞ് അദ്ദേഹത്തിന്റെ മേലെ വീണു, ഹാപ്പിയായി. ഹെംലോക്ക് മരം ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഹെംലോക്ക് മരം ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റല്ലേ? His day gets a lot better. അദ്ദേഹത്തിന്റെ ദിവസത്തിന് നല്ല മാറ്റമുണ്ടായി, സമാധാനമുണ്ടായി. പിന്നെയോ thus the supremacy of nature as the old world made him realize how petty the problem was. തന്റെ പ്രശ്നം എത്ര നിസ്സാരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. The fact that the hemlock tree is poisonous combined with the crow being the indicator of doom and fear are used in the poem as the carriers of happiness in the life of narrator is ironical. എന്ന് വെച്ചാൽ നമ്മൾ ദുശഗുണമായിട്ടും സിമ്പിൾ ഓഫ് ഡെത്ത് ആയിട്ടും ഫിയർ ആയിട്ടും സോറോ ആയിട്ടൊക്കെ കാണുന്ന ക്രോയും അതുപോലെ തന്നെ പോയ്സണസ് ട്രീയും ബാഡ് ലക്കായ ട്രീയും ഒക്കെ ആയിട്ടുള്ള ഈ ഹെംലോക്ക് മരവും എത്രത്തോളം പോയറ്റിന്റെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് കൊണ്ടുവന്നു എന്നുള്ളത് ഐറണിയാണ്. രണ്ട് വിപരീതങ്ങളാണ്, ഐറണിയാണ്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ദ പോയറ്റ് ത്രൂ ദീസ് ഒബ്ജെക്ട്സ് ഹാസ് ട്രൈഡ് ടു ഹൈലൈറ്റ് that sometimes creatures linked with negative aspects of the life can be the bringer of change and happiness. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ചില മൃഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അവ നമുക്ക് വലിയ ഹാപ്പിനെസ് കൊണ്ടു തരാറുണ്ട്. ബീങ് ഔട്ട്ഡോർസ് ഇൻ നേച്ചർ വിത്ത് ഓൾ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിലിറ്റി ക്യാൻ ബെനിഫിറ്റ് എനിവൺ എനിവേർ അറ്റ് എനി ടൈം. ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ വിധത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ആർക്കെങ്കിലും മനസ്സിന് വിഷമങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ പാഠം പഠിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരിക, നിങ്ങൾ കുന്നുകളിലേക്ക് പോവുക, കാടുകളിലേക്ക് പോവുക, നിങ്ങൾക്ക് അവിടെ എല്ലാത്തിനുള്ള ക്യൂർ ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പോയറ്റിക് ഡിവൈസസ്, നോക്ക്, പോയറ്റിക് ഡിവൈസസ് ഞാൻ പറയാൻ പോവാണേ. പോയറ്റിക് ഡിവൈസസ് ചോദിച്ച ആൾക്കാരൊക്കെ യെസ് ഹാജരല്ലേ, പ്രസന്റ് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. ഏതൊക്കെയാ? ഒന്ന്, റൈം സ്കീം ഉണ്ട് സാർ. എ ബി സി ഡി, ഇതിന്റെ റൈം സ്കീം അതാണ് കേട്ടോ. ഏതാണ്? എ ബി സി ഡി അല്ലെ? ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒരു കുട്ടി പറയാണ് എ ബി എന്ന് പറഞ്ഞാലും ആൻസർ റെഡിയാണ് കേട്ടോ. ആദ്യത്തെ എ ബി പിന്നെയും അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എ ബി അങ്ങനെയും പറയാം നമുക്ക്. ഇനി അലിട്രേഷൻ ഉണ്ട്. എന്താണ് അലിട്രേഷൻ? അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിന്റെ അകത്ത്, ഒരേ വരിക്കകത്ത് ഒന്നിൽ കൂടുതൽ തവണ കോൺസനന്റ് സൗണ്ടുകൾ ആവർത്തിച്ച് വരികയാണ് ഒരു വാക്കിന്റെ മുൻപിലെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? യെസ്, അലിട്രേഷൻ എന്ന് വിളിക്കാം. അവിടെ നോക്ക്, ഏതാണ്? ഹാസ് ഗിവൺ മൈ ഹാർട്ട്. എന്തൊക്കെയാണ് വവൽ സൗണ്ട്സ്? എ ഇ ഐ ഒ യു അല്ലേ? തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. ഇതല്ലാത്ത സൗണ്ടുകളൊക്കെ നമ്മൾ എന്താ വിളിക്കുക? കോൺസനന്റ് സൗണ്ട്സ് അല്ലെ? കോൺസനന്റ് സൗണ്ട്സ് ആണ്. ഈ കോൺസനന്റ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ എച്ച് ഒക്കെ വരൂലേ? അപ്പൊ ഇവിടെ എച്ച് ഒന്നിൽ കൂടുതൽ തവണ ഒരു വരിക്കകത്ത് ആവർത്തിച്ചില്ലേ വാക്കിന്റെ തുടക്കത്തില്? സോ ഇത് അലിട്രേഷൻ ആണ്. ആൻഡ് സേവ്ഡ് സം പാർട്ട് എന്ന് പറയുമ്പോൾ അതും എന്തെന്നെയാണ്? അലിട്രേഷൻ ആണ്. ശരിയല്ലേ? റെഡി അല്ലേ? പോയറ്റിക് ഡിവൈസസ് കഴിഞ്ഞില്ലേ? ഇനി നോക്കുക, ഇൻവേർഷൻ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തുണ്ട്. എന്താണെന്നറിയാം ഇൻവേർഷൻ? വെൻ ദ സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ഇസ് ചേഞ്ച്ഡ് ബൈ ദ പോയറ്റ് ടു ക്രിയേറ്റ് റൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയറ്റിന് ഒരു ലൈസൻസ് ഉണ്ട്. ഈ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന രീതിയൊക്കെ അങ്ങോട്ട് മാറ്റി പൊളിച്ച് ചെയ്തു മൂപ്പര്. ഓക്കെ, ദ സ്റ്റാൻസ 1 ഇൻവേർഷൻ ക്യാൻ ബി സീൻ. ഇൻവേർഷൻ നമുക്കതിൽ കാണാം. ഇൻവേർഷൻ ഒക്കെ ഓർമ്മല്ലേ? വെട്ടേക്ക്
അസോണൻസ് എന്താ? നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. ഒന്നിൽ കൂടുതൽ തവണ ഒരു വരിക്കകത്ത് വവൽ സൗണ്ടുകൾ ആവർത്തിച്ച് വരാം. അത് വാക്കിന്റെ മുമ്പിൽ തന്നെ ആവണമെന്നില്ല, അത് എവിടെയെങ്കിലും വന്നാൽ മതി. ഇതിനാ നമ്മൾ എന്താ പറയാ? യെസ്, ഷൂക്ക് ഡൗൺ ഓൺ മീ എന്ന് പറയുന്ന വരിയിൽ ഷൂക്ക് ഓ ഓ സൗണ്ട് 2 തവണ ആവർത്തിക്കുന്നുണ്ട്. ഓ ഇസ് എ വവൽ സൗണ്ട് നമുക്കറിയാം അല്ലെ? സോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അസോണൻസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ എൻജാബ്മെന്റ് ആണ്. When the same sentence continues to the next line without the use of punctuation marks, it is called enjambment. എന്ന് വെച്ചാൽ ഒന്നിൽ ഒരു വരിക്കകത്ത് ഒരു ഫുൾ സ്റ്റോപ്പോ കോമയോ ഒന്നും ഇല്ലാതെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവാം. ഓക്കെ, ഇതിനാണ് നമ്മൾ എൻജാബ്മെന്റ് എന്ന് പറയാ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കാണ്ട്. എന്തൊക്കെയാണ്? യെസ്, റൈമിംഗ് സ്കീം ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേർഷൻ ഉണ്ട്, അസോണൻസ്, എൻജാബ്മെന്റ്, ഇത്രയാണ് ഇതിനകത്തുള്ള പോയറ്റിക് ഡിവൈസസ്. ഇനി നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിർബന്ധമായിട്ട് ഓർത്തു വെക്കേണ്ടത്, യെസ്, പോയറ്റിക് ഡിവൈസസ് യൂസ് എന്ന് പറയുമ്പോൾ റൈമിംഗ് സ്കീം, സിംബോളിസം മറന്നു പോകരുത്. സിംബോളിസം ഉണ്ട് ഇതിനകത്ത്. എന്താണ് സിംബോളിസം? സിംബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രോ, ഹാംലോക്ക് രണ്ടും സിംബിൾസ് ആണ്, ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചുള്ളത്. റെഡി അല്ലേ? അടുത്തത് ഐറണി ഉണ്ട്. ഐറണി നമ്മൾ പറഞ്ഞല്ലോ, ഐറണി ഞാൻ പറഞ്ഞതല്ലേ, ഇതിനകത്ത് ഐറണി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഓക്കെ, ഹെംലോക്ക് ട്രീയും അതുപോലെ തന്നെ ക്രോയും ഇദ്ദേഹത്തിന് ഹാപ്പിനെസ് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് അവിടെ ഐറണി. റെഡി അല്ലേ? റെഡി ആണോ? എന്താണ് സ്ഥിതി? ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഹൗ ഡസ് ദ പോയറ്റ് റിയാക്ട് ടു ദ ക്രോ ആൻഡ് ഹെംലോക്ക് ട്രീ? ദ ക്രോ ആൻഡ് ഹെംലോക്ക് ട്രീ ആർ കൺസിഡേർഡ് ആസ് inauspicious in the West. They are generally taken as a bad omen. ദുശകുനമായിട്ടാണ് സാധാരണ അവരെ കാണാറ്. But the poet did not take them as negative way. പക്ഷെ പോയറ്റ് അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, പിന്നെയോ എനിക്ക് മനസ്സിലായില്ല. They saved this day. His negative outlook changed it to positive one. അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തായി? പോസിറ്റീവ് വൺ ആയിട്ട് മാറി. ഓക്കെ, നീ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ അണ്ടർലൈങ് മെസ്സേജ് ഫോർ us in our hectic life with reference to the poem Dust of No? ഏതാണ് ദ അണ്ടർലൈങ് മെസ്സേജ് ഫോർ us in our, ഇതിന്റെ ഒരു മെസ്സേജ് എന്താണ്? പോയത്തിന്റെ മെസ്സേജ് എന്താണെന്ന ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദ പോയം ഡസ്റ്റ് ഓഫ് നോ, ദാറ്റ് വി ഷുഡ് എൻജോയ് നേച്ചർ അറ്റ്മോസ്റ്റ് ആൻഡ് വി ഷുഡ് ഹാവ് ദ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഈവൻ ടുവേർഡ്സ് സിമ്പിൾ ആക്ട്സ് ബിക്കോസ് ദേ ക്യാൻ ലീഡ് ദ ലേണിംഗ് ഓഫ് ഗ്രേറ്റർ ലെസൺസ് ഓഫ് എൻജോയിങ് ലൈഫ്. ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മൾ നേച്ചറിനെ എന്ത് ചെയ്യണം? നേച്ചറിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ആരെ? നേച്ചറിനെ ചേർത്ത് പിടിക്കണം. ഓക്കെ, നേച്ചറിനെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. മാഡം റൈഡ്സ് ദ ബസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പം ഞാൻ ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നെൽസൺ മണ്ടേലിനെ കുറെ നേരം ചോദിക്കണം. നെൽസൺ മണ്ടേല എടുക്കും, ടെക്സ്റ്റിലുള്ളതാണോ? എടുത്തിരിക്കും, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ പതുക്കെ പതിച്ചു പൊടിച്ച് പോവല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവല്ലേ. സെറ്റല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണ്ടല്ലോ. ആരത്? റൊണാൾഡോ സാറാണോ? എടാ എടുക്കുവാടാ, എൻ്റെ പോർഷൻ അല്ല ഇത്. ഏത് ഒരു ഭാഗം നമ്മൾ അൻവറ മാം വരും കേട്ടോ. അൻവറ മാം വന്നിട്ടാണ് അത് എടുക്കുക. നമ്മളിങ്ങനെ മാറി വരും. ഓണാമെറ്റോപ്പിയ എന്താ? ഓണാമെറ്റോപ്പിയ എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ആ പറയുന്ന ഓണാമെറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അത് ഉച്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ്ങുമായിട്ട് അതിൻ്റെ ബന്ധം ഉണ്ടാവും. ഓക്കെ, സോറി സാറോ. എന്താ സോറി? എന്തിനാ ഫാത്തിമ തസ്നീം? മനസ്സിലായില്ല. ഇപ്പോൾ നോക്കുക, ഓണാമെറ്റോപ്പിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്പ്ലാഷ് എന്ന് പറഞ്ഞ വാക്കിന് ആ വാക്കിന്റെ അർത്ഥവുമായിട്ട് അതിനൊരു ബന്ധമില്ലേ? ഞാൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ദ വാട്ടർ സ്പ്ലാഷ്ഡ് ഓൺ മൈ ഫേസ് അല്ലെ? ഡിപ്പ് അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. അത് ജിംഗ്ലിംഗ് സൗണ്ട്, ടിംഗ്ലിംഗ് സൗണ്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓണോമെറ്റോപ്പിയൊക്കെ എക്സാമ്പിൾ ആണ്. റെഡി അല്ലേ? സാർ ഞങ്ങൾ സൂപ്പറാട്ട. സാർ ഞാനാണോ? നിങ്ങൾ സൂപ്പറാട്ട. ഡെയർ ഡെവിൾസ്. ഓക്കെ, താങ്ക് യു. ഇതിപ്പോഴല്ല പറയേണ്ടത്, ഇതെവിടെ പറയണടാ? ഇതിവിടെയാണോ പറയുന്നത്? നിങ്ങൾ കമന്റ് ബോക്സിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞോ, ഞാൻ നിങ്ങളെ എന്താ പറയാ മെൻഷൻ ചെയ്യാം സ്റ്റോറിയിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോടുന്നത് തമാശ പറയാണ്. മാഡം റൈഡ്സ് ദ ബസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഉറപ്പായിട്ടും. ഓക്കെ. ഇനി അടുത്ത് സാർ പ്ലീസ്. എന്താണ് പ്രശ്നം? സിമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. സിമിലി എന്ന് പറഞ്ഞാലേ സർ വാട്ട് ഇസ് ഇമേജറി? ഓക്കെ, ഇമേജറി ഒക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, പോയറ്റിക് ഡിവൈസാണ്. കാണുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട്, കേൾക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3D ഒക്കെ ഭയങ്കര രസമല്ലേ? 3D ഫിലിംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ നമുക്ക്? അതിനാ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഇതേപോലെ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വരി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ രസം ഉണ്ടാവില്ല അല്ലേ? പക്ഷെ പോയത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരാൾ വന്നു എന്ന് പറയുന്നതും
ഒരു പച്ചയല്ല എന്താണ് ഒരു കറുത്ത കോട്ടും ഉള്ളിലൊരു എന്താ പറയാ പ്രിന്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചുള്ളനായ മാഷ് വന്നു എന്ന് പറയുമ്പോ അതിൽ കുറച്ചുകൂടെ എന്താ നമുക്കൊരു ഇമ്പാക്ട് തരുന്ന ഏതാണ്, നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം തരുന്ന ഏതാണ്? ഈ രണ്ടാമത് പറഞ്ഞല്ലേ, ഒരാൾ വന്നു എന്ന് പറഞ്ഞാണോ ഇപ്പൊ പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞല്ലേ, ഇതാണ് ഇമേജറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇമേജറി ആണെങ്കിൽ ഓഡിറ്ററി ഇമേജ് ഉണ്ട്, കേൾക്കുന്ന പോലെ തോന്നുന്നത് അല്ലെ. റെയിൻ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോ കാണുന്ന വിഷ്വൽ ഇമേജ് എന്ന് പറയും. ടാക്ടൈൽ ഇമേജ് തൊടുന്ന പോലെ, തുറക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അത് തൊടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഇമേജറി എന്ന് പറയുന്നത്. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുക. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ നമ്മൾ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ. അവൻ ബാറ്റിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, അത് സിമിലിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, പ്ലീസ് സാറിന് അവിനാശ് പറഞ്ഞു. എന്തിനാണ് പ്ലീസ്? എനിക്ക് മനസ്സിലായില്ല സാർ. അധികം ഓക്കെ, ദൈവമേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന്. ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് നെഗറ്റീവ്സ് പറയാം എന്നെ കുറിച്ചിട്ട്. മാഡം റൈഡ്സ് ദ ബസ് ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ 8-year ഗേൾ നെയ്മഡ് വല്ലി എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരിയുടെ എന്താണ് കഥയാണ് ഏത് മാഡം റൈഡ്സ് ദ ബസ് എന്ന് പറയുന്നത്. ഷീ വാസ് വെരി ക്യൂരിയസ് ടു നോ അബൌട്ട് തിങ്സ്. ഓക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ കാക്ക പറക്കണേന്നൊക്കെ നമ്മളോട് ചോദിക്കും അല്ലേ. അപ്പോൾ വലിയ എങ്ങനെയായിരുന്നു? ഹെർ ഫേവറേറ്റ് പാസ് ടൈം വാസ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർവേ ഓഫ് എ ഹൗസ് ആൻഡ് സീ വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. പുറത്ത് സ്ട്രീറ്റിൽ എന്ത് നടക്കുന്നു എന്നത് കാണാനായിരുന്നു ഇവൾക്ക് കൗതുകം, എപ്പോഴും കൗതുകം. ആർക്ക്? നമ്മുടെ വല്ലിക്ക് കേട്ടോ, വള്ളിയല്ല വല്ലി. ഓക്കെ, she would watch the bus that passed every half an hour from her village to the nearest town. അവൾ എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തു പോയി നിൽക്കും ആ ബസ് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത ടൗണിലേക്കുള്ള തൻ്റെ വീട്ടിന് മുമ്പിലൂടെ പോകുന്ന ആ ബസ് കാണാൻ വേണ്ടിയിട്ട് അവൾ എല്ലാ ദിവസവും പോയി നിൽക്കും. ഷീ ഡെവലപ്ഡ് എ ഡിസയർ ടു റൈഡ് ഇൻ ദ ബസ്. ബസ്സിലൊന്ന് യാത്ര ചെയ്യണമെന്ന് മുപ്പത്തി വല്ലാതെ ആഗ്രഹിച്ചു. ദിസ് ബിക്കെയിം ഹെർ ഡീപ്പസ്റ്റ് ഡിസയർ. അത് അവൾക്ക് വല്ലാത്ത ഒരു താല്പര്യമായിരുന്നു. മെറ്റഫർ ചോദിക്കും, ഞാൻ പറയാട്ടോ മക്കളെ, മെറ്റഫർ പറയുന്നത് ഇടയ്ക്ക് കൂടെ പറയേണ്ട വെച്ചിട്ടാ. എന്താ പറഞ്ഞ നമ്മള് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. Wally found out the details of the bus journey by listening carefully to the conversation between her neighbors and the regular bus users. സ്ഥിരമായി ബസ്സിൽ പോകുന്ന ആളുകളുടെയും അയൽപക്കക്കാരുടെയും ഒക്കെ വർത്തമാനങ്ങളിൽ നിന്നും ബസ്സിനെ കുറിച്ചും ബസ് യാത്രയെ കുറിച്ചൊക്കെ അവൾ നന്നായിട്ട് മനസ്സിലാക്കി. She came to know that the town was just 6 miles from her village. തന്റെ വില്ലേജിൽ നിന്നും 6 മൈലുകൾക്ക് അപ്പുറത്താണ് ടൗൺ എന്നും. ആൻഡ് ഫെയർ വാസ് 30 പൈസേസ് ഓൺ ദ വേ. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് 30 പൈസയാണ് അതിന്റെ ചാർജ് എന്ന് അവൾ മനസ്സിലാക്കി. ട്രിപ്പ് ടുക്ക് 45 minutes. അവിടേക്ക് എത്താൻ 45 മിനിറ്റ് എടുക്കുമെന്ന് മനസ്സിലാക്കി. വല്ലി പ്ലാൻഡ് ഹർ വിസിറ്റ് ടു ദ ടൗൺ. അങ്ങനെ അവള് പ്ലാൻ ചെയ്തു ഒരു സമയം എന്തിനു വേണ്ടിയിട്ട്? ടൂർ പോകാൻ വേണ്ടിയിട്ട് അല്ലെ ബസ്സിൽ. ഷീ സേവ്ഡ് 60 പൈസേസ് ഫോർ ദ ഫെയർ. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 60 പൈസേസ് എടുത്തു വെച്ചു. ഫൈനലി ഷീ ടുക്ക് ദ 1 o'clock ബസ് ടു ദ ടൗൺ. അങ്ങനെ 1 മണിയുടെ ബസ് എടുത്തു അവള്. അമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കിയിട്ട് 1 മണിയുടെ ബസ് അവള് കയറിയിരുന്നു. The conductor was a jolly person. മുപ്പരേര് അടിപൊളി മനസ്സിലായിരുന്നു, ജോളി ആയിരുന്നു ആള്. ഓക്കെ, ഇനിയോ he amused Wally with her light-hearted remark. അയാളെ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ തമാശ കേട്ടോ. തമാശയോട് കൂടിയിട്ടുള്ള അയാളുടെ റിപ്ലൈയോട് കൂടിയിട്ട്, അയാളുടെ എന്താ പറയാ മറുപടികളോട് കൂടിയിട്ട് അവളെ വിളിച്ചു. എന്താ? മാഡം എന്ന് വിളിച്ചു. പക്ഷെ മുപ്പത്തിക്ക് തീരെ ഇഷ്ടമായില്ല. എന്നെ മാഡം ഒന്നും വിളിക്കേണ്ട, എൻ്റെ പേര് വല്ലി എന്നാണ് എന്ന്. വല്ലി വാസ് വെരി ഹാപ്പി to got into the bus. ആദ്യം ബസ് കയറിയപ്പോൾ മുപ്പത്തിക്ക് ഭയങ്കര സന്തോഷമായി. she saw outside through the വിൻഡോയിലൂടെ പുറത്തൊക്കെ നോക്കി നിൽക്കുകയാണ്. she could see the canal, the palm trees, the grassland, distant mountains and the blue sky. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. She met some passengers in the bus. ചില യാത്രക്കാരെ കണ്ടു ബസ്സിൽ. She got annoyed when an elderly man called him a child. അപ്പോഴാണ് ഒരു എൽഡർലി മാൻ എന്നെ നോക്കിയിട്ട് വിളിക്കാണ്, മോളേന്നോ കുട്ടീന്നോ ചൈൽഡ് എന്ന് വിളിച്ചു. സ്റ്റൈലിയ ഞാൻ കുട്ടിയൊന്നുമല്ല അല്ലെ. She disliked the elderly woman. ആ എൽഡർലി വുമണിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. For a shabby look and didn't prefer to talk. അവളെ ഞാൻ മുണ്ടൂല എന്ന് പറഞ്ഞു. ഓക്കെ, പ്രിഫറിന്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുക കേട്ടോ. ഇനി എന്താണ്? On the way to the town, Wally saw a frightened cow running right in front of the bus. She clapped
gleefully as the cow ran faster. അപ്പോൾ ആ ബസ്സിന്റെ മുമ്പിലേക്ക് വന്ന ഒരു പശു, ഒരു ചെറിയ കുട്ടി പശുവിനെ കണ്ടു. ആ കുട്ടി പശുവിനെ കണ്ടപ്പോൾ ഓക്ക് ഭയങ്കര സന്തോഷമായി. എന്താ കാരണം ഫ്രൈറ്റൻഡ് ആയിട്ടാണ് പശു വന്നത്, പക്ഷെ അതിന്റെ ഓട്ടം കണ്ടപ്പോൾ ഓക്ക് ചിരി വന്നുപോയി. ഓക്കെ, വല്ലി ഡിഡ് നോട്ട് ഗെറ്റ് ഓഫ് ദ ബസ് അറ്റ് ദ ടൗൺ. ടൗണിലെത്തിയിട്ട് ബസ്സൊന്നും ഇറങ്ങിയില്ല, ബസ് തിരിച്ചു വരാനുള്ളതാണ്. ടൗണിലെ കാഴ്ചകൾ കാണാനുള്ള ഇറങ്ങിയില്ല. എന്താ കാരണം അറിയോ? ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു ദ സ്റ്റാൾ ആൻഡ് ഹാവ് എ ഡ്രിങ്ക് ബിക്കോസ് ഷി ഹാഡ് നോ മണി. പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാളിൽ പോയിട്ട് എന്തും വാങ്ങി കഴിക്കാനൊന്നും പൈസ ഇല്ല. അവൾ ബസ് തന്നെ ഇരുന്നു. ഷി ഓൾസോ ഡിക്ലൈൻ ദ ഓഫർ ഓഫ് ദ കോൾഡ് ഡ്രിങ്ക് ബൈ ദ കണ്ടക്ടർ. കണ്ടക്ടർ പറഞ്ഞു, നിനക്ക് മോളെ ഞാൻ കോൾഡ് ഡ്രിങ്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതൊരു അന്തസ്സാണ് അല്ലേ? It tells us that she is self-respecting girl and can overcome temptations. അവൾ സെൽഫ് റെസ്പെക്ടിങ് ആണെന്നും കണ്ടവനൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വാങ്ങി തിന്നാനുള്ള ഒരു ടെംപ്ടേഷൻ ഒന്നും ഇല്ലാത്ത കുട്ടിയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. On the return journey, she saw the same cow lying dead by the roadside. This unpleasant sight made her very sad. പിറ്റേ ദിവസം അല്ല, യാത്ര തിരിച്ചു വരുന്ന സമയത്ത് ആ പാവം പശു ചത്തു കിടക്കുന്നത് കണ്ടു. ഏതോ വണ്ടി ഇടിച്ചതാവാം അല്ലെ, അത് വല്ലാത്ത ഹൃദയത്തെ അവളെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. She was a sensitive girl. The bus reached the village 3:40. She got down the bus and reached her home. Her mother did not came to know about her journey. യാത്രയെ കുറിച്ചിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ദ പീപ്പിൾ ആൻഡ് ദ സറൗണ്ടിങ്, അതൊരു ലോങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ. ലോങ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ പീപ്പിൾ ആൻഡ് സറൗണ്ടിങ് ആർ ഗ്രേറ്റ് ബുക്ക് ടു ലേൺ. അല്ലേ, നമുക്ക് ചുറ്റുള്ള ആളുകളും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വലിയ പുസ്തകങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. In the lesson, Madam writes the bus learns a lot from others. Mention the traits of the characters which help her to learn from her surroundings. അവളുടെ സറൗണ്ടിങ്സിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവളെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, വല്ലി ഡ്രീംഡ് ഓഫ് റൈഡിങ് ഓൺ ദ ബസ്. വല്ലിക്ക് ഇഷ്ടമായിരുന്നു ആ ബസ്സിൽ യാത്ര ചെയ്യാൻ. അവൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Her eagerness to fulfill her dream fired her curiosity. This curiousness led her to listen to the conversation of the people going on the bus ride and asking discreet questions so that she could gather much information as she can regarding the bus journey. On the bus journey, Valli acted confidently and behaved maturedly. ഭയങ്കര മെച്ചുവർഡ് ആയ ആളെ പോലെയാണ് അവൾ പെരുമാറിയതൊക്കെ അല്ലേ. എല്ലാവരോടും ചിരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരോടും സംസാരിച്ചിട്ടില്ല, കണ്ടക്ടർ വാങ്ങിക്കൊടുത്ത ജ്യൂസ് കുടിച്ചിട്ടില്ല. Herself to be any less than the adult. She was focused on fulfilling her dream and did not get tempted to go outside the bus and explore the town when the bus reached the town. On return journey, she learned about death. When she came to terms with the dead cow, then this made her aware that that the death is a part of life and should be accepted as it is a natural phenomenon. മരണം എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും അത് നമ്മൾ എന്താ പറയുക, ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിട്ട് കാണണം അല്ലെ, ഒരു പ്രതിഭാസമായിട്ട് കാണണം, സാധാരണ ഒരു പ്രതിഭാസമായിട്ട് നമ്മൾ കാണുന്നതോട് മനസ്സിലാക്കി. Thus the bus journey made her learn a lot of things. ഇങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ലോങ് സെന്റൻസിലേക്ക്, ലോങ് ആൻസേഴ്സിലേക്ക് എഴുതണം. ഇനി ഫയർ ആൻഡ് ഐസ് എന്ന് പറയുന്ന നെക്സ്റ്റ് പോയത്തിലേക്കാണ് ഞാൻ വരുന്നത്. സമയം 8:10 അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ടേ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആണോ എന്ന് ഞാൻ നോക്കട്ടെ. യെസ്, എവിടെ ഫയർ കാണട്ടെ? എൻ്റെ മക്കൾ എവിടെ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു. എവിടെടാ പോയറ്റിക് ഡിവൈസസ് വീഡിയോ ചെയ്യുന്നൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നത്? യെസ്, എവിടെ ഫയർ എവിടെ? ക്ലിയർ ആണോ? ക്ലിയർ എന്നോ ഫയർ എന്നോ ഇട്ടാൽ മതി. എന്നാൽ എനിക്ക് മുമ്പോട്ടേക്ക് പോകാം. ഫയർ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എറിൻ, അരോൺ, ഹനാൻ, മിൻഹ. യെസ്, പിന്നീട് വായിക്കാൻ പറ്റാത്ത അത്രയും സനാഫ്, വിദുൽ, ഫാത്തിമ, കാൻഡിമാൻ. കാൻഡിമാൻ ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഏതായാലും യെസ്, അതെനിക്കുള്ള ഒരു നല്ല ശുഭചിഹ്നമാണ്. അടുത്ത പോയത്തിലേക്ക് നമ്മൾ കിടക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ തന്നെ മറ്റൊരു കുഞ്ഞിപ്പോയം അല്ലേ? കുഞ്ഞിപ്പോയമാണ്. എന്താണ്? യെസ്, ഫയറഡ, പുഷ്പ ഫയറഡ എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഓക്കെ, കേരളം അങ്ങനെ കത്തുകയാണ്. ഓക്കെ, Robert Frost's poem Fire and Ice is a strong symbolic poem where the fire is used as the emotion of desire and ice that has hatred. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഫയറും ഐസും അല്ലെ, ഇത് രണ്ടും സിംബോളിക് ആണ്. ഓക്കെ, ഇത് രണ്ടും സിംബോളിക് ആണ്. എങ്ങനെ സിംബോളിക് ആണ്? നോക്കി വെക്കാം. എന്താണ്?
fire is used as the emotion of desire. ഡിസയറിനെ കാണിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഡിസയറിനെ കാണിക്കുന്നതാണ് എന്ത്? ഒരു ഇമോഷനാണ് എന്ത്? ഫയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് ഈ ഫയർ എന്ന് പറയുന്നത്. ആൻഡ് ഐസ് എന്താണ്? ഹേറ്റഡ്, വെറുപ്പിനെ കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ വെറുപ്പിനെ കാണിക്കും. ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കൂലേ, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നല്ല കമന്റ്സ് ഒക്കെ ഇടും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ആളുകളോട് പറയും. ഇത് ഓരോരുത്തരുടെ ഭാഷയാണ്, ഓരോരുത്തരുടെ സംസ്കാരമാണ്, അല്ലെ? അവരവരുടെ പൈതൃകത്തിൽ നിന്നും വരുന്നതാണ്, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, നല്ല രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ മോശം കാര്യങ്ങൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ വീമ്പിളൊക്കെ കമന്റ്സിലൂടെയൊക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, സംസാരിക്കുന്നതിൽ തെറി വിളിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും, അല്ലെ? പൈതൃകമാണ്, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആരെയാണ്? നമ്മുടെ രക്ഷിതാക്കളെയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരക്കാര് ശ്രദ്ധിക്കുക. പോയിന്റ് പറയുന്നത് ഹേറ്റഡ്, വെറുപ്പ് എന്നതാണ് എന്ത്? ഐസ് സിംബോളൈസ് ചെയ്യുന്നത്. ഡിസയർ, അത്യാഗ്രഹം ആണ് എന്ത്? ഫയറിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇനിയോ, he has used the idea of two groups who have their own possible exploration for the end of the world. ശ്രദ്ധിച്ച് കേൾക്കണേ. he has used the idea of two groups who have their own possible explanation for the end of the world. രണ്ട് ഗ്രൂപ്പ്സിന്റെ ഒരു ഐഡിയ പറയാണ്, ഈ ലോകം അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും. ഒന്ന് ഫയറിലൂടെ ആയിരിക്കും, മറ്റൊന്ന് ഐസ് തണുത്തുറച്ചിട്ട് ആളുകൾക്ക് മരണം സംഭവിക്കും. ഇതായിരിക്കും രണ്ട് ഗ്രൂപ്പ് പറയുന്നുണ്ട് കേട്ടോ. One is of the opinion that fire alone can destroy each and every possibility of life on the earth, while the other think that if ice as a result of extremely low temperature could cover the earth's surface, it would lead to end of the world. ഒരാൾ പറയുന്നു ഫയർ എല്ലാത്തിനെയും കത്തി നശിപ്പിക്കും, രണ്ടാമത്തെ ആൾ പറയുന്നു ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഐസ് എല്ലായിടത്തും പടർന്നിട്ട് എല്ലാവരും മരിവിച്ച് പോകുന്നു. ബോത്ത് ദ കോമ്പണൻസ് ആർ കമ്പയർഡ് വിത്ത് സെൽഫ് ഡിസ്ട്രക്ഷൻ ഹ്യൂമൻ ഇമോഷൻസ്. രണ്ടും നമ്മുടെ തന്നെ ഇമോഷൻസ് ആണ്, ഹ്യൂമൻ ഇമോഷൻസ് ആണ്, അല്ലെ? എങ്ങനെ? ഡിസയർ ഒന്ന്, മറ്റൊന്ന് ഹേറ്റഡ്. നമ്മുടെ ഉള്ളിലുള്ള ഡിസയർ, അത്യാഗ്രഹം, അത് ഫയർ പോലെയാണ്. മറ്റൊന്ന് ഹേറ്റഡ്, വെറുപ്പ്, അത് ഐസ് പോലെയാണ്. ദ പോയറ്റ് ഈസ് ഒറിജിനൽ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഹി ഹാസ് ബീൻ വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫയറി ഡിസയേഴ്സ് ആൻഡ് considered this is capable of bringing human beings on the edge of the destruction. അദ്ദേഹം പറയുന്നു ഫയർ തന്നെയാണ് ഈ അത്യാഗ്രഹം ഉണ്ടല്ലോ, രാജ്യങ്ങൾ പിടിച്ചടക്കുക, മറ്റുള്ളവരുടെ എണ്ണ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സമ്പത്ത് കണ്ടിട്ട് നമ്മൾ അവരെ കീഴടക്കുക, അവിടുത്തെ രാജ്യം നശിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഈ ഒരു ഡിസയർ ഇത് ലോകത്തിന്റെ അവസാനത്തിലേക്ക് എത്തും. ഓക്കെ, മറ്റൊന്ന് അദ്ദേഹം അതിന്റെ കൂടെ പറയാണ്, thus he considers fire as more competent for destruction. അതുകൊണ്ട് തന്നെ ഈ ഫയർ, ഈ പറയുന്ന അത്യാഗ്രഹം ഈ ലോകത്തിന്റെ നാശത്തിലേക്ക് വളരെ സാധ്യത കൂടുതലാണ്. ബട്ട് ദെൻ ഹി തിങ്സ് ദാറ്റ്, പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ്, വെളിപാടുണ്ടാവാണ്, ഹൈസി ഹേറ്റഡ്, വെറുപ്പുണ്ടല്ലോ ആളുകളോട്, അല്ലെ മറ്റ് മതക്കാരോട്, മറ്റ് വർണ്ണക്കാരോട്, റേസിയൽ ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെയുള്ള, ഈ പണത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും ഒക്കെയുള്ള ഈ വെറുപ്പുണ്ടല്ലോ, ആ വെറുപ്പ് is just capable of ruining the humans though slowly and steadily. വളരെ പതുക്കെയാണെങ്കിലും പതുക്കെ ഇത് ഈ ലോകത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോമാണ്. Therefore if earth was to end twice, അതുകൊണ്ട് ഭൂമി 2 തവണ നശിക്കുകയാണെങ്കിൽ ice would be just as good as fire. ആദ്യം ഫയർ കൊണ്ട് നശിക്കും, പിന്നെ എന്തുകൊണ്ട് നശിക്കും? ഐസ് കൊണ്ട് നശിക്കും. If a fire would lead to the rapid destruction, ice would lead to silent damage. ഫയർ പെട്ടെന്ന് കത്തിച്ച് നശിപ്പിക്കുമെങ്കിൽ ഐസ് പതുക്കെ കൊല്ലുകയുള്ളൂ. സിമിലർലി ഇഫ് ദ ഫയർ ഇസ് എ പ്യുവർ പാഷൻ, ഐസ് ഇസ് എ പ്യുവർ റീസൺ. ഓക്കെ, thus the poem very artistically underpins the philosophy that we let our emotions rule us and if don't control them they will surely bring us all on the edge of the chaos. നമ്മൾ ശരിക്കും ഒരു ഫിലോസഫി അദ്ദേഹം കൊണ്ടുവരാണ്. ഈ അണ്ടർപിൻസ് ഫിലോസഫി ഇതാണ്, നമ്മുടെ ഇമോഷൻസിനെ ഒരു കൺട്രോളും ചെയ്യാതെ നമ്മൾ അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വളരുന്ന കാട് പോലെയാവും അത്. ഓക്കെ, നമ്മൾ അതിനെ നന്നായിട്ട് വെട്ടി ഒതുക്കി ഗാർഡൻ പോലെ മനോഹരമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇമോഷൻസിനെ നമ്മൾ നല്ല മനോഹരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അല്ല കാട് പോലെ വളർത്തുകയാണെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരുപാട് ചാവോസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാട്ടിലും വീട്ടിലും. ഓക്കെ, ഇനി നമ്മുടെ പോയറ്റിക് ഡിവൈസസിലേക്ക് വരാം. ഫയർ ആൻഡ് ഐസ് ലിറ്റററി ഡിവൈസസ്. റൈമിംഗ് സ്കീം ഉണ്ട്, ABA ആണ് അല്ലെ, ABC ഉണ്ട്, BCB ഉണ്ട്, 3 സ്റ്റാൻസാസ്. നെക്സ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ABA ആണ് ഫസ്റ്റത്തത്, ABA AA. ഓക്കെ, then comes what? ABA അതാട്ടോ, ABA BA. അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്, കറക്ഷൻ ഉണ്ട്. യെസ്,
Okay, then assonance. Assonance ഉണ്ട്. Assonance എന്താണ്? It is the അത് പറഞ്ഞല്ലോ assonance എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരിക, ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വരിക. അതിന് എക്സാമ്പിൾ ആണ് കോൺസണന്റ് സൗണ്ട് അല്ല, assonance ആകുമ്പോൾ എന്താ വവൽ സൗണ്ട്സ് ആവർത്തിച്ച് വരിക. വവൽ സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നതാണ് നമ്മൾ assonance എന്ന് പറയാ. കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നതിനാണ് നമ്മൾ എന്താ പറയാ? അലിട്രേഷൻ എന്ന് പറയാ. അപ്പോൾ ഓർമ്മിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ്. ഇനി അസോണൻസ് എന്ന് പറയുമ്പോൾ എന്ത് സൗണ്ടാണ് ആവർത്തിച്ച് വരുന്നത്? വവൽ സൗണ്ട്സ് ആണ് ആവർത്തിച്ച് വരുന്നത്. ഓക്കെ, അസോണൻസ് വവൽ സൗണ്ട്, വവ്വാല് അസോണൻസ്. ഓക്കെ, അലിട്രേഷൻ. അലി എന്ന് പറഞ്ഞ കുട്ടിക്ക് കോൺ ഐസ്ക്രീം ആണ് ഇഷ്ടം. ഓക്കെ, അലി എന്ന് പറഞ്ഞ കുട്ടിക്ക് കോൺ ഐസ്ക്രീം ആണ് ഇഷ്ടം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക. നമുക്ക് എന്ത് കിട്ടും? യെസ്, അത് കിട്ടും, മാർക്ക് കിട്ടും. ഇവിടെ ഹോൾഡും ദോസും ആണ് എക്സാമ്പിൾ. അലിട്രേഷൻ ഉണ്ട്. ദ സൗണ്ട് എഫ് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ഫ്ലേവർ ഫയർ എന്ന് പറയുന്ന സെന്റൻസിൽ ആ ഒരു ലൈനിൽ എഫ് എന്തെന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. സോ അലിട്രേഷൻ ആണ്. അസോണൻസ് ഉണ്ട്, റൈമിംഗ് സ്കീം ഉണ്ട്, ഇമേജറി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണുന്ന പോലെ തോന്നിക്കുന്ന, കേൾക്കുന്ന പോലെ തോന്നിക്കുന്ന ഇമേജറീസ് ഉണ്ട്. ഏതാണ്? സം സേസ് ദ വേൾഡ് വിൽ എൻഡ് ഇൻ ഫയർ എന്ന് പറയുമ്പോൾ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ടു സേ ദാറ്റ് ദ for destruction ice is also great എന്ന് പറയുന്നു. Then anaphora ഉണ്ട്. anaphora എന്ന് പറഞ്ഞാൽ the repetition of a word or expression at the start of 2 or more consecutive lines. ഒന്നിൽ കൂടുതൽ വരികളുടെ തുടക്കത്തിൽ എന്ത് ചെയ്യുക? അപ്പോൾ സം സേ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? തുടക്കത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? കോൺസിക്യൂട്ടീവ്. തൊട്ടടുത്തുള്ള വരികളിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഒരു വാക്കോ അല്ലെങ്കിൽ ഫ്രേസോ ആവർത്തിച്ച് വരിക. സം സേ ആദ്യത്തെ 2 വരിയിൽ തുടക്കത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അനാഫോറയാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു ക്വാളിറ്റി, മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി ജീവനില്ലാത്ത വസ്തുവിന്റെ ക്വാളിറ്റി ആക്കി പറയുന്നതിനാണ് നമ്മൾ എന്താ പറയാ? യെസ്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. എന്താണ്? ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു ക്വാളിറ്റി ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ ക്വാളിറ്റി ആക്കി പറയുന്നതിന് നമ്മൾ എന്താ പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കിക്കോ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ദ റെയിൻ ഈസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ. മഴ ചെണ്ട മുട്ടുന്നു ഇവിടെ വിൻഡോ പെയിനിൽ, ജനലിന് മേലെ. ശരിക്കും മഴയല്ല ചെണ്ട മുട്ടുക, മനുഷ്യന്മാരാണ് ചെണ്ട മുട്ടുക അല്ലെ? അപ്പം ജീവനില്ലാത്ത മഴയുടെ ക്വാളിറ്റി ആക്കിയിട്ട് മനുഷ്യന്റെ ചെണ്ട കൊട്ടുക എന്ന് പറഞ്ഞ ക്വാളിറ്റി ആക്കി പറഞ്ഞപ്പോൾ, അതിന്റെ ക്വാളിറ്റി ആക്കി പറഞ്ഞപ്പോൾ അതിന്റെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ഇവിടെ എന്താണ് എക്സാമ്പിൾ? യെസ്, ഈ ഇൻ ദ പോയം ഫയർ ആൻഡ് ഐസ് ആർ കേപ്പബിൾ ഓഫ് ഡിസ്ട്രക്ഷൻ. Thus the poet personifies fire and ice by giving them mind and power to destroy anything. അവർക്ക് മനസ്സും ശരീരമൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ഹ്യൂമൻ ബീങ്സിന്റെ പോലെ ആക്കാണ്. ജീവനില്ലാത്ത ഫയറിനും അതുപോലെ തന്നെ ഐസിനും. അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. എൻജാപ്മെന്റ് എന്ന് പറഞ്ഞൊരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. എൻജാപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ തോട്ട് ഓർ ക്ലോസ് ദാറ്റ് ഡസ് നോട്ട് കം അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ബ്രേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് ഇതിനകത്തൊന്നും ചോദിച്ചിട്ടുള്ള ഒരു വരികളാണ്. സം സേ ദാറ്റ് ദ വേൾഡ് വിൽ എൻഡ് ഇൻ ദ ഫയർ, സം സേ ഐസ്, from what I have tasted desire I hold with those who favor the fire. Name the poet and the poem. Name the poem and the poet. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയറ്റിന്റെ പേരൊക്കെ ചോദിക്കുമെന്ന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോയറ്റിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, പോയറ്റിക് ലൈൻസ് കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവണം ഏത് വരിയാണെന്ന്. ഓക്കെ, ഇനി ശ്രദ്ധിക്കോ, ഏതാണ്? These lines have been taken from the poem Fire and Ice, composed by Robert Frost. റോബർട്ട് അച്ചായനെ ഓർത്തു വെക്കുക. ആദ്യത്തെ 2 പോയം ഡസ്റ്റ് ആൻഡ് സ്നോയും ഫയർ ആൻഡ് ഐസും ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഇനി വാട്ട് ആർ ദ 2 ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ്? ഫയർ ആൻഡ് ഐസ് കഴിഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ഡു ദേ സ്റ്റാൻഡ് ഫോർ? അവരെന്തിനാണ് കാണിക്കുന്നത്? ഫയർ സ്റ്റാൻഡ്സ് ഫോർ ഡിസയർ അല്ലെ? ഫയർ ഡിസയർ ആ വേർഡ് തന്നെ ഉണ്ട്. ഫയർ ഡിസയർ. നെക്സ്റ്റ്, ഐസ് ഹേറ്റഡ്. ഐസ് തൊണ്ടവേദന ആകുമ്പോൾ ഹേറ്റഡ് എനിക്ക് വേണ്ട അപ്പൊ ഹേറ്റ്. ഓക്കെ, ഓർത്തു വെക്കുക. ഞാൻ ഈ കോമാളിത്തരം കാണിക്കുന്ന പരീക്ഷയുടെ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താ? റോബർട്ട് ഫ്രോസ്റ്റ്, വാട്ട് ഡസ് ഹി ഫേവർ? അദ്ദേഹം എന്തിനാണ് ഫേവർ ചെയ്യുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് സപ്പോർട്ട് ദ വ്യൂ ദാറ്റ് ഫയർ വുഡ് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വേൾഡ്. റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നു ഫയർ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഭൂമിയെ അവതാളത്തിലാക്കുക, ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക. ഇനി വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് വിഷ് ടു കൺവേ ത്രൂ ദ പോയം Fire and Ice? The poet presents 2 possibilities about the end of the world. It will be either due to fire and ice. He prefers the first as he believes the world will end in the fire, but the ice will not go away. Ice പോവില്ലെന്ന്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഐസ് ആയിരിക്കും നശിപ്പിക്കാമെന്നും പറയുന്നുണ്ട്. വാട്ട് ഡസ് ദ പോയറ്റ് തിങ്സ് അബൌട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്? അത് സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരുവാണ്.
ഇനി ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പോം. ഓക്കെ, നെക്സ്റ്റ് പോം ഒരു ഹ്യൂമറസ് പോമാണ് ഹൗ ടു ടെൽ ദ വൈൽഡ് ആനിമൽ എന്ന് പറയുന്ന നമ്മുടെ നെക്സ്റ്റ് പോത്തിലേക്ക് വരികയാണ്. സോ ഇറ്റ് ഈസ് എ ഹ്യൂമറസ് പോം. സാർ കമ്മ്യൂണിറ്റി വർക്കിംഗ് പ്ലീസ് റിപ്ലൈ. കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യില്ലാന്നോ? അതെ സാർ, ലുക്ക് ലൈക്ക് ഗാങ്സ്റ്റർ. ദൈവമേ, ഞാൻ പാവാണോ? ഞാനത് കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ ഒന്ന് നോട്ടീസ് ചെയ്യാം. ഇവരോട് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. സെറ്റാണ്. ഓക്കെ. ഫയർ ആണോ ഹേറ്റഡ്? ഫയർ അല്ല ഹേറ്റഡ് ഐസാണ്. സോറി, ഫയർ. എന്താ ചോദ്യം? മനസ്സിലായില്ല. എന്താണ് കൺഫ്യൂഷൻ വന്ന്? ഫയർ ഡിസയർ അല്ല, അങ്ങനത്തെ ഞാൻ പറഞ്ഞ നേരത്തെ. ഡിസയർ ആൻഡ് ഹേറ്റഡ്. Poet is original opinion that emotion of desire. Fire desire അല്ലേ, ആൻഡ് ഐസ് ഹേറ്റഡ്. ഐസ് എനിക്ക് വെറുപ്പാണ്, അതല്ലേ ഞാൻ പറഞ്ഞ മാറിയോ സാർ? സ്ക്രീനിൽ എന്ത് പറ്റി? അല്ല, ശരിയല്ലേ? അടുത്ത പോകത്തിലേക്ക് പോട്ടെ. സാർ, ഹൗ മെനി ചാപ്റ്റേഴ്സ് വി ഫിനിഷ്ഡ്? അതെനിക്കും അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ. എൻ്റെ സ്ലൈഡ് തീരുമ്പോൾ ഞാൻ നിർത്തും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ എൻവറാമേനെ വിളിക്കും. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കരുത്, എൻ്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട് ബോറടിക്കരുതല്ലോ. മെറ്റഫർ പ്ലീസ്. മെറ്റഫർ എന്താണെന്ന് ഞാൻ പറയാം. ചെറിയൊരു ഇടവേള കിട്ടിയല്ലേ. മെറ്റഫർ, പോസ്റ്റ് മാസ്റ്ററിനെ ഞാൻ പറഞ്ഞല്ലേ. മെറ്റഫർ, സിമിലി നേരത്തെ പറഞ്ഞല്ലേ. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ. എൻ്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി നന്നായിട്ട് പാടും. അപ്പോൾ ഞാൻ പറയാണ്, ഷീ സിങ്സ് ലൈക്ക് ശ്രേയ ഘോഷൽ. മുൻപേ വായൻ അൻപേവ എന്ന് പറഞ്ഞ ആ പാട്ട് പാടി ഞാൻ കൊളാക്കില്ല. ആ പാട്ട് പാടികളല്ലേ, നീ മഴയില്ലാട് വാഴ, ആ പാട്ടല്ലേ. ഈ പാട്ട് പാടിയുള്ള ശ്രേയ ഘോഷൽ എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ സോറി, ആ കുട്ടി എൻ്റെ ക്ലാസ്സിലല്ല, എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഇതേപോലെ പാടും. അപ്പോൾ ഞാൻ പറയും, ഷീ സിങ്സ് ലൈക്ക് ശ്രേയ ഘോഷൽ. ഇത് സിമിലിയാണ്. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാം. വസ്തുവാണെന്നില്ല, ആളുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇനി എൻ്റെ ക്ലാസ്സിലെ ഈ കുട്ടീനെ ഞാൻ മറ്റൊരു രീതി പറയാണ്, ഷീ ഈസ് ദ ശ്രേയ ഘോഷൽ ഓഫ് മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലെ ശ്രേയ ഘോഷൽ അവളാണ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ. ലൈക്കോ ആസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് കമ്പാരിസൺ. സോ അതെന്തിന് എക്സാമ്പിൾ ആണ്? അത് മെറ്റഫർ ആണ്. ഹി ഈസ് ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറയുമ്പോൾ സിമിലി. ഹി ഈസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറയുമ്പോൾ മെറ്റഫർ. ഹി ഈസ് സാർ ഇനി പാടരുതെന്നാണോ ഉദ്ദേശിച്ചത്? സർക്കാസം ഉണ്ടോ? പറയാം, ആക്ഷേപഹാസ്യമാണ് സർക്കാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആക്ഷേപഹാസ്യമാണ് സർക്കാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മക്കളെ, എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അടുത്ത പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ടീച്ചറെ വിളിക്കാം. ഓക്കെ, എനിക്ക് നിങ്ങളെ ടീച്ചറെ വിളിക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കോൺഫിഡൻ്റ് ആയിരിക്കണം. നാളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് രാത്രിയും നാളെ രാവിലെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ മാർക്കിലേക്ക് എത്തും. ആരെങ്കിലുമൊക്കെ നമുക്ക് ആകെ മൈൻഡ് പ്രയാസമായിരിക്കുന്നുണ്ടെങ്കിൽ ബി കോൺഫിഡൻറ്റ്, മോട്ടിവേറ്റഡ് ആവുക. സെൽഫ് മോട്ടിവേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, മോട്ടിവേഷന് വേണ്ടിയിട്ട് എന്താ പറയുക, നിങ്ങളുടെ പാരൻസ് ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ്. അവരോട് സംസാരിക്കുക. എന്തെങ്കിലും പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, കോൺഫിഡൻസിന് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് മൈ ID. എന്നെയും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, ഉഷാറായിട്ട് നമുക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളൂ, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക, എന്തുണ്ടാവാൻ പാടില്ല, കോംപ്രമൈസിന് നമ്മൾ തയ്യാറാവാൻ പാടില്ല. ഉഷാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷയെ നേരിടണം. ഓക്കെ, ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും അടിപൊളിയായിട്ട് പരീക്ഷയെ സൂപ്പറായിട്ട് നേരിടണം. ഇത് എൻ്റെ പരീക്ഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉഷാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പോകണം. ഞാൻ അടുത്ത പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ. നമ്മുടെ എന്താ പറയുക, ഈ ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഇത് എന്ത് ചാപ്റ്റർ ആണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് വളരെ ചെറിയൊരു ഹ്യൂമറസ് പോയമാണ്. ഒരു തമാശയിലൂടെ വളരെ തമാശയാണ് ഈ ഒരു പോയത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. തമാശയാണ് കേട്ടോ. ഫുട് പ്രിൻറ്റ്സ് വിത്തൗട്ട് ഫീറ്റ് എപ്പോൾ പഠിപ്പിക്കും? അത് നാളെ രാവിലെയാണ് നമ്മൾ പഠിപ്പിക്കുക. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. ഓക്കെ, ഫുട് പ്രിൻറ്റ്സ് അത് കംപ്ലീറ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വിജു ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. സാർ ബോറില്ല എന്ന് പറഞ്ഞാൽ സാർ കമ്മ്യൂണിറ്റി ഈസ് ഫുൾ. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. കമ്മ്യൂണിറ്റി കാര്യം ഞാൻ പറയാം കേട്ടോ. നിങ്ങളെ ടീച്ചറെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ടീച്ചർ ഇപ്പോൾ വരും. കമ്മ്യൂണിറ്റി ഈസ് ഫുൾ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇതൊരു ഹ്യൂമറസ് ആയ രണ്ട് ടെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ രണ്ടിനും നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അൻവർ അഹമ്മദ വരുന്നുണ്ട് പുതിയ ചാപ്റ്റേഴ്സുമായിട്ട്. ഓക്കെ, യെസ്.
ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ? Oh yes, thank you. Hi everyone, good evening, good evening. You need so, this. കുറച്ച് മൈക്ക് ഇവിടെയാണെങ്കിൽ തന്നോളൂ. Yes. Okay. Hi everyone, good evening. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് വേണം? വിസിബിൾ ദ ഓട്ടർ ഇയേഴ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ആക്കണം. പിന്നെ എന്താണ് ഫ്ലൈറ്റ് വീണ്ടും ഒരു എന്തില്ല തിരിച്ച് യെസ് അല്ലേ ടേക്ക് ഓഫ് ആണ് ഇന്ന് അല്ലേ, വീണ്ടും എന്തില്ല തിരിച്ചൊരു ഇറങ്ങലില്ല. ഓക്കെ, എനിവേ ഹാപ്പി ടു സീ യു ഓൾ. ഞാനിതൊന്ന് സെൻഡ് ചെയ്യട്ടെ സ്ലൈഡ്സ് നമ്മൾ. യെസ്, സോ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു. ഞാൻ നിങ്ങൾ ലൈവ് എന്താണ് ത്രൂ ഔട്ട് നോക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളെ സംബന്ധിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലെ ചോദ്യോത്തരങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മുടെ മുന്നിലൊരു ഓപ്ഷൻ. അപ്പം നമ്മൾ മാക്സിമം ചോദ്യോത്തരങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിലുള്ള മൊത്തം കോണ്ടന്റും കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഹൗ ടു റൈറ്റ് ദ ആൻസർ, ആ ഒരു ഉത്തരം എങ്ങനെ എഴുതണം എന്നുള്ളത് എന്ത് ചെയ്യും നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്നും നാളെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഗ്രാമർ എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്? ഗ്രാമർ നമ്മളെപ്പോഴാണ് നാളെ. നിങ്ങളുടെ റൈറ്റിങ്ങും അതേപോലെ തന്നെ ഗ്രാമർ എപ്പോഴാണ്? നാളെയാണ്. ഓക്കെ, നാളെ രാത്രിയാണ് ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ആയി പോകുന്നത്. ഒരു സെക്കൻഡിൽ എല്ലാവരും ഒന്ന് എനിക്ക് തരാം. ഞാൻ നമ്മൾ എന്താണ് സ്ലൈഡ് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലായിപ്പോയി. ഓക്കെ, യെസ് കിട്ടി. സോ അങ്ങനെയൊക്കെയാണ് എന്ത് ഇപ്പോഴാണ് ആ ഒരു എനർജി കൊണ്ട് വന്നത്, ആ ഒരു കഥാപാത്രം എന്തായിരുന്നല്ലേ. യെസ്, എനിവേ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഓക്കെ, സോ ഐ വാസ് ബിസി വിത്ത് എന്താണ് ഈ ഒരു സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. സോ ഇത്രയും എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒരു ഭാഗം ചാപ്റ്റേഴ്സ് നിങ്ങൾ യു പീപ്പിൾ കംപ്ലീറ്റഡ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ റിമൈനിങ് ചാപ്റ്റേഴ്സ്. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സായി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കാരണം നമ്മളെ സംബന്ധിച്ച് ലിറ്ററേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് 40 മാർക്സ് ആണ്. ഇത് 40 മാർക്കാണ്. ആ 40 മാർക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും നിങ്ങളുടെ റിസൾട്ടിനും വളരെ എന്താ പറയുക ക്രൂഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സോ വി ആർ ബിഗിനിങ് വിത്ത് ലോങ് വാക്ക് ടു ഫ്രീഡം. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നാണ് ഇത് ലോങ് വാക്ക് ടു ഫ്രീഡം അല്ലേ. നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലൊന്നും പറയേണ്ട. ഇറ്റ്സ് അബൌട്ട് എന്താണ് ആ ഒരു ആഫ്രിക്കൻ സ്ട്രഗിൾസിനെ കുറിച്ചും ആഫ്രിക്കൻ പീപ്പിളിനെ കുറിച്ചും അതേപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള അവിടുത്തെ ഒരു അപ്പാർത്തൈഡ് സിസ്റ്റമിലെ ആ ഒരു ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണവും വെള്ളക്കാരുടെ ഭരണം അതൊക്കെ കഴിഞ്ഞ് എന്താണ് സംഭവ ബഹുലമായ ആഫ്രിക്ക ആര് നേടിയെടുത്തോ? ആഫ്രിക്കൻസ് നേടിയെടുത്ത സമയത്ത് അവിടുത്തെ എന്താണ് ആ ഒരു പാർലമെന്റ് അല്ലേ ഡെമോക്രാറ്റിക് എന്താണ് ഗവൺമെന്റ് അവിടെ അധികാരം ഏൽക്കുന്ന സമയത്തുള്ള ആ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനെ കുറിച്ചാണ് ആ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത്. വളരെ രസകരമായിട്ടല്ലേ, വളരെ എന്താ പറയുക ലൈഫ് ലോങ് മെസ്സേജ് ആണ് എന്ത് നെൽസൺ മണ്ടേല അന്നത്തെ ആ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ആക്ച്വലി ഹി ഡെലിവേർഡ് അല്ലേ. അപ്പൊ അതിലൂടെ ആ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം എന്താണ് ലോകത്തോട് അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹി സ്പോക്ക് അബൌട്ട് ആഫ്രിക്ക. ആഫ്രിക്കയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ആഫ്രിക്കൻസ് സഫർ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആഫ്രിക്കൻ ജനതയെ ലോകം കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ എന്തത് കൂടുതൽ പറഞ്ഞത്. കൂടുതൽ പോയിന്റ്സ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ സീൻ ഓഫ് ദ ഇനോഗ്രേഷൻ സെറിമണി. ആ ഒരു ഇനോഗ്രേഷൻ സെറിമണി എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനോഗ്രേഷൻ സെറിമണി എന്താണ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സ്റ്റേഡിയം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര് പോലും വളരെ എടുത്തു പറഞ്ഞത്? ബിക്കോസ് ദാറ്റ് വാസ് ഹിസ്റ്റോറിക്കൽ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ആയിരുന്നു. ഓക്കെ മാം, വാട്ട് ഈസ് യുവർ നെയിം? ഓ മൈ ഗോഡ്, എൻ്റെ പേരറിയില്ല. ഞാൻ ഒന്ന് എന്നെ പരിചയപ്പെടുത്താം. അതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു എൻ്റെ പേരെന്താണെന്ന്. ഐ ആം റിയലി സോറി അളിയ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേരെന്താണ്? അൻവറ എന്നാണ്. ഓക്കെ ഓക്കെ, സോ അൻവറ മാം എന്ന് വിളിച്ചോളൂ. ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. ഇഷ്ടമുള്ളത് വിളിക്കേണ്ട. അൻവറ മാം എന്നോ അനു മിസ് എന്നോ AT മിസ് എന്നോ എന്ത് വിളിച്ചോളൂ. ഓക്കെ,
the first question is discuss the scene of the inauguration ceremony. Our inauguration ceremony എന്താണ് നമ്മളോട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. Who took oath in the ceremony? Second point എന്താണ് ആരാണ് oath എടുത്തത്, പ്രതിജ്ഞ എടുത്തത്? Now, why is the inauguration called a historic occasion for Africa? ആഫ്രിക്കയെ സംബന്ധിച്ച് അതൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആയിരുന്നു, ചരിത്രപ്രധാനമായിട്ടുള്ള ഒക്കേഷൻ ആണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ തറോ അല്ലേ? എപ്പോഴും ക്വസ്റ്റ്യൻ തറോ ആയിരിക്കണം, ചോദ്യം തറോ ആയിരിക്കണം. ചോദ്യം തറോ വരുന്നത് എന്ത് ചെയ്യരുത്, ഉത്തരം എഴുതരുത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇറ്റ് വാസ് എ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ഡേ ഓഫ് 10th May. നമ്മുടെ പാഠം തുടങ്ങുന്നതാണ് അല്ലേ? എന്താണ് നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ തുടങ്ങുന്ന എവിടുന്നാണ് ഈ പോയിന്റ്? വി നോ ദാറ്റ് ദിസ് ഇസ് എന്താണ് ഫസ്റ്റ് സെന്റൻസ് ഓഫ് ദ ചാപ്റ്റർ. അന്നത്തെ പോലെ എന്താണ് അല്ലേ, 10th May 1994, 1994 1994 മെയ് 10 ദിവസം എന്തായിരുന്നു? അന്നത്തെ ഒരു രാവിലെ എന്ന് പറയുന്നത്, പുലർച്ചെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ. മറ്റെല്ലാ ദിവസത്തെക്കാളും എന്താണ്? ഇറ്റ് വാസ് മോർ ബ്രൈറ്റ്, ഇറ്റ് വാസ് മോർ ക്ലിയർ. Now the inauguration ceremony took place in the Union Buildings Amphitheatre in Pretoria. പ്രറ്റോറിയയിലെ യൂണിയൻ ബിൽഡിങ്സ് ആംഫിതിയേറ്ററിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന സെറിമണി അന്ന് കണ്ടക്ട് ചെയ്തത്. The most famous world leaders and representatives gathered there. അന്ന് അവിടെ ആഫ്രിക്കയുടെ ഈ സെറിമണി കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എല്ലാ ഫേമസ് വേൾഡ് ലീഡേഴ്സും വന്നു നിന്നിട്ടുണ്ടായിരുന്നു. Now വൈൽഡ് ആനിമൽസ് കഴിഞ്ഞിട്ടുണ്ട്. വൈൽഡ് ആനിമൽസ് ഓക്കെ. Now, the most famous world leaders and representatives gathered there. Generals and police officers were also there. ആരൊക്കെ ഉണ്ടായിരുന്നു? ജനറൽസ് ഉണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. Now, police officers were also there. They had medals and ribbons on their chest. Okay. എന്താണ് ഈ പറയുന്ന വലിയ എന്താ പറയാ, മിലിറ്ററി ലീഡേഴ്സ് അല്ലേ, കമാൻഡേഴ്സ് ഒക്കെ ഉണ്ട്, ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് അവരവരുടെ യൂണിഫോമിൽ ഫുൾ സ്റ്റാറും ഫുൾ മെഡലൊക്കെ ആയിട്ടുള്ള എന്താണ് യൂണിഫോമിലാണ് എന്ത് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ. Now, South African jets, helicopters and troop carriers rode in perfect formation over the Union Building. നമുക്കറിയാം, നമ്മളെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്ത്, അന്ന് വിമാനം പറപ്പിച്ചത് ഏതായിരുന്നു കളറ്? സൗത്ത് ആഫ്രിക്കൻ്റെ ഫ്ലാഗിന്റെ കളേഴ്സ് വെച്ചിട്ട് പറപ്പിച്ചിട്ടില്ലേ ജെറ്റ്? അതിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. Remember that point, okay? Now, first of all, de Klerk, then Thabo Mbeki and then Nelson Mandela took the oath. 3 പേരാണ് എന്ത് ഓത്ത് എടുത്തത്. നമുക്കറിയാം ഫസ്റ്റ് വൺ ആരാണ്? ഇറ്റ് വാസ് മിസ്റ്റർ ഡി ക്ലർക്ക്. അദ്ദേഹമാണ് ഫസ്റ്റ് ഓത്ത് എടുത്തത്. സെക്കൻഡ് ഇറ്റ് വാസ് ആരാണ്? താബോ മെക്കി. അദ്ദേഹമാണ് സെക്കൻഡ് എടുത്തത്. അവസാനമാണ് ആരെടുത്തത്? നെൽസൺ മണ്ടേല എടുത്തത്. Now, the inauguration can be called a historic occasion for South Africa as on this day the first democratic government was installed. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഒരു ഡെമോക്രാറ്റിക് അന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അധികാരം ഏൽക്കുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. ഓക്കെ. നൗ ഇറ്റ് വാസ് എൻ എൻഡ് ഓഫ് മോർ ദാൻ 3 centuries ഓഫ് ദ വൈറ്റ് റൂൾ. ബ്രിട്ടീഷുകാരുടെ 3 സെഞ്ചുറിയിലധികം വരുന്ന ബ്രിട്ടീഷുകാരുടെ റൂള്, ഭരണത്തിന് എന്താണ്, ഇറ്റ് വാസ് എൻ എൻഡ്, ഒരു അവസാനമായിരുന്നു. നെൽസൺ മണ്ടേല ബിക്കെയിം ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആണ് ആര്? ഈ പറയുന്ന നെൽസൺ മണ്ടേല. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ. ഞാൻ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്ത് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. ഇതിൽ ഒരുപാട് വിവരങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു സെറിമണിയെ കുറിച്ച് വന്നു. അന്നത്തെ ആ ഒരു 10th May 1994 മറ്റു രീതിയിൽ ചോദിക്കാം. എന്തായിരുന്നു, വാട്ട് വാസ് ദ എന്താ ചോദിച്ചോളൂ നിങ്ങളോട്. ഫ്രീഡം റിലേറ്റഡ് കോഡ്സോ? ഫ്രീഡം റിലേറ്റഡ് കോഡ്സ് എന്താണെടാ? മഹാത്മാഗാന്ധിന്റെ ഫ്രീഡം കോഡ്സ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നെൽസൺ മണ്ടേലയുടെ കോഡ്സ് അടിച്ചു നോക്കിയാൽ മതി. നെൽസൺ മണ്ടേലയുടെ കോഡ് നിങ്ങൾ എഴുതാൻ മതി. എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഫ്രീഡം? അദ്ദേഹം പറയുന്നില്ലേ കോൺകറിങ് അല്ലേ? അത് പറയുന്നില്ല. അദ്ദേഹം എന്താണ്, ഭയത്തെ മറികടക്കുക. എന്ത് ചെയ്യാൻ നിങ്ങൾ കോട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ. കോൺകർ ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. Now, അപ്പൊ നോക്കൂ, ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. എന്തായിരുന്നു 10th May 1994 ദിവസത്തിന്റെ പ്രത്യേകത? ആൻസർ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് ഓത്തെടുത്തത്? ആൻസർ ഉണ്ട്. ആരൊക്കെയാണ് അന്നത്തെ ഗസ്റ്റ്? ആൻസർ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്കുള്ള എന്താണ് ആൻസർ ആണ് ഇവിടെ എന്ത് ചെയ്തത് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ?
മക്കളെ ക്ലിയർ അല്ലേ? എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് എന്താണ്, ഐ ഹാവ് ത്രോട്ട് ഇഷ്യൂ. മെഡിസിൻ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് സ്ട്രെയിൻ എടുത്ത് മെല്ലെ മെല്ലെ സംസാരിക്കുന്നത്. ഓക്കെ, അന്നത്തെ പോലെ കഴിഞ്ഞ ലൈവ് പോലെ ചങ്കിട്ട് കയറാൻ എന്തില്ല, എൻ്റെ സൗണ്ട് എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് മിസ്സസ് സ്ട്രെയിൻ ചെയ്ത് പോസ് ചെയ്ത് എന്ത് ചെയ്തത് സംസാരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, കഷ്ടപ്പെട്ട് വരുത്തിക്കുകയാണ്. നോക്കിയേ നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what were Mandela's opinion about the first and last decades of the 20th century? എന്താ പറയുന്നത്? What were Mandela's opinion about the first and last decades of the 20th century? 20th centuryയുടെ ആദ്യത്തെയും അവസാനത്തെയും ഫസ്റ്റും ലാസ്റ്റും ഡീക്കേഡ്സിൻ്റെ എന്താണ് അദ്ദേഹം പറയുന്നത്? ആ കഴിഞ്ഞ സമയത്ത് ആഫ്രിക്കയുമായി റിലേറ്റ് ചെയ്യണം നമ്മൾ അല്ലേ? എന്താ അദ്ദേഹം പറയുന്നത്? Why does he say on the day of inauguration that he was overwhelmed with the sense of history? എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അന്ന് ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അത്ര വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓവർവെംഡ് ആയിട്ട് സംസാരിച്ചത്? Let's see here. നോക്കിയേ. On the day of the inauguration, the speaker's mind went back to the history. അന്ന് എന്താണ്? ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. അന്ന് നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? ഇനോഗ്രേഷനിൽ സംസാരിക്കുന്ന സമയത്ത് ഹി തോട്ട് അബൌട്ട് എന്താണ് ദ ഹിസ്റ്ററി ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ഹി റിമെമ്പേർഡ് ദ ഫസ്റ്റ് ഡിക്കേഡ്. ആദ്യത്തെ ദശവർഷം, ഡിക്കേഡ് എന്ന് പറയുന്നത് ദശവർഷം, അദ്ദേഹം എന്ത് ചെയ്തു? ആലോചിച്ച്. when the whites ruled over South Africa and they made a discrimination against the blacks. Okay, ബ്ലാക്സിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? ഡിസ്ക്രിമിനേഷൻ നടത്തി. അദ്ദേഹമല്ല എന്താ പറയുന്നത് ഇവിടെ? when the whites ruled over South Africa and they made a discrimination against the blacks. അന്ന് ആരാ ഭരിച്ചത്? ബ്രിട്ടീഷുകാർ, വൈറ്റ് പീപ്പിൾ ആണ് ഭരിച്ചത് അല്ലേ? അവരെന്ത് ചെയ്തു? സൗത്ത് ആഫ്രിക്കക്കാരുടെ മേലെ എന്ത് ചെയ്തു? ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, സെഗ്രിഗേഷൻ കാണിച്ചു. now they built a system of racial discrimination. അവരെന്ത് സിസ്റ്റം കൊണ്ടുവന്നത്? racial discrimination അല്ലേ? racial discrimination കൊണ്ടുവന്നു. now their behavior was full of cruelty. വളരെ ക്രൂവലായിട്ടാണ് എന്ത് ചെയ്തത്? ആഫ്രിക്കക്കാരോട് അവർ പ്രവർത്തിച്ചത്. they meted out inhuman treatment to the blacks അല്ലേ? അവരെന്താ ചെയ്തത്? വളരെ ക്രൂരമായത്, മനുഷ്യരോട് ചെയ്യാൻ പറ്റാത്ത പല ക്രൂരതകളും എന്ത് ചെയ്തു? ആഫ്രിക്കക്കാരോട് ചെയ്തു. but now in the last decade of this century, ഈ ഡീക്കേഡിന്റെ അവസാനത്തിൽ നോക്കിയേ, this cruel system was overturned. എന്തായി? സംഭവം മാറി മറിഞ്ഞു. now a system replaced it. പുതിയൊരു സിസ്റ്റം വന്നു. a new system replaced it. it was the first democratic government of South Africa. ഇവരുതായിരുന്നു എന്താ? സൗത്ത് ആഫ്രിക്ക. മാം എല്ലാ ചാപ്റ്ററിന്റെ സമ്മറി പറഞ്ഞു പോകുമോ? സമ്മറി ഇറ്റ് ഈസ് ഈസി ടു സേ. സമ്മറി നമുക്ക് പറഞ്ഞു പോകാൻ വളരെ ഈസിയാണ്. പക്ഷെ സമ്മറി പറഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടല്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് യു വിൽ നോട്ട് ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും? ആ സ്റ്റോറി കംപ്ലീറ്റ് കിട്ടും. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കി 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വി ഡിസ്കസ്ഡ് എ ലോട്ട്സ് ഓഫ് പോയിന്റ്സ് ആൻഡ് മിനി പോയിന്റ്സ് വി ഡിസ്കസ്ഡ്. ഓക്കെ, സോ ഗിവ് more importance to the question answers than summary. Okay, summary നമുക്ക് എന്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? now is new system replaced it. അദ്ദേഹം എന്താ പറയുന്നത്? പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു അല്ലേ? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ത് ചെയ്തു? അവിടെ വന്ന്. it was the first democratic government of South Africa. now there will be no discrimination on the basis of color. കളറിന്റെ പേരിൽ എന്തുണ്ടാവില്ല? ഇനിയൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാവില്ല. that is why on the day of inauguration, അതുകൊണ്ട് തന്നെ ഇനോഗ്രേഷന്റെ ദിവസം he was overwhelmed with a sense of history. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? he became very overwhelmed. എന്താണ് കാരണം? because എന്താണ്? he had a sense of history. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ചിന്തിച്ച്. ഇനി എന്തുണ്ടാവില്ല? ആഫ്രിക്കയിൽ ആ പറഞ്ഞ പഴയ പോലുള്ള ഒരു ക്രുവൽറ്റിയും എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല അല്ലേ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഗ്രാമർ ക്ലാസ് എപ്പോഴാണ് മിസ് ചെയ്യും? ഗ്രാമർ ക്ലാസ് നമ്മുടെ കംപ്ലീറ്റ് മാരത്തോൺ നാളെ രാത്രിയും ഉണ്ടാവും. ഓക്കെ, റൈറ്റിങ്ങും ഗ്രാമറും ഒക്കെ എന്ത് ചെയ്യും? നാളെ രാത്രി നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യും? നമ്മൾ സെറ്റാക്കും. അടുത്ത് നോക്കി നിങ്ങൾ, വാട്ട് ഡസ് മണ്ടേല തിങ്ക് അബൌട്ട് ദ പേട്രിയറ്റ്. നോക്കൂ, വാട്ട് ഡസ് ഹി തിങ്ക് അബൌട്ട് ദ പേട്രിയറ്റ്സ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണത്, റിപ്പീറ്റഡ് ചോദ്യമാണ്. എന്താ ഇവിടെ ചോദിച്ചത്? എന്തായിരുന്നു അദ്ദേഹം പേട്രിയറ്റ്സിനെ കുറിച്ച് ചിന്തിച്ചത്? അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എനിക്ക് അവർക്ക് എന്താണ് റീപേ ചെയ്യാൻ പറ്റുമോ, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് അദ്ദേഹം പറയുന്ന മറുപടി? എന്തായിരുന്നു അദ്ദേഹം പാഠത്തിൽ പറഞ്ഞത്? നോക്കിവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കിയേ, എടാ നമ്മൾ സ്റ്റോറി എടുക്കുക, നിങ്ങൾ ഓക്സിമോറോൺ ചോദിച്ചാലോ? ഓക്സിമോറോൺ വരുമ്പോ പറയാം. ഈ ലെസൺ പഠിക്കാൻ എന്താണ് ഒരു കുഴപ്പമില്ല, ഇത് വളരെ നല്ലൊരു ലെസൺ ആണ്. ജസ്റ്റ് എന്ത് ചെയ്തത്, ഒരു പ്രാവശ്യം ചാപ്റ്റർ ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ, വേറൊരു പ്രശ്നമില്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പോയിന്റില്ലേ, ഈ പോയിന്റ് തന്നെ എന്ത് ചെയ്ത് ധൈര്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ പോയിന്റ് മിസ് എന്താണ് ഇവിടെ പറയുന്നത്, ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്തത് നമ്മൾ പാഠത്തിൽ പറയുന്നത്. അതിനേക്കാൾ ഭംഗിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. നിങ്ങൾ ചിലപ്പോൾ ചാപ്റ്റർ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ബോറടിക്കും ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ, കാരണം നിങ്ങൾ പിള്ളേരല്ലേ. ഓക്കെ, അപ്പം നോക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ ചോദ്യം എന്താണ്, വാട്ട് ഡസ് മണ്ടേല തിങ്ക് അബൌട്ട് ദ പേട്രിയറ്റ്സ്? അദ്ദേഹം പേട്രിയറ്റ്സിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർത്തിയിട്ട് ഒന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ. നെൽസൺ മണ്ടേല തിങ്സ് ദാറ്റ് ദ ഫ്രീഡം ആൻഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഹാവ് ഓൾ കം ഓൺലി ഡ്യൂ ടു ദ ഗ്രേറ്റ് സാക്രിഫൈസസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പേട്രിയറ്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി തിങ്സ് ദാറ്റ് ദ ഫ്രീഡം ആൻഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഹാവ് ഓൾ കം ഓൺലി ഡ്യൂ ടു ദ ഗ്രേറ്റ് സാക്രിഫൈസസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പേട്രിയറ്റ്സ്. സോ മണ്ടേല പറയാണ്, ഈ കാണുന്ന ഫ്രീഡം, ഇന്ന് കാണുന്ന ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇവിടെ വന്നത് ആയിരക്കണക്കിന് രാജ്യസ്നേഹികൾ എന്ത് ചെയ്തതുകൊണ്ടാണ്, പല വിധത്തിൽ ത്യാഗം ചെയ്തതുകൊണ്ടാണ്. അതാണ് ഇദ്ദേഹം പറയുന്നത്. They were those men who did not care about their lives and died for their people and country. ആരാണ് അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ കുടുംബത്തിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. They lived for the country. രാജ്യത്തിന് വേണ്ടി മാത്രമാണ് അവരെന്ത് ചെയ്തത്, ജീവിച്ചത്. They can't be repaid. ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. He thinks himself the sum of all those who had sacrificed their lives. അദ്ദേഹം അവിടെ വെച്ചിട്ട്, ആ മൊമെന്റിൽ വെച്ചിട്ട്, at that moment he thought about ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഇതേപോലെ രാജ്യത്തിന് വേണ്ടി ജീവിതം ത്യജിച്ച എല്ലാ ലീഡേഴ്സിനും എന്ത് ചെയ്തു, ഇദ്ദേഹം ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. Now he regrets that he was not able to thank them. അദ്ദേഹം അവിടെ നിന്നിട്ട് എന്താ റിഗ്രറ്റ് ചെയ്യുന്നത്, വിഷമിക്കുന്നത് എന്താണ്, ഇവരുടെ അടുത്ത് എന്തിനു പറ്റുന്നില്ല, ഇവരുടെ അടുത്ത് താങ്ക്സ് നേരിട്ട് പറയാൻ പറ്റുന്നില്ല. According to Mandela, the policy of apartheid greatly wounded the people. എന്താ പറയുന്നത്, ഈ അപ്പാത്തീഡ് പോളിസി എന്ത് ചെയ്തു, ഈ വൈറ്റ് അവർ ഭരിച്ച ഈ ഒരു അപ്പാത്തീഡ് വെള്ളക്കാരുടെ ഭരണം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, അതെന്ത് ചെയ്തു, ആളുകളെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ആളുകളെ വല്ലാതെ കൊന്നിട്ടുണ്ട്, ആളുകളെ വല്ലാതെ എന്ത് ചെയ്തു, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഹാർഡ് ടു റിക്കവർ. അതിൽ നിന്നും റിക്കവർ ആവാൻ എന്നുള്ളത്, അതിൽ നിന്നും മറികടക്കുക എന്നുള്ളത്, അതിന് സർവൈവ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇറ്റ് വാസ് ഹാർഡർ, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് tough. Okay, now it would take much time. നെൽസൺ മണ്ടേല എന്താ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ള ഓർമ്മകള്, ബ്രിട്ടീഷുകാർ നമ്മളോട് കാണിച്ച ക്രൂരതകള്, ആഫ്രിക്കൻ ജനതയെ ഉപദ്രവിച്ചത്, ദ്രോഹിച്ചത്, ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചത് എന്താണ്, മറക്കാൻ സമയം വേണം. It needs time. These great patriots were ഒലിവർ ടാംപോ. ആരൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന വളരെ നോക്ക്, ആരൊക്കെയാണ് ഇദ്ദേഹം പറയുന്ന വലിയ ലീഡേഴ്സ്, ആരൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഒലിവർ ടാംപോ. ഒലിവർ ടാംപോയാണ്. അടുത്തത് ആരാണ്? വാട്ടർ സിസുലു ആണ്. ഫിഷർ ഷുബോക്കു. അടുത്തത് ആരാണ്? ഫിഷർ ഷുബോക്കു. ഓക്കെ, ഷുബു എന്നോർത്ത് വെച്ചോളൂ. വാട്ടർ എന്നോർത്ത് വെക്കൂ. എടുക്കൂ, നമ്മൾ ചളിയൊക്കെ അടിക്കണ്ടേ? ഇന്ന് വെയ്യാത്തത് കൊണ്ടാണ് ഒരു ചളിയും ഒന്നും വരാതെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് അല്ലേ. എനിക്ക് തന്നെ എന്താണ് സീരിയസ് ആയി ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിങ്ങൽ. Now ഒലിവർ ടാംപോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീണ്ടും പറയാണ്. Now, next question. What ideas does Mandela have about courage, love and hate? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നെൽസൺ മണ്ടേലയുടെ എന്താണ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് അബൌട്ട് കറേജ്, ധൈര്യം, ലവ്, സ്നേഹം, ഹെയ്റ്റ്, വെറുപ്പ്, ഇതിനെക്കുറിച്ച് എന്താണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്നത്? അക്കോർഡിംഗ് ടു മണ്ടേല, ഹി ലേൺ ദ മീനിങ് ഓഫ് കറേജ് ഫ്രം ഹിസ് കോംറേഡ്. അദ്ദേഹം ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോംറേഡ്സ്, രക്തസാക്ഷികളിൽ നിന്നാണ് നെൽസൺ മണ്ടേല പഠിച്ചത്. ദേ സ്ട്രഗിൾ വെരി ഹാർഡ് ഫോർ ദ ഫ്രീഡം ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മുൻപ് ജീവിച്ചിരുന്ന സമര പോരാളികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അവരിൽ നിന്നാണ് അദ്ദേഹം എന്ത് കാണുന്നത്? ധൈര്യം എന്താണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധൈര്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം അറിയുന്നത്. ദേ ഡിഡ് നോട്ട് കെയർ ഫോർ ദിയർ ലൈഫ്സ്. അവരെന്ത് ചെയ്തിട്ടില്ല? അവരുടെ ജീവിതത്തിന് വില കാണിച്ചിട്ടില്ല. ദേ സാക്രിഫൈസ് എവറിത്തിങ് ഫോർ ദിയർ പീപ്പിൾ ആൻഡ് കൺട്രി. അവരാകെ വില കൊടുത്ത എന്താണ്? അവർ ഫുള്ള് ത്യജിച്ചു, ത്യാഗം സഹിച്ച്. ആർക്ക് വേണ്ടിയാ? ഇക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാണ്? അവർ രാജ്യത്തിന് വേണ്ടി പലതും ത്യജിച്ചു. ദേ ഡിഡ് നോട്ട് ബ്രേക്ക് ബിഫോർ ദ ബ്രൂട്ടാലിറ്റി ഓഫ് ദ ഒപ്രസേഴ്സ്. അവരെന്താ പറയുന്നത്? അവരെ ജയിലിൽ പിടിച്ചു കൊണ്ടിട്ടിട്ട് തച്ച് ചതച്ച് ഉടച്ച് ഉടച്ച് നാശകോശമാക്കുമ്പോൾ അവരെന്ത് ചെയ്തിട്ടില്ല? തോറ്റു കൊടുത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നൗ നോക്കൂ, ദേ ഷോ ദിയർ ഫുൾ സ്ട്രെങ്ത്. അവരെന്ത് കാണിച്ചു? അവരുടെ ഫുൾ സ്ട്രെങ്ത്, അവരുടെ മുഴുവൻ ശക്തിയാണ് എന്ത് ചെയ്തത്? അവരവിടെ കാണിച്ചത്. സോ മണ്ടേല ലേൺഡ് കറേജ് ഫ്രം ദം. അതുകൊണ്ട് തന്നെ നെൽസൺ മണ്ടേല കറേജ്, ധൈര്യം എന്ന് പറയുന്നത്, അദ്ദേഹം അത് പഠിച്ചത് ആരിൽ നിന്നാണ്? അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന് മുൻപുള്ള രക്തസാക്ഷികളിൽ നിന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തത്? ഹി ലേൺ ദാറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ ബ്രേവ്. നോക്കൂ, to him courage means not the absence of fear. ഇതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ല, ആരോ ഒരാള് മാം ഫ്രീഡത്തെ കുറിച്ച് എന്താ ഒരു കോട്ട് പറഞ്ഞുതരോ? ഇതിലെ കോട്ട്സ് നിങ്ങൾ എഴുതിയാൽ മതി. നെൽസൺ മണ്ടേല എന്താ പറഞ്ഞത്? കറേജ് മീൻസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. ഭയമില്ലാതെ ഇരിക്കലല്ല എന്ത് ധൈര്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ബട്ട് ദ വിക്ടറി ഓവർ ഇറ്റ്. അതിൻ്റെ മേലെ അതിനെ ഓവർകം ചെയ്ത്, അതിനെ കോൺക്വർ ചെയ്ത്, അതിനെ പിടിച്ചു കെട്ടി എന്താണ് അതിനെ ഓവർകം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? വിജയം എന്ന് പറയാ, ധൈര്യം എന്ന് പറയാം. ദ ബ്രേവ് മാൻ ഈസ്. ആരാണ് ഒരു ബ്രേവ് മാൻ? വൺ ഹു കോൺക്വേഴ്സ് ഫിയർ. ഭയത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ആര്? ഒരു ബ്രേവ് മാൻ എന്ന് പറയുന്നത്. നോ മാൻ ഈസ് ബോൺ ഹേറ്റിംഗ് അനദർ മാൻ ഡ്യൂ ടു കളർ ഓർ റിലീജിയൻ. ഒരു വ്യക്തിയും എന്ത് ചെയ്യരുത്? മതത്തിന്റെ പേരിലോ, കളറിന്റെ പേരിലോ, നിറത്തിന്റെ പേരിലോ, റിലീജിയന്റെ പേരിലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? ഡിസ്ക്രിമിനേഷൻ നടത്തരുത്. ലവ് കംസ് മോർ നേച്ചുറലി ടു ദ ഹ്യൂമൻ ഹാർട്ട് ദാൻ ഹേറ്റ്. മനുഷ്യൻ എന്താണ്? വെറുപ്പിനെക്കാളും വേഗം എന്താ വരാ? ശരിക്കും ബേസിക്കലി മനുഷ്യന് സ്നേഹമാണ് വരാ. വെറുപ്പ് പിന്നെ ആക്കം പോലെയൊക്കെ വരുള്ളൂ. ആരിപ്പോൾ ആദ്യം തന്നെ ആരും പോയി വെറുക്കോ? ഇല്ല. നിങ്ങളിപ്പോൾ ഇന്ന ഒറ്റയടിക്ക് കാണുമ്പോൾ നിങ്ങൾ വെറുക്കോ? ഇല്ല. നമ്മൾക്ക് രണ്ട് തേപ്പൊക്കെ കിട്ടി, നല്ല രണ്ട് എന്താ പറയുക ചതിയൊക്കെ കിട്ടി, നമ്മളെ പറ്റി രണ്ട് പരദൂഷണമൊക്കെ നമ്മുടെ ചെങ്ങായിമാരൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ നമുക്കൊരു ദേഷ്യം വരുള്ളൂ. അല്ലാണ്ട് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഹലോ മാൻ എന്ന് പറഞ്ഞിങ്ങാണ്ട് തന്നെ ഐ ഹേറ്റ് യു എന്ന് പറയോ? ഇല്ല. അപ്പൊ ആക്ച്വലി എന്താണ്? വെറുപ്പിനെക്കാളും വേഗം എന്ത് വരുന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞത്? സ്നേഹം വരുന്നാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. നൗ നോക്കൂ അടുത്തത്. According to Mandela, both the oppressor and the oppressed are the prisoners of hatred. അദ്ദേഹം ഇനി ഹെയ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു സ്നേഹമാണ് ആദ്യം വരാം. ഹെയ്റ്റിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു മണ്ടേല, both the oppressor and the oppressed are the prisoners of hatred. ഒപ്രസർ അടിച്ച് അമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും. ആരാണ് കുരിശ് അടിക്കുന്നവനും? കുരിശ് ആര് നെഞ്ചിലേക്കാണോ അടിക്കുന്നത് അവനും. രണ്ടുപേരും എന്താണ്? വെറുപ്പിന്റെ ഒളിവിലാണ്. കാരണം ഞാൻ ഇവനെ കുരിശടിക്കുന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന് ആരിഷ്ടമല്ല? ഇവനെ ഇഷ്ടമല്ല. ഇവൻ വെറുക്കപ്പെട്ടവനാണ്. ഇനി ഇവനെ കുരിശടിക്കുമ്പോൾ ഇവനെന്താണ്? ഈ പെണ്ണിനോട് സ്നേഹമുണ്ടാവോ? നോ, ഉണ്ടാവൂല. അപ്പൊ എന്ത് പറയും? അപ്പൊ ഇവർക്ക് എന്തുണ്ടാവും? ഈ പെണ്ണിനോട് വെറുപ്പുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോട് വെറുപ്പ്, ഫുൾ ഓഫ് വിറപ്പ്. ഓക്കെ, നോ വൺ ക്യാൻ ബിക്കം ഹാപ്പി ആഫ്റ്റർ ടേക്കിംഗ് അവേ ഫ്രം അതേഴ്സ് ഫ്രീഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, അദ്ദേഹം പറയുന്നു നോ വൺ ക്യാൻ ബിക്കം ഹാപ്പി ആഫ്റ്റർ ടേക്കിംഗ് അവേ അതേഴ്സ് ഫ്രീഡം. ഒരാൾക്കും മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കട്ട് മുടിച്ചിട്ട് ഇങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്തിട്ട് എന്താണ് സന്തോഷിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? എടോ മനസ്സിലായോ? ക്ലിയർ?
Okay, next question. What ideas did we get about freedom, the oppressor and the oppressed from this lesson? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ the same matter നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ സമ്മറി വായിക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു മണ്ടേല, both the oppressor എന്ന് പറഞ്ഞാൽ ആരാണ്? അടിച്ചമർത്തുന്നവൻ, കുരിശ് വെക്കുന്നവൻ, ഈ പെണ്ണ് കുത്തുന്നവൻ, ആൻഡ് oppressed എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ബോട്ടിൽ കുരിശ് ആര് നെഞ്ചിലേക്കാണോ താത്തിയത് അവൻ. Not only the oppressed is without freedom, but also the oppressor. He is the prisoner of hatred. Only his level of thinking encourages him to snatch others' freedom. Oh my God, മറ്റുള്ളവരുടെ ഫ്രീഡം കട്ടെടുക്കുന്നവൻ എന്താണ്? വെറുപ്പിന്റെ ജയിലിൽ കഴിയുന്നവനാണെന്ന് പറയുന്നത്. Now നോക്കൂ, it is all due to his narrow mindedness. തിങ്ങ കുടിസ് നേര് എന്താ പറയാ, ഇബിലീസിന്റെ മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലൈക്ക് എന്താണ്, പിശാജ് പോലെ വളരെ കുടുങ്ങിയ ചിന്താഗതിയുള്ള നാരോ മൈൻഡഡ്നെസ്. അങ്ങനെയുള്ള ആളുകൾ ഇത് എന്ത് ചെയ്യുള്ളൂ? മറ്റുള്ളവരുടെ ഫ്രീഡം കടന്നു പിടിക്കുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഒബ്വിയസ് ഐഡിയ ദാറ്റ് ദ ഒപ്രസ്ഡ് ഹാസ് നോ ഫ്രീഡം. ഒപ്രസ്ഡിന് എന്തില്ല? ഒട്ടും സ്വാതന്ത്ര്യമില്ല. നെൽസൺ മണ്ടേല ഹാഡ് ഹങ്ങർ ഫോർ ഫ്രീഡം. നെൽസൺ മണ്ടേലയ്ക്ക് ഒരേ ഒരു വിശപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിശപ്പ്? ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനോടുള്ള അങ്ങേയറ്റമുള്ള വിശപ്പാണ് ആർക്കുള്ളത്? നെൽസൺ മണ്ടേലയ്ക്കുള്ളത്. നെക്സ്റ്റ് വൺ നോക്കിയേ. വെൻ ഹി ന്യൂ ദാറ്റ് ഹിസ് ഫ്രീഡം ഹാഡ് ബീൻ സ്നാച്ച്ഡ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്? അദ്ദേഹത്തിന്റെ ഫ്രീഡം, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്തുണ്ട്? അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പം തൊട്ട് അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് ഫ്രീഡത്തോടുള്ള വിശപ്പായിരുന്നു. ഹിസ് ഐഡിയ ഫോർ ഫ്രീഡം വാസ് എൻ ഇല്യൂഷൻ. എന്താ പറയുന്നത്? അദ്ദേഹത്തെ ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്തായിരുന്നു? ഒരു ഇല്യൂഷൻ, ഒരു സ്വപ്നം, ഒരു ഇമാജിനേഷൻ ആയിരുന്നു, ഒരു കെട്ടുകഥയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപിൽ. സത്യം മനസ്സിലാക്കിയത് കുറെ എന്താണ് കഴിഞ്ഞിട്ടാണ് അല്ലേ? ഹി സോ ദാറ്റ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വർ വിതൗട്ട് ഫ്രീഡം. അദ്ദേഹം പിന്നെ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ്, അദ്ദേഹത്തിന്റെ സിസ്റ്റേഴ്സ് ആർക്കും എന്തില്ല? നോബഡി ഹാഡ് ഫ്രീഡം. ആർക്കും ഫ്രീഡം ഇല്ലായിരുന്നു. ഹിസ് ഹങ്ങർ ഫോർ ഫ്രീഡം എൻകറേജ്ഡ് ഹിം ടു ജോയിൻ ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഹിസ് ഹങ്ങർ ഫോർ ഫ്രീഡം, അദ്ദേഹത്തിന്റെ നെൽസൺ മണ്ടേല ആരാന്നോ? മിസ് നെൽസൺ മണ്ടേല ആയിരുന്നു. അയ്യോ എൻ്റെ ഇച്ചിഗോ, എൻ്റെ കൊല്ല്. ഇതിലും വലുത് എന്താണ്? ആ കുരിശ് ബോട്ടിൽ മേലേക്കല്ലട, ആ കുരിശ് എൻ്റെ നെഞ്ചത്തേക്ക് എടുത്ത് കുത്തിക്കൂടേനോ? എൻ്റെ ഇച്ചിഗോ. നല്ല പേര്, പറ്റിയ പേര് ഇച്ചിഗോ. നല്ല പേര്, അറിഞ്ഞിട്ട പേരാണ് ഇച്ചിഗോ. ഇതിലും നല്ലത് അതേനു. ഇതിലും വലിയൊരു എന്താണ് തളർച്ച എനിക്ക് തരാനില്ല. ഈ ആൻറ്റിബയോട്ടിക്കും കഴിച്ച് നിൽക്കണ മനുഷ്യൻ ഇത്രയും ചങ്കിട്ട് ഇവിടെ കേട്ടി ചോദിക്കാണ് ആരാണ് നെൽസൺ മണ്ടേലാന്ന്. ഈ ഇച്ചിഗോ എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ ഇവിടെ എങ്ങാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ലൊരു ഇച്ചിഗോ. എന്തായാലും ഇച്ചിഗോ, നല്ലൊരു പേര് ഇച്ചിഗോ. എന്തൊരു കഷ്ടാണ്, വല്ലാത്തൊരാൾക്കാരെന്നെ. ചിഗോ, ഇച്ചി ഗോ, ഇജിഗോ. That is better. Now come back, man. See, നോക്കൂ ഇവിടെ. His hunger for freedom encouraged him to join the African National Congress. അതാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രീഡത്തോടുള്ള വിശപ്പാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ ANC-യിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ കൊണ്ടുപോയിട്ട് ചേർത്തിയത്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എത്ര പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ എത്ര പറഞ്ഞു അല്ലേ? ഇന്ന് ഫുൾ തീരുമെന്നോ? പിന്നല്ലാണ്ട് നമ്മളിതിൽ വലുതൊക്കെ തീർന്നിട്ടുണ്ട്. ഇങ്ങ് വാ നോക്ക്. നെൽസൺ മണ്ടേല വാസ് ദ ഹീറോ ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കമന്റ് നിങ്ങളോട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡം മൂവ്മെന്റിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ നെൽസൺ മണ്ടേലയായിരുന്നു അവരുടെ ഹീറോ. നമ്മളുടെ മഹാത്മാഗാന്ധി പോലെ ആരായിരുന്നു? നെൽസൺ മണ്ടേല വാസ് ദ ഹീറോ ഓഫ് സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ്. യു പീപ്പിൾ കമന്റ്. നിങ്ങൾ കമന്റ് ചെയ്യും, നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. നെൽസൺ മണ്ടേല വാസ് എ ട്രൂ ഹീറോ ഓഫ് സൗത്ത് ആഫ്രിക്കാസ് ഫ്രീഡം മൂവ്മെന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ ആദ്യത്തിന് എന്ത് ചെയ്യണം? യു പീപ്പിൾ ഹാവ് ടു മേക്ക് ഇറ്റ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയണം അവിടെ. എന്താ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? നിങ്ങൾ ഉറപ്പിച്ച് പറയാണ് നെൽസൺ മണ്ടേല വാസ് എ ട്രൂ ഹീറോ ഓഫ് സൗത്ത് ആഫ്രിക്കസ് ഫ്രീഡം മൂവ്മെന്റ്. തീർച്ചയായിട്ടും നെൽസൺ മണ്ടേല തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ എന്ത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഹീറോ എന്ന് പറയുന്നത്. ഹിസ് കോൺഷ്യസ് എൻകറേജ്ഡ് ഹിം ടു ഡിമാൻഡ് എ റെസ്പെക്ട്ഫുൾ ആൻഡ് യുണീക് ലൈഫ് ഫോർ ഓൾ. അദ്ദേഹത്തിന്റെ ആ ഒരു മനക്കട്ടി, അദ്ദേഹത്തിന്റെ മനസാക്ഷിത്വം, അദ്ദേഹത്തിന്റെ നല്ല മനസാക്ഷി, അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, ഡെഡിക്കേഷൻ, ഇതൊക്കെ എന്താണ്? മറ്റുള്ളവരെ എന്ത് ചെയ്തു? മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തി. അദ്ദേഹത്തിന്റെ തൻ്റെ ഇടം, ധൈര്യം. ആരാ ചോദിച്ചില്ല? നെൽസൺ മണ്ടേല ആഫ്രിക്കന്റെ ആദ്യത്തെ പ്രസിഡന്റാ. 30 കൊല്ലം ആഫ്രിക്കയ്ക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്ന മനുഷ്യനാണ്. ഇനി ചോദിക്കരുത് ആരാ നെൽസൺ മണ്ടേലാന്ന്. ഈ പാടെടുക്കുമ്പോ എവിടെ എനിച്ചിഗോ? Where were you? കഷ്ടം. നോ,
എന്താ ചെയ്യേ കുട്ടികളൊക്കെ കണ്ടൂര് ഇൻസ്റ്റ ID നോക്കി ചോദിച്ചിരിക്കുന്ന നേരം കൂടി ഇവിടെ കുത്തിരുന്ന് പഠിച്ചൂടെ? ഞാൻ എത്ര നേരം ഇതൊക്കെ എന്ന് പറയുന്നത്? എല്ലാവരും ഇൻസ്റ്റ ID അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കുത്തിയിരിക്കണം ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിൽ. അതൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ, എന്നാലും വേണ്ടിയില്ല. പക്ഷെ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. നോക്കൂ, അടുത്ത നോക്കിയേ നിങ്ങൾ. ഹിസ് സോൾ ക്ലിയർഡ് ഹിം അബൌട്ട് ദ ട്വിൻ ഒബ്ലിഗേഷൻസ് ഫോർ എവ്രി വൺ. അദ്ദേഹം പറയുന്നുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദർ ആർ 2 ഒബ്ലിഗേഷൻ എന്നുള്ളത്. ഹി വാസ് ഓൾവേസ് ഡിറ്റർമിൻ ടു ഫുൾഫിൽ ദം. ഇദ്ദേഹത്തെ സംബന്ധിച്ച്, നെൽസൺ മണ്ടേലയെ സംബന്ധിച്ച് ഒരു വ്യക്തിക്കുള്ള 2 ഒബ്ലിഗേഷൻ എന്താണ്? ഏത് സമയത്തും ഫുൾഫിൽ ചെയ്യണം, എപ്പോഴും ഫുൾഫിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഇദ്ദേഹം. ഹി പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻസ് ഫോർ ഹിസ് ഫാമിലി. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്താണ് അത് അദ്ദേഹം ചെയ്തു. ആസ് വെൽ ആസ് ഫോർ ഹിസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് വെൽത്ത്, എന്താണ് നമുക്ക് നമ്മുടെ രാജ്യത്തോടും നമുക്ക് നമ്മുടെ കുടുംബത്തോടും എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് എന്തുണ്ട്? ബാധ്യതകളുണ്ട്. സോ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തി എന്താണ്? did his obligation towards his family. ഫാമിലിയുള്ള ഒബ്ലിഗേഷൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, രാജ്യത്തോടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയാൽ നിങ്ങൾ. although he was prevented from doing so yet he did not stop and got discouraged. ഇനി പല സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അദ്ദേഹം 30 കൊല്ലം ജയിലിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. എന്നാലും എന്താണ്? he tried. Okay, he tried and tried. Okay, now the next one is he became homeless. അദ്ദേഹത്തിന് എന്തില്ല? he became homeless. അദ്ദേഹത്തിന് വീടില്ല എന്ന് പറയുന്നത്. Okay, now in spite of all these difficulties he could not change his decision. he became homeless. അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടതിന് ശേഷം in spite of all these difficulties, എന്നിരുന്നാലും ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? he did not change his decision. ഒരിക്കലും അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിയിട്ടില്ല. he had a sole power to challenge the racial discrimination, racial system of the white. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഒടുക്കത്തെ ധൈര്യമായിരുന്നു, ഒടുക്കത്തെ തൻ്റെടമായിരുന്നു, ഒടുക്കത്തെ എന്താണ്? ചങ്കൂറ്റം. ഓക്കെ, നോക്ക് ഇവിടെ ചങ്കൂറ്റമായിരുന്നു. എന്ത്? അദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷുകാരെ, വെള്ളക്കാരുടെ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഈ വേർതിരിവിനെ കുറിച്ച്, ഈ ജാതി തിരിവിനെ കുറിച്ച്, തൊലി നിറത്തിന്റെ പേരിലുള്ള സെഗ്രിഗേഷനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഹി വാസ് എന്താണ്? ഹി ഹാഡ് ഇനഫ് ആൻഡ് മോർ കറേജ്. അദ്ദേഹത്തിന് ആവശ്യത്തിൽ അധിക ധൈര്യം ഉണ്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് കെയർ ദ അപ്പാത്തൈഡ് പോളിസി ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദിസ് പോളിസി ഹാഡ് ക്രിയേറ്റഡ് എ ലാസ്റ്റിംഗ് വൂണ്ട് ഇൻ ദ കൺട്രി. അദ്ദേഹം പറയുന്നുണ്ട് അപ്പാത്തൈഡ് സിസ്റ്റം എന്തല്ല, നത്തിങ് ടു മീ, എനിക്ക് എന്തല്ല, എനിക്ക് ഒന്നുമല്ല. അദ്ദേഹം എന്നിട്ട് എന്താ പറയുന്നത്? ഈ സിസ്റ്റം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് എന്താണ്? അപ്പാത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റം ഉണ്ടാക്കിയത് എന്താണ്? ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ മുറിവ്, പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ മുറിവ് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? നിങ്ങളുടെ അപ്പാത്തൈഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പാത്തൈഡ് സിസ്റ്റം എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. Now he fought against it. അതിനെതിരെയാണ് നെൽസൺ മണ്ടേല എന്ത് ചെയ്യുന്നത്? he fought against it. അതിനെതിരെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്. at last he got success. അവസാനം എന്ത് ചെയ്ത്? അദ്ദേഹത്തിന് സക്സസ്, വിജയം കിട്ടി. ഓക്കെ, now he became the first black president of South Africa. എവിടെ? നമ്മുടെ ഇച്ചിഗോ ഇങ്ങ് നോക്ക്. he became the first black president of South Africa. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായിട്ടുള്ള പ്രസിഡന്റ് ആണ് ആര്? നെൽസൺ മണ്ടേല. മനസ്സിലായോ? വെരി ക്ലിയർ. is it clear? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നിങ്ങൾ ചോദിച്ചില്ലേ എന്താണ്? മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? ചാപ്റ്ററിന്റെ ജനറൽ ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്താണ് ഇന്ത്യ? എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ഒരു രാജ്യമാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ? നിങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതേപോലെ എന്താണ്? എനി ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളുണ്ടോ? ഓൺ ദ ബേസിസ് ഓഫ് കളർ ഓർ ക്രീഡ്. എന്താണ്? നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഇന്ത്യയിൽ ഇതേപോലെയുള്ള സിസ്റ്റംസ് നിലനിൽക്കുന്നുണ്ടോ? യു പീപ്പിൾ ഹാവ് ടു റൈറ്റ്. ഓക്കെ, നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ? ഇന്ത്യയെ കുറിച്ച് പറയണ്ടേ? ഇന്ത്യ ഈസ് എ വെരി വൈഡ് കൺട്രി. വിശാലമായ വലിയൊരു രാജ്യമാണ് എന്താ? ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ്, അതിന് കൂടാതെ എന്താണ്? ദാറ്റ് ഈസ് എ കൺട്രി ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എന്താണ്? ഇത്ര വലുതാണെങ്കിലും എന്താണ്? നമ്മളെന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു മെസ്സേജ് ലോകത്തിന് പാസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏത്? ഇന്ത്യ. ദർ ആർ ഡിഫറെന്റ് റിലീജിയൻസ് ഇൻ ഇറ്റ്. നമ്മൾ ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് ഒരുപാട്
എന്തുണ്ട്? റിലീജിയൻസ് ഉണ്ട്, മതമുണ്ട്. വി ക്യാൻ ഫൈൻഡ് ഡിഫറെൻറ്റ് ഡ്രസ്സസ്. അതേപോലെ എന്താണ് ആക്ച്വലി പറയുന്നത്? ഒരുപാട് എന്താണ് ഡിഫറെൻറ്റ് ഡ്രസ്സസ് അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ കാണുന്നുണ്ട്. ക്ലോത്ത്സ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ വസ്ത്രധാരണം. നമ്മളെപ്പോലെയുള്ള തമിഴൻസിൻ്റെ ഡ്രസ്സിങ്, നമ്മളെപ്പോലെയുള്ള ആസാമിലുള്ളവർ, നമ്മളെപ്പോലെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ളവർ, നമ്മളെപ്പോലെയുള്ള എന്താണ് എല്ലാ രാജസ്ഥാനിലുള്ള ഡ്രസ്സ്, അവർ മുഖമൊക്കെ മറച്ച് തട്ടമുഖത്ത് ഊക്കിയിട്ടിട്ടല്ലേ നടക്കാം. നമ്മളിവിടെ ഓണസാരി എടുക്കുന്നു, അവരവിടെ പാവാടയും ബ്ലൗസും എടുക്കുന്നു. സോ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി എന്താണ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ജോഗ്രഫി എന്താണ്? ഡിഫറെൻ്റ് ആണ്. നമ്മുടെ രാജ്യത്തെ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ജോഗ്രഫിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ജോഗ്രഫിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിക്ക് എന്തുണ്ടാവും? ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ. They all have a pride to be an Indian. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും എന്താണ്? We all have a pride to be an Indian. ഇന്ത്യൻ എന്നുള്ളതിൽ എന്തുണ്ട്? നമുക്കൊക്കെ ഒരു അഭിമാനമുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ KP കുട്ടപ്പോസ്? മനസ്സിലായോ? ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇനി നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ആൻഡ് ദർ ഇസ് നോ പ്ലേസ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഇവിടെ എന്തില്ല? വേർതിരിവില്ല. നോക്കിയേ, ഇൻ ദിസ് കൺട്രി ബട്ട് ദർ ഇസ് സം സോർട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്രീഡ് ഓർ കാസ്റ്റ്. ഓക്കെ, എന്താ പറയുന്നത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്? മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലും റിലീജിയൻ്റെ പേരിലും എന്തുണ്ട്? ചെറിയ 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 ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഓക്കെ, നൗ ഹിയർ പീപ്പിൾ ആർ നോൺ ബൈ ദിയർ കാസ്റ്റ് ആൻഡ് ക്രീഡ്. ഇവിടെ ആളുകൾ അറിയുന്നത് എന്തിൻ്റെ പേരിലാണ്? അവിടെ മതങ്ങളുടെ പേരിലാണ്, ജാതിയുടെ പേരിലാണ്. നൗ നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ. ദേ ഹാവ് നോ റൈറ്റ് ടു മാരി ഫ്രീലി. എന്തില്ല? സ്വതന്ത്രമായിട്ട് കല്യാണം കഴിക്കാനുള്ള എന്തില്ല? ഒരു പെർമിഷൻ ഇല്ല എന്നിവിടെ പറയുന്നുണ്ട്. ഈവൻ ടുഡേ കാസ്റ്റ് സിസ്റ്റം ഹാസ് നോട്ട് ഗോൺ ഔട്ട് കംപ്ലീറ്റ്ലി ഫ്രം അവർ മൈൻഡ്. ഇന്നും എന്താണ് ആക്ച്വലി ഹൗ മെനി പേജസ് റൈറ്റിംഗ് വിൽ ബി ദ? റൈറ്റിംഗ് വളരെ ഷോർട്ടാണ്. 2 ഇതേ ഉള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യുള്ളൂ. ഒരു ഇൻവിറ്റേഷനും ഒരു അനലൈറ്റിക്കൽ പാരഗ്രാഫും അല്ലേ. റൈറ്റിംഗ് കുറച്ചേ ഉള്ളൂ. ഓക്കെ, ലിറ്ററേച്ചർ ആണ് ഇമ്പോർട്ടൻറ്റ്. മാം സേ ദിസ് ഇൻ ലവ് വിത്ത് യു. താമസിച്ചു പോയി കല്യാണം കഴിഞ്ഞ 2 കുട്ടികളിൽ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാൻ? താമസിച്ചു പോയി. ചെയ്തേ കുറച്ച് നേരത്തെ വരണ്ട ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോക്ക്. ഓക്കെ ഓക്കെ അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും നാളെ ഡിസ്കസ് ചെയ്യും. ഡോണ്ട് വെറി ഗൈസ്. ഓക്കെ, നോക്കിയേ നിങ്ങൾ അടുത്തത് നോക്ക്. ഇവിടെ ഈവൻ ടുഡേ കാസ്റ്റ് സിസ്റ്റം ഹാസ് നോട്ട് ഗോൺ ഔട്ട് കംപ്ലീറ്റ്ലി ഫ്രം അവർ മൈൻഡ്. നമ്മുടെ മനസ്സുകളിൽ നിന്നും, മനുഷ്യരുടെ മനസ്സിൽ നിന്ന് എന്താണ് ജാതി വ്യവസ്ഥ എന്ത് ചെയ്തിട്ടില്ല? ഇന്നും പോയിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഓൾ ഇന്ത്യൻസ് ദാറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗിവൺ ഇക്വാലിറ്റി ടു ഓൾ. അങ്ങനെയൊക്കെ ആണെങ്കിലോ വി ഷുഡ് ബി ഹാപ്പി ഫോർ വൺ തിങ്. നമ്മൾ ഒരു കാര്യത്തിന് എന്താണ്? സന്തോഷിക്കണം. ബിക്കോസ് എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം എന്തുണ്ട്? എല്ലാവർക്കും തുല്യതയുണ്ട്, ഇക്വാലിറ്റി ഉണ്ട്. ദർ ഈസ് നോ പ്ലേസ് ഫോർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിൻ്റെതില്ല? ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ഥാനമില്ല. ഓക്കെ അല്ലേ? ഈ സ്ലൈഡൊക്കെ അപ്ലോഡായി ശരിക്കും നിങ്ങൾ വായിക്കണം. അടുത്ത് നോക്കിയേ നിങ്ങൾ. വുഡ് യു എഗ്രി ദാറ്റ് ദ ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ, എത്രത്തോളം സഹിക്കുന്നു, എത്രത്തോളം എന്താണ് സഹിച്ച് എത്രത്തോളം സഹിക്കുന്നു അത്രത്തോളം എന്തായിരിക്കും? ഹൈറ്റ്സ് ഓഫ് ക്യാരക്ടറും അത്രയ്ക്കും എന്തായിരിക്കും? ഉയരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്ക് എന്തുണ്ടാകും? അവർ നല്ല അടിപൊളി ക്യാരക്ടറായിരിക്കും, ഭയങ്കര ക്ഷമയായിരിക്കും, വീക്ഷണങ്ങളുണ്ടായിരിക്കും, കാഴ്ചപ്പാടുകളുണ്ടായിരിക്കും. ഹൗ ഡസ് മണ്ടേല ഇല്ലുസ്ട്രേറ്റ് ദിസ്? എങ്ങനെയാണ് നെൽസൺ മണ്ടേല ഇതിനെക്കുറിച്ച് നമ്മളോട് മനസ്സിലാക്കി തരുന്നത്? എങ്ങനെയാണ് നെൽസൺ മണ്ടേല ഇതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നത്? അല്ലേ? അയ്യോ സ്വപ്നി ആഗ്രഹി. ഓക്കെ, കം ബാക്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു. ഓക്കെ, എന്താ ഇവിടുത്തെ കോട്ട് എന്താണ് പറയുന്നത്? ഡെപ്ത് ഓഫ് ഓപ്പറേഷൻ. എത്രത്തോളം അടിച്ചമർത്തൽ, എത്രത്തോളം സഹനശക്തി, എത്രത്തോളം എന്താണ് ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അനുഭവങ്ങൾ, അടിച്ചമർത്തൽ, ഇതൊക്കെ
അതൊക്കെ നമ്മൾ എന്താണ് സഹിക്കുന്നു, അത്രയ്ക്കും അടിപൊളിയാകും അദ്ദേഹം പറയുന്നത് നമ്മുടെ ക്യാരക്ടർ. ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്ക്. യെസ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഡെപ്ത്സ് ഓഫ് ഓപ്പറേഷൻ ക്രിയേറ്റ് ഹൈറ്റ്സ് ഓഫ് ക്യാരക്ടർ. തീർച്ചയായിട്ടും എന്താണ് ആഴങ്ങളുടെ ഓപ്പറേഷന്റെ ആഴം എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നു, എത്രയും ഉയർത്തുന്നു. നെൽസൺ മണ്ടേല ഇല്ലിസ്ട്രേറ്റ് ദിസ് ആർഗ്യുമെന്റ്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, ഈ ആർഗ്യുമെന്റ് അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്, ബൈ ഗിവിംഗ് എക്സാമ്പിൾസ് ഓഫ് സം പീപ്പിൾ ഓഫ് എക്സ്ട്രാ ഓർഡിനറി കറേജ്. അദ്ദേഹം പറയുന്നത് ചില ആളുകളുടെ ഉദാഹരണത്തിൽ കൂടെയാണ്. മക്കളെ ശ്രദ്ധിക്കണേ, ചില ആളുകളുടെ ഉദാഹരണത്തിൽ കൂടിയാണ്. അതായത് എക്സ്ട്രാ ഓർഡിനറി കറേജ് ആണ്. ഒരു നോർമൽ മനുഷ്യർക്ക് കാണിക്കാൻ പറ്റാവുന്ന ധൈര്യമൊന്നുമല്ല, അതുക്കും മേലെ അതിനും അപ്പുറത്ത് എന്താണ് ധൈര്യം കാണിക്കുന്ന ചില പ്രത്യേക ആളുകളുടെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ദിസ് പീരീഡ് ഓഫ് സ്ട്രഗിൾ ടു എൻഡ് apathy produced people like Oliver Tambos, the water sizzlers, Bram Fishers and so on in the soil of South Africa. സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ ജനിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 പേരും ഒക്കെ അവരെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്തത്, സൗത്ത് ആഫ്രിക്കക്ക് ഫ്രീഡം കിട്ടിയത്. ഓക്കെ, അവരന്ന് എക്സ്ട്രാ ഓർഡിനറി കറേജ്, അതായത് ദ്രോഹിച്ച് കുറച്ച് നമുക്ക് ഒന്നും ഏശൂല, ആ ലെവൽ ഓഫ് ധൈര്യം എന്തുണ്ട് ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നു. നൗ നെൽസൺ മണ്ടേല ഹിംസെൽഫ് വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ സെയിം കണ്ടീഷൻ. നെൽസൺ മണ്ടേല എന്താണ്, ഒട്ടും മോശമല്ല, ഇതേ വൈബാണ്, ഈ 3 പേര് വൈബ് തന്നെയാണ്. നൗ ദ ഹങ്കർ ഫോർ ഫ്രീഡം ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. അദ്ദേഹം പറയുന്നുണ്ട് ഹങ്കർ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പ്, സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു വിശപ്പ്, സ്വതന്ത്രനാവാനുള്ള ഒരു ദാഹം, ആ ഒരു വിശപ്പ്, അതാണ് എന്ത് ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്, എൻ്റെ ജീവിതം മാറ്റിയത്. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് സച്ച് ക്യാരക്ടേഴ്സ്. മംഗൾ പാണ്ഡെ, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, മഹാത്മാഗാന്ധി, ലാല ലജ്പത് റായ് ആൻഡ് സോ ഓൺ were the people of extraordinary courage produced by the depth of operation India. ഇന്ത്യയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഇതേപോലെ എക്സ്ട്രാ ഓർഡിനറി കറേജ് കാണിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുള്ള എന്താണ് ഒരു രാജ്യം തന്നെയാണ്. ആരൊക്കെ ഇതിൽ ഇവിടെ പറയുന്നുണ്ട്, മംഗൾ പാണ്ഡെ, ലാല ലജ്പത് റായ്, മഹാത്മാഗാന്ധി, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്. ഒടുക്കത്ത ധൈര്യം, മാസ ധൈര്യമുള്ള ആളുകളാണ് എന്ത് ഇതേപോലെ ഇവരൊക്കെ അല്ലേ, ഈ നേതാക്കന്മാരൊക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പേരിന്റെ മുന്നിൽ നമ്മൾ ദാ ചേർക്കുന്നതിന് ഈ പാഠത്തിന്റെ ബാക്കിൽ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു. ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ്, കാരണം ഇവിടെ ഒരു കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നത്, അതുപോലെയുള്ളൊരു ആളുകൾ ഒരു കാറ്റഗറി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ, മതി മിൻഹാജെ പോതി മനസ്സിൽ വെക്കൂ, ഇങ്ങ് വരൂ. ഓക്കെ, നിങ്ങൾ അതാ ഇപ്പൊ ചേർക്കേണ്ട, കാരണം അതിന് വേറെ റീസൺ ഉണ്ട്, അതൊന്നും നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഇതാന്നുള്ളത്, അതിന് ആ എക്സസൈസ് വഴിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉത്തരം പറഞ്ഞത്. ഓക്കെ, അടുത്തത് എന്താണ്, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്. വളരെ ഈസിയാണ്, കുറഞ്ഞ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നോക്കൂ, വാട്ട് ഡു യു നോ അബൌട്ട് മിസ്റ്റർ കീസിംഗ്, എന്താണ് നിങ്ങൾക്ക് മിസ്റ്റർ കീസിങ്ങിനെ കുറിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കേ, മിസ്റ്റർ കീസിംഗ് വാസ് എൻ ഓൾഡ് ഫാഷൻ മാത്സ് ടീച്ചർ. എന്തായിരുന്നു അദ്ദേഹം, ഹി വാസ് എൻ ഓൾഡ് ഫാഷൻ മാത്സ് ടീച്ചർ. ഞാൻ എന്നെ പോലെ യങ്ങൻ്റെ ചുള്ളത്തി ഒന്നുമല്ല അല്ലേ. ഓക്കെ, എന്താണ് ഹി വാസ്, എന്താണ് വെരി ഓൾഡ് ടീച്ചർ ആയിരുന്നു. ആൻഡ് ടോക്ഡ് ടു മച്ച് ഡ്യൂറിങ് മിസ്റ്റർ കീസിംഗ്സ് ക്ലാസ്. ആൻഡ് ഫ്രാങ്ക് എങ്ങനെയായിരുന്നു, മഹാനൊടിച്ചിയായിരുന്നു. അതും എന്നെ പോലെ തന്നെ എന്ന് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല, മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഞാൻ വളരെ പേടിയായിരുന്നു, ഞാൻ ഏറ്റവും ബാക്കിൽ പോയിട്ട് എന്താണ് ഒളിച്ചും പാത്തിയാണ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, അതിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ദാറ്റ് വാസ് മൈ നോട്ട് എ ഗുഡ് വേ. അങ്ങനെയാണ് ഇന്നും എന്ത് ചെയ്തത്, എൻ്റെ മാത്സിനുള്ള പേടി പോവാത്തത്, പേടിച്ചിരിക്കരുതായിരുന്നു. ഓക്കെ, നോക്കൂ, ഇവിടെ Mrs. Keesing was an old-fashioned maths teacher. Anne talked too much during Mr. Keesing's class, and this annoyed him. എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിഷമിപ്പിച്ചു, അദ്ദേഹത്തെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആൻ ഫ്രാങ്ക്. He gave her several warnings. അദ്ദേഹം ഒരുപാട് ഡോണ്ടു എന്ത് കൊടുത്തു, വാർണിംഗ് കൊടുത്തു. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് കീപ് ആൻ അവേ. പക്ഷെ അതെന്ത് ചെയ്തില്ല, ആൻ ഫ്രാങ്കിന് എന്ത് ചെയ്തില്ല, ഒട്ടും അതൊരു സ്റ്റോപ്പ് ചെയ്തില്ല. അവൾ എന്താണ്, ഷിപ്പ് എഗെയിൻ എന്താണ് ബിഗൻ ടു കണ്ടിന്യൂ ദ ടോക്ക് സംസാരം തന്നെ അല്ലേ, ഫ്രം ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. സോ മിസ്റ്റർ കീസിംഗ് ഹാഡ് ടു പണിഷ് ഹർ. അതുകൊണ്ട് തന്നെ എന്താണ്, നെക്സ്റ്റ് ടൈം അദ്ദേഹം എന്ത് തീരുമാനിച്ച്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നല്ല ശിക്ഷ കൊടുക്കണം, അടി കൊടുക്കണം. നൗ മിസ്റ്റർ കീസിംഗ് അസൈൻഡ് ഹർ സം എക്സ്ട്രാ ഹോംവർക്ക്. അദ്ദേഹം എന്ത് കൊടുത്ത്, അതിന് പകരമായിട്ട് എന്താ കൊടുത്തത്, അദ്ദേഹം എന്ത് കൊടുത്തു, പണിഷ്മെന്റ് കൊടുത്തു, എക്സ്ട്രാ വർക്ക്സ് കൊടുത്തു, എക്സ്ട്രാ ഹോംവർക്ക്സ് കൊടുത്തു. നൗ
So he asked her to write an essay on the subject, a chatter box. Mr. Keesing അവളോട് പറഞ്ഞു chatter box എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്തു, you should prepare an essay, എന്നൊരു essay എഴുതി കൊണ്ടുവരണം. On the second occasion, അടുത്ത സമയത്ത് she was asked to write an essay on the subject, an incorrigible chatter box. Next one എന്താ, on the third occasion Mr. Keesing assigned that her a more difficult topic. It was quack 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 and said Mr. Chatterbox. Okay, the next one and the on the third occasion Mr. Keesing assigned her. Are you in the pen mashiboyello charger at home? No kida. Next is paranda she one. So next in the varende paveru immediate charge off. നോക്കിയേ മിസ് ഇനി സോങ് ആയാലോ, എന്താണ് മിൻഹാജി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഏത് പാട്ട് വേണം, ഏത് പാട്ട്, പെണ്ണാളി പെണ്ണാളി അത് മതിയോ, കരിമിഴി കണ്ണാളി കണ്ണാളി പെണ്ടൂരു മുക്കുവൻ മുക്കിന് പോയി ടെൻ 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 16 കാറ്റത്ത് മുങ്ങിപ്പോയി ടെൻ 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 മതിയോ, സോങ് ആയില്ലേ? മിൻഹാജ് പറഞ്ഞ എനിക്ക് അപ്പറല്ലേ. സോ ഇവിടെ നോക്ക് നിങ്ങൾ, ആക്ച്വലി ഫസ്റ്റത്തെ വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് വാസ് ടു റൈറ്റ് അബൌട്ട് ചാറ്റർ ബോക്സ്. സെക്കൻഡ് വൺ എന്താണ്, ഇറ്റ് വാസ് ടു റൈറ്റ് അബൌട്ട് എൻ ഇൻകറേജബിൾ ചാറ്റർ ബോക്സ്. ദെൻ എന്താണ്, ഓൺ ദി തേർഡ് ഒക്കേഷൻ മിസ്റ്റർ കീസിംഗ് അസൈൻഡ് എ മോർ ഡിഫിക്കൽട്ട് ടോപ്പിക്. മൂന്നാമത്തത് ഭയങ്കര കടുകട്ടി വിഷയമാണ് കൊടുത്തത്. എന്താണ്, ക്വാക്ക് ക്വാക്ക് ക്വാക്ക്. ഇതായിരുന്നു എന്താ, സെറ്റ് മിസ്ട്രസ് ചാറ്റർ ബോക്സിലെ ക്വാക്ക് ക്വാക്ക് ക്വാക്ക്. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, എഴുതണം. Now Mr. Keesing was trying to play a joke on her when he asked her to write an essay entitled quack quack quack. ഈ quack 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 എന്ന് പറയുന്ന സമയത്ത് എന്താണത്, എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു നോക്കിയേ. സോ ഷീ ഡിസൈഡ് ടു പ്ലേ എ ജോക്ക്. അവളൊരു തമാശ കളിക്കുക, അല്ലെങ്കിൽ എന്താണ്, അവളൊരു കാര്യം ഒരു കുസൃതിയായിട്ട് ഫണ്ണായിട്ട് എന്ത് ചെയ്തു, അവളൊരു കാര്യം തീരുമാനിച്ചു. അവളെ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. ഷീ ഹാഡ് നിയർലി എക്സോസ്റ്റഡ് ഹർ ഇൻജെന്യൂറ്റി ഓൺ ദ ടോപ്പിക് ഓഫ് ചാറ്റർ ബോക്സസ്. ഹർ ഫ്രണ്ട് സെൻഡ് മെസ്സേജസ് ടു ഹർ ടു റൈറ്റ് ദ എസ്സേ ഇൻ എ പോയറ്റിക് ഫോം. എവിടെ നമുക്ക് എന്തുണ്ടാകും, നല്ലൊരു ചങ്ക് ഉണ്ടാവില്ലേ, എന്ത് പ്രശ്നത്തിലും എന്താണ് നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ പറ്റി എന്താണ് നല്ലതൊന്ന് പറയാൻ, നമുക്ക് നല്ലൊരു ഉപദേശത്തിലായി എന്തുണ്ടാകും, ചങ്ക് ഉണ്ടാകും. അതേപോലെ തന്നെ നൈസായിട്ട് കാല് വാരന്മാർ മതി, ഈ ചങ്ക് മതി. ഓക്കെ, അടുത്ത് എന്താ പറയുന്നത്, ഷീ റോട്ട് അബൌട്ട് എ മദർ ഡക്ക് ആൻഡ് എ ഫാദർ സ്വാൻ. അങ്ങനെ അവൾ എഴുതുന്ന എന്തിനെ കുറിച്ചാണ്, ഒരു മദർ ഡക്കിനെ കുറിച്ചും ഒരു ഫാദർ സ്വാൻ അരയനത്തെ കുറിച്ചുമാണ്. അവർക്ക് 3 മക്കളുണ്ട്. ഹൂ വർ ബിറ്റൻ ടു ഡെത്ത് ബൈ ഫാദർ. അവരുടെ ഫാദർ അരയൻ എന്ത് ചെയ്ത് ഇവർ 3 പേര് എന്ത് ചെയ്ത്, ഒന്ന് കൊന്നു കളയുന്നില്ല, വളരെ നൈസായിട്ട് എന്ത് ചെയ്തു, കഴുത്ത് ഞെരിച്ച് എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. ബട്ട് ബിക്കോസ് ദേ ക്വാക്ക് ടു മച്ച്, എന്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തിട്ട് കൂടുതൽ 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 സംസാരിച്ചിട്ട്. എന്താ നല്ല പാട്ടായിരുന്നു എന്നല്ലേ. ഓ മൈ ഗാഡ്, ഓ മിസ്സി ഒരു പാട്ടും കൂടി, എനിക്ക് ഇത്ര ഫാൻസോ ആദ്യമായാണല്ലോ. ഓ നോ, സാധാരണയായി തിരുപ്പതിയായിടായി, ഗുരുവിന് തിരുപ്പതിയായിടായി. ഞാൻ പാടാം, ഇനി പാടാം, ഏത് പാട്ട് വേണം, ഞാൻ ഇഷ്ടപ്പെടും പാടിത്തരാം. പക്ഷെ ഇപ്പോഴേതൊന്ന് പഠിച്ചു കഴിയട്ടോ. നോക്കൂ, അങ്ങനെ അരയണം എന്ത് ചെയ്തു, 3 കൊന്നുപോയി. ഓക്കെ, എന്താണ്, കടയിലമ്മ കൊണ്ടുപോയി. നോക്ക്, ഞാൻ എടുത്ത പാട്ട് നോക്ക്, കറക്റ്റ് അല്ലേ ഇത്, അവനെ കടയിലമ്മ കൊണ്ടുപോയി, ലൈക്ക് ദാറ്റ്. എന്ത് ചെയ്തു, സ്വാൻ എന്ത് ചെയ്തു, കൊണ്ടുപോയി, അവരെ കടയിലമ്മ സ്വാൻ എന്ത് അരയന്നം കൊണ്ടുപോയി. നോക്കൂ, അടുത്ത് നോക്കൂ, മിസ്റ്റർ കീസിംഗ് took the poem in the right way and understood the joke. അപ്പോൾ മിസ്റ്റർ കീസിംഗ് എന്താണ്, ആക്ച്വലി he took that joke എന്താണ്, വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ജോക്ക് അദ്ദേഹം മനസ്സിലാക്കിയില്ലേ. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ചെയ്തിട്ടില്ല. After that he never assigned any extra homework to Anne for talking in the class. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, നോക്ക്, ഒരിക്കലും അവൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല. കാരണം അതിലെ തീം സത്യം ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കി. ഓൺ ദ കോൺട്രറി ഹി വാസ് ഓൾവേസ് മേക്കിംഗ് ജോക്ക് ഇൻ ദ ക്ലാസ്. അതോടുകൂടി എന്തായി, അങ്ങേരും നന്നായി. ഓക്കെ, അങ്ങേരും കുറച്ച് തമാശകളൊക്കെ പറയാൻ തുടങ്ങി. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മിസ്റ്റർ കീസിങ്ങിനായിട്ട് എന്ത് ചെയ്യുന്നതാണ്, എപ്പോഴും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ആൻ ഫ്രാങ്കിൻ്റെ. ഓക്കെ, മനസ്സിലായോടാ? മാം ഒരു റാപ്പ് സോങ് പാടൂ. അമ്മേ അച്ചാവോ നമ്മ പുലിങ്കോ മറന്നുപോയി. പ്രാക്ടീസ് ചെയ്ത് വരുന്നായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലേ നിങ്ങൾ ഇത്രയും പാട്ടും ഇങ്ങനെ എൻ്റെ പാട്ടിന് ഫാൻസ് ആകുമെന്നുള്ളത്. ഓക്കെ, ഞാൻ എല്ലാവർക്കും എന്നെ ഇൻസ്റ്റ തുറന്നാ പോയി. അയ്യോ, ഇവിടെ നോക്കാം. സീം, this is very important. Okay,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പാർട്ടാണ് ഇത് നമ്മുടെ മിസ്റ്റർ കീസിങ്ങിൻ്റെ ഒരു ഭാഗം. അടുത്ത് നോക്കാം ഇവിടെ. നെക്സ്റ്റ് നോക്കി നിങ്ങൾ, വാട്ട് ഡു യു നോ അബൌട്ട് മിസ്റ്റർ കീസിങ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത്, സോറി അത് തന്നെ പോയി വന്നതാണ്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആൻ ഫ്രാങ്ക്. ഒരു ആൻ ഫ്രാങ്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വെച്ചാൽ ഹൗ ഡു യു റൈറ്റ്, ഹൗ വിൽ യു റൈറ്റ്, എങ്ങനെ എഴുതൂ? कैसे लिखूं? कैसे लिखूंगी आप सब बोलो. कैसे, how will you write? எப்படி எழுதும்? இங்க பாரு, இங்க பாரு, நான் படிப்பிக்கட்டே. I will teach you. मैं सिखा दूंगी. How do you access Anne's character? രണ്ട് രീതിയിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്, write the character sketch of Anne Frank. ആൻ ഫ്രാങ്കിന്റെ ക്യാരക്ടർ സ്കെച്ച് ഡയറക്റ്റ് എഴുതാൻ പറഞ്ഞു. സെക്കൻഡ് വൺ, how do you assess? നിങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എന്നാണെന്നത് ഇവിടെ ചോദിച്ചത്. ഓക്കെ ഓക്കെ മിസ് ഇപ്പൊ പാടിയ ഇനി പാടിയ കുലിച്ച് നിർത്തി കൂമ്പിൽ കുത്തുന്നു എൻ്റെ മോനെ. അതെന്താ അങ്ങനെ? റോസിക്ക് എന്താണ്, റോസിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ റോസ് ഈ വീട് വിട്ട് ഇങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പാടുന്ന ഇഷ്ടം, നിങ്ങൾ ചെവി പൊത്തിക്കോളൂ. എന്തിനാണ് എൻ്റെ പാടിനെ നിർത്തുന്നത്? ഞാൻ നിർത്തുന്നില്ല അല്ലേ. റോസിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ റോസ് ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? ദിലീപ് അറിയില്ല. അതേപോലെ ലൈക്ക് ദിസ്. ഇവിടെ നോക്കിയാൽ നിങ്ങളെല്ലാവരും Anna was sensible 13 years old girl. വളരെ സീരിയസ് ആയിട്ട് എഴുതേണ്ട ഉത്തരമാണ്. ഓക്കെ, ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഷി വാസ് എ വെരി മെച്ചുവേർഡ് ഗേൾ, ഷി വാസ് എ ബ്രേവ് ഗേൾ, ഷി വാസ് എ കറേജിയസ് വൺ, ഷി വാസ് എന്താണ് വെരി ഇൻ്റലിജൻറ്റ് വൺ. നോക്ക് നിങ്ങൾ, ആൻ എന്തായിരുന്നു? ഷി വാസ് എ വെരി സെൻസിബിൾ. 13 വയസ്സുള്ള വളരെ യുക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. ദോ ഷി ഹാഡ് ലവിങ് പാരൻസ്, അത് ഒരുപാട് സ്നേഹിക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ കൂടി, ആൻഡ് 30 ഫ്രണ്ട്സ്, 30 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി ഷി വാസ് ലോൺലി, അവൾ ഒറ്റയ്ക്കായിരുന്നു. ഷി കുഡ് നോട്ട് ഷെയർ ഹർ ഇന്നർമോസ്റ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വിത്ത് ഹർ ഫ്രണ്ട്സ്. ഓക്കെ, എന്താ ആക്ച്വലി പറയുന്നത്? എന്താണ്? എൻ്റെ പൊന്നോന്ന് ആസിയ പറയുന്നത്, എൻ്റെ പൊന്നോ മാം. താങ്ക് യു സോ മച്ച് ആസിയ. ആസിയ ഈസ് സോ ഗുഡ് ഗേൾ. നോക്കൂ ഇവിടെ. അപ്പോൾ ആക്ച്വലി ഷീ കുഡ് നോട്ട് ഷെയർ ഹർ ഇന്നർമോസ്റ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വിത്ത് ഹർ ഫ്രണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് 30 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവൾ ആ ഒരു തോട്ട്സ്, സങ്കടം, കാര്യങ്ങളൊക്കെ എന്താണ് ആരോടും പറയാൻ പറ്റൂല. ഷീ ന്യൂ ദാറ്റ് നോ വൺ വുഡ് അണ്ടർസ്റ്റാൻഡ് ഹർ നീഡ് ടു കീപ് എ ഡയറി. അപ്പോൾ അവളെ സംബന്ധിച്ച് എന്താണ്, ഷീ ന്യൂ ദാറ്റ് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവളെ ഫ്രണ്ട്സിന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഷീ മസ്റ്റ് ഹാവ് എ ഡയറി. അവൾക്ക് എന്തുണ്ടാവണം? ഒരു ഡയറി ഉണ്ടാവണം എന്നുള്ളത് എന്താണ് ഉറപ്പാണ്. ഓക്കെ, ആൻ വാസ് വെരി കെയറിങ് ആൻഡ് ലവിങ്. ആൻ എന്താണ്? ഷി വാസ് എ വെരി കെയറിങ് ഗേൾ, ഷി വാസ് എ ലവ്ലി ഗേൾ, ഷി അഡോർഡ് ഹർ ഫാദർ. അവളെ സംബന്ധിച്ച് എന്താണ്? ഷി അഡോർഡ് ഹർ ഫാദർ. അവളെ സംബന്ധിച്ച് അവളുടെ ഫാദറെ കുറിച്ച് അവൾ പറയുന്നത് എന്താണ്? ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ്, ഏറ്റവും എന്താണ് അടിപൊളിയായിട്ടുള്ള പപ്പയാണെന്ന് പറയുന്നുണ്ട്. ഷി ലവ്ഡ് ഹർ ഗ്രാൻഡ് മാ ആൻഡ് ഓഫൻ തോട്ട് ഓഫ് ഹർ ആഫ്റ്റർ ഹർ ഡെത്ത്. അവൾ എന്താണ്? ഷി വാസ് എന്താണ് മിസ് സൂപ്പർ റൈപ്പർക്കിൻ ആ കിടിലും. ഷൂ എന്താ ചെയ്യുക, നിങ്ങൾ എന്നെ ചീത്താക്കും, എന്നെ വഷളാക്കും നിങ്ങൾ. നോക്കൂ, ഗ്രാൻഡ് മ എന്താണ്? ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മ. മക്കളെ പാഠം പഠിക്കുന്നത് ശ്രദ്ധിക്കേ. നോക്കൂ, ആ ഗ്രാൻഡ് മ മരിച്ചതിന് ശേഷം എന്താണ് ഗ്രാൻഡ് മയെ കുറിച്ച് വളരെ ഭംഗിയായി ചിന്തിക്കാറുണ്ടായിരുന്നു. ഭംഗിയായി ചിന്തിക്കുകയല്ല, നല്ലോ ചിന്തിക്കാറുണ്ടായിരുന്നു. ഫോർ ഷീ ന്യൂ ദാറ്റ് നോ വൺ വുഡ് ഹാവ് ടൈം ഫോർ ദ തോട്ട്സ് ഓഫ് എ 13 years old. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ 13 വയസ്സായി ഇവളുടെ ഈ പറയുന്ന മണ്ടത്തരങ്ങൾ, ഈ പറയുന്ന എന്താണ് ലീലാവിലാസങ്ങൾ, ഈ പറയുന്ന തരത്തിലുള്ള ചിന്തകൾ, കാര്യങ്ങൾ, അവളുടെ ഐഡിയോളജി, അവളുടെ തോട്ട്സ്, അവളുടെ ഇമാജിനേഷൻ, അവളുടെ പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു തോട്ട്സ് എന്തുണ്ടായിരുന്നു നമ്മുടെ ആൻ ഫ്രാങ്കിന് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദിസ് മെച്യൂരിറ്റി ദറ്റ് ഷീ കുഡ് നോട്ട് കൺഫൈഡ് വിത്ത് ഹർ ഫ്രണ്ട്. അപ്പോൾ അവൾക്ക് ആ ഒരു ചിന്ത, അവൾ വളരെ എന്താണ് ചിന്താഗതി കുറിച്ച് കൂടുതൽ, ബുദ്ധി കുറിച്ച് കൂടിപ്പോയത് കൊണ്ട് തന്നെ അവൾക്ക് ഉറപ്പാണ് അവളുടെ ഫ്രണ്ട്സിന് എന്തില്ല, കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. ഷി വാസ് വെരി ടോക്കറ്റീവ്, വളരെ ടോക്കറ്റീവ് ആയിരുന്നു എന്നെ പോലെ. നെക്സ്റ്റ് എന്താണ്? ആൻഡ് വാസ് ഓഫൻ പണിഷ്ഡ് ബൈ ഹർ മാത്സ് ടീച്ചർ. എന്നും അവളുടെ മാത്സ് ടീച്ചർ അവളെ പണിഷ് ചെയ്യാറുണ്ടായിരുന്നു. യെറ്റ് ഷി വാസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാഡ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. വളരെ ഫണ്ണി ആയിരുന്നു എന്നെ പോലെ. ഷി വാസ് വെരി ഇൻ്റലിജൻറ്റ് എന്നെ പോലെ. നോക്ക് ഇവിടെ, ഷി കൺവിൻസ്ഡ് ഹർ ടീച്ചർ വിത്ത് ഹർ ആർഗ്യുമെൻറ്റ്സ്. പക്ഷെ അവൾ എന്ത് ചെയ്യും, അവൾ ടീച്ചേഴ്സിനൊക്കെ അവൾ എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റിൽ കൂടെ അവൾ വാദിച്ച് എന്ത് ചെയ്യും, ഞാനാണ് ശരി, എന്താ ശരി എന്നെന്ത് ചെയ്യും, അവളെല്ലാവരും എന്ത് ചെയ്യും, അങ്ങ് എന്ത് ചെയ്യും, കൺവിൻസ് ചെയ്യും, മനസ്സിലാക്കി എടുപ്പിക്കും. അൾട്ടിമേറ്റ്ലി ഹി ടുക്ക് ദ ജോക്ക് ആൻഡ് ഡിഡ് നോട്ട് പണിഷ് ഹർ എനിമോർ. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, ഇത് തന്നെയാണ് നമ്മുടെ കീസിങ്ങിനടുത്ത് സംഭവിച്ചത്. ഷീ മേഡ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു, വാട്ട് ഡിഡ് ഷീ സീ, വാട്ട് ഡിഡ് ഷീ ഡു, എന്താ ചെയ്തത്, അവൾ എന്ത് ചെയ്തു, ഷീ റോട്ട് എ പോം, ഒരു പോയം എഴുതി, ആ വളരെ മീനിങ് ഉള്ളൊരു പോയം എഴുതി, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു പോയം എഴുതി. ആ പോയത്തിൽ കൂടി അവൾ എന്താ ചിന്തിപ്പിച്ചത്, അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അതായത് അവളെ കൊണ്ട് എന്തിനു പറ്റില്ല, വായടയ്ക്കാൻ പറ്റില്ല നമ്മളെപ്പോലെ. ഓക്കെ അല്ലേ?
സെറ്റല്ലേ സെറ്റല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദ പീപ്പിൾ ആളുകളെക്കാളും നല്ല ക്ഷമ എന്തിനുണ്ട് കടലാസിനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എന്താണ് യോജിക്കുന്നുണ്ടോ പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ഫ്രം ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് രണ്ട് രീതിയിൽ ഇവിടെ ചോദിച്ചിരിക്കണേ ഞാൻ കഷ്ടപ്പെട്ട് ഈ ചോദ്യങ്ങളൊക്കെ തപ്പെടുത്ത് കൊണ്ടുവന്നോ പോരാ ഇവിടെ നോക്കും രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത ചോദിച്ചത് ആൻസർ ഹൗ ക്യാൻ വി റൈറ്റ് ദ ആൻസർ എങ്ങനെ എഴുതാം ഇവിടെ നോക്കുക ആൻ ഫ്രാങ്ക് തോട്ട് ഓഫ് സേയിങ് പേപ്പർ ഹാസ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ടു ലിസൺ ടു സംവൺസ് പ്രൈവറ്റ് ഫീലിംഗ്സ് ആൻഡ് പ്രോബ്ലം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആൻ ഫ്രാങ്കിൻ്റെ ഒപ്പീനിയനിൽ ഒരു മനുഷ്യൻ്റെ അത്രയും ചിന്താഗതികളും കാര്യങ്ങളും ക്ഷമിച്ചിരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡിഫിക്കൾട്ട് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ലിസണിങ് അതൊരു കേൾവി മാത്രമല്ല ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ദ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു കീപ് അനദർ സീക്രറ്റ്സ് ടു വൺ സെൽഫ് അപ്പോൾ ഒരാളെ കേട്ടിരിക്കുക ഇപ്പം നിങ്ങളിവിടെ എന്തെല്ലാം അവിടെ ഇരുന്ന് പറയുന്നു അതൊക്കെ ഇങ്ങനെ വായിച്ചിരിക്കുക എന്നത് എൻ്റെ നല്ല മനസ്സിൻ്റെ എന്താണ് ഒരു കഴിവാണ് ആൻ ഫ്രാങ്ക് പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ആ ഫ്രണ്ടിനെ സംബന്ധിച്ചിട്ട് അത് മനസ്സിൽ തന്നെ വെക്കുക എന്നുള്ളത് എന്താണ് ഡിഫിക്കൾട്ടാണ് ഉടനെ പോയി എന്ത് ചെയ്തും വേറെ ആരുടെയെങ്കിലും പോയി പറഞ്ഞാലോ അല്ലേ എല്ലാവരും ഇങ്ങനെ ഇന്നെ പോണ ആവുന്നുണ്ടോ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് മുഴുവൻ ഞാനല്ലേ വായിക്കുന്നത് ഇത് ഫുള്ള് വായിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കണം എന്തുകൊണ്ടാ എൻ്റെ തങ്കപ്പെട്ട മനസ്സ് തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ എങ്ങനെയുണ്ട് ഇപ്പോഴോ പോയെടുക്കടോ ഞാൻ ഈ പാഠം കഴിക്കട്ടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാഠമാണ് ഇതൊക്കെ എന്താണിത് കഥ ഞാൻ വന്ന് എഴുതി തരാം എങ്ങനെയാണെങ്കിൽ എക്സാം ഇത്രയ്ക്ക് വലിയ തിരക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ വന്ന് എഴുതി തരാം എന്താപ്പത് കഥ ഇറ്റ് ഈസ് എ ഹ്യൂമൻ ടെൻഡൻസി ദറ്റ് ആഫ്റ്റർ നോയിങ് സമ്മൺ സീക്രറ്റ്സ് വി പാസ് ദം ഓവർ ടു അതേഴ്സ് നമ്മൾ എന്ത് ചെയ്യും ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും നമ്മൾ ആ സീക്രറ്റ്സ് പാസ് ചെയ്തിട്ട് പോകും ദർ ഇസ് ലിമിറ്റ് ഫോർ ലിസണിങ് ടു സമ്മൺസ് പ്രോബ്ലം ഒരു ലിമിറ്റ് ഉണ്ട് എന്ത് ആളുകളുടെ പ്രശ്നം എന്താണ് കേട്ടിരിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് ആൻ ഫ്രാങ്കിനെ കുറിച്ച് ആര് പറയുന്നത് നമ്മൾ പറയുന്നത് ആൻ ഫ്രാങ്കും പറയുന്നത് നെക്സ്റ്റ് വൺ നോക്ക് ആഫ്റ്റർ സം ടൈം വൺ ഈസ് ഫെഡ് വിത്ത് ദ person and tries to avoid him. Actually, what is said here? എന്താ ഇവിടെ പറഞ്ഞത് after some time one is fed up with the person and tries to avoid him. What is this? എന്താ പറഞ്ഞ ഇവിടെ what is said here? After some time കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും വൺ ഈസ് ഫെഡ് അപ്പ് വിത്ത് എ പേഴ്സൺ ആൻഡ് ട്രൈസ് ടു അവോയ്ഡ് ഹിം ആ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും മടുക്കും ഓക്കെ മടുത്ത എന്ത് ചെയ്യും നൈസായിട്ട് തുപ്പും മീൻസ് എന്താണ് ലോക അവോയ്ഡിങ് ബട്ട് പേപ്പർ ഈസ് എ ലൈഫ്ലെസ് തിങ് പക്ഷെ കടലാസ് അങ്ങനല്ല ഇറ്റ് ഈസ് എ ലൈഫ്ലെസ് തിങ് അതിന് ജീവനില്ലാത്ത കാര്യമാണ് ഇറ്റ് ഈസ് എ ലൈഫ്ലെസ് തിങ് ഇറ്റ് ഈസ് നെവർ ഫെഡ് അപ്പ് വിത്ത് വൺസ് പ്രോബ്ലം ഇത് ഒരിക്കലും എന്താവില്ല ഒരു മനുഷ്യൻ്റെ പ്രശ്നത്തിന് എന്തെയില്ല അതിന് മനസ്സിലാവില്ല എന്ത് വികാരം നോ വികാരം ഇറ്റ് ഈസ് എ കടലാസ് നോ നൗ വൺ ക്യാൻ കൺഫേർട്ട് as much as one like on a paper ഒരാൾക്ക് എന്തും എഴുതാം എത്രത്തോളം എഴുതണോ എഴുതാം ഓപ്പൺ ആവണോ ഓപ്പൺ ആവാം എന്തെയില്ല പേപ്പർ പോയിട്ട് ആരോട് പറയില്ല പേപ്പർ never becomes impatient പേപ്പർ എന്താവുന്നില്ല impatient ആകുന്നില്ല one can write on it as much as one desire എത്ര എഴുതണോ അത്രയും എഴുതാം now as long as anyone else does not read it the secret remains a secret അപ്പോൾ എന്താണ് മറ്റൊരാളെടുത്ത് അടിച്ചു മാറ്റി കട്ടെടുത്ത് വായിക്കാത്തോടത്തോളം കാലം എന്താ ഇത് സീക്രട്ട് ആയിട്ട് എന്ത് ചെയ്യും കെടുക്കും ഓക്കെ അല്ലേ ക്ലിയർ ആണോ മാം യു ലുക്ക് സോ ക്യൂട്ട് എന്നൊക്കെ പറയുന്നത് താങ്ക് യു സോ മച്ച് ഓക്കെ അയ്യോ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നിട്ടില്ലേ ചുടുവെള്ളം എൻ്റെ വെള്ളം കൊണ്ടുവന്നീനല്ലോ ഓക്കെ ലീവ് ഇറ്റ് എഴുതിയടാ ഓക്കെ അല്ലേ എല്ലാവരും തമ്പടിച്ച് വേഗം അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ഇമോജിട്ടെ ആ കന്നഡ വെച്ചേ ഇങ്ങനെ ചിരിക്കണേ ആയിട്ടെ വേട്ടോ ആയിട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു ഒരു കുട്ടി എന്നോട് പറഞ്ഞ് മാം ഒന്ന് ചിരിച്ച് നിൽക്കണേ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാൻ എന്ത് ചെയ്ത് നൈസായിട്ട് ചിരിച്ച് നിന്നും ചെയ്ത് പിന്നെ ഞാൻ അറിഞ്ഞില്ല അത് വെച്ച് എനിക്ക് പണി കിട്ടും എന്നുള്ളത് അതിപ്പോഴാണ് ഓർമ്മയത് ഓക്കെ അല്ലേ വണ്ടർഫുൾ ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഇമോജി ഓക്കെ
Okay, so this is over. Now the next one, Noka. Our entire class is cracking in its boots, explained with reference to from the diary of Anne Frank. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. Anne Frank was sent to Montessori Nursery School, though she stayed till the 6th form. Her teacher, Mr. Coopers, was the headmistress. At the end of the year, the farewell function was arranged. It was a tearful farewell with the headmistress. Then Anne was admitted in a school. There were 9 teachers among them. 2 were females and rest were the male teachers. The meeting was going on among the teachers. They had to decide who would be moved up to the next form and who would be kept back. This was a moment of nervousness for the entire class. They were sitting for their fate. Even some of the students had staked their savings in beds. There were some of the dummies who could be kept back. All the students were confused about themselves. Even Anne was not sure due to mathematics. So the entire class was cracking in its boots. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഒരു പ്രൊമോഷനിലെ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാവോ ഇല്ലേ തോറ്റ് തൊപ്പിയിട്ട് അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതായിരുന്നു എന്തും ആ ഒരു കൺഫ്യൂഷൻ. ആ സമയത്ത് എന്ത് ചെയ്തു എല്ലാവരും ഫുൾ ഡിസ്കഷൻ. ഞാൻ പാസ്സാവും, നീ പാസ്സാവൂല, നീ പാസ്സാവില്ല എനിക്ക് ഉറപ്പാണ്, പക്ഷെ ഞാൻ പാസ്സാവും. അങ്ങനെയുള്ള പല ജാതി ഡിസ്കഷൻസും. അവിടെ ആൻ ഫ്രാങ്ക് മഹാബുദ്ധിമതിയാണ്. ആൻ ഫ്രാങ്ക് പറയുന്നുണ്ട് വെറുതെ എന്തിനാ കൂട്ടി വെച്ച് ബെറ്റടിച്ച പൈസ കൊണ്ടേ കളയുന്നത്, ഒന്നെങ്കിൽ പാസ്സാവും അല്ലെങ്കിൽ തോക്കും, തോറ്റാൽ പൈസ പോകാണെന്നാൽ പോരെ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. സോ ആ ഒരു നോയ്സി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു നോയ്സി മൊമെന്റ് എന്തായിരുന്നു ആക്ച്വലി എന്തായിരുന്നു മക്കളെ, ഇതായിരുന്നു അടുത്ത ഗ്രേഡിലേക്ക് പാസ്സാകുമോ തോൽക്കുമോ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ നിങ്ങൾ. ഇത് ഡയറിയെ കുറിച്ചാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പേപ്പറിന് വിശ്വസിക്കുന്ന ക്വസ്റ്റ്യനിലെ പേപ്പർ ഹാസ് മോർ പേഷ്യൻ, അതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ വേറെ പാറ്റേണിൽ ചോദിച്ചതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം അതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു വേറെ സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിച്ചു. ഐ ഹോപ്പ് ഐ വിൽ ബി ഏബിൾ ടു കൺഫൈഡ് എവറിത്തിങ് ടു യു. ഐ ഹാവ് നെവർ ബീൻ ഏബിൾ ടു കൺഫൈഡ് ഇൻ എനി വൺ ആൻഡ് ഐ ഹോപ്പ് യു വിൽ ബി എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്. ഡയറി പേപ്പറാണ് ഏറ്റവും വലിയ സപ്പോർട്ട്, ഏറ്റവും വലിയ സീക്രട്ട് സൂക്ഷിക്കുന്നത് പേപ്പറാണ്. The same question twisted. Okay അല്ലേ? അല്ലേടാ? മനസ്സിലായോ? മാം എവിടെയാണ്? നാട്ടിൽ. ഐ ആം ഫ്രം കാലിക്കറ്റ് ഇറ്റ്സെൽഫ്, കാലിക്കറ്റ് ബീച്ചിന്റെ തൊട്ടടുത്ത്. ഞാൻ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ഇച്ചുഗോയെ പോലെ ഒരാൾ ആരാണ് നെൽസൺ മണ്ടേല എന്ന് ചോദിച്ചാൽ വെള്ളം കൂടിടാ കണ്ണാളി, വെള്ളം കൂടിടാ. എങ്ങനെയാണ്? യെസ്, ലെറ്റ് മീ കുടിക്കണം. One second, makle. Next, we are going to discuss Mitchell the otter. Somebody was asking, no, Mitchell the otter. Okay, Lame. Oh. നോക്ക് നെക്സ്റ്റ് ഇതാണ് മിജിബിൽ ദി ഓട്ടോ. നമ്മുടെ മിജിബിൽ ദി ഓട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എയർ ഹോസ്റ്റസ് വാസ് ദ വെരി ക്വീൻ ഓഫ് എ കൈൻഡ്. ഡു യു എഗ്രി? വളരെ എന്തായിരുന്നു ഒട്ടർ എന്താണെന്നോ? ഇതിപ്പോൾ ആരൊക്കെയാണ് റബ്ബി? എനിക്ക് വെയ്യ ഒട്ടർ. ബൈ ദ വേ ഒട്ടർ മലയാളം എന്തേനു? നീർക്കുതിരല്ല, ഒരു മിനിറ്റ്. ഈ അതെ നീർക്കുതിരൻ, നീർനായ്, കടൽ നായ്, നീർനായ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചിത്രം വെച്ചുകൊണ്ടേനല്ലോ. ഓക്കെ, നൗ സീ നോക്കൂ, ആ ഒരു എയർ ഹോസ്റ്റസിന്റെ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഷീ വാസ് എന്താണ് ദ വെരി ക്വീൻ ഓഫ് എ കൈൻഡ്. അവരുടെ ദയയുടെ രാജ്ഞി ആയിരുന്നു ആര്? നമ്മുടെ എയർ ഹോസ്റ്റസ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇദ്ദേഹം പറയേണ്ട കാരണം എന്താണ്? Their hostess was the very queen of her kind. I fully agree with the author statement. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒട്ടും കുറക്കുന്നില്ല. ഓദർ എന്താണോ പറഞ്ഞത് അത് ശരി തന്നെ. വേഗം അതാന്ന് എളുപ്പപ്പണി എടുത്ത് ഓദർ അവർ നല്ലതാന്ന് പറഞ്ഞാൽ നല്ലത് തന്നെ. എനിക്ക് വേറൊരു അഭിപ്രായവും ഇല്ല. The chief duty of an air hostess is to make the passengers feel comfortable during the journey. ഒരു എയർ ഹോസ്റ്റസിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എന്താണ്? യാത്രക്കാരുടെ പാസഞ്ചേഴ്സിനെ എന്ത് ചെയ്യുക, വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുപോകണം. സോ വളരെ പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യണം, വളരെ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആക്കി എന്ത് ചെയ്യണം, അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം, കൊണ്ടിരുത്തണം, സൂക്ഷിക്കണം, കെയർ ചെയ്യണം. ദ എയർ ഹോസ്റ്റസ് ഓൺ മാക്സ്വെൽസ് പ്ലെയിൻ ദിസ് ഓൾ ഷീ ക്യാൻ ഡു ഫോർ ഹിം. നമ്മുടെ മാക്സ്വെല്ലിൻ്റെ പ്ലെയിനിലുള്ള എയർ ഹോസ്റ്റസും എന്താണ്, എന്ത് ചെയ്തു?
ഇത് തന്നെ ചെയ്തു. അതായത് ദാറ്റ് ഈസ് വൈ മാക്സ്വെൽ കോൾസ് ദ വെരി ക്വീൻ ഓഫ് ഹെർ കൈൻഡ്. അതുകൊണ്ട് തന്നെയാണ് മാക്സ്വെൽ എന്തേ വിളിച്ചത്, അവരെ വെരി ക്വീൻ ഓഫ് ഹെർ കൈൻഡ് എന്ന് വിളിച്ചത്. ഷീ കാംലി ലിസൺ ടു ദ ഓദർ. അവർ ഓദർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. allows him to keep the animal on his knees and tries to catch when it escape. അവർ എന്തിനു സഹായിച്ചിട്ടുണ്ട്, നമ്മുടെ ഓട്ടർ കൊട്ടയിൽ നിന്ന് പുറത്ത് ചാടിയ സമയത്ത്, ബാഗിൽ നിന്ന് പുറത്ത് പാടിയ സമയത്ത് എന്താണ് കൈറ്റ് പിടിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ. ഷീ ഹെൽപ്ഡ് ഹിം ഇൻ ഡൂയിങ് സോ. ഷീ ഡസ് നോട്ട് ലൂസ് ഹർ പേഷ്യൻസ്. ഒരിക്കലും വിമാനമാണ്, വിമാനത്തിനുള്ളിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, അവൾ ക്ഷമ പോയിട്ടില്ല. ദ ഓദർ ഓൾസോ ട്രൈസ് ടു ക്യാച്ച് ദ അനിമൽ ആൻഡ് ഇൻ ഡൂയിങ് സോ ഹി ലാൻഡ്സ് ഹിംസെൽഫ് ഓൺ എ പാസഞ്ചർ. അങ്ങനെ ഇവനെ പിടിക്കാൻ നോക്കുന്ന സമയത്ത്, നമ്മുടെ ഒട്ടറിനെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇദ്ദേഹം മറ്റൊരാളെ പോയി കാലിനൊക്കെ ചവിട്ടുന്ന രംഗമില്ലേ. യെസ്, ഹിസ് ഫേസ് ഇസ് കവേർഡ് വിത്ത് കറി. എന്താണ്, നൈസായിട്ട് മറ്റൊരാളെ മുഖത്ത് പോയി കറി അടിക്കുന്നില്ലേ. യെസ്, വൺസ് അഗെയിൻ the air hostess comes to Maxwell's help. ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മാക്സ്വെല്ലിന്റെ ഹെൽപ്പിന് ആര് വരുന്നു, നമ്മുടെ എയർ ഹോസ്റ്റസ് വരുന്നു. എയർ ഹോസ്റ്റസ് മറ്റേ എന്താണ്, സുസ്മിതാസിന് മേഹൂനിൽ വരുന്നവര് ലാല 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 തുംസെ മിൽക്കെ ദേഖാ ഹൈ തോ ഹാരെ ഹോഗി, അങ്ങനത്തെ ഒരു പാട്ടില്ലേ. അതേപോലെ എയർ ഹോസ്റ്റസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാലാഖ പോലെ എന്ത് ചെയ്യുന്നു, എയർ ഹോസ്റ്റസ് വരുന്നു അല്ലേ. യെസ്, അതേപോലെ വരുന്നു. ദസ് വി സീ ദാറ്റ് ദ എയർ ഹോസ്റ്റസ് വാസ് റിയലി എ നൈസ് ലേഡി ഓർ കൈൻഡ് ലേഡി. എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇത്രയും ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ. ബൈ ഞാൻ നല്ല ഒന്നാം തരം പേടിത്തോണ്ടിയാണ്. ഓക്കെ, ഫ്ലൈറ്റിൽ ഇരുന്നാൽ എന്താണ്, ഐ ജസ്റ്റ് സ്ലീപ്പ് ലൈക്ക് ദിസ്. എങ്ങനെയും ലാൻഡ് ചെയ്താൽ മാത്രം പിന്നെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കണ്ണ് തുറക്കുള്ളൂ. ദാറ്റ് ഈസ് മൈ അവസ്ഥ. ഡു യു ഗൈസ് നോ ദാറ്റ്? ഐ എം എ ബിറ്റ് പേഴ്സൺ, എന്താണ്, സ്കെയർഡ് ഓഫ് ഹൈറ്റ്സ്, ഉയരം പേടി. ഓക്കെ, അതാണ് എൻ്റെ അവസ്ഥ. സോ എന്തുകൊണ്ടാണ് എയറോസ്റ്റസ് കൈൻഡ് എന്നുള്ളത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഒരു പ്ലെയിൻ ഇൻസിഡൻറ്റ് എന്ത് ചെയ്യണം, ഇഫ് യു ഗെറ്റ് എ ക്വസ്റ്റൻ ലൈക്ക് ദിസ് യു ഹാവ് ടു മെൻഷൻ ദ പ്ലെയിൻ ഇൻസിഡൻറ്റ് ആൻഡ് ഹൗ ദ ലേഡി ഹെൽപ്ഡ് ഹിം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഞാൻ വേണ്ട ഇവിടെ പറഞ്ഞില്ല. ഓക്കെ, ഒരു ഫണ്ണി ഡയലോഗ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു നോ അബൌട്ട് മിജ്ബിൽസ് ജേർണി ടു ലണ്ടൻ? ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ മിജ്ബിലിനെ ലണ്ടനിലേക്ക് കൊണ്ടുവന്നത്? The author had to come back to London from Basra. The author had to come back to London from Basra. ബസ്രയിൽ നിന്ന് ലണ്ടനിലേക്ക് നമ്മുടെ റൈറ്ററിന് വരണമായിരുന്നു. The British Airlines does not allow to fly animals, so he had to book his ticket in another airline. The airline authorities insisted the author to pack Mitchell in a box. ബോക്സിലാക്കിയില്ലേ മിജ്ബിലിനെ. The author had a box and put Mitchell in it an hour before he started for the airport, so that Mitchell would come accustomed to it and left for a hurried meal. When he came back, he found Mitchell wounded in the box. He had 10 minutes left to catch the flight, so he kept it back to the box. എന്താ ചെയ്തത്, സ്കൈ ഡൈവിംഗ് ആണോ? നെക്സ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ഡു. ഓക്കെ, എന്നിട്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യും, അംഗീകരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് മിജ്ബിലിൻ്റെ ആ ഒരു എന്താണ് കാലം മുറിയുന്ന സമയത്ത് എന്താണ്, അദ്ദേഹത്തിന് സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യണം, അവരെ ബാഗിലേക്ക് ഇട്ടുണ്ട് എയർപോർട്ടിലേക്ക് ഓടുന്നത് ഇൻസിഡൻറ്റ്. ഇൻ ദ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിൽ വെച്ചാണ് എന്ത് ചെയ്തത്, മിജ്ബിൽ ബാഗിന് പുറത്തേക്ക് ചാടുന്നത്. നൗ ദ author told the air hostess about the miserable condition of Mitchell and took her into confidence. Okay, എന്താ ആക്ച്വലി പറഞ്ഞത് നോക്കിയത്, the author told the air hostess about the miserable condition of Mitchell and took her into confidence. Okay, അവളോട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. She was a considerate lady and suggested that he could keep Mitchell on his name. അവൾ എന്താ പറയുന്നത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ലേഡിയാണ്. അണ്ടർസ്റ്റാൻഡിങ് ലേഡി ആയതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടുങ്കാൽ എന്ത് ചെയ്യാം, ഈ ബോക്സ് വെക്കാം, നിങ്ങൾ അങ്ങനെ കൊണ്ടു നടന്നോ. The author opened the box. Mitchell was out of the box. Mitchell ആണെങ്കിൽ നല്ല ഒന്നാന്തരം അലമ്പ് കുരുത്തക്കേടൂല്ലേ. hand disappeared down the aircraft and they do nice at aeroplane seat അടി കൂടെ എന്താണ് ഫു ഫു ഫാ ഫു ഫു. The author dived അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഫാ ഫു ഫു എന്നാണ് ഓടുന്ന മാതിരി ഓടിയിട്ട് the author dived to catch Mitchell and he missed അല്ലേ. എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, dived ഒരൊറ്റ ചാട്ടം. ഓക്കെ മാം, ഒട്ടർ ആരാന്നാ എൻ്റെ വല്യമ്മ. ഒട്ടർ ഇച്ചിഗോയുടെ ബ്രദറാണോ? ഒട്ടകം എൻ്റെ വല്യമ്മ, my grandmother. Yes. Okay, സന്തോഷമായി. ഞാൻ ഇറങ്ങിപ്പോട്ടെ, ഷാജി സാർ വിളിക്കട്ടെ, അതാ ഇതിലും നല്ലത്. എന്താണ് ഇത് കഥ നോക്കടാ.
But he forth his mouth covered with curry. There was this help in the search. At last the author came back to his seat and found Mitchell near his knee. എന്ത് ചെയ്തു? തിരിച്ചു വന്നപ്പോഴേക്ക് എന്താണ് മിജിബിളിൽ നിന്ന് തോന്നി അധികം ഓടിയാൽ എന്താണ് കാലിൽ രണ്ട് തല്ലി ഓടിക്കും എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങ് വന്ന് ഇദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What things does Michi do which tell you that he is an intelligent? നമ്മുടെ മിജിബിൾ എന്താണ്? ഒരു ഇന്റലിജന്റ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഫ്രണ്ട്ലിയാണ്, ആള് ഫ്രണ്ട്ലിയാണ്, ഫണ്ണിയാണ്, ഫൺ ലവിങ് ആനിമൽ ആണ് എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? എങ്ങനെയാണ്? നോക്കൂ ഇവിടെ. മിജി വാസ് എൻ ഇന്റലിജന്റ്. മിച്ച് വാസ് എന്താണ്? വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഓട്ടറാണ്, ഫ്രണ്ട്ലി ആണ്, ഫൺ ലവിങ് ആനിമൽ ആണ്. നിങ്ങളോട് ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്നെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യണം, യെസ് ഇത് സത്യമാണ്, അതല്ലെങ്കിൽ എന്താണ് ദിസ് ഇസ് കളവാണ്. ഓക്കെ, നൗ when the author received it, ഓഥറിന് മിജിബിളിനെ കിട്ടിയ സമയത്ത് for the first 24 hours, ആദ്യത്തെ 24 മണിക്കൂറിൽ it remained aloof and indifferent, but later on he took interest in his surrounding. ആദ്യം എന്ത് ചെയ്തു? നല്ല മടിയനായിട്ട് അനങ്ങാതെ ഒരു ഭാഗത്തിന് എന്ത് ചെയ്ത് അവിടെ തന്നെ അങ്ങോട്ട് നിന്നിച്ചിട്ടോ. എന്നിട്ട് എന്ത് ചെയ്ത്? രണ്ടാമത്തെ ദിവസമായപ്പോൾ എന്ത് ചെയ്യും? ആള് തനി സ്വഭാവം പുറപ്പെട്ട് he became friendly to the author. Then slowly എന്താണ്? they became very close friends. He enjoyed his bath. Okay, അവൻ്റെ കുളി എന്താണ്? നമുക്കറിയാം, പൈപ്പ് തുറന്നിരുന്നു, വെള്ളം ഇതാക്കുന്നു, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ റൈറ്റർ എൻജോയ് ചെയ്തിട്ടുണ്ട്. One day he disappeared from the bedroom and entered the bathroom where he tried to open the tap. ഒരു ദിവസം എന്ത് ചെയ്തു? കൊച്ചുകാലം ബെഡ്റൂമിൽ നിന്നും എന്ത് ചെയ്തു? അങ്ങ് മുങ്ങിയിട്ട് പിന്നെ എവിടെ പോയി പൊങ്ങിയത്? ബാത്റൂമിൽ പോയി പൊങ്ങി എന്ത് ചെയ്തു? ടാപ്പ് തുറന്നു, പൈപ്പ് തുറന്നു. Now his intelligence is further revealed when he invented a game of his own of പിങ് പോങ് ബോൾ. അതിൽ മിജിബിളിൻ്റെ ഗെയിമിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ആക്ച്വലി മിജിബിളിന് എന്തുണ്ടായിരുന്നു? മിജിബിളിൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ഓഫ് ഗെയിംസ്, അവൻ അവൻ്റെതായിട്ടുള്ള പുതിയ ഗെയിം എന്ത് ചെയ്തു? അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മിച്ച് ഡിസ്കവേർഡ് ദാറ്റ് ഇഫ് ദ ബോൾ വാസ് പ്ലേസ്ഡ് ഓൺ ദ ഹൈ എൻഡ് ഓഫ് ദ സ്യൂട്ട് കേസ് ഇറ്റ് വുഡ് റാദർ റൺ ഡൗൺ the length of the suitcase. He enjoyed playing with the ball and marbles. Mitch had developed a certain compulsive habits like school children. He used to gallop at full speed on the 30 yards of wall of a primary school. ക്ലിയർ നോ? അപ്പോൾ മിജിബിളിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ച് ചോദിച്ചാൽ മിജിബിളിൻ്റെ ആ ഒരു ഗെയിമിങ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി എഴുതണം. ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ എന്താണ്? ഈ പറയുന്ന വാഷ്റൂം, വെള്ളത്തിൽ കളിച്ചതോ അതൊക്കെ എഴുതാം നിങ്ങൾക്ക്. ലവിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ ഈ റൈറ്റർ എന്താണ്? ഇറ്റ് ലവ് ദ റൈറ്റർ, ഇറ്റ് ലവ് ദ ഓഥർ വെരി മച്ച്. ഓക്കെ, അതും നിങ്ങൾ എഴുതണം. 3 കാര്യം ചോദിച്ചാൽ 3 തന്നെ എന്ത് ചെയ്യാൻ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ. വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് വി കം ടു നോ അബൌട്ട് ഒട്ടേഴ്സ് ഫ്രം ദിസ് ടെക്സ്റ്റ്? ഈ പാഠത്തിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒട്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? നോക്കിയേ, ദേ ആർ ഇന്റലിജന്റ്, ഫ്രണ്ട്ലി ആൻഡ് ഫൺ ലവിങ് ക്രിയേച്ചർ. എന്താണ് ഒട്ടേഴ്സ്? ഇന്റലിജന്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ഫൺ ലവിങ് ക്രിയേച്ചേഴ്സ് ആണ്. നെക്സ്റ്റ് നോക്കി നിങ്ങൾ. ദേ ലവ് ടു സീ വാട്ടർ ഫ്ലോയിങ്. വെള്ളം ഒഴുകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് ആര്? ഒട്ടേഴ്സ്. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരാണ് ആര്? ഒട്ടേഴ്സ്. വെള്ളം ഇങ്ങനെ എന്താണ്? പൈപ്പ് തുറന്നിട്ട് വെള്ളം ഒഴുകുന്നതും ബാത്ത് ടബിൽ വെള്ളം ഒഴുകുന്നതും ഒക്കെ എന്താണ്? ഭയങ്കര ഇഷ്ടമാണ്. എന്ത്? അത് കാണാൻ. ദേ ഡോണ്ട് ലൈക്ക് എന്താണ്? സ്റ്റാറ്റിക് വാട്ടർ. സ്റ്റാറ്റിക് വാട്ടർ എന്തില്ല? ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ നിൽക്കുന്ന വെള്ളം എന്തില്ല? കെട്ടി നിൽക്കുന്ന വെള്ളം എന്തില്ല? ദേ ഡോണ്ട് ലൈക്ക്. ദേ ജസ്റ്റ് എന്താണ്? ലൈക്ക് ടു വാച്ച് ദ ഫ്ലോയിങ് ഓഫ് വാട്ടർ, ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളം എന്താണ്? ഒഴുകി പോകുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്ടം. ഓക്കെ, നൗ they love galloping and jumping. ഗാലപ്പിങ്ങും ജമ്പിങ്ങും ആൾക്ക് ഇഷ്ടമാണ്. now they like to be in water. ഏത് നേരം ഫുൾ ടൈം തണ്ണിയാണ്. ഓക്കെ, ഫുൾ ടൈം എന്താണ്? വെള്ളത്തിലിരിക്കുന്നതാണ് ആൾക്ക് എന്ത്? ഇഷ്ടം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. why is mixed species now known to the world of yes, this is very important. ഓക്കെ, എന്തുകൊണ്ടാണ് മാക്സ്വെൽസ് ഒട്ടർ എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ്? ഐസക് സാജിമോനോ? അതാരാ? ഐസക് ന്യൂട്ടൺ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഐസക് സാജിമോൻ ഞാൻ അതിട്ട് കേട്ടത്. മിസ് ഇൻസ്റ്റ ഐ ഡി പറയൂ. എൻ്റെ പേരൊക്കെ എനിക്കില്ലാണ്ട് വേറൊരു കുട്ടിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സി ഗൈസ് നോക്കി ഇവിടെ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാക്സ്വെൽ ബ്രോട്ട് an otter back from Iraq and raised it in Scotland. അവരെ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റൈറ്ററും ഈ ഒട്ടറിനെ എന്ത് ചെയ്തത്? വളർത്തുന്നത്. now he took the otter called മിജിബിൽ. അവൻ എന്ത് ചെയ്തു? he took the otter called മിജിബിൽ. എന്താ ഇദ്ദേഹം ഇതിന് പേരിട്ടത്? മിജിബിൽ. നല്ല പേരല്ലേ? to the London Zoological Society where it was decided that this was a previously unknown subspecies
സ്പീഷീസ് ഓഫ് സ്മൂത്ത് കോട്ടഡ് otter. ഓക്കെ, അപ്പോൾ അതുവരെ നിലവിലുണ്ടായിരുന്ന അതുവരെ സയൻറ്റിസ്റ്റുകൾ സുവോളജിയിലും കണ്ടുപിടിച്ചിട്ടുള്ള സുവോളജി ഫീൽഡിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒട്ടേഴ്സിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള എന്താണ് എൻ്റെ പേരെന്താ അറിയില്ല, ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒട്ടറാണ് ഏത് നമ്മുടെ മാക്സ്വെല്ല് കൊണ്ടുവന്ന ഒട്ടർ. അപ്പം നമുക്കറിയാം അല്ലേ, ഓരോ ആനിമൽ എന്താണ് സ്പീഷീസ് ഒക്കെ ഇറ്റ്സ് വെരി 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 ഡിഫറെൻറ്റ്. ഓക്കെ, നൗ നോക്കിയേ, ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് ആഫ്റ്റർ ഹിം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്? സിൻസ് ദെൻ മിഡ് സ്പീഷീസ് ഈസ് നോൺ ആസ്. അതിനുശേഷം തന്നെ നമ്മുടെ മിഡ്ജിൻ്റെ സ്പീഷീസ് ആ കുറച്ച് എന്താണ് സ്കിന്നിൽ ഡിഫറൻസ് വന്ന നമ്മുടെ മിഡ്ജിൻ്റെ സ്പീഷീസ് എന്താണ് അവരറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദി ആർ നോൺ ആസ് മാക്സ്വെൽസ് ഒട്ടർ. മാക്സ്വെല്ലിൻ്റെ ഒട്ടർ. അൻവറ തെക്കോത്, ഇതാരെൻ്റെ തറവാടടക്കം വിളിക്കുന്നത് എന്തോന്നാണേ, എൻ്റെ ഫുൾ നെയിം ഒക്കെ ആണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്വസ്റ്റൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ദ സെർമൺ അറ്റ് ബനാറസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ഇതും. മൈ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം, ആൻ ഫ്രാങ്ക്, എന്താണ് ലോങ് വാക്ക് ടു ഫ്രീഡം ആൻഡ് ദ സെർമൺ അറ്റ് ബനാറസ്. ബാക്കിയെല്ലാം ഇഷ്ടമാണ്, പക്ഷേ ഈ 3 ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം. നോക്ക്, അടുത്ത കണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈഫ് ഇസ് ഫുൾ ഓഫ് ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. ജീവിതം എന്ന് പറയുന്നത് മഹാപരീക്ഷണത്തിൻ്റെ ഒരു യാത്രയാണ്. കിസ ഗോദാമി ഓൾസോ പാസസ് ത്രൂ എ പീരീഡ് ഓഫ് ഗ്രീഫ് ഇൻ ഹർ ലൈഫ്. നമ്മുടെ കിസ ഗോദാമി എന്താണ് അവരുടെ ജീവിതത്തിൽ എന്താണ് വളരെ വിഷമിച്ചൊരു എന്താണ് സമയത്ത് കൂടെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, മിസ് ഇസ്മായിൽ കൂടി ഒരു എന്താണ് ഹായ് തരുമായി. ആരാടെ ഇസ്മായിൽ? എനിക്കൊരു ഇസ്മായിലോ അല്ല, ഞാനെങ്ങനെയാണ് കുട്ടി ഇസ്മായിലിൻ്റെ അടുത്ത് കൂടെ ഹായ് തരാം? എന്താണിത് കഥ? നോക്കൂ ഇവിടെ, യു ഗൈസ് നോക്കൂ, ആരാ ഇത് വന്നു? യെസ്, നോക്കിയേ, നോക്കുക, ഹൗ ഡസ് ഷി ബിഹേവ് ഇൻ ദോസ് സർക്കംസ്റ്റാൻസസ്. എങ്ങനെയാണ് നമ്മുടെ കിസ ഗോദാമി ആ സമയത്ത് വന്ന് ബിഹേവ് ചെയ്യുന്നത്? ആ അവസരങ്ങൾ, ആ സമയത്ത് ഷി വാസ് ഇൻ ഗ്രീഫ്. നമുക്കറിയാം ഷി ലോസ്റ്റ് എ സൺ. അപ്പോൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് എന്താണ് ഷി ഫൊഗോട്ട് അബൌട്ട് ദ വേൾ. അവരെന്ത് ചെയ്തു നോക്കൂ, അവരെന്ത് ചെയ്തു, അവർ മറന്നു പോയിട്ടുണ്ടല്ലേ എന്താന്നുള്ളത്. നോക്കി ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും കിസ ഗോദാമിയെ? ഹൗ ക്യാൻ വി പ്രസന്റ് കിസ ഗോദാമി? നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും കിസ ഗോദാമിയെ? എങ്ങനെയാണ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാം? എങ്ങനെയാണ് നോക്ക്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കിസ ഗോദാമി's ഓൺലി ചൈൽഡ്. കിസ ഗോദാമി ഷി ഹാഡ് ഓൺലി എ ചൈൽഡ് ആൻഡ് ദ ചൈൽഡ് ഡൈഡ്. ആ കുട്ടിയാണ് എന്ത് മരിച്ചു പോയത്. ഷി ബിക്കേം വെരി സാഡ്. ഷി ലോസ്റ്റ് ഹർ കൺട്രോൾ. അവരെ കൺട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഷി വാസ് എന്താണ് ഒരു നോർമൽ അല്ലായിരുന്നു ആര് നമ്മുടെ കിസ ഗോദാമി. ഷി ക്യാരിഡ് ഹർ ഡെഡ് ചൈൽഡ് ടു ഹർ നെയ്ബേഴ്സ് ഇൻ ഓർഡർ ടു ഗെറ്റ് മെഡിസിൻ ടു ബ്രിങ് him to life. എന്താ പറയുന്നത്? ഷീ ക്യാരിഡ് ഹർ ഡെഡ് ചൈൽഡ് ടു ഹർ നെയ്ബേഴ്സ്. അവരെന്ത് ചെയ്തു, അവരാ ഒരു മരിച്ച കുഞ്ഞിനെ കയ്യിലേറ്റി എല്ലാ ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് മെഡിസിൻ ടു ബ്രിങ് ഹിം ടു ലൈഫ്. എന്താണ് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഹർ നെയ്ബേഴ്സ് തോട്ട് ദാറ്റ് ഷീ ഹാഡ് ഗോൺ ഇൻസെയിൻ ആൻഡ് ഷീ വാസ് അൺഎബിൾ ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ്. അപ്പോൾ അവരെല്ലാം വിചാരിച്ചെന്താണ്, അവൾക്ക് എന്തായി വട്ടായി. അതായത് കിസ ഗോദാമി എന്ന് പറയുന്ന സ്ത്രീ എന്താണ് മാനസികമായിട്ട് അവരെന്ത് ചെയ്തു, അബ്നോർമൽ ആയെന്നാണ് എല്ലാവരും വിശ്വസിച്ചത് അല്ലേ. നൗ നോക്കിയേ നിങ്ങൾ, ഇറ്റ് വാസ് ദെൻ ദാറ്റ് സംവൺ സജസ്റ്റഡ് ഹർ ടു മീറ്റ് ഗൗതമ ബുദ്ധ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, ഗൗതമ ബുദ്ധ ശ്രീ ബുദ്ധൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ വേണ്ടി പറയുന്നത്. നൗ വെൻ ഷി മെറ്റ് ഗൗതമ ബുദ്ധ ഹി ഗേവ് ഹർ an exercise to do. അപ്പോൾ ഗൗതമ ബുദ്ധൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത്, ശ്രീ ബുദ്ധൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ശ്രീ ബുദ്ധൻ വളരെ മനോഹരമായിട്ട് എന്താ അവരുടെ അടുത്ത് പറയുന്നത്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണല്ലേ. ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ഷി വാസ് ആസ്ക്ഡ് ടു കളക്ട് മസ്റ്റാർഡ് സീഡ്സ്. മസ്റ്റാർഡ് സീഡ്സ് എന്ത് ചെയ്യും, പോയിട്ട് കളക്ട് ചെയ്യാൻ പറയും. എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ പറയുന്നത്, ഏത് വീട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യാൻ പറയുന്നത്? നോക്കിയേ ഇവിടെ, ഹൗസ് where no one has ever died. അല്ലേ, എന്താ ആക്ച്വലി പറയുന്നത്, ആരും ഒരു വീട് എങ്ങനെയായിരിക്കണം വീട്, ആ വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടാവരുത്. ഓക്കെ, നോക്കിയേ, ഷീ വെന്റ് ഫ്രം വൺ ഹൗസ് ടു അനദർ ബട്ട് വാസ് അൺഎബിൾ ടു ഫൈൻഡ് എ സിംഗിൾ ഹൗസ് where no one has died. അങ്ങനെ കിസ ഗോദാമി എന്താ ഒരു വീട് ടു അടുത്ത വീട്, അടുത്ത വീട് ടു മറ്റേ വീട്. അപ്പം അങ്ങനെ ഓരോ വീട്ടിൽ കയറി ഇറങ്ങിയപ്പോഴും ഒരു വീട് പോലും എന്താണ് ഒരു വ്യക്തി മരിക്കാത്ത വീടില്ല അല്ലേ. നോക്കിയേ നിങ്ങൾ, ദിസ് വേ ഷീ റിയലൈസ് ദാറ്റ് ഡെത്ത് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് എനിവൺ ഹു ഈസ് ബോൺ ഈസ് ബൗണ്ട് ടു ഡൈ വൺ ടൈം. അങ്ങനെയാണ് കിസ ഗോദാമി റിയലൈസ് ചെയ്യുന്നത്. എന്താ കിസ ഗോദാമി റിയലൈസ് ചെയ്യുന്നത്? മരണം എന്നുള്ള എന്താണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് വൺ, നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വൺ ഡേ വി ഹാഡ് ടു ഡൈ. നമ്മൾ എന്ത് ചെയ്യണം, കാറ്റാവണം, നമ്മൾ പോകണം. ദിസ് ബുദ്ധ ചേഞ്ച് ഹർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്ത് ബൈ ദിസ് എക്സസൈസ്. ഈ ഒരു എക്സസൈസിൽ കൂടെ, ഈ ഒരു ആക്ടിവിറ്റി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കിസ ഗോദാമി എന്താവുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? മിസ് ഇസ്മായിൽ കൂടെ ഹായ് തരുമോ? എന്തോന്നാണ് ഇസ്മായിലെ, എന്തോന്നാണ് പഠിച്ചോനേ റബ്ബി, എന്താണ് ഇസ്മായിൽ കൂടെ ഞാൻ എങ്ങനെ തരാനാണ് ഹായ്?
എന്താണ് ഇസ്മായിലേ? ആരാണ് ഇസ്മായിൽ പോലും എനിക്കറിയില്ല. ആരാണ് ഇസ്മായിൽ? കുഡ് കം ടു ടേംസ് വിത്ത് ദ ട്രൂത്ത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കിസ ഗോദാമി. ഷീ വാസ് റിയലൈസിങ്, അല്ലെങ്കിൽ ഷീ റിയലൈസ് ദ ട്രൂത്ത്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നോക്കി, ഹൗ ഡിഡ് കിസ ഗോദാമി റിയലൈസ് ദാറ്റ് ലൈഫ് ആൻഡ് ഡെത്ത് ഇസ് എ പ്രോസസ്? എങ്ങനെയാണ് കിസ ഗോദാമി ലൈഫ് എന്ത് ചെയ്യുന്നത്, മരണവും ജീവിതവും എന്താണ്, ഒരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്, അതൊരു പ്രകൃതി എന്താണ് തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഒരു നടത്തിപ്പാണെന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? നോക്കിയേ, ഷീ വെന്റ് ഹൗസ് ടു ഹൗസ് ബട്ട് വാസ് അൺഎബിൾ ടു ഫൈൻഡ് വൺ ഹൗസ് where nobody had died. വീട് വിടാതെ കയറി നോക്കിയപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ആര് മരിച്ചു പോകാത്തൊരു വീടും കണ്ടിട്ടില്ല. She was tired and hopeless and sat down at the wayside watching the lights of the city as they flickered up and were extinguished again. She realized that similar to the city lights, human lives also flicker up for some time and are extinguished again. Okay, so എന്താ പറയുന്നത്, അവർ ആ താഴ്വരയിലിരിക്കുന്ന സമയത്തും ആ ഒരു താഴ്വരയല്ല, അവരെന്താണ് താഴ്വാരയിലേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആളുകളുടെ അവിടെയൊക്കെ എന്താണ് ലൈറ്റ് കെട്ടും മണിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, നല്ല സമയമുണ്ടാകും, എന്താണ് ബാഡ് ടൈം ഉണ്ടാകും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ്സും ഉണ്ടാകും, എല്ലാവർക്കും എന്തുണ്ടാകും, സാഡും ഉണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷം ദുഃഖം എല്ലാം ഉണ്ടാകും എന്നുള്ളത് എന്താണ്, അതൊരു പ്രോസസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ് എന്നുള്ളത് എന്താണ് ഷി വാസ് റിയലൈസിങ്. അവരെന്ത് ചെയ്തു, അവർ റിയലൈസ് ചെയ്തു. Now the next one, okay, personal losses are a part of parcel of life. Instead of wailing on them, we should move on life. This message of Gautama Buddha was become more relevant in modern time. അപ്പോൾ ഗൗതമ ബുദ്ധയുടെ മെസ്സേജ് ആണ് എന്ത്, തീർച്ചയായിട്ടും എന്താണ് ജീവിതത്തിൽ എന്തുണ്ടാകും, ജീവിതം എന്ന് പറയുന്നത് എന്താണ്, സന്തോഷവും ദുഃഖവും എല്ലാം കൂടിയതാണ്. നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. we should എന്താണ് able to move on. നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു മെസ്സേജിൽ എന്താണ് റെലവൻസ്, എന്താണ് ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ ഇവിടെ മക്കളെ, yes, I agree with the message that Gautama Buddha has given about life. തീർച്ചയായിട്ടും ശ്രീ ബുദ്ധൻ പറഞ്ഞ മെസ്സേജിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും I totally agree. In the modern times, ഇന്നത്തെ കാലത്ത് people have a lot of explore and move with the world at the same pace. ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സമയത്തിനനുസരിച്ചിട്ട്, കാലത്തിനനുസരിച്ചിട്ട്, സമയത്തിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ മൂവ് ചെയ്യുന്നുണ്ട്. If people don't understand the practicality of life, ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ വശം മനസ്സിലായിട്ടില്ലെങ്കിൽ they will be under stress which would in turn affect and their personal and professional life. അവരെന്താകും, സ്ട്രെസ് ആകും. അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ, അതേപോലെ തന്നെ അവരുടെ എന്താണ് മാനസികമായ അവരുടെ ജോലിനെ, ഹാപ്പിനെസ്സിനെ, ഇതിനൊക്കെ എന്ത് ചെയ്യും, ബാധിക്കും. മനസ്സിലായോ സിനാനെ? നോക്കിയേ, their personal and professional life, people need to understand that everyone who is born will have to die one day. ഇതിൽ പറയുന്നത് എന്താണ്, ആക്ച്വലി ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഒരു ദിവസം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, മറ്റു ദിവസം നമ്മൾ മരിക്കുകയാണ് ചെയ്യും. മറ്റൊരു ദിവസം നമ്മൾ we have to say bye. There is no use being sad or crying over the loss. എന്തില്ല, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. People should remain calm and composed in such situations. എന്ത് ചെയ്യണം, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യണം, വളരെ calm ആയിട്ടിരിക്കണം. നോക്കിയേ, people should remain calm and composed in such situations. They should face the truth and move on in life. എന്ത് ചെയ്യുക, ക്ഷമ കൈവരിക്കാം, സത്യം മനസ്സിലാക്കാം, ജീവിതത്തിന്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം, പ്രാക്ടിക്കൽ സൈഡ് അല്ലേ, ട്രൂത്ത്, ഫാക്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ മൂവ് ഓൺ, അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുന്നെ. ദാറ്റ് ഈസ് ദ ഓൺലി വേ. അത് മാത്രമേ എന്തുള്ളൂ, വഴിയുള്ളൂ. ശരിയല്ലേ? മനസ്സിലായോ? അടുത്ത് നോക്കിയേ നിങ്ങൾ. യെസ്, ഡെത്ത് ആൻഡ് സഫറിങ്ങിനെ കുറിച്ച് എന്താണ് ശ്രീബുദ്ധൻ പറഞ്ഞത്? യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രീബുദ്ധൻ എന്താ പറഞ്ഞത് നോക്കിയേ നിങ്ങൾ, നോക്കിയേ. After enlightenment, Buddha started to spread his teaching about life. എന്താ പറയുന്നത്, ആക്ച്വലി ആഫ്റ്റർ എൻലൈറ്റ്മെന്റിന് ശേഷം, അദ്ദേഹത്തിന്റെ ധ്യാനം കിട്ടിയതിന് ശേഷം ആക്ച്വലി എന്താണ്, ബുദ്ധ started to spread his teachings about life. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. ജീവിതത്തെക്കുറിച്ച്, അതിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, സത്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിന് നല്ല എന്താണ് സത്യമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയല്ലേ. Now ഇവിടെ നോക്കിയേ, truth and the likes of it. He told that death and sufferings are the part
പാർട്ട് ഓഫ് പാർസൽ ഓഫ് ലൈഫ്. തീർച്ചയായിട്ടും ജനനം മരണം ഹാപ്പിനെസ് എന്നുള്ളതൊക്കെ എന്താണ്, ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജനങ്ങളെ പഠിപ്പിച്ചത്. നൺ ക്യാൻ അവോയ്ഡ് ദിസ് ട്രൂത്ത്. ആ ഒരു സത്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റാൻ പറ്റൂല, ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, എന്താണ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വൺ ഹാസ് ടു മീറ്റ് വൺസ് destined end one day. ഒരാൾ എന്ത് ചെയ്യണം, ഹാസ് ടു മീറ്റ് വൺസ് destined end one day. whoever has to come to the world will die one day. ആരൊക്കെ ലോകത്തേക്ക് വന്നാലും എന്താണ്, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒരു ദിവസം മരിച്ചു തന്നെ പോവും. ഇൻ ദ അവർ ഓഫ് ഗ്രീഫ്, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വൺ മസ്റ്റ് റിമെയിൻ കാം ആൻഡ് കമ്പോസ്ഡ് സോ ദാറ്റ് ഗ്രീഫ് ഡസൻറ്റ് ഓവർകം വൺ. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം, വി ഷുഡ് ബി വെരി എന്താണ് പേഷ്യൻ്റ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. വി ഷുഡ് ബി ഏബിൾ ടു എന്താണ് ആക്സെപ്റ്റ് ദ റിയാലിറ്റി. വി ഷുഡ് ആക്സെപ്റ്റ് എന്താണ് ദ ട്രൂത്ത്. നമ്മൾ എന്ത് ചെയ്യണം, അതിന് സത്യം മനസ്സിലാക്കണം. ആൻഡ് വി ഷുഡ് ബി ഏബിൾ ടു മൂവ് ഓൺ. നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ എന്ത് ചെയ്യണം, തയ്യാറാവണം, നമുക്ക് കഴിയണം. നെവർ എവർ ഗ്രീവ്. നൗ പീപ്പിൾ ഹു ആർ വൈസ്, നല്ല ബുദ്ധിയുള്ള ആളുകൾ, പക്വതയുള്ള ആളുകൾ, യുക്തിയുള്ള ആളുകൾ, നെവർ കംപ്ലെയിൻ, ഒരിക്കലും എന്ത് ചെയ്യില്ല, ദ നെവർ കംപ്ലെയിൻ, ഒരിക്കലും അവർ കംപ്ലൈൻറ്റ് ചെയ്യില്ല. ഓ ലെമെൻറ്റ്, ദുഃഖിച്ചിരിക്കൂല. ഓവർ ദിയർ ലോസ്, അവരെ നഷ്ടത്തെ ഓർത്ത്. ദ ആക്സെപ്റ്റ് ദ ട്രൂത്ത് ആൻഡ് ബി ബ്ലെസ്ഡ് വിത്ത് ഇറ്റ്. അവരെന്ത് ചെയ്യും, ദ ആക്സെപ്റ്റ് ദ ട്രൂത്ത്, ആ ട്രൂത്ത് എന്ത് ചെയ്യും, അവർ ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ബി ബ്ലെസ്ഡ് വിത്ത് ഇറ്റ്, എന്നിട്ട് എന്ത് ചെയ്യും, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി എന്ത് ചെയ്യും, അവരങ്ങ് ജീവിക്കും. The wisdom lies in the fact that people should not get distressed with pain. എന്തിലാണ് വിവേകം, എന്തിലാണ് ബുദ്ധി? ആളുകൾ എന്താണ് ഈ വേദനയിൽ കാര്യത്തിലൊക്കെ എന്താണ് ഒരിക്കലും എന്ത് ചെയ്യണ്ട, വിഷമിച്ചിരിക്കേണ്ട എന്നാണ് പറയുന്നത് അല്ലേ. പെയിൻ, വേദന, സഫറിങ്, കഷ്ടപ്പാട്, ആൻഡ് ഡെത്ത്, മരണം, ഇതൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യരുത്, ജനങ്ങൾ ഇരിക്കരുത്, മനുഷ്യരിക്കരുത്. അതെന്താണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെന്ത് ചെയ്യും, അങ്ങ് പോവും. ഓക്കെ, ബിക്കോസ് വി കനോട്ട് എന്താണ് സ്റ്റോപ്പ്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ ഈ പറയുന്നത് ഞാൻ എന്തോന്നാടേ. യെസ്, നെക്സ്റ്റ് വൺ, ടൈഗർ ഇൻ ദ സൂ. ടൈഗർ ഇൻ ദ സൂ നോക്കിയേ നിങ്ങൾ. യെസ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, കണ്ടോതാ ചോദിച്ചിട്ടുള്ളൂ 100 ആയിസം. നോക്കിയേ, he stalks in his vivid stripes the few steps of his cage on paths of velvet quiet in his quiet rage. ഭയങ്കര രസമുള്ള പോമാല്ലേ എ ടൈഗർ ഇൻ ദ സൂ. ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ പോലെ തന്നെ വളരെ രസകരമായ, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്താണ് ഒരു പോമാണ് ടൈഗർ ഇൻ ദ സൂ. നോക്കിയേ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, why the tiger could walk only a few steps. എന്തുകൊണ്ടാണ് നമ്മുടെ ടൈഗറിന് വളരെ കുറഞ്ഞ സ്റ്റെപ്സ് ആണല്ലോ വെക്കാൻ പറ്റുന്നത്? why, what is the reason? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? the tiger could walk only a few steps because he was locked in a very small cage. because the tiger, it was locked in a cage. അതുകൊണ്ട് തന്നെ എന്താണ്, the tiger cannot walk എന്താണ് much അല്ലെങ്കിൽ more, കൂടുതൽ നടക്കാൻ കഴിയില്ല. സെക്കൻഡ് നോക്കി നിങ്ങൾ, how does the tiger move in the cage. എങ്ങനെയാണ് നമ്മുടെ കടുവ കൂടിനുള്ളിൽ നടക്കുന്നത്? എങ്ങനെയാണ് നോക്കിയേ, the tiger moves very slowly and quietly in a threatening way. ആൾ നടക്കുന്നത് എന്താണ്, വളരെ പതുക്കെയാണെങ്കിൽ എന്താണ്, ഉള്ളിൽ എന്തുണ്ട്, നല്ല ഒടുക്കത്തെ ദേഷ്യമുണ്ട്, നല്ല എന്താണ് ദേഷ്യം, റേഷ്, വെറുപ്പ്, ദേഷ്യം, അമർത്തിപ്പിടിച്ച ദേഷ്യം വെച്ചിട്ടാണ് നടക്കുന്നത്. വാട്ട് ആർ ദ ടു ക്വാളിറ്റീസ് ഓഫ് ദ അനിമൽ അണ്ടർ റെഫറൻസ്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു അനിമലിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്? ദ ടൈഗർ ഹാസ് വിവിഡ് സ്ട്രൈപ്സ് ഓൺ ഹിസ് ബോഡി ആൻഡ് സോഫ്റ്റ് വെൽവെറ്റ് പാഡ്സ്. ഇത് രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, വൈ ഈസ് ഹി ഇൻ ക്വൈറ്റ് റൈറ്റ്. എന്തുകൊണ്ടാണ് അടിച്ചമർത്തി ദേഷ്യമായിട്ട് മൂപ്പര് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കിയേ നിങ്ങൾ, he is in quiet rage as he's locked and free. His freedom has been curtailed. എന്താണ്, ആക്ക് തടഞ്ഞു, ബാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ്, സോറി അദ്ദേഹമല്ല, കടുവയെ സംബന്ധിച്ച് എന്താണ്, ഇറ്റ് ഡിഡ് നോട്ട് ഹാവ് ഇറ്റ്സ് ഫ്രീഡം. അതിൻ്റെ ഫ്രീഡം ഇല്ലല്ലേ, ഇറ്റ് വാസ് എന്താണ് ലോക്ക്ഡ്, അത് ലോക്ക്ഡ് ആണ്. ദസ് ഹി ഈസ് അൺഎബിൾ ടു ഷോ ഹിസ് ആംഗർ ആൻഡ് ഫെറോസിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ്, കടുവയെ സംബന്ധിച്ച് അതിൻ്റെ ദേഷ്യം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ആൾക്ക് എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് അതിൻ്റെ ദേഷ്യം എന്ത് ചെയ്യുന്നില്ല, കാണിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണ്, ഹി ഷുഡ് ബി സ്നാർലിംഗ് അറൗണ്ട് ഹൗസസ് അറ്റ് ദ ജംഗിൾസ് edge, bearing his white fangs, his claws terrorizing the village. What does the poet try to suggest through these lines? ഈ ലൈൻസിൽ കൂടെ എന്താണ് നമ്മുടെ പോയിറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, പോയിറ്റ് സജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ നിങ്ങൾ,
The poet is trying to suggest that the tiger should be allowed to live in his natural habitat. എന്താ പറയുന്നത്, നമ്മൾ ടൈഗർ എന്ത് ചെയ്യണം, അതിൻ്റെ നേച്ചുറൽ ഹാബിറ്ററ്റിൽ, കാട്ടിൽ അതിന് എവിടാണോ വളരാനുള്ളത് അതിൻ്റെ നേച്ചുറൽ ഹാബിറ്ററ്റിൽ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ വളർത്താനിടണം. നെക്സ്റ്റ് നോക്കിയേ, ഹൗ ഡസ് ദ ടൈഗർ സ്കെയർ ദ പീപ്പിൾ. എങ്ങനെയാണ് ടൈഗർ ആളുകളെ പേടിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്? The tiger scares the people by growling at them and showing his teeth and claws. അല്ലേ, എന്താണ്, ആളുകളെ നോക്കി എന്ത് ചെയ്യും, നല്ലോണം അങ്ങോട്ട് റോർ ഗർജനം ചെയ്യും, നല്ല നഖം എന്ത് ചെയ്യും, അങ്ങനെ അങ്ങ് നീട്ടിക്കൊടുക്കും, പല്ലെന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് കാട്ടുന്നു, നഖം എന്ത് ചെയ്യുന്നു, നീട്ടുന്നു, അതെന്ത് ചെയ്യും, അതോടുകൂടി ആളുകൾ എന്ത് ചെയ്യും, flat. Now next one, why does he snarl? Why does he snarl? എന്തിനാ സ്നാൾ ചെയ്യുന്നത്? he snarls to show his anger and helplessness. നിസ്സഹായാവസ്ഥയും അതേപോലെ തന്നെ ദേഷ്യവും എന്താണ്, പുറത്ത് കാണിക്കാൻ എന്ത് ചെയ്യുന്നത്, സ്നാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് ഹി ഷോ ഹിസ് പ്രസൻസ്. എങ്ങനെയാണ് അവൻ അവൻ്റെ പ്രസൻസ് കാണിക്കുന്നത്? ഹി ഷോസ് ഹിസ് പ്രസൻസ് ബൈ ബെയറിങ് ഹിസ് വൈറ്റ് ടീത്ത് ആൻഡ് ക്ലോസ്. അല്ലേ, എങ്ങനെയാണ്, നല്ല നഖം എന്ത് ചെയ്യും, വെള്ള നഖവും കൈയും എന്നൊക്കെ, കയ്യിലെ നഖങ്ങളും കാലിലെ നഖങ്ങളും എന്ത് ചെയ്യും, വെളുത്ത പല്ലും പുറത്ത് കാട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ്റെ ഒരു ഗൗരവമൊക്കെ എന്ത് ചെയ്യുന്നത്, ഒന്ന് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? Next. But he is locked in a concrete cell. His strength behind bars, stalking the length of his cage, ignoring visitors. ഈ സ്റ്റാൻസ് നമുക്ക് എങ്ങനെ ചോദിക്കാം, നോക്കിയേ നിങ്ങൾ. വാട്ട് ഈസ് ദ ഫ്രേസ് his strength behind the bars ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഫ്രേസ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് that he is helpless as he locked in a cage. കൂട്ടിലിട്ടത് കൊണ്ട് തന്നെ എന്താണ്, ആളെന്താണ്, ലോക്ക്ഡ് ആണ്. ഇറ്റ് മീൻസ് that he is helpless as he is locked in a cage. ഓക്കെ, കൂട്ടിലിട്ടത് കൊണ്ട് എന്താണ്, ആൾ ലോക്ക്ഡ് ആണ്. അപ്പോൾ ആ ലോക്ക്ഡ് ആയതിൻ്റെ ദേഷ്യമാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഈ ടൈഗർ എന്ത് ചെയ്ത് കാണിക്കുന്നത്. അല്ലേ, now the next one നോക്കിയേ, ഇവിടെ നോക്കുക നിങ്ങൾ. why does the tiger ignore the visitors? എന്തുകൊണ്ടാണ് നമ്മുടെ ടൈഗർ എന്ത് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത് വിസിറ്റേഴ്സിനെ? എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യുന്നത് വിസിറ്റേഴ്സിനെ? The tiger ignores the visitors because he considers them devoid of feelings as none of them tries to help them out of the prison. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. എന്താ അവിടെ ആക്ച്വലി പറയുന്നത് നോക്കി നിങ്ങൾ. ആക്ച്വലി എന്താ പറയുന്നത് ഇവിടെ, അതായത് ഒരു വിസിറ്റേഴ്സ് പോലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ടൈഗറിനെ എന്ത് ചെയ്യുന്നില്ല, രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല. അങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരൊരു വിസിറ്ററിന് എന്ത് ചെയ്യുന്നത്, അത് ടൈഗർ doesn't give any attention കൊടുക്കാത്തത്. നെക്സ്റ്റ് വന്ന് നോക്കുക, വാട്ട് ഈസ് ദ ടൈഗർ ഡൂയിങ് ഇൻ ദ കേജ്. ഓക്കെ, എന്താണ് നമ്മുടെ ടൈഗർ എന്ത് ചെയ്യുന്നത്, ആ കേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദ ടൈഗർ ഈസ് മൂവിങ് സ്ലോലി ആൻഡ് ക്വയറ്റ്ലി അലോങ് ദ ലെങ്ത് ഓഫ് ദ കേജ്. ഓക്കെ, എന്താണ്, ജസ്റ്റ് ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എത്രയാണോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഏരിയ, ആ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, വാട്ട് ഈസ് എക്സ്പ്രഷൻ സ്റ്റോക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ കേജ്. എന്താണ് ഈ പറയുന്ന എക്സ്പ്രഷൻ സ്റ്റോക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ കേജ് എന്ന് പറയുന്നത് ഇംപ്ലൈ ചെയ്യുന്നത്? നോക്കി ഇവിടെ, യെസ്, നോക്കി പിന്നെ അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാ ഫ്രണ്ട്സിനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വരും. വെരി ഗുഡ്, നല്ല കുട്ടികൾ. നിങ്ങൾക്ക് ഞാൻ ലൈവ് തുടങ്ങി പറയില്ലേ ഷെയർ ചെയ്യണമെന്ന്? വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ, വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ സ്റ്റോക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ കേജ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഇംപ്ലൈസ് വാക്കിംഗ് ടു ആൻഡ് ഫ്രോ ഇൻ ഹെൽപ്ലെസ്നെസ്. എന്താ പറയുന്നത്? വാക്കിംഗ് എങ്ങനെയാണ്, ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. എങ്ങനെയാണ്? ഇൻ ഹെൽപ്ലെസ്നെസ്. അല്ലേ, എങ്ങനെയാണ്? നിസ്സഹാവസ്ഥയിൽ. ഓക്കെ, നിസ്സഹാവസ്ഥയിലാണ് എന്ത് ചെയ്തത്, ഇത് നടക്കുന്നത്. ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, അതാണ് എന്ത് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഫ്രേസസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്റ്റാൻഡ്സിലും എന്തുണ്ട്, ഇതേപോലെ ഒരുപാട് ഫ്രേസസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദോസ് ഫ്രേസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ദ നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ. നെക്സ്റ്റ് തിങ്, വൈ ഡസ് ദ ടൈഗർ എക്സ്പ്രസ് ഹിസ് റേജ് ക്വൈറ്റ്ലി. എന്തുകൊണ്ടാണ് നമ്മുടെ ടൈഗർ അതിൻ്റെ ദേഷ്യം അടിച്ചമർത്തി നടക്കുന്നതിലേക്ക് കാണിക്കുന്നത്? നോക്കിയേ, നമ്മളത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും നമുക്ക്? എങ്ങനെ നമുക്കത് നോക്ക് ഇവിടെ, എങ്ങനെ നമുക്കത് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും? നോക്കിയേ ഇവിടെ, നോക്കിയേ ഇവിടെ എല്ലാവരും ഒന്ന് നോക്കുക. ദ ടൈഗർ എക്സ്പ്രസസ് ഹിസ് ലാർജ് നോക്കുക ഹിസ് റേജ് ക്വൈറ്റ്ലി ബിക്കോസ് ദർ ഇസ് നത്തിങ് ഹി ക്യാൻ ഡു ഫ്രം ബിഹൈൻഡ് ദ ബാർസ് ഓഫ് ഹിസ് കേജ്. കാരണം എന്തുകൊണ്ടാണ് കടുവയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല? കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ലോക്ക്ഡ്. ആ ലോക്ക് ചെയ്തിട്ടില്ല ആ കേജ്, ആ കൂട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ കടുവയ്ക്ക് അറിയാം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ദേഷ്യം അടിച്ചമർത്തി എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. ഹി ഈസ് ഹെൽപ്ലെസ് ആസ് ഹിസ് സ്ട്രെങ്ത് നൗ ലൈസ് ഇൻസൈഡ് ദ കേജ്. ഓക്കെ, ഹി ഈസ് ഹെൽപ്ലെസ്, നിസ്സാവസ്ഥനാണ് അല്ലേ, ആസ് ഹിസ് സ്ട്രെങ്ത് നൗ ലൈസ്
inside the cage. അതിന് മുഴുവൻ ശക്തി എവിടെയാണ് പോയി കിടക്കുന്നത്? ആ കൂട്ടിനുള്ളിലാണ് പോയി കിടക്കുന്നത്. അതിന് മുഴുവൻ ശക്തി എവിടെയാണ് നശിച്ചു പോകുന്നത്? ആ കൂടിനുള്ളിൽ നശിച്ചു പോവാണ്. Now he is no longer free as he was in the jungle. കാട്ടിലുള്ളതുപോലെ എന്തല്ല, ആള് ഫ്രീ അല്ല. കാട്ടിലാണെങ്കിൽ ശരിക്കും കാണിച്ചു തന്നതിന് എന്താണ്? തനി നിറം എന്താണ് കാണിച്ചു തന്നേനെ അല്ലേ? സോ ഇതെന്തല്ല, കാട്ടിലല്ലേ അല്ലേ? കാട്ടിലെല്ലാം മൂപ്പര എവിടെ ഉള്ളത് കിടക്കുന്നത്. സോ എന്താ അവിടെ പറയുന്നത് ആക്ച്വലി? സോ കാട്ടിലാണെങ്കിൽ എന്താണ്, ഒരുപക്ഷെ the tiger could show his strength. അതിനതിന്റെ ശക്തി കാണിക്കാമായിരുന്നു. പക്ഷെ എന്തല്ല, കാട്ടിലല്ലാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. Now the next thing നോക്കുക, where should the tiger have been according to the poet? നമ്മുടെ പോയിന്റിനെ സംബന്ധിച്ചിട്ട് ഈ ടൈഗർ എവിടെയാവണം, എവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള സ്പോട്ട്, എവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള ഹാബിറ്റാറ്റ്? എങ്ങനെ എഴുതും നമ്മൾ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ നിങ്ങൾ, the poet thinks that the tiger should have been in the jungle. എവിടെയാണ് നമ്മുടെ ടൈഗർ ഉണ്ടാവേണ്ടത്? it should have been in the jungle. കാട്ടിലാണ് ഉണ്ടാവേണ്ടത്. lurking in the shadow of long grass to prey on the deer near the water hole. എങ്ങനെയാണ് ഒളിച്ചിരിക്കും അല്ലേ? മാൻ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് പച്ചിലകൾക്കുള്ളിൽ എന്ത് ചെയ്യും? വളരെ സൈലന്റ് ആയിട്ട്, ഏറ്റവും കൂടുതൽ സൈലന്റ് ആയിട്ട് നടക്കാൻ പറ്റാവുന്ന ഒരു ജീവിയാണ് ഏത്? കടുവ കേട്ടോ. അത് വേറെ കാര്യം. ഓക്കെ, അത് ഞാൻ നാഷണൽ ജിയോഗ്രഫിക്കൽ കണ്ടതാണ്. അപ്പൊ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? മാന് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് വളരെ സൈലന്റ് ആയിട്ട് എന്ത് ചെയ്യും? ആളങ്ങ് ഒളിച്ചിരിക്കും എന്നാണ് പറയുന്നത്. he should also be on the outskirts of the jungle, snarling around houses and terrifying villages. എന്ത് ചെയ്യണം? കാടും അതിൻ്റെ ആ ഒരു ബോർഡറൊക്കെ വില്ലേജ് ഒക്കെ തുടങ്ങുന്നിടത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്ത് ചെയ്യണം? ആളുകൾ ഞെട്ടിക്കും അല്ലേ? എന്താ ഉറക്കൻ എന്ത് ചെയ്യും? ആ ഒരു ശബ്ദം, ഗർജനൊക്കെ ഗർജിച്ച്, പല്ലൊക്കെ ഒന്ന് വെളുത്ത് കൂർത്ത പല്ലൊക്കെ കാണിച്ച്, നഖമൊക്കെ കാണിച്ച്, ഈ വൈക്ക് വരണ്ട എന്ത് ചെയ്യും? അങ്ങ് ഓർമ്മിപ്പിച്ച് എന്ത് ചെയ്യും? ആള് വീണ്ടും എന്ത് ചെയ്യും? കാട്ടിലേക്ക് തന്നെ എന്ത് ചെയ്യും? പോവും. ശരിയല്ലേ? ഓക്കെ അല്ലേ? Okay, now the next one നോക്കി നിങ്ങൾ, how does the tiger make his presence felt in the village? നമ്മളിപ്പം പറഞ്ഞതാണ്, ഒരുപാട് പ്രശ്നം നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്നാലും ഒന്നുകൂടി എന്ന് പറയാം. The tiger makes his presence felt by snarling around houses at the jungle's edge, by showing his white fangs and claws. കൂർത്ത പല്ലും കൂർത്ത നഖങ്ങളും കാണിച്ച് എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? എല്ലാവരും ഞെട്ടിക്കും. ഗ്രാമത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഒന്ന് ഞെട്ടിക്കും. This is enough. Okay, now the next question is, why should the tiger snarl around houses at the edge of the forest? The same question we repeated. അപ്പൊ അത് ഞാൻ ഇതിൽ വായിക്കുന്നില്ല, ഇനിയും അത് വായിച്ച് ബോറടിക്കുന്നില്ല. നെക്സ്റ്റ് എന്താണ്? ഒരു ജനറൽ ക്വസ്റ്റൻ ആണ്. നോക്കൂ, കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്, കമന്റിംഗ് ആണ്. love for freedom is the natural instinct of every living being. love for freedom, സ്വാതന്ത്ര്യം. ഏത് ആനിമലും ഏത് ജീവിയാലും എന്ത് വേണം? സ്വാതന്ത്ര്യം നിർബന്ധമാണ്. സോ കമന്റ്, നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ യു റൈറ്റ്? എങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എങ്ങനെ നമ്മൾ എഴുതും ആൻസർ? നോക്കിയേ ഇവിടെ, ഇറ്റ് ഈസ് ഹൈലി സെഡ് ദാറ്റ് ലവ് ഓഫ് ഫ്രീഡം ഈസ് എ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് എവറി ലിവിങ് ബീയിങ്. ഇറ്റ് ഈസ് റൈറ്റ്ലി സെഡ് ദാറ്റ്. ശരിയാണ് എന്ത് പറഞ്ഞത്? ദ ലവ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈസ് ദ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് എവറി ലിവിങ് ബീയിങ്. എന്താണ്? ജന്മനാ നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടേണ്ടത് തന്നെയാണ് സ്വാതന്ത്ര്യം. എന്താണ്? മനുഷ്യനായാലും മൃഗമായാലും എന്താണ്? റൈറ്റ് അല്ലേ? എന്താണ്? അവകാശം തന്നെയാണ്. എവ്രി വൺ ലവ്സ് ഫ്രീഡം ആൻഡ് ഡസ് നോട്ട് വാണ്ട് ടു ലിവ് ഇൻ കൺഫൈൻമെന്റ്. ആർക്കും എന്ത് ചെയ്ത്? ഫ്രീഡം നഷ്ടപ്പെട്ട് എന്ത് ചെയ്ത്? ജീവിക്കാൻ കഴിയില്ല. സിമിലർലി സെയിം ആണ് ദ ടൈഗർ ഓൾസോ ലോങ് ഫോർ ഫ്രീഡം. നമ്മുടെ കടുവയ്ക്ക് എന്ത് വേണം? ഫ്രീഡം വേണം. ഹി വാസ് സോ ഫെഡ് അപ്പ്. നോക്കാം, he was so fed up being caged that he even ignored the visitors. എന്താ പറയുന്നത്? he was so fed up being caged. അതിനെന്തുണ്ട്? ഭയങ്കര എന്താണ്? he was fed up, മടുത്തില്ല അതിനെന്താണ്? കൂട്ടിലിട്ടിട്ട്. ആൻഡ് ഇഗ്നോർ ദ വിസിറ്റേഴ്സ്. വിസിറ്റേഴ്സിനൊന്നും എന്തില്ല? ഈ ടൈഗർ എന്തില്ല? ഒട്ടും നോക്കാൻ ഇഷ്ടമില്ല. he took to and fro steps in the cage as if trying to while away time. The tiger wanted to escape this captivity. ആക്ച്വലി എന്താ പറയുന്നത്? മൂപ്പർ ജസ്റ്റ് എന്ത് ചെയ്യും? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുള്ളൂ? നടക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഇറ്റ് ഡസൻറ്റ് എന്താണ് ടേക്ക് എനി എന്താണ് അതിൻ്റെ റിവെഞ്ച് പുറത്തേക്ക് കാണിക്കാൻ ഒരു വഴിയില്ല. ബിക്കോസ് ദ ടൈഗർ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ലോക്ക്ഡ്. അതെന്താണ്? ലോക്ക്ഡ് ആണ്, എൻ്റെ സ്ട്രെങ്ത് എടുത്തിട്ട് കാര്യമില്ല എന്ന് ടൈഗറിന് അറിയാം. നൗ ഗോഡ് ഹാസ് മേഡ് ഓൾ ലിവിങ് ബീങ്സ് ഈക്വലി ആൻഡ് ദ ആനിമൽസ് ടു ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം. ദൈവം എല്ലാ മൃഗങ്ങളും എന്താണ്? എല്ലാ ജീവികളും എന്താണ്? ഈക്വലായിട്ട് തുല്യമായിട്ടാണ് എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈഗറിനും എന്ത് വേണം? തീർച്ചയായിട്ടും എന്ത് വേണം? ഫ്രീഡം വേണം. ദേ ഷുഡ് നോട്ട് ബി കേജ്ഡ്. ആനിമൽ എന്ത് ചെയ്ത? ദേ ഷുഡ് നോട്ട് ബി കേജ്ഡ്. അവർ കേജ് ഇടാൻ പാടില്ല, കൂടിലിടാൻ പാടില്ല. ഇറ്റ് ഈസ് their right to enjoy their natural habitat. It is their right, അവരുടെ അവകാശം. റൈറ്റ് എന്ന് ഇവിടെ എന്താ പറയുന്നത്? അവകാശമാണ്. സോ അവരുടെ അവകാശമാണ് എന്താ? ടു എൻജോയ്
the natural habitat. അവരുടെ natural habitatൽ അവർ ജനിച്ചവൻ അവരുടെ തനതായ ഹാബിറ്റാറ്റിൽ എന്ത് ചെയ്യണം, അവർക്ക് വളരാൻ കഴിയണം അല്ലേ. that is the forest. അതെന്താണ്, കാട്. now and run freely in the world, we should thus respect their freedom and should not put them in the zoo. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇവരെ ഫ്രീഡം ബാൻ ചെയ്യരുത്. we should respect their freedom. നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. and also we should not put them in the zoo. നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ അവരെ എന്ത് ചെയ്യരുത്, പിടിച്ച് സൂവിലിടരുത്. ക്ലിയർ ആണോ, ക്ലിയർ ആണോ, ക്ലിയർ ആണോ, ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, ഹൗ ലൈഫ് ഓൺ എ ടവർ വുഡ് ബി ഡിഫറെന്റ് ഫ്രം ലൈഫ് എനിവർ എൽസ് ഫോർ അമാൻഡ. എങ്ങനെയാണ് ചോദിക്കുന്നത്, അമാൻഡയുടെ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ലൈഫ് ഓൺ എ ടവർ വുഡ് ബി ഡിഫറെന്റ് ഫ്രം ലൈഫ് എനിവർ എൽസ് ഫോർ അമാൻഡ. ഒരു ടവറിൽ പോയി ജീവിക്കുന്നത് എങ്ങനെയാണ് അമാൻഡ പറയുന്നത്, അമാൻഡയെ സംബന്ധിച്ചോ. അക്കോർഡിംഗ് ടു ഹർ വാട്ട് വാസ് എ ഡിഫറൻസ് വിച്ച് ഷീ ഫൗണ്ട്. എങ്ങനെയാണ് അവൾ എന്ത് ഡിഫറൻസ് കണ്ടെത്തിയത്, ലെറ്റ്സ് ഡിസ്കസ്. നോക്കിയേ ഇവിടെ, ലൈഫ് ഓൺ ടവർ ഫോർ അമാൻഡ വുഡ് ബി വെരി ഡിഫറെന്റ് ഫ്രം റിയാലിറ്റി. അവളുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവൾക്ക് എവിടെ കിട്ടുന്നത്, ടവറിൽ കിട്ടുന്നത്. നോക്കിയേ, ജസ്റ്റ് ലൈക്ക് റപ്പുൻസൽ. റപ്പുൻസൽ സ്റ്റോറി വി ഓൾ നോ, നമുക്ക് എല്ലാവർക്കും അറിയാം. റപ്പുൻസലിനെ പോലെ ഈവൻ ഷീ ഡിസൈഡ് ടു ലിവ് ഓൺ ടോപ്പ് ഓഫ് എ ടവർ അവേ ഫ്രം എവറിഡേ chaos. ഈ ഒച്ചപ്പാട്, ഈ ബഹളം, ഈ അലമ്പത്തരം, ഇതിനൊക്കെ എന്താണ്, അവൾക്ക് ആ ഒരു ടവറിൽ റപ്പുൻസലിനെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ she would be very happy. Amanda suffers due to the constant nagging from her parents. എപ്പോഴും അവളുടെ അച്ഛനും അമ്മയും എന്താണ്, Amanda do this, Amanda don't do that, Amanda അത് ചെയ്യരുത്, Amanda ഇത് ചെയ്യരുത്, എന്ത് ചെയ്യും, എപ്പോഴും അവൾ എന്താണ് ഭരിച്ചോണ്ടല്ലേ. നൗ ഷീ സീക്സ് എ പ്ലേസ് ഫുൾ ഓഫ് പീസ് ആൻഡ് സെറനിറ്റി. മൊത്തമായിട്ടുള്ള സമാധാനം, ഒരു സെറനിറ്റിയിലെ ഒരു ആശ്വാസം, ഇതൊക്കെ കിട്ടുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അമാൻഡ ആഗ്രഹിക്കുന്നത്. നൗ where there is no one to disturb her. ആരും എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യാനുണ്ടാവരുത്, ഒരു കുട്ടി എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യാനുണ്ടാവരുത്. hence she wishes to live on a tower. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ alone, ഒറ്റയ്ക്കും പീസ്ഫുള്ളി, സ്വസ്ഥമായിട്ട്, ഡ്രീമിങ്, സ്വപ്നമൊക്കെ കണ്ടിട്ട്, ഇമാജിനേഷൻ ഫുൾ എന്താണ്, ഒരേപോലെ എന്താണ് സ്വപ്നങ്ങളൊക്കെ കണ്ട് എന്താണ് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പീസ്ഫുള്ളി അവർക്ക് ജീവിക്കാൻ പറ്റണം, ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ആ മാൻ എന്ത് ചെയ്യുന്നത്, ഷീ വാണ്ട്സ് ടു ലിവ്, എവിടെയാണ് ജീവിക്കേണ്ടത്, ഷീ വാണ്ട്സ് ടു ലിവ് ഇൻ എ ടവർ, ടവറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ഡസ് അമാൻഡ സീം മൂഡി മോസ്റ്റ് ഓഫ് ദ ടൈം. എന്തുകൊണ്ടാണ് അധിക സമയം അമാൻഡയെ മൂഡിയായിട്ട് കാണുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻപ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി ഇവിടെ, എന്തുകൊണ്ടാണ് അമാൻഡയെ അങ്ങനെ എപ്പോഴും മൂഡിയായിട്ട് കാണുന്നത്? നോക്കി ഇവിടെ, അമാൻഡ സീംസ് മൂഡി മോസ്റ്റ് ഓഫ് ദ ടൈം ബിക്കോസ് ഷീ ഈസ് ട്രൈങ് ടു മേക്ക് എൻ എസ്കേപ്പ് ഫ്രം ഹർ സോറി റിയാലിറ്റി വേർ ഷീ സ്നാക്ഡ് മോസ്റ്റ് ഓഫ് ദി ടൈം. എങ്ങനെയാണ് നമ്മളിതിന് ഉത്തരം പറയുന്നത്? ആക്ച്വലി അമാൻഡ വാണ്ട്സ് ഫ്രീഡം, അമാൻഡ വാണ്ട്സ് എ ബിറ്റ് ഫ്രീഡം, ബട്ട് അമാൻഡയ്ക്ക് എന്തില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. എപ്പോഴും എന്താണ്, ഷി വാസ് കമാൻഡഡ് ബൈ, ഷി വാസ് controlled by her parents. അവരുടെ പാരൻസ് എപ്പോഴും എന്താണ്, ഭയങ്കര കൺട്രോളിങ് ആണ് അമാൻഡയുടെ അല്ലേ. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും എന്താണ്, റിയാലിറ്റി അവൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും എപ്പോഴും, അവളുടെ സ്വപ്നലോകവും അവളുടെ യാഥാർത്ഥ്യവും. അപ്പോൾ എന്ത് ചെയ്യും, എപ്പോഴും ഷി ഫീൽസ് എന്താണ്, ഭയങ്കര സങ്കടം വരും ആക്കല്ലേ. ഇറ്റ് ഈസ് ഇൻഡീഡ് എ സോറി സ്റ്റേറ്റ് ഫോർ എ സ്മോൾ ചൈൽഡ് ലൈക്ക് അമാൻഡ ടു ബെയർ. അപ്പോൾ അമാൻഡ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് എന്താണ്, ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഹിയർ ദ ഓൺലി ഡിഫറൻസ് അഗെയിൻസ്റ്റ് സച്ച് റിയാലിറ്റി ഈസ് എ ഇമാജിനേഷൻ. അപ്പോൾ ഇവിടെ അമാൻഡയ്ക്ക് ആകെയുള്ള ഒരു സന്തോഷം, ഒരു സമാധാനം എന്താണ്, അവളുടെ ഇമാജിനേഷൻ മാത്രമാണ്. അതായത് അവളുടെ സ്വപ്നലോകം, ആ സ്വപ്നലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമാൻഡ എന്താണ്, അമാൻഡ സെറ്റ്. സ്വപ്നലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമാൻഡയ്ക്ക് ആകെ ഒരു സന്തോഷം കിട്ടുന്നത്. Now നോക്കിയേ ഇവിടെ, where she often escaped to, hence it makes her look moody and uninterested. അങ്ങനെയാണെങ്കിൽ കൂടി എന്താണ്, നോക്കിയാണ്, hence it makes her look moody and uninterested. സോ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് എന്താണ്, എപ്പോഴും എന്താണ് അമാൻഡ, she always feels എന്താണ്, sad, she always feels എന്താണ്, very sad and moody, she is very sad and moody. Okay, അപ്പോൾ this is very important question, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ മക്കൾസ്, ഓക്കെ അല്ലേ?
Okay. Now the next one നോക്കി ഇവിടെ. Why does Amanda wishes to be a mermaid and often or Rapunzel? എന്തുകൊണ്ടാണ് അമാൻഡയ്ക്ക് റെപ്പുൻസൽ ആവണം തോന്നുന്നത്? എന്തുകൊണ്ടാണ് അമാൻഡയ്ക്ക് മെർമെയ്ഡ് ആവണം തോന്നുന്നത്? എന്തുകൊണ്ടാണ് അമാൻഡയ്ക്ക് ഒരു ഓർഫൺ ആവണം എന്ന് തോന്നുന്നത്? എങ്ങനെ നമ്മൾ ഉത്തരം എഴുതും? ഫ്രീഡം വേണം അമാൻഡയ്ക്ക് അല്ലേ? ലെറ്റ്സ് സീ ഹിയർ. നമുക്ക് നോക്കാം. Amanda wishes to be a mermaid so she could drift along by blissfully languid emerald sea. ആരില്ലാത്ത ഒറ്റപ്പെട്ട ഐലൻഡിൽ പോയിട്ട് എന്ത് ചെയ്യാം? സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ഷീ yearns to be an orphan. അവൾ എന്തുകൊണ്ടാണ് ഒരു ഓർഫൺ, ഒരു അനാഥ ആവണമെന്ന് പറയുന്നത്? സോ ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു റോം ദി സീ ആൻഡ് മേക്ക് പാറ്റേൺ യൂസിങ് ഹർ bare feet. കടലിന്റെ തൊട്ടു കൂടെ ഷോർ കൂടെ നടന്ന് ചെരുപ്പിടാതെ നടന്ന് അവൾക്ക് എന്ത് ചെയ്യാം? അവളുടെ കാലിന്റെ അടയാളൊക്കെ എന്ത് ചെയ്യാം? മണ്ണിൽ ഇങ്ങനെ വരുത്തി ചവിട്ടി എന്ത് ചെയ്യാം? നടന്നു പോവാം ഇഷ്ടമുള്ളതുപോലെ. Now being Rapunzel means she could live carefree on a high tower. എന്താണ്? വളരെ റിലാക്സ്ഡ് ആയിട്ട് ആര് വെറുപ്പിക്കാനില്ലാതെ വലിയൊരു ടവറിന്റെ മേലെ എന്ത് ചെയ്യാം? സ്വസ്ഥമായിട്ട് ജീവിക്കാം. അതിനാണ് അവൾ എന്താവുന്നത്? റെപ്പുൻസൽ ആവുന്നത്. അപ്പൊ നോക്കിയേ, Amanda wishes to be these so that she could avoid her suffocating reality. എന്താണ്? She wishes to be these. അവൾക്ക് ഇതൊക്കെ ആവാൻ ആഗ്രഹം. അവളുടെ യാഥാർത്ഥ്യം, റിയാലിറ്റി, റിയൽ ലൈഫ് എങ്ങനെയാണ് അവളെ സംബന്ധിച്ച? സഫോക്കേഷൻ ആണ്. ഓക്കെ, സഫോക്കേഷൻ ആണ്. ഭയങ്കര വിങ്ങലാണ്, വിങ്ങലാണ്, ശ്വാസം മുട്ടാണ്. അപ്പൊ ആ ശ്വാസം മുട്ടൊക്കെയാണ് എന്ത് അവള് അതിൽ നിന്നും വേണ്ടി എന്താണ്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അമാൻഡ ഇതേപോലുള്ള ഒരു ഡ്രീം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Okay, next one നോക്കിയേ നിങ്ങൾ. Amanda is not at fault at all. It is too harsh for a small child to understand the concept of. അയ്യോ നോക്കിയേ ഒരു സെക്കൻഡ്. No, ഇതല്ല. Let's see this. What is the central theme of the poem? എന്താണ് ഇതിന്റെ central theme of the poem? This is very important. നോക്കിയേ, എന്താണ് ഇതിന്റെ central theme of the poem? The poem Amanda by Robin Klein highlights the importance of upbringing of a child. ഒരു കുഞ്ഞിനെ എന്താണ് വളർത്തിയെടുക്കുന്ന രീതിയിൽ അതേക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പോയറ്റ് പറയുന്നത്. It points out that upbringing doesn't involve making a child responsible and fit for the society only. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കുമ്പോൾ ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തല്ല? ആ കുട്ടിക്ക് വെറും ഉത്തരവാദിത്തം കൊടുത്തിട്ടും അതേപോലെ തന്നെ എന്താണ് ആ കുട്ടീനെ സംബന്ധിച്ച് വെറും എന്താണ് ഉത്തരവാദിത്തങ്ങൾ തലയിലേക്ക് വെച്ചിട്ടും അതേപോലെ തന്നെ സൊസൈറ്റിയിലേക്ക് റെഡിയാക്കുക, സൊസൈറ്റിക്ക് കണക്കാക്കി എന്ത് ചെയ്യുക? വളർത്താം. അതല്ല എന്ത് ഒരു കുട്ടിനെ വളർത്തി വലുതാക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് upbringing involves understanding from both the sides. ഒരു കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോൾ എന്ത് വേണം? രണ്ട് ഭാഗത്തു നിന്നും എന്ത് വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. One cannot just force a child to be civilized and good mannered. ഒരു കുട്ടിയും എന്താണ് ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ബലം പ്രയോഗിച്ചിട്ട് സംസ്കാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല. അതൊക്കെ സാവധാനം സ്വയം തോന്നി പഠിച്ചിട്ട് വരണം. Love and proper care is required in nurturing of a child. എന്താണ്? ലവ് ആൻഡ് പ്രോപ്പർ കെയർ ആണ് എന്ത് വേണ്ടത്? ഒരു കുട്ടിക്ക് വേണ്ടത്. ശരിക്കും സ്നേഹിക്കുക, ആ കുട്ടിയെ നല്ലോണം എന്ത് ചെയ്യുക? ഒന്ന് കരുതുക. അതാണ് ഒരു കുഞ്ഞിന് എന്ത് ചെയ്യുക? നർച്ചർ ചെയ്തെടുക്കാം. Now the trees എന്നുള്ള പോമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം. നോക്കിയേ നിങ്ങൾ. My head is full of whispers which tomorrow will be silent. Listen, the glass is breaking. The trees are stumbling forward into the night. Winds rush to meet them. The moon is broken like a mirror. Its pieces flash now in the crown of the tallest oak. ഈ സ്റ്റാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? why would the whispers be silent tomorrow? എന്തുകൊണ്ടാണ് ഈ വിസ്പേഴ്സ് നാളെ എന്താവുന്നത്? നിശബ്ദരാവുന്നത്. എങ്ങനെ എഴുതാം നമുക്ക് ഉത്തരം? The whispers will be silent because the trees will move outside of the forest. കാടിന് വെളിയിലെത്തും ആര്? ഈ ട്രീസ്. നാളെ ഇവിടെ നിശബ്ദരാവുന്നത് എന്തുകൊണ്ടാണ്? നാളെ ഇവിടെ നിശബ്ദമാവുന്നത് എന്തുകൊണ്ടാണ്? നാളെ ഈ മരങ്ങൾ എവിടെ എത്തും? കാടിന് പുറകെ എത്തും. ഓക്കെ, ഫോറസ്റ്റ് വിട്ടിട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താണ്? സൈലന്റ് ആകും. Now why are the trees stumbling? Why the trees are stumbling? എന്തുകൊണ്ടാണ് മരങ്ങൾ സ്റ്റംപിൾ ചെയ്യുന്നത്? എന്താണ്? The trees are stumbling because they hurry to move outside after breaking the glass. ഈ ഗ്ലാസ്സുകളൊക്കെ എന്താണ് ബ്രേക്ക് ചെയ്തതിനു ശേഷം എന്താണ്? They hurry, വളരെ തിടുക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് എത്താൻ വേണ്ടി. Now the third question എന്താ? Which word in the stanza means the same as quiet? Quiet എന്നുള്ളതിന് സെയിം ആയിട്ട് വരുന്നത് എന്താണ്? Now silent, quiet, silent. അല്ലേ? Please keep quiet നമ്മൾ പറയാറില്ലേ?
Now, next one, which pointed device has been used in the 6th line of the stanza? ഏതാണ് 6th line ഉപയോഗിച്ചത്? നോക്കേ, like. സോ എന്താണ്? like a mirror, കണ്ണാടി പോലെ. ലൈക്കും ആസും വെച്ച് ഉപയോഗിച്ചാൽ നമുക്കറിയാം that is എന്താണ്? that is simile ആണ്. Now, next one നോക്കിയേ നിങ്ങൾ. മറ്റൊരു സ്റ്റാൻസ തന്നത് നോക്കിയേ, the trees inside are moving out into the ants forest. The forest that was empty all these days, where no bird could sit, no insect hide, no sun bury its feet in shadow. The forest that was empty all these nights will be full of trees by morning. ഈ സ്റ്റാൻസ വെച്ചിട്ടുള്ളത് നോക്കിയേ നിങ്ങൾ. What is the first question? What does the poet mean by empty forest? Important. Empty forest എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മുടെ പോയിന്റ് ഉദ്ദേശിച്ചത്? Why is it empty? എന്തുകൊണ്ടാണ് അവിടെ empty ആയത്? എന്തുകൊണ്ടാണ് കാലിയായത്? എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? നോക്കിയേ നിങ്ങൾ. empty forest means forest with no trees and ants. അല്ലേ? എന്താണ്? ട്രീസ് ഇല്ല അവിടെ, മരങ്ങളില്ല അവിടെ. എന്തില്ല? trees ഇല്ല, മരങ്ങളും ഒന്നുമില്ല. It is so because humans have destroyed the forest for building cities and other uses. എന്ത് ചെയ്തു? മനുഷ്യർ നശിപ്പിച്ചു, മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരല്ലേ. മനുഷ്യരെന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? എംപ്റ്റി ഫോറസ്റ്റ് ആയത്. നെക്സ്റ്റ് നോക്കിയേ, നോ സൺ ബറി ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഷാഡോ. എക്സ്പ്ലെയിൻ ദിസ് ലൈൻ. എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്യും. നോ സൺ, ഒരു സൂര്യനും എന്ത് ചെയ്യില്ല? ബറി ചെയ്യില്ല. അതിന്റെ കാലെവിടെ? ഇൻ ദ ഷാഡോ, ആ നിഴലില്. എന്താ അതിന്റെ അർത്ഥം? നോക്ക്. സിൻസ് ഫോറസ്റ്റ് വർ എംപ്റ്റി, കാട് കാലിയായത് മുതൽ സൺലൈറ്റ് കുഡ് റീച്ച് ദ ഗ്രൗണ്ട്. എവിടെത്തി? സൂര്യന്റെ വെളിച്ചം നേരെ എവിടത്തേക്ക് എത്തുന്നത്? മണ്ണിലേക്ക് തട്ടുന്നുണ്ട്. ഡയറക്ട്ലി നേരെ വന്നിട്ട് എങ്ങോട്ടേക്ക് പതിക്കും? ഗ്രൗണ്ടിലേക്ക് പതിക്കുന്നുണ്ട്. could ever hide under the shadows of the trees. ഒരിക്കലും എന്തിനു പറ്റുന്നില്ല? മരത്തിന്റെ തണലിൽ പോയിട്ട് ഒളിക്കാൻ പറ്റുന്നില്ല. തണലിൽ പോയിട്ട് എന്തില്ല? ഒളിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മളോട് കവി പറഞ്ഞത് നോ സൺ ബറി ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഷാഡോ. ഒരു മരത്തിനും ഒരു ചൂടിനും ഒരു പ്രകാശത്തിനും എന്തിനു കഴിയുന്നില്ല? മരത്തിന്റെ തണലിൽ പോയി ഒളിച്ചിരിക്കാൻ പറ്റുന്നില്ല. Now the next one, which word in the stanza means unoccupied? Unoccupied എന്ന് പറയുന്ന ഒരു വാക്ക് ഏതാണ്? It is empty. The last one, it is ഏതാണ്? How will the empty forest be full of trees by morning? എങ്ങനെയാണ് രാവിലെ ആകുമ്പോഴേക്ക് മുഴുവൻ മരങ്ങളാവുന്നത്? നോക്കേ, the poet imagines that the trees are moving to the empty forest to settle there forever. This will enable the forest to be full of trees. The poet imagines that the trees are moving to the empty forest. എങ്ങനെയാണ് empty forestലേക്ക് എന്തിനാണ് മരങ്ങളൊക്കെ പോകുന്നത്? To settle there forever. അവിടെ മുഴുവൻ എന്ത് ചെയ്യണം? എന്നേക്കുമായിട്ട് ജീവിക്കാൻ, എന്നേക്കുമായിട്ട് സെറ്റിൽ ആവാനാണ് എന്ത് ചെയ്യുന്നത്? മരങ്ങൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. This will enable the forest to be full of trees. അവിടെ എന്താകും? അപ്പോൾ മുഴുവൻ മരങ്ങളും എന്താകും? സെറ്റിൽ ആകും. അവിടെ മുഴുവൻ പച്ചപ്പ്, അവിടെ മുഴുവൻ ജീവൻ ഉണ്ടാകും. Now the next one is all night that roots worked so നോക്കി ഇവിടെ disengage themselves from the cracks in the veranda floor. The leaves strain towards the glass, small twigs stiff with exertion, long cramped balls shuffling under the roof like newly discharged patients, half dazed, moving to the clinic doors. ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ഫസ്റ്റ് വൺ, why do the roots work all night? എന്തിനാണ് ഈ വേര് രാത്രി മുഴുവൻ ഉറക്കം ഇങ്ങനെ പണിയെടുക്കുന്നത്? നെക്സ്റ്റ് വൺ, why do the twigs get stiff? എന്തുകൊണ്ടാണ് ഈ ട്വിക്സ് സ്റ്റിഫ് ആവുന്നത്? നോക്കിയേ, which word mean to get free? ഏത് വേർഡാണ് to get free? ഫ്രീ ആയിക്കോ എന്ന് പറയുന്നത്? which point device has been used? ഏത് പോയം ഡിവൈസ് ആണ് അവസാനത്തെ വരിയിൽ ഉപയോഗിച്ചത്? ഫസ്റ്റ് വൺ, എന്തിനാണ് വേരുകൾ രാത്രി മുഴുവൻ പണിയെടുക്കുന്നത്? Now write the answer. The roots work all night so that they can free themselves from the walls put around them by human. മനുഷ്യൻ അവർക്ക് ചുറ്റും എന്താണ് തീർത്തിട്ടുള്ള മതിലുകൾ പൊട്ടിക്കാൻ. മനുഷ്യൻ അവർക്ക് ചുറ്റും തീർത്തിട്ടുള്ള മതിലുകളിൽ നിന്ന് സ്വതന്ത്രരാവാൻ വേണ്ടി, ഫ്രീ ആക്കാൻ വേണ്ടി, അവരെന്താണ്? മനുഷ്യനാൽ തീർക്കപ്പെട്ട വലയിൽ നിന്നും എന്താണ്? ഫ്രീ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? വേരുകൾ രാത്രി മുഴുവൻ എന്ത് ചെയ്യുന്നത്? പണിയെടുക്കുന്നത്. Now next one, why do the twigs get stiff? എന്തുകൊണ്ടാണ് ഈ ട്വിക്സ് സ്റ്റിഫ് ആവുന്നത്? നോക്കിയേ, the twigs get stiff due to the pressure they apply on the glasses. ആ ഗ്ലാസിന്റെ മേലെ കൊടുക്കുന്ന പ്രഷർ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ട്വിക്സ് എന്താവുന്നത്? സ്റ്റിഫ് ആവുന്നത്. Now next word എന്താ? The vocabulary word, the word it is disengage. Okay, next one, it simile ആണ് യൂസ് ചെയ്തത്. because എന്താണ് ഇവിടെ പറഞ്ഞത്? നോക്കിയേ,
like newly discharged patients like le appo asum like വന്നാൽ നമുക്കറിയാം that is simile ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് സ്റ്റാൻസ് ഏതാണ്? I sit inside, doors open to the veranda, writing long letters in which I scarcely mention the departure of the forest from the house. Now find the word from the passage which means hardly. Hardly എന്ന് പറയുന്ന വാക്ക് ഏതാണ്? It is scarcely. പഠിച്ചോ? അതിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോണേ. ഇവിടെ hardly എന്നുള്ള വാക്കിന് പകരം ഏതാണ് നമ്മൾ ഉദ്ദേശിച്ചത്? It is scarcely. ഏതാണ്? scarcely ആണ്. അടുത്തത് നോക്കിയേ. അടുത്തത് നോക്കിയേ. നെക്സ്റ്റ് വൺ, what is she doing? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? She was writing long letters. What was she doing? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? She was writing letters. Long letters. Next one നോക്കിയേ. Where are the trees in the poem? ഈ പോയത്തിലെ trees എവിടെയാണ്? Actually, where are the trees in the poem? ഈ പോയത്തിലെ trees എവിടെയാണ്? The trees are inside the house in the poem. എവിടെയാണ്? വീടിന്റെ ഉള്ളിലാണുള്ളത്. Next one, what do you mean by veranda? എന്താണ് ഇവിടെ veranda എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Veranda means a platform with an open front built on the ground floor of a home. എന്താ ഉദ്ദേശിക്കുന്നത്? It is a platform with an open front. നോക്കിയേ, എന്താണ്? തുറന്നിട്ടൊരു വാതിലുണ്ടാകും അല്ലേ? എവിടെയാണ്? ഗ്രൗണ്ടിൽ ഉണ്ടാകും. ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. വീടിന്റെ താഴത്ത് എന്തുണ്ടാകും? അവിടെ തുറന്നിട്ടൊരു വാതിലോട് കൂടി ഒരു സ്ഥലം ഉണ്ടാവും. നമുക്കറിയില്ലേ വരാന്ത എന്താണെന്ന്? ദാറ്റ് ഈസ് വരാന്ത. നൗ ഫോഗ്, ദ പോം ഫോഗ്. എന്താണ് ഫോഗിനെ കുറിച്ച് നോക്കിയേ. ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദ ഫോഗ് കംസ് ഓൺ എ ലിറ്റിൽ cat feet. It sits looking over harbor and city on silent haunches and then moves on. What does the poet mean by little cat feet? എന്താണ് നമ്മളെ കവി ഉദ്ദേശിക്കുന്നത് little cat feet എന്നുള്ളത് കൊണ്ട്? എന്താണ്? യെസ്, എന്താ ഉദ്ദേശിക്കുന്നത്? ലിറ്റിൽ കാറ്റ് ഫീറ്റ് ദ ഹിയർ റെപ്രസെന്റ്സ് ദ സൈലന്റ് ആൻഡ് കെയർഫുൾ സ്റ്റെപ്സ് ഓഫ് എ കാറ്റ്. വളരെ സൂക്ഷ്മതയോട് കൂടിയുള്ള, വളരെ സൂക്ഷിച്ചും കൊണ്ടുള്ള ചുവട് വെപ്പുകൾ. ഒരു പൂച്ചയുടെ ചുവട് വെപ്പിനെയാണ് എന്ത് ചെയ്ത്? നിശബ്ദമായി വളരെ സൂക്ഷിച്ചും കൊണ്ടുള്ള കാൽ വെപ്പിനെ, ചുവട് വെപ്പിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരെ? എന്റെയാണോ? പൂച്ചയുടെ. നൗ ദ വേ ഫോഗ് കംസ്, അതെന്തിനോട് കമ്പാരിസൺ ചെയ്യുന്നു? അതെന്തിനോട് താരതമ്യം ചെയ്യുന്നു? ദ വേ ഫോഗ് കംസ്, മഞ്ഞ് വരുന്നത് പോലെ നിശബ്ദമായി. റിസംബിൾസ് ദ സ്റ്റെപ്സ് ഓഫ് എ കാറ്റ്, വളരെ നിശബ്ദമായി എല്ലാത്തിനെയും വന്ന് മൂടുന്നത്. എന്തിനോട് ഉപമിക്കുന്നത്? പൂച്ച ശബ്ദമില്ലാതെ മെല്ലനെ വന്നിട്ട് കാര്യം നടത്തി സാധിച്ചു പോകുന്നതിനോട് ഉപമിക്കാണ് ആര്? നമ്മുടെ പോയിറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ഹോൺചസ് മീൻ? എന്താണ് ഹോൺചസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് ഹോൺചസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? നോക്ക്, എന്താണ്? haunches means hips അല്ലേ? hips എന്താണത്? haunches. okay, so haunches ന്റെ മറ്റൊരു വേർഡ് എന്താണ്? it is hips ആണ്. now നോക്കി അടുത്ത, how is the fog looking over the harbor in the city? എങ്ങനെയാണ് നമ്മുടെ മഞ്ഞ ആ സിറ്റിയിൽ ഹാർബറിനെ മൂടിക്കാണുന്നത്? എങ്ങനെയാണ് നമ്മുടെ മഞ്ഞ അവിടെ കാണുന്നത്? The fog looks over the harbor and the city by sitting on its haunches like a cat. അല്ലേ? എന്താണ്? ഒരു പൂച്ച അതിൻ്റെ എന്താണ് കാല് മടക്കി ഇരിക്കുന്നിട്ട് നിങ്ങൾ നോക്കുന്നത് പോലെയാണ് എന്ത് ചെയ്ത് മഞ്ഞ് വന്നിട്ട് മുഴുവൻ എന്ത് ചെയ്ത് അവിടെ വന്ന് മൂടുന്നത്. നമ്മൾ പറയുന്നുണ്ട് പോയത്തില്ലേ ആ മഞ്ഞ് വരുന്നതും അത് സൈലന്റ് ആയിട്ട് വരുന്നതും എല്ലാത്തിനെയും വന്ന് കവർ ചെയ്യുന്നതും. Now the last one, it sits looking. What is the point device used here? So it's looking. So it sits looking. അതെന്തിനോടാണ്? പൂച്ചയും മഞ്ഞും എന്തായാലും എന്തല്ല, ഒന്നല്ല. അപ്പൊ പൂച്ചയും മഞ്ഞിനും എന്ത് ചെയ്യാണ്? ഇവിടെ ഒരേപോലെ എന്ത് ചെയ്തു? പോയിട്ട് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്തു? കമ്പയർ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ നമ്മൾ ഒരു പോയിന്റിലേക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു മെറ്റഫോർ. നമുക്കറിയാം മഞ്ഞിനൊരിക്കലും പൂച്ചാൻ പറ്റില്ല, പൂച്ചയ്ക്ക് മഞ്ഞാൻ പറ്റില്ല. പക്ഷെ പോയിറ്റ് എന്ത് ചെയ്തു? രണ്ടിനും ഒന്ന് ജോയിൻ ചെയ്തു. Now the next one, how does the poet compare fog to a living being? എങ്ങനെയാണ് ഒരു ജീവിച്ചിരിക്കുന്ന ആളോട് പോയിറ്റ് എന്ത് ചെയ്യുന്നത്? ഫോഗിനെ കമ്പയർ ചെയ്യുന്നത്. നോക്കിയേ എങ്ങനെയാ? നോക്കിയേ, the poet compares the fog to a cat. പൂച്ചയോട്
അല്ലേ? പൂച്ചനോടാണ് എന്ത് ചെയ്യുന്നത്? മങ്ങിനെ കമ്പയർ ചെയ്യുന്നത്. ദ സൈലന്റ് സ്റ്റെപ്സ് ഓഫ് എ ക്യാറ്റ്. ആ പൂച്ചയുടെ നിശബ്ദമായിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള എന്താണ് സ്റ്റെപ്സ്, ഓരോ ചുവടുവെപ്പും. ആൻഡ് ദ വേ ഇറ്റ് സിറ്റ്സ് ഓൺ ഇറ്റ്സ് ഹോഞ്ചസ് ഈസ് വെരി സിമിലർ ടു ദ വേ ഫോഗ്. ആ പൂച്ച വന്ന് നിശബ്ദമായി നടന്ന് വന്നിട്ട് കാലും വെച്ച് ഇങ്ങനെ ഇരിക്കൂലേ പൂച്ചന്റെ ഇരുത്ത, ആ ഇരുത്തും ഇരിക്കുന്നതിനെ നോക്കിയേ. ദ വേ ഫോഗ് കംസ് ആൻഡ് സറൗണ്ട് ദ സിറ്റി ആൻഡ് ലുക്സ് ഓവർ ഇറ്റ്. ആ മഞ്ഞ് എന്താണ്? മഞ്ഞ് വന്ന് ഫുള്ള് മൂടിയിട്ട് ആ മുഴുവൻ പ്രദേശം മഞ്ഞ് വന്ന് മൂടിയാൽ നോക്കൂലേ, അതേപോലെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ കമ്പയർ ചെയ്യും. അത് പൂച്ച വന്നിങ്ങനെ ഇരുന്നിട്ട് ചുറ്റുപാട് നോക്കുന്ന പോലെ മഞ്ഞ് എന്ത് ചെയ്യും? മഞ്ഞ് വന്നിട്ട് നോക്കി എന്ത് ചെയ്യും? എല്ലാത്തിനെയും എന്ത് ചെയ്യും? കവർ ചെയ്യും, എല്ലാത്തിനെയും മൂടും. അതിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ലിവിങ് ബീങ് ആണ്? പൂച്ചയോടാണ് കമ്പാരിസൺ. അടുത്തത്, വാട്ട് ഇമേജ് ഡസ് എ പോയിറ്റ് ഗീവ് ടു ദ ഫോഗ്? എന്ത് ഇമേജ് ആണ് നമ്മുടെ പോയിറ്റ് ഈ ഫോഗിന് കൊടുക്കുന്നത്? നോക്കൂ, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദാറ്റ് ഇമേജ് ആൻഡ് ഫോഗ്? എന്താണ് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി? ഒരുമ എന്താണ്? നോക്കിയേ. ദ പോയിറ്റ് ലുക്സ് അറ്റ് ഫോഗ് ആസ് എ ലിവിങ് ക്രിയേച്ചർ ആൻഡ് കമ്പയർസ് ഇറ്റ് ഇൻ ടു എ കാറ്റ്. കാറ്റിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ദ ഫോഗ് മൂവ്സ് ലൈക്ക് എ കാറ്റ്. ഈ മഞ്ഞും നീങ്ങുന്നത്, അനങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെ പൂച്ച അനങ്ങുന്നത് പോലെ. എന്തിനാണ്? നോക്കി, കാറ്റ് ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ്. പൂച്ചയുടെ കുഞ്ഞു കാല് വെച്ച് നീങ്ങുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്? മഞ്ഞിന് കമ്പാരിസൺ നടത്തുന്നത്. എന്നിട്ട് എന്താണ്? പൂച്ച കാലിൽ വന്ന് ഇരുന്ന് നോക്കുന്നത്, ഹോൺസസ് എന്ന് പറഞ്ഞ പൂച്ച അതിന്റെ കാലിൽ വന്ന് ഇരുന്ന് നോക്കുന്നത് പോലെ മഞ്ഞ് വന്നു പടർന്നു പിടിക്കുന്നത് എന്ത് ചെയ്യാണ്? കമ്പാരിസൺ നടത്താണ്, താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ മഞ്ഞിനെ താരതമ്യം ചെയ്യുന്നത് പൂച്ചയോടാണ്. പൂച്ചയുടെ നിശബ്ദമായ ചുവടുവെപ്പിനെ മഞ്ഞ് വരുന്നതിനോട് കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ അല്ലേ? Now the last question is, നോക്കി, നമുക്ക് ആൻഗ്രിഗറി എന്നുള്ളൊരു പോയം മിസ്സിന് എടുക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഷാജു സാറിന് എന്തുണ്ട്? ഇനിയും എടുക്കാനുണ്ട്. നോക്കിയേ, ഡിഫിക്കൽട്ടീസ് കം ബട്ട് ദേ ആർ നോട്ട് ടു സ്റ്റേ ഫോർ എവർ, ദേ കം ആൻഡ് ഗോ. എന്താണ്? ഉയർച്ച താഴ്ചകൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അതെന്ത് ചെയ്യും? വന്നും പോയി കൊണ്ടേയിരിക്കും. കമന്റ് ചെയ്യാനാണ് പറയുന്നത് ഇതിനെക്കുറിച്ച്. നോക്ക്, ഡിഫിക്കൽട്ടീസ് വെൻ ഫേസ്ഡ് ബൈ പീപ്പിൾ. ജനങ്ങൾ എന്താണ്? ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സമയത്ത് ടെൻഡ് ടു ലീവ് ദം ഹോപ്പ്ലെസ് ആൻഡ് ഷട്ടേർഡ്. എന്ത് ചെയ്യും? എല്ലാം അവസാനിച്ചു പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഇരിക്കും അല്ലേ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ് ടു ഓവർകം എനി പ്രോബ്ലം ആൻഡ് ടു സോൾവ് ഇറ്റ് അല്ലേ? എന്ത് ചെയ്യണം? നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, സാർ എടുക്കാല്ലേ? ഞാൻ ഇതും കൂടി കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാണ്. If we take a clue from the poem and compare difficulties to fog, we find that just like a fog. അപ്പോൾ ആക്ച്വലി നമ്മുടെ പോയിന്റ് എന്താ പറയുന്നത്? നമ്മുടെ ലൈഫിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, നമ്മുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ്, നമ്മുടെ ലൈഫിൽ വരുന്ന ബാരിയേഴ്സ് ആക്ച്വലി എന്തായിട്ട് കമ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്? ഒരു മഞ്ഞിനോട് കമ്പയർ ചെയ്യണം. ഫോഗിലെ മൂടൽ മഞ്ഞിനോട് കമ്പയർ ചെയ്യണം. അതെന്താണ്? കുറഞ്ഞ സമയത്തേക്ക് എന്തുള്ളൂ? നമുക്കൊരു ആ മൂടൽ മഞ്ഞ് വന്ന് എന്ത് ചെയ്യുള്ളൂ? എല്ലാത്തിനെയും മൂടുള്ളൂ. ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ബി എന്താണ്? വാനിഷിങ്. അതൊക്കെ പൊയ്ക്കോളും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു കമ്പാരിസൺ, ആ ഒരു ബാരിയേഴ്സ്, ആ ഒരു പ്രോബ്ലം അതിന് എന്തിനോട് കമ്പയർ ചെയ്യാണ്? ഈ പറയുന്ന ഫോഗിനോടാണ് കമ്പാരിസൺ നടത്തുന്നത് അല്ലേ? നൗ ഡിഫിക്കൽട്ടീസ് ഓൾസോ കം ആൻഡ് ഗോ. അപ്പോൾ അദ്ദേഹം പറയാണ് ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യും? അവർ വരും, അവരെന്ത് ചെയ്യും? അങ്ങ് പോകും അല്ലേ? One need not be hopeless and lose courage when problems come. One should rather think of it as a fog, meaning that it has not come to stay but will always leave like a fog. ഒരിക്കലും നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടും എന്ത് ചെയ്യില്ല, മരണം വരെയും നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബി വിത്ത് us. നമ്മൾ കൂടെ നിൽക്കൂല. അതെന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? വൺ ഡേ ഇറ്റ് ഹാസ് ടു സേ എന്താണ്? ബൈ. ഒരു ദിവസം അത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മളോട് എന്ത് ചെയ്യും? യാത്ര പറഞ്ഞ് പോവുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മളെ പോയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? സോ വി ഡു വൺ തിങ്. നമ്മൾ ഇവിടെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാണ്. ഫോർ മീ നമ്മുടെ ആൻഗ്രിഗറി എന്ന് പറയുന്ന ഒരു പോം കൂടിയുണ്ട്. ബട്ട് ദാറ്റ് ഐ വിൽ ഡിസ്കസ് ടുമോറോ മോർണിംഗ് ലൈവിൽ എന്ത് ചെയ്യും? മിസ് അതുകൂടി ആഡ് ചെയ്യും. ഐ ആം എന്താണ് ഇൻവൈറ്റിംഗ് ഷാജു സർ. ഷാജു സാറിന് എന്തുണ്ട്? കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി എന്തുണ്ട് നമുക്ക് തീർക്കാനുണ്ട്. സോ ബാക്കി എന്ത് ഷാജു സാർ പഠിപ്പിച്ചു തരും അല്ലേ? എൻ്റെ ഒരു പോം ഉണ്ട്, അത് നാളെ രാവിലെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ വരും. ഓക്കെ അല്ലേ? അപ്പോഴല്ല മക്കളെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു 5 minutes ബ്രേക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് വന്നോളൂ. ഞാനത് ആ സ്ലൈഡൊക്കെ സെറ്റ് ആക്കാണ്. നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ, ബാക്കി ഭാഗവുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ സർ, അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, എന്റെ സൈഡൊക്കെ പോയോ? മൈക്ക് സർ. അപ്പോൾ വെള്ളം കുടിക്കാനുള്ളവരൊക്കെ വെള്ളം കുടിക്കുക. ഓക്കെ ഓക്കെ. ബ്രേക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ സ്ലൈഡുകൾ തപ്പിയിറങ്ങിയതാണ്. മിനി മാരത്തോൺ ഫസ്റ്റ്. അങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ?
അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമറസ് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡി അല്ലേ മക്കളെ? സർ വാട്ട് ടൈം ക്ലാസ് ഇസ് എൻഡ്? അയ്യോ അതിലൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഗ്രാമർ എടുക്കട്ടെ. ക്ലാസ് എപ്പം തീരുമെന്ന് എനിക്കും അറിയില്ല. നമ്മളത് അങ്ങോട്ട് എത്തി തീർക്കുമ്പോൾ ക്ലാസ് തീരും. ഓക്കെ, ഡോണ്ട് വറി ആരോൺ, അടിപൊളിയല്ലേ, പരീക്ഷ അല്ലേ, നമുക്ക് തീർക്കണം കേട്ടോ. ഓക്കെ, വൈബായിരിക്കുക. ഹൗ ടു ടെൽ വൈൽഡ് ആനിമൽസ് എന്നാണ്. പോം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, യെസ് പറയ്, എന്താ പറയണ്ടേ ക്ലാസ്മേറ്റ്? വാട്ട്സ് ടൈം നാളെ രാവിലെ എപ്പോഴാണ്? 10 മണിക്ക്. നാളെ രാവിലെ 10 മണിക്കാണ് ക്ലാസ് കേട്ടോ, 10 മണിക്ക്. ഓക്കെ, എനിക്ക് ഉറക്കം വരുന്നു. ബ്ലാക്ക്ബെറി കാല് വെള്ളത്തിലിടൂ. കാല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉറക്കം വരൂല എന്നാണ് സാധാരണ പഴമക്കാരൊക്കെ പറയാറ്. ഞാനാണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറയും അമ്മയോട്. ഓക്കെ, ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വൈബാണ്. അപ്പോൾ ഹോർലിക്സോ കട്ടനോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഒന്ന് കുടിക്കുക. കാരണം ഇപ്പോൾ പരീക്ഷാ സമയമാണ്, നമ്മൾ പറയുന്നത് എന്തോ അവരുണ്ടാക്കി തരും. ഓക്കെ, ഏതായാലും നമ്മുടെ പാഠത്തിലേക്ക് വരാം. അപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞു, സൂപ്പറായിട്ടിരിക്കുക. ഓക്കെ, സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിയല്ലേ? ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് എ ഹ്യൂമറസ് പോയം. ഇതൊരു തമാശ നിറഞ്ഞ കഥയാണ്, ഒരു പോമാണ്. ദ പോയറ്റ് സജസ്റ്റ് സം ഡേഞ്ചറസ് വേ ഓഫ് ഐഡന്റിഫൈങ് വൈൽഡ് ആനിമൽസ്. ദ സജസ്റ്റഡ് വേസ് ക്രിയേറ്റ് ഹ്യൂമർ. പോയറ്റ് പറയുന്നത് ഇങ്ങനെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈൽഡ് ആനിമൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കുറച്ച് തമാശയിലാണ് ആ പറഞ്ഞത്. ഓക്കെ, ഹായ് സർ, ചെസ് ആൻഡ് ക്രാഫ്റ്റ്സ്, എന്ത് പറ്റി? He says if you ever visit the jungles in the east, you happen to encounter a lion. നിങ്ങൾ എപ്പോഴെങ്കിലും കിഴക്കുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ഉള്ള നമ്മുടെ ഏഷ്യൻ കൺട്രീസിലുള്ള എവിടെയെങ്കിലും ഒരു കാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലയനെ കണ്ടുപിട്ടും. എ ടൈഗർ, എ ലെപ്പേർഡ്, യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദം ബൈ ദ വേ ദേ അറ്റാക്ക് അപ്പോൺ യു. എങ്ങനെ നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക? അവ എങ്ങനെയാണോ നിങ്ങളെ അറ്റാക്ക് ചെയ്തത് അങ്ങനെയാണ് നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാ നോക്കാം. ദ ഐഡിയ ഓഫ് ഐഡന്റിഫൈയിങ് വൈൽ ഡൈയിങ് മേക്സ് യു ലാഫ്. അതിനെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മരിക്കുന്ന സമയത്താണ് അല്ലേ? ഒരു ലയൺ നമ്മളെ പിടികൂടുന്ന സമയത്താണ് നിങ്ങൾ ലയൺ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് അതിലെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഹി ഓൾസോ ടെൽസ് യു ടു ഐഡന്റിഫൈ എ ബിയർ ഫ്രം ഇറ്റ്സ് ഫ്രണ്ട്ലി ഹാർഡ് ബിയർ ഹഗ്. ഒരു ബെയർ എന്ന് പറഞ്ഞാൽ കരടി. ഒരു കരടിനെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? അതിൻ്റെ ഒരൊറ്റ സ്നേഹത്തോടു കൂടിയുള്ള ചേർത്ത് പിടിക്കലാണ്. ആ പിടിക്കല് നമ്മൾ തീർന്നു പോകും. ആ തീർന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് കരടിയാണ്. ഓക്കെ, പിന്നെയോ എ ഹൈന എന്ന് പറയുന്ന സാധനം അറിയാലോ, കഴുതപ്പുലി. ഫ്രം ഇറ്റ്സ് ലാഫ്, അതിന് ഇളി കണ്ടാൽ ആ ചിരിയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കഴുതപ്പുലിയാണെന്ന്. ആൻഡ് എ ക്രൊക്കഡൈൽ ഫ്രം ഇറ്റ്സ് വീപ്പിംഗ് വൈൽ ഇറ്റ്സ് സ്വോളോയിങ് ഇറ്റ്സ് വിക്ടം. നിങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇരയായ നിങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൊക്കഡൈലിൻ്റെ കണ്ണിൽ നിന്നും ഒരു ക്രൊക്കഡൈൽ ടീയർ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതെന്താണ്, ആ ഒരു ക്രൊക്കഡൈലാണെന്ന്. ഇഫ് യു സീ നത്തിങ് ഓൺ എ ട്രീ ദെൻ ദർ ഈസ് എ ക്യാമലിയോൺ ആസ് ഇറ്റ് ഹാസ് ദ ക്വാളിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് കളർ അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ്സ്. നിങ്ങൾ ഒരു മരത്തിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ അവിടെ ഉറപ്പിച്ചോ അവിടെ ആരുണ്ട്? ആ ക്യാമലിയോൺ എന്ന് പറയുന്ന ആ ഓന്തില്ലേ അതുണ്ട്. ഓക്കെ, അതിൻ്റെ നിറം മാറ്റാനുള്ള കഴിവുണ്ട്. ഓക്കെ, ലിയോ ഇങ്ങനെയുള്ള ആ സിമ്പിളൊക്കെ ഇടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ഏതായാലും പോയറ്റിക് ഡിവൈസ് നോക്കാം നമുക്ക്. പോയറ്റിക് ലൈസൻസ് ഉണ്ട്. പോയറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞാൽ പോയറ്റിന് ചില ലൈസൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് വാക്കുകൾ, അതുപോലെ തന്നെ സ്പെല്ലിങ്ങുകൾ, അതുപോലെ തന്നെ എന്താണ് പറയുക, അത് നോക്കുക. As soon as it has leapt on you, he will leap and leap again. 'Tis the chameleon you see. ഈ സെന്റൻസ് ലൈൻ നോക്കൂ. ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഇറ്റ് ഹാവ് ബീൻ ലെഫ്റ്റിന് പകരമാണ് ഈ ലെഫ്റ്റ് എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലീപ്പ് തന്നെ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് കൊടുത്തത്. സെക്കൻഡിൽ ലെപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ലീപ്പിന് പകരം. മൂന്നാമത്തതിൽ ഇറ്റിന് പകരം ടീന്ന് മാത്രമാണ് കൊടുത്തത്. ഇത് പോയറ്റിക് ലൈസൻസ് എന്ന് പറയും. പോയറ്റിന് മാത്രം കിട്ടുന്ന സ്പെല്ലിംഗ് തെറ്റിക്കാനൊക്കെ അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമാണത്. ഓക്കെ, ഇനി അലിട്രേഷൻ നമുക്കറിയാലോ. റോമിങ് റൗണ്ട്, ലെപ്പ്, പിന്നെന്താ ഹഗ് ഹാർഡ്, വെരി വെരി, മൈറ്റ്, നോവിസ്, നോൺ പ്ലസ്, ഇതൊക്കെ അലിട്രേഷൻ എക്സാമ്പിൾ. കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാനൊന്നും. ഇഫ് ever you should go by a chance to jungles in the east എന്ന് പറയുന്ന ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യൻ ലയൺ. ഏഷ്യൻ ലയൺസിൻ്റെ ഫീച്ചേഴ്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നു. ആൻഡ് ഏഷ്യൻ ലയൺ ഇസ് ലാർജ് ആൻഡ് ബ്രൗണിഷ് യെല്ലോ ഇൻ കളർ. ലാർജ് ആണ്, ബ്രൗണിഷ് യെല്ലോ ഇൻ കളറാണ്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് വെൻ ദ ലയൺ റോർ. ലയൺ റോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വെൻ ദ ലയൺസ് റോർ ഇറ്റ് ഈസ് വെരി സ്കേറി ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ഗോയിങ് ടു ഡൈ. നമുക്ക് പേടിച്ചിട്ട് നമ്മളായിരിക്കും നമ്മളെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു നമ്മൾ. ഓക്കെ, ഇനി
ലയൺ അമ്മമാർ സ്ട്രോങ് ആയുള്ള സാധനമാണ്. അതിൻ്റെ ഒന്നാമത്തെ അസുറൻസ് അല്ലേ ചോദിക്കുന്നില്ല കുറച്ചാണ്. ഏത് അസുറൻസ് എന്ന് പറഞ്ഞാൽ അസുറൻസിന് എക്സാമ്പിളാണ് കേട്ടോ. അസുറൻസിനും എക്സാമ്പിളാണ്. നമ്മളിവിടെ പറഞ്ഞത് അലിട്രേഷൻ മാത്രമാണ്. ക്ലിയർ അല്ലേ? വവൽ സൗണ്ട്സ് ആവർത്തിച്ച് വരുമ്പോൾ അസുറൻസ്. റെഡി അല്ലേ? അലിട്രേഷൻ, അലിക്ക് കോൺ ഐസ്ക്രീം ഇഷ്ടം, കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, ഇനി എന്ത് ഞാൻ പറഞ്ഞോണ്ടെന്ന്, വാട്ട് ഡു യു മീൻ ബൈ ട്വാനി? ട്വാനി മീൻസ് എന്താ? ബ്രൗണിഷ് യെല്ലോ കളറാണ് ട്വാനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ലയൺ ഇൻ ദ സ്റ്റാൻസ? ദ ലയൺ ഇസ് ഇൻ ദ സ്റ്റാൻസ ഇസ് ലാർജ് ആൻഡ് ട്വാനി. ഓക്കെ, നെക്സ്റ്റ്, ഹ്യൂമർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ എനി എലിമെന്റ് ഇൻ ലൈഫ്. കമന്റ്, ഹ്യൂമർ ഭയങ്കര നല്ലൊരു മരുന്നാണ്. ഓക്കെ, അതിന് ഒരു കമന്റ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാ, ഞാൻ ചെറിയൊരു ഹിൻസ് തരാണ്. ഹ്യൂമർ ഇസ് ഇൻഫെക്ഷ്യസ്. അതിങ്ങനെ പടരും അല്ലേ? ഞാൻ തമാശ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾ തമാശ പറയുമ്പോൾ ഞാൻ ചിരിക്കും, അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് ചിരിക്കും. അങ്ങനെ ഹ്യൂമർ ഭയങ്കര എല്ലാവർക്കും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷ്യസ് ആണ്. ഓക്കെ, ദെൻ ഹ്യൂമർ ഇസ് ഷെയർഡ്. അത് ഷെയർ ചെയ്യാൻ പറ്റും. ഇറ്റ് ബൈൻഡ്സ് ദ പീപ്പിൾ ടുഗെദർ ആൻഡ് ഇൻക്രീസസ് ഹാപ്പിനെസ്. ഹ്യൂമർ സ്ട്രെങ്തൻസ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ബൂസ്റ്റ് അവർ എനർജി, ഡിമിനിഷസ് പെയിൻ ആൻഡ് protects us from the damaging effects of stress. It is the priceless medicine for every ailment in life. The poet in the poem, How to Tell Wild Animals, create a humor in describing the various beasts of prey. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ആ പോയത്തെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയത്ത്. നെക്സ്റ്റ് പോം ഇസ് ബോൾ പോം. ഓക്കെ, ബോൾ പോയം ആണ് അടുത്ത പോയത്തിൻ്റെ പേര്. ബോൾ പോയം. ദ പോയറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് എ ലിറ്റിൽ ബോയ് ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ. പോയറ്റ് കഥ പറയുന്നത് ആരെ കുറിച്ചാണ്? ഒരു ചെറിയ പയ്യനാണ്, അവൻ്റെ ബോൾ കാണാതായി. ഓക്കെ, ഇനിയോ, ഹി വാസ് പ്ലേയിങ് വിത്ത് ഹിസ് ബോൾ. അവൻ ബോൾ കൊണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പാവം. ദ ബോൾ സ്കിപ്ഡ് ഫ്രം ഹിസ് ഹാൻഡ് ആൻഡ് വെന്റ് ഇൻ ടു ദ നിയർ ബൈ വാട്ടർ. അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരു വെള്ളത്തിലേക്ക് വീണു, ലേക്കിലേക്ക് വീണു പോയി അല്ലേ? ഇനിയോ, ദ പോയറ്റ് സേസ് ദാറ്റ് ദിസ് സൈഡ് ഓഫ് ദ ബോയ് ലൂസിങ് ഹിസ് ഫേവറേറ്റ് ബോൾ മെയ്ഡ് ഹിം think about the boy and his reaction to the situation. ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ആ ബോൾ പോയതാണ് അവനെ എന്ത് ചെയ്തെന്ന്, ഈ പോയിട്ട് അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് കവിത എഴുതാൻ തോന്നുന്നത്. He further says that the boy was helplessly looking into the water where there is the ball had gone. ബോൾ പോയ വെള്ളത്തിലേക്ക് ഹെൽപ്ലെസ് ആയിട്ട് കുട്ടി നോക്കി നിൽക്കുന്നതാണ് സന്ദർഭം. He was sad and was troubling with fear. കുട്ടി വല്ലാതെ ദുഃഖിതനാണ്, അവൻ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഈ ഫിയർ, പേടിച്ചുകൊണ്ട്. He got in his sorrow that he kept standing near the harbor for a very long time and kept on looking for his ball. ബോളിന് വേണ്ടിയിട്ട് കുറേ നേരമായി അവിടെ ഹാർബറിൽ നോക്കി നിൽക്കുന്നു. The poet says that he could console him that he may get a new balls or he could give him some money to buy another ball. പോയറ്റ് വിചാരിക്കുന്ന സങ്കടം കണ്ടപ്പോൾ പാവ കുട്ടീനെ സമാധാനിപ്പിച്ചാലോ അല്ലെങ്കിൽ അവന് കുറച്ച് പൈസ കൊടുത്താലോ, ആ ഒരു ബോൾ, പുതിയൊരു ബോൾ വാങ്ങിക്കാനുള്ള പൈസ കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. But he stops. പക്ഷെ മൂപ്പര് ചെയ്തില്ല. എന്താ കാരണം എന്നറിയോ? Himself from doing so because he thinks that the money may bring new ball but will not bring the memories and feelings attached to the lost ball. എൻ്റെ പഴയ ബോളിൻ്റെ അവിടെയുള്ള അറ്റാച്ച്മെൻറ്റ്, മെമ്മറീസ് ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ? പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം മെറ്റീരിയൽസിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ തലയണനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുണ്ടോ? തലയണനോട് എന്ന് വെച്ചാൽ തലയണ എൻ്റെ പേഴ്സണലാണ്. ആ തലയണ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. വേറെ തലയണ, ഓക്കെ, വേറെ തലയണയിൽ വെച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അതെൻ്റെ തലയാണ് എന്നൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ബാഗൊക്കെ ചില കുട്ടികൾ കണ്ടില്ലേ, ഭയങ്കര ഇങ്ങനെ എൻ്റെ ബാഗ് സൈഡിൽ വെക്കുള്ളൂ, അവിടെ വയ്ക്കാൻ സ്ഥലമില്ലെങ്കിലും സൈഡിൽ വെക്കുള്ളൂ, ഇത് എൻ്റെ ബാഗ്, ഞാൻ ആർക്കും വരില്ല എന്നൊക്കെ പറയുന്നത് പൊസഷനാണ്, പൊസസീവാണ്. ഓക്കെ, അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ട്. അത് പുതിയ ബാഗ് വാങ്ങാൻ തീരൂല. ഇത് ബോധ്യപ്പെടുത്താണ് അദ്ദേഹം. He further says that the time has come for the boy to learn the responsibilities. ആ കുട്ടിക്ക് സമയമായിരിക്കുന്നു. ഓക്കെ, എന്തിനാണ് സമയമായിരിക്കുന്നു? യെസ്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടേതാണ്, സോ അതിനെ സംരക്ഷിക്കണം, നഷ്ടപ്പെടുത്താൻ പാടില്ല. റെസ്പോൺസിബിലിറ്റിയാണ് അതെൻ്റെ. ഓക്കെ, എൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നൊരു തിരിച്ചറിവിനുള്ള സമയമായിരിക്കുന്നു കുട്ടിക്ക്. Here the poet wants to say that now the boy will learn the toughest lesson of life. ഇവിടെ പോയിട്ട് പറയാണ്, ഈ കുട്ടി ഇനി ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ടഫായിട്ടുള്ള പാഠം ആണ് പഠിക്കുന്നത്. എന്ത്? നമുക്കൊക്കെ നഷ്ടങ്ങളുണ്ടാവും, ബന്ധങ്ങളുടെ നഷ്ടങ്ങളുണ്ടാവും അല്ലേ, വസ്തുക്കളുടെ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നേരിടാൻ പഠിക്കണം. ദ ലെസൺ ഓഫ് അക്സെപ്റ്റിംഗ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ദാറ്റ് വൺ ഡേ വി വിൽ ലൂസ് അവർ ലവ്ഡ് വൺസ് ആൻഡ് അവർ ലവ്ഡ് തിങ്സ്. ഒരു ദിവസം നമ്മളെ വേണ്ടപ്പെട്ടവരെയും വേണ്ടപ്പെട്ട സാധനങ്ങളെയും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. സമ്മറി നോക്കാം. ദ ലിറ്റിൽ ബോയ് ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ. He can buy new balls but
he is very deep emotionally attached and memories associated with that. പുതിയ ബോൾ വാങ്ങിക്കാം, പക്ഷേ പഴയ ബോളിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ക്രിക്കറ്റ് ബാറ്റൊക്കെ അങ്ങനെയാണ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കളിച്ച എൻ്റെ അച്ഛൻ വാങ്ങി തന്ന ബൈക്ക് ഒക്കെ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും, ഫസ്റ്റ് വാങ്ങിയ ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് ആലോചിച്ചാൽ മതി എന്താ പറയുക, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ he regrets over the lost ball. അതുകൊണ്ട് അവൻ ദുഃഖിക്കുന്നു ആ ലോസ്റ്റ് ബോളിനെ കുറിച്ചിട്ട്. The poet is indirectly trying to tell us that we should learn how to cope up with the loss. Money is external, which means we can't buy memories with the money. അല്ലേ, മണി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. നമുക്ക് പൈസ കൊണ്ട് മെമ്മറീസിനെ വാങ്ങിക്കാൻ കഴിയൂല. കഴിയോ? ഇല്ല. പുതിയ ബോൾ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ മെമ്മറീസിനെ വാങ്ങിക്കാൻ പറ്റൂല. ഇനിയോ, we should learn our responsibility and learn to cope up with our loss. നമ്മളെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ നഷ്ടങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഇനി ഇതിനകത്ത് ഇലക്ട്രേഷൻ എന്താണ്? ഇലക്ട്രേഷൻ ഉണ്ട് ഇതിനകത്ത്. ബൈസ് ബാക്ക് ബോൾ ബാക്ക് എന്ന് പറയുന്നത്. അസോണൻസ് ഉണ്ട് ഇതിനകത്ത്. ഹി ഈസ് ലീനിങ് വെൽ ബിഹൈൻഡ് ഹിസ് ഡെസ്പറേറ്റ് ഐസ് എന്ന് പറയുന്ന വവൽ സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നു. ദെൻ റിപ്പീറ്റേഷൻ ഉണ്ട്. ബോൾ എന്ന് പറയുന്ന വേർഡ് ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്നത്, അത് പോയറ്റിക് ഡിവൈസ് ആണ്. റൈമിംഗ് സ്കീം ഉണ്ട്. ഓക്കെ, റൈമിംഗ് സ്കീം ഇല്ല, പോയത്തിൽ പ്രത്യേകമായിട്ടുള്ള റൈമിംഗ് സ്കീം ഇല്ല എന്നതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പോയറ്റിക് ലൈൻസ് എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഹൂ ഈസ് ഹിം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹിം റെഫേഴ്സ് ടു ദ ലിറ്റിൽ ബോയ്. ഇവിടെ ആ ബോൾ നഷ്ടപ്പെട്ട കുട്ടിയാണ് ഹിം എന്ന് പറയുന്നത്. റെഡി അല്ലേ? അടുത്ത്, ബോൾ പോയം ഇൻസ്പയർഡ് ഫ്രോം അനുശ്രീ. അടുത്ത് നോക്കാം, വൈ ഡോണ്ട് ഐ ഇൻട്രൂഡ് ഇൻ ടു ഹിം. പോയറ്റ് എന്തുകൊണ്ടാണ് അവൻ്റെ കാര്യത്തിലേക്ക് ഇടപെടാത്തത്? ഐ വാണ്ട്സ് ഹിം ടു ഫേസ് ദ സിറ്റുവേഷൻ. കാരണം ഐ എന്ന് പറയുന്ന പോയറ്റിന് അവന് തന്നെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻട്രൂഡ് ചെയ്യാത്തത്. ഐ സീംസ് ടു ബി ഡാഷ്, വൈ ഡസ് no one buy a ball back? Sensible. Okay, why does no one buy a ball back? The boy should learn to be careful. ശ്രദ്ധിക്കാൻ വേണ്ടി കുട്ടി പഠിക്കണം, അതുകൊണ്ടാണ്. ഇപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ പെൻസിലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ലോണം ചീത്ത പറയും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീണ്ടും കൊണ്ട് പറയും. പെൻസിൽ 5 രൂപയിലുള്ളൂ, എന്തിനാ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചില ആൾക്കാർ ചോദിക്കും. അപ്പോൾ അവിടെ അതൊരു റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കുകയാണ്. നമ്മളെ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ നാളെ നോട്ട്ബുക്ക് നഷ്ടപ്പെട്ടു പോയാൽ മുഴുവൻ എഴുതിയെടുക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ് പറ്റിയാണ് ഇവിടെ കുട്ടി മനസ്സിലാക്കണമെന്ന് പറയുന്നത്. വിച്ച് വേർഡ് ഇസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് വിത്ത് ദ വേർഡ് വർത്ത്ലെസ്? വാല്യൂബിൾ ആണ്. മൂല്യമുള്ളത് വാല്യൂബിൾ, വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ മൂല്യമില്ലാത്തത്. ഓക്കെ ഓക്കെ, ഇത് അടുത്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, ദ ട്രീസ് എന്ന് പറയുന്ന നമ്മുടെ പോയത്തിലേക്ക് വരുന്നു. ട്രീസ് എന്ന് പറയുന്നത്, ദ ട്രീസ് എന്ന് പറയുന്ന പോയം. ദ പോയറ്റ് ടോക്സ് അബൌട്ട് ദ ട്രീസ് സിംബോളിക്കലി. പോയറ്റ് ഇവിടെ സിംബോളിക്കായിട്ടാണ് ട്രീസിനെ ഉപയോഗിക്കുന്നത്. ദേ റെഫർ ടു വിമൻ ഹു ഹാവ് ബീൻ ഹീൽഡ് ആൻഡ് ആർ റെഡി ടു മൂവ് ഔട്ട് ഓഫ് ദെയർ ഹൗസസ് ടു ഫുൾഫിൽ ദെയർ പ്രൈമറി പേർപ്പസ് ടു റിന്യൂ ദ ഫോറസ്റ്റ് ഓഫ് മാൻകൈൻഡ്. ഇവിടെ ട്രീസ് എന്ന് പറയുന്നത് ഒരു വീട്ടിനകത്തുനിന്നും, ഇപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. പോയ ഇങ്ങനെയാണ് പറയുന്നത്, പോയറ്റ് ലിറ്ററൽ മീനിങ് ഇങ്ങനെയാണ്. നമ്മൾ ഈ കാടുകളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഇപ്പോൾ കാട്ടിൽ മരങ്ങളൊന്നുമില്ല, സൂര്യപ്രകാശമൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിലത്തേക്ക് വരികയാണ്. കാട്ടിൽ മരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫർണിച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫേർണിച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുക, പോയറ്റ്സ് പറയാണ്, ഫേർണിച്ചേഴ്സൊക്കെ വീട്ടിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് ഒക്കെ, ഓക്കെ, ഫേർണിച്ചർ ആവാം, നമ്മൾ വീട്ടിനകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആവാം, ഇതൊക്കെ പുറത്തേക്ക് പതുക്കെ പതുക്കെ വേരുകളൊക്കെ തന്നെ വന്നിട്ട് പുറത്തേക്ക് പോകണം. ഓക്കെ, എന്നിട്ടവ കാറ്റുമായിട്ട് എന്താ പറയുക, മൂൺലൈറ്റുമായിട്ടും ഒക്കെ അത് ചേർന്ന് അത് പുറത്ത് വലിയ മരങ്ങളായിട്ട്, തിക്ക് മരങ്ങളായിട്ട് മാറുന്നു. ഇതാണ് ലിറ്ററൽ മീനിങ്. ഇനി ഇവിടെ മറ്റൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, മരങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളാണ്. ഓക്കെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് തൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫോറസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രൈമറി കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന, ഫ്രീഡത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്ത്രീകളെയാണ് ഇവിടെ ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. ആസ് വിമൻ ഹാവ് റിമെയിൻഡ് ഇൻഡോർസ്, ഇത്രയും കാലം വീട്ടിനകത്ത് തലത്തിൽ നിന്നിട്ട് ദ ഫോറസ്റ്റ് ഹാസ് ബിക്കം എംറ്റി, കാടൊക്കെ എന്തായി മാറി, എംറ്റി ആയി മാറി. ദ ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് റിമെയിൻഡ് ഷെൽട്ടർലെസ്, ബേർഡ്സിനും ഇൻസെക്ട്സിനും ഒന്നും ഇപ്പോൾ ഷെൽട്ടർ ഇല്ല. ദ സൺസ് റേസ് ഡു നോട്ട് ഹാവ് ദ ട്രീസ് ട്രങ്ക്സ് ആൻഡ് ലീവ്സ് ടു ഫോൾ അപ്പോൺ ആൻഡ് thus reach the earth. ചൂട് കൂടി, എന്താ കാരണം, ഈ ഇലകളോ മരങ്ങളോ ഒന്നുമില്ല അത് മറയ്ക്കാൻ, നേരെ ഡയറക്റ്റ് ആയിട്ട് സൂര്യൻ പ്രകാശം താഴേക്ക് വരാണ്. കംപ്ലീറ്റ് ദിസ് ഫോം ആണോ ഇതോ ട്രീസോ? ഇല്ല, ട്രീസ് ആദ്യമായിട്ട് എടുക്കുന്നത്. മാം പറഞ്ഞോ, ഈ ചാപ്റ്റർ പറഞ്ഞോ മാം? ട്രീ റിസംബിൾസ് ട്രീ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി 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 മതി. ഓക്കെ മതി. ട്രീ റിസംബിൾസ് ട്രീ ഇത് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ. ഓക്കെ,
എടുത്തതാ. കസ്റ്റാർഡ് ഡ്രാഗൺ എടുത്തോ? കസ്റ്റാർഡ് ഡ്രാഗൺ, കസ്റ്റാർഡ്. നോ സർ, നോ സർ. നിക്ക്, എടുത്തു എന്നാണോ പറഞ്ഞത്? യെസ് എന്ന് പറയുന്നു. എടുത്തു. നോ, ഇല്ല 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 ഇല്ല. ഓക്കെ, ഇല്ല, ഞാൻ എടുക്കാൻ പോവാണ്. ദിസ് പോം ഇസ് റിട്ടൺ ഇൻ ദ സ്റ്റൈൽ ഓഫ് എ ബാലഡ്. ഒരു ബാലഡ് സ്റ്റൈലാണ് ഇത് എഴുതിയത്. ഒരു നാടോടി ഗാനം പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കവിത എഴുതുന്നത് ചില ഒരു കഥ പറയുന്നത് പോലെ. എ സോങ് ഓഫ് ഓർ പോം ദാറ്റ് ടെൽസ് എ സ്റ്റോറി. ഓക്കെ, ഏത് ഏത്? ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദ ഡ്രാഗൺ. ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദ ഡ്രാഗൺ. ഓക്കെ, ദ ടെയിൽ ഓഫ് കഥ ആരുടെ? കസ്റ്റാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഗന്റെ കഥയാണ്. ഓക്കെ, ഇനി എന്താ? യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ബാലഡ്സ് ദാറ്റ് നറേറ്റ്സ് ടെയിൽസ് ഓഫ് കറേജ് ഓഫ് ഹീറോയിസം. ഓക്കെ, ഹീറോയിസത്തിന്റെ ഒരുപാട് കഥകൾ, നമ്മൾ വടക്കൻ വീരകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി ദിസ് പോം ഇസ് എ ഹ്യൂമറസ് ബാലഡ്. ഇത് പോം ഒരു ഹ്യൂമറസ് ബാലഡാണ്. ഒരു തമാശയിലൂടെ ഒരു കാര്യം പറയാം. ബാലഡ് കഥ പറഞ്ഞു തരാം. നമുക്ക് കഥ നോക്കാം. നമുക്ക് ബെലിൻഡ ലിവ്ഡ് ഇൻ ദ ലിറ്റിൽ വൈറ്റ് ഹൗസ്. ബെലിൻഡ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ചെറിയ വൈറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഷീ ലിവ്ഡ് there with her pets. അവളുടെ കൂടെ കുറച്ച് പെറ്റ്സ് ഉണ്ട്. ആരൊക്കെയാ പെറ്റ്സ്? ഹെർ പെറ്റ്സ് കണ്ടെയ്ൻഡ് ബ്ലാക്ക് കിറ്റൺ. ബ്ലാക്ക് കിറ്റൺ, മിസ്റ്റർ ബ്ലാക്ക് കിറ്റൺ ഉണ്ട്. അവൻ്റെ പേര് ഇങ്ക് എന്നാട്ടോ. എ ഗ്രേ മൗസ് ഉണ്ട്, പേര് ബ്ലിങ്ക് എന്നാണ് കേട്ടോ. ഓക്കെ, എ യെല്ലോ ഡോഗ് ഉണ്ട്, പേര് മസ്റ്റാർഡ് എന്നാണ്. ആൻഡ് എ ഡ്രാഗൺ, ദാ ഡ്രാഗൻ്റെ ചിത്രം അതാ. ഡ്രാഗൺ ഉണ്ട്. ഡ്രാഗൺ ആരാണ്? ഒരു പേര് കസ്റ്റാർഡ് എന്നാണ്. കുറച്ച് ആൾക്കാരുണ്ട് കൂടെ. ഒരു കിറ്റൺ ഉണ്ട്, ഒരു മൗസ് ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട്, ഒരു ഡ്രാഗൺ ഉണ്ട്. ഓക്കെ, പേരുണ്ട് അവർക്കൊക്കെ. ഓൾ അതർ പെറ്റ്സ് വർ കൺസിഡേർഡ് ഷാർപ്പ് ആൻഡ് ബ്രേവ്. എല്ലാ പെറ്റ്സും കസ്റ്റാർഡ് ഒഴികെ ഭയങ്കര ഷാർപ്പും ബ്രേവും ആണെന്നാണ് ഒരു വെപ്പ്. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു വെപ്പുണ്ട്. ഏട്ടൻ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ഞാൻ മണ്ടൻ, അല്ലെങ്കിൽ ഞാൻ നല്ല പഠിപ്പിസ്റ്റാണ്, ഏട്ടൻ മണ്ടൻ എന്നൊക്കെ അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ. ഇതുപോലെയായിരുന്നു. ഓൺലി കസ്റ്റാർഡ് വാസ് കൺസിഡേർഡ് ആസ് എ കവേർഡ് ഹൂ ഓൾവേസ് ക്രൈഡ് ഫോർ നൈസ് സേഫ് കേജ്. എപ്പോഴും കസ്റ്റാർഡ് മാത്രമാണ് ഇങ്ങനെ ഒരു ഭീരുവായിട്ട് പരിഗണിക്കാറ് ആൾക്കാർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എന്ന് വെച്ചാൽ അവൻ എപ്പോഴും പറയും എനിക്കൊരു നല്ല ഉറപ്പുള്ള കൂട് വേണോ, എനിക്കൊരു നല്ല ഉറപ്പുള്ള കൂട് വേണോ എന്ന് പറഞ്ഞ് കരയുന്നതിനെ കൊണ്ട് ഇവൻ എപ്പോഴും ഒരു ഭീരുവായിട്ടാണ് ആൾക്കാരൊക്കെ, ഈ എലി പോലും ഇവനെ എന്താ ഒരു ഭീരുവായിട്ടാണ് കാണാറ്. ഓക്കെ, ദ ഡ്രാഗൺ ഹാഡ് ഷാർപ്പ് ടീത്ത്. പല്ല് ഭയങ്കര മൂർച്ചയുള്ള പല്ലാണ്. ദർ വേർ സ്പൈക്സ് ഓൺ ടോപ്പ് ഓഫ് സ്കെയിൽസ്. ഇതിൻ്റെ സ്കെയിൽസിൻ്റെ മേലൊക്കെ എന്തുണ്ടായിരുന്നു? ആ സ്പൈക്ക് ഇല്ലേ, ആ സ്പൈക്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഭീകരനാണ് ആള്. ബിനീത്ത് ഹിം he spat fire and had daggers on his toes. കത്തി ഉണ്ട് തൻ്റെ കയ്യിൽ. ഓക്കെ, കാലിലൊക്കെ അതുപോലെ തന്നെ നഖമൊക്കെ നല്ല കത്തി പോലെയാണ്. അതുപോലെ തന്നെ അതിന് തീ തുപ്പാൻ പറ്റുന്നതാണ് ആര്? നമ്മുടെ ഈ പറയുന്ന ആൾ കേട്ടോ, ഡ്രാഗൺ. ബെലിൻഡ ആൻഡ് ഹെർ പെറ്റ്സ് മോക്ക്ഡ് കസ്റ്റാർഡ് ഫോർ ഇറ്റ്സ് ടിമിഡിറ്റി. അവൻ്റെ ഈ കവേർഡ്നെസ്, ടിമിഡിറ്റി എന്ന് പറഞ്ഞാൽ കവേർഡ്നെസ്, ഭീരുത്വം കണ്ടിട്ട് മെലിൻഡയും അവളുടെ പെറ്റ്സും മറ്റുള്ളവരൊക്കെ ഈ എലിയൊക്കെ എന്തെയും കളിയാക്കുവനെ. സഡൻലി ദേ സോ എ പൈറൈറ്റ് ക്ലൈംബിങ് ത്രൂ ദ വിൻഡോ. ഒരു ദിവസം ഒരു കള്ളൻ അവരുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാണ്? കയറുന്നത് അവർ കണ്ടു. ഓക്കെ, ഇതാ കള്ളൻ ഇതാ. ഓക്കെ, പൈറേറ്റുകൾ കയറുന്നത് കണ്ടു. അവൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ഹാഡ് എ പിസ്റ്റൾ, തോക്ക്. ഈച്ച് ഹാൻഡ് ഓരോ കയ്യിലും തോക്ക്. എ ഡ്രാഗൺ ഇൻ ഹിസ് മൗത്ത്, വായിലൊരു കത്തി. പിന്നെയോ ഹിസ് ബേർഡ് വാസ് ബ്ലാക്ക് ആൻഡ് വൺ ഓഫ് ഹിറ്റ്സ് ലെഗ് വാസ് വുഡ്. ഒരു കാല് എന്തിൻ്റെ കാലാണ്? വുഡൻ കാലാണ് അല്ലേ, വുഡനാണ് കാല് ഇല്ല. ബെലിൻഡ ടേൺഡ് പെയിൽ ഓൺ സീയിങ് ദ പൈറേറ്റ് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. ബെലിൻഡ ബേജാറായി, കരയാൻ തുടങ്ങി. ദ ഡോഗ് മസ്റ്റാർഡ് ഫ്ലഡ് ക്രൈങ്. ധീരനായ നമ്മുടെ നായ ആദ്യം ഓടി കരഞ്ഞിട്ട്. ഇങ്ക് ഹിംസെൽഫ് ഹൈഡ് ഹിംസെൽഫ്. ഇങ്ക് എവിടെ ഒളിച്ചിരുന്നു. ആൻഡ് ദ ലിറ്റിൽ മൗസ് ബ്ലിങ്ക് ഡിസപ്പിയർഡ് ഇൻ ടു ദ മൗസ് ഹോൾ. മുപ്പരി വേഗം മൗസ് ഹോളിൽ കയറിയിരുന്നു. ആര് മാത്രമായി അവിടെ? പാവം നമ്മുടെ ബിരിന്ദ മാത്രമായി. ബട്ട് കസ്റ്റാർഡ് ജംപ്ഡ് അപ്പ്. പക്ഷേ കസ്റ്റാർഡ് ഇതാ ഈ സമയത്ത് അല്ലേ, നമ്മുടെ എന്താ പറയുക, 2018 എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടില്ലേ? അതിൽ ടോവിനോനെ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്, ഭീരുവാണ് അല്ലേ, ഈ പറയുന്ന പോലെ. എന്താണ് നിങ്ങളുടെ എന്താ പറയുക, പട്ടാളത്തു നിന്നും അയാൾ പേടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു ആവശ്യം വന്ന സമയത്ത് നാട്ടുകാർക്ക് മുഴുവനും സഹായകരമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ ടോവിനോ അല്ലേ മാറുകയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഭീരുവാണെന്ന് കരുതിയ ഈ ഡ്രാഗൺ ആണ് എന്ത് ചെയ്യുന്നത്? ചാടിക്കയറുന്നത്. ഓക്കെ, അറ്റ് ദ പൈറൈറ്റ് അറ്റാക്കിംഗ് ഹിം വിത്ത് ഹിസ് അയൺ ടെയിൽ കൊണ്ട് ഇട്ടിച്ചു. എന്നിട്ടോ ഈ പൗൺസ്ഡ് അപ്പോൺ ദ പൈറേറ്റ്, കിൽഡ്, ഓനെ കൊന്ന് തീർന്നില്ല. ആൻഡ് സോളോഡ് ഹിം വിത്ത് നോ ടൈം. ഒരൊറ്റ വിഴുങ്ങലും. പാവം, കഷ്ടപ്പാട് അല്ലേ. ആരുടെ നമ്മളെ ആ കള്ളൻ്റെ. ഇനിയോ
ബെലിന്ദ എംബ്രേസ്ഡ് കസ്റ്റാർഡ്. ബെലിന്ദ ആ കസ്റ്റാർഡിനെ എംബ്രേസ് ചെയ്തു. ഓക്കെ, എൻ്റെ ജീവൻ രക്ഷിച്ച കസ്റ്റാർഡ്. ഇനിയോ മസ്റ്റാർഡ് ലിക്ക്ഡ് ഹിം. മസ്റ്റാർഡിനെ ലിക്ക് ചെയ്യാനല്ല അറിയുള്ളൂ, അതിനെ ലിക്ക് ചെയ്തു. എന്നെയോ ഇങ്ക് ആൻഡ് ബ്ലിങ്ക് ഡാൻസ്ഡ് അറൗണ്ടിങ്. ഇങ്കും ബ്ലിങ്കും അതിന് ചുറ്റിലും ഇങ്ങനെ ഡാൻസ് ചെയ്ത് കളിച്ചു. ഈവൻ സ്റ്റാർട്ടഡ് ബ്രാഗിങ് അഗെയിൻ ഓഫ് ഹിസ് ബ്രേവറി, ഫൊഗറ്റിംഗ് ദ ബ്രേവറി ഷോൺ ബൈ ദ കസ്റ്റാർഡ്. പിന്നെ അവർ പിന്നെയും അതൊക്കെ മറന്നു. അതൊക്കെ അങ്ങനെയാണ്, നമ്മളൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയൊക്കെ മറക്കും. ഓക്കെ, മറന്നിട്ടുണ്ടെങ്കിൽ +1 വരുന്ന സമയത്തും എന്നെ ഓർമ്മ ഉണ്ടാവില്ലേ? ഓക്കെ, നമ്മൾ ഇതുപോലെ കാണും എപ്പോൾ മാരത്തോണിൽ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് കാണാം, ഓർമ്മിച്ചാൽ മതി കേട്ടോ. എൻ്റെ പേര് SJ എന്നാണ്, മറന്നുകൊണ്ട SJ. കസ്റ്റാർഡ് അഗ്രീഡ് ദാറ്റ് എവ്രിബഡി വാസ് ബ്രേവർ ദാൻ ഹിം. കസ്റ്റാർഡ് പറഞ്ഞു, എല്ലാവരും എന്നെക്കാളും ധൈര്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, എല്ലാവരും എന്നെക്കാളും ധൈര്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനിയോ ബെലിന്ദ സ്റ്റിൽ കൺസിഡേർഡ് ബ്രേവ് ആസ് ദ ബാരൽ ഫുൾ ഓഫ് ബിയേഴ്സ്. ബാരൽ ഫുൾ ഓഫ് ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്തൗട്ട് ഫിയർ എന്നാണ് അർത്ഥം കേട്ടോ. ബെലിന്ദ പിന്നെയും കൺസിഡർ ചെയ്യുന്നു അവളുടെ ബാക്കി എല്ലാ പെറ്റ്സും ഈ കസ്റ്റാർഡിനേക്കാളും എന്തുതന്നെയാണ്, ഭയങ്കര ധീരന്മാരാണെന്ന്. ഇവിടെ നമ്മുടെ പോയത്തിന്റെ തീം എന്താണെന്ന് വെച്ചാൽ, ദ പോയം ടോപ്പിക് ഇസ് ദാറ്റ് എവ്രി വൺ ഹാസ് ഹിസ് ഓൺ യുണീക് ക്വാളിറ്റീസ്. എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ? സർ കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുതരൂ, കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരൂ. ഓക്കെ, എന്താ പറയുന്നത്? ഷുഡ് നെവർ ബി ജഡ്ജ്ഡ് ബേസ്ഡ് ഓൺ ദെയർ അപ്പിയറൻസ്. നമ്മൾ ആരെയും അവരുടെ അപ്പിയറൻസ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നെവർ മേക്ക് ഫൺ ഓഫ് സംബഡി ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ, ലുക്സ്, ക്വാളിറ്റീസ് ഓഫ് ഫ്ലോസ്. For they are ones who stand tall and boldly in face of adversity. അഡ്വേഴ്സിറ്റിയുടെ സമയത്ത് അവർ ബോൾഡായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ്. സോ നമ്മൾ അങ്ങനെ കളിയാക്കരുത് അവരെയും. മെറ്റഫർ നോക്കാം. Poem is in the poem the poet uses a device of metaphor in third line of the third stanza when he compares dragon's nose with chimney. ചിമ്മിനിയുമായിട്ട് അവനെ തീ തുപ്പുന്നതുകൊണ്ട് ചിമ്മിനിയുമായിട്ട് അതിനെ നോസിനെ കമ്പയർ ചെയ്യുന്നത് എന്താണ്, മെറ്റഫറാണ്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. ബെലിന്ദാസ് കിറ്റൺ, മൗസ്, ഡോഗിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എന്താ പേഴ്സോണിഫിക്കേഷൻ ആണ്. സിമിലി ഉണ്ട്, ലൈക്ക് എ ഫയർ പ്ലേസ്, ആസ് ബ്രേവ് ആസ് ടൈഗർ എന്നൊക്കെ പറയുന്നത് സിമിലിയാണ്. റിഫ്രെയിൻ ഉണ്ട്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് എ സെന്റൻസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇപ്പോൾ പാട്ടിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു വരികൾ ഇങ്ങനെ ആവർത്തിച്ച് വരിക, അതിനാണ് റിഫ്രെയിൻ എന്ന് പറയാം കേട്ടോ. നമ്മൾ റീഫ്രെയിൻ അല്ലെങ്കിൽ റഫ് റെയിൻ ആലോചിച്ച് വെച്ചാൽ മതി. ഓണോമെറ്റോപ്പിയ ഉണ്ട്. ഓണോമെറ്റോപ്പിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗിഗിൾഡ് വീക്ക് ഒക്കെയാണ് അല്ലേ. എന്താ വെച്ചാൽ വീക്ക് എന്ന് പറഞ്ഞാൽ ഈ എരി ഉണ്ടാക്കുന്ന ശബ്ദമാണ്. വീക്ക് വീക്ക് വീക്ക്, ആ ശബ്ദവും ആ വാക്കും തമ്മിലൊരു ബന്ധമുണ്ട്. അതിനെയാണ് നമ്മൾ വീക്ക് അല്ലെങ്കിൽ എന്താണ് പറയുക, ഓണോമെറ്റോപ്പിയ എന്ന് പറയാം. ആ ശബ്ദവും ആ വാക്കും തമ്മിലൊരു ബന്ധം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വരി വന്നിട്ടുണ്ട്, നമ്മോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ കളർ ഓഫ് ബെലിന്ദാസ് ഡോഗ്? സിമ്പിൾ, എന്താണ്? ബെലിന്ദാസ് കളർ ഈസ് യെല്ലോ ആസ് മസ്റ്റർഡ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വർ ദ കിറ്റൻസ് ആൻഡ് ദ മൗസ് കോൾഡ്? അവരെ ബ്ലിങ്ക് എന്നും ഇങ്ക് എന്നും ആണ് വിളിച്ചത് അല്ലേ. Which word in the stanza means fear easily? Coward. Biru. Blink here is the name of a mouse. But what actually the word means? Blink എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? To shut and open one's eyes frequently. അല്ല ഇങ്ങനെ കണ്ണിങ്ങനെ ഇമ വെട്ടുന്നതിനല്ല നമ്മൾ എന്താ പറയുക, ബ്ലിങ്ക് എന്ന് പറയാം. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്, the pistol in the left hand, pistol in the right hand, and he held his teeth cut bright. His beard was black and one leg was wood. It was clear that the pirate meant no good. How many weapons was the pirate carrying? The pirate was carrying 2 pistols in his hand and a cutlass in his teeth. Katti, dragon. Describe the physical appearance of the pirate. The അയാളുടെ ബിയർഡ് പറയാം, അതുപോലെ തന്നെ അയാളുടെ വുഡൻ ലെഗ് ആണെന്ന് പറയാം. He looked very frightening എന്ന് പറയാം, പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖം. What does cutlass mean? നമുക്കറിയാലോ, വെപ്പണാണ് അല്ലേ, ഷാർപ്പ് ബ്ലേഡാണ്. സ്വാഡ് എന്നും പറയാം. വാട്ട് ഇസ് ദ റൈമിംഗ് സ്കീം? റൈമിംഗ് സ്കീം നമുക്ക് പറയാം AABB ആണ് റൈമിംഗ് സ്കീം. ഓക്കെ, ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഡിഡ് കസ്റ്റാർഡ് മാച്ച് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്? കസ്റ്റാർഡ് എന്ന് പറയുന്ന ആൾ അവിടെ ഫിസിക്കൽ അപ്പിയറൻസിന് മാച്ച് ചെയ്യുന്നുണ്ടോ? കസ്റ്റാർഡ് മാച്ച് ചെയ്യുന്നുണ്ടോ ഫിസിക്കൽ അപ്പിയറൻസിന്? ആ പേര് നോ, കസ്റ്റാർഡ് ബെയർലി മാച്ചസ് ഹിസ് അപ്പിയറൻസ് ആസ് ഹി ലുക്ക്ഡ് ഫിറോഷ്യസ് ബട്ട് ഹീ ആക്ച്വലി വാസ് കവേർഡ്. ശരിക്കും ഭയങ്കര ഭീകരമായ ലുക്കൊക്കെ ആണ് മൂപ്പർക്ക്, പക്ഷേ വായ പറഞ്ഞാൽ പേടിയാണ് അല്ലേ, എനിക്ക് കൂടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു മാച്ചിങ് ഇല്ല. ഡിസ്ക്രൈബ് ദ ബ്രേവറി ഓഫ് എവ്രി വൺ ഇൻ ദ ഹൗസ്. വീട്ടിലെല്ലാവരുടെയും ബ്രേവറിനെ കുറിച്ച് പറയാം. ബെലിന്ദ ഭയങ്കര ബ്രേവ് ആയിരുന്നു, വാസ് ആസ് ബ്രേവ് ആസ് എ ബാരൽ ഫുൾ ഓഫ് ബിയേഴ്സ്. ഇങ്ക് വാസ് ആൻഡ് ബ്ലിങ്ക് were brave enough to chase lions away. Mustard's bravery was like a tiger's range. It was only Custard who was a coward. Everyone else was very brave. Okay, ശരിയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ പ്രപ്പോസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എന്താണ് പ്രപ്പോസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രപ്പോസൽ. ഓക്കെ, പ്രപ്പോസൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഥ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ?
ചുപ്കോവ് ഉണ്ട്, അയാളുടെ മകള് നതാലിയ, ദെൻ ലോമോവ്. ലോമോവ് എന്ന് പറയുന്ന കഥാപാത്രം ഓർമ്മ ഉണ്ടാവണേ, നൈബറാണ് ലോമോവ്. ഇനി നമ്മുടെ പ്രപ്പോസലിലേക്ക് വരാം. ആന്റൺ ചെക്കോവിന്റെ കഥയാണ്. ഇവിടെ ഒരു വേർബൽ ഫൈറ്റിംഗ് ആണ്. വേർബൽ ഫൈറ്റിംഗ് ആണ് മെയിൻ തീം. വേർബൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ബോൾ എന്താണ്? ഹൈപ്പർ ബോൾ അല്ല, ഹൈപ്പർ ബെല്ലെ. ഹൈപ്പർ ബെല്ലെ എന്ന് പറഞ്ഞാൽ ഓവർ എക്സാജറേഷൻ ആണ്. ഓവർ എക്സാജറേഷൻ. എൻ്റെ മുത്തശ്ശിക്ക് ആ കുന്നിൻ്റെ പ്രായമുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഞാനൊരു 100 തവണ നിന്നോട് പറഞ്ഞതാണ് എന്ന് പറയാം. 100 തവണ ഒന്നും പറഞ്ഞില്ല, 2 തവണ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ 100 തവണ ഇങ്ങനെ പോയത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇങ്ങനെ പോയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓവർ എക്സാജറേഷനെയാണ് ഹൈപ്പർ ബെല്ലെ എന്ന് പറയാം. റെഡി അല്ലേ? ഓക്കെ, ഇനി 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 ചാപ്റ്ററിലേക്ക് വരാം. 2 വേർബൽ ഫൈറ്റിംഗ് ആണ് അവിടെ. ഒന്ന് ഓക്സൺ മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു അടി, ഒരു വാക്ക് തർക്കം. രണ്ടാമത് ഗസ്സും സ്കീസർ എന്ന് പറഞ്ഞ നായകളെ കുറിച്ചിട്ടുള്ള ഒരടി, ഒരു തർക്കം. ഇതാണ് കഥ. ഓക്കെ, നമുക്ക് നോക്കാം. ലെമോ എൻറ്റേഴ്സ് ഇൻ ടു ദ ഹൗസ് ഓഫ് ചുബ്കോവ്സ്. ചുബ്കോവ്സ് മീറ്റ് ഹിം. ചുബ്കോവിന്റെ വീട്ടിലേക്ക് ലെമോ ഒരു ദിവസം വൈകുന്നേരം വരുവാണ്. ചുബ്കോവ് ഇസ് എക്സ്ട്രീംലി ഹാപ്പി ടു മീറ്റ് ഹിം. ചുബ്കോവിന് ഭയങ്കര സന്തോഷമായി ഇവരെ കണ്ടതിൽ. ഹി ആസ്ക് ഹിം ടു സിറ്റ് ഡൗൺ. ഇരിക്കാൻ പറഞ്ഞു. കയറി വന്നല്ലേ വീട്ടിൽ. ഹി ഓൾസോ ആസ്ക് ഹിം വേർ ഇസ് ഹി ഗോയിങ് ഇൻ ദ ഈവനിങ് ഡ്രസ്. അടിപൊളി ഡ്രസ്സിലൊക്കെയാണല്ലോ, എങ്ങോട്ടാ പോകുന്നേ ചോദിച്ചു. ലെമോ ടെൽസ് ഹിം ദാറ്റ് ഹി ഹാസ് കം ടു സീ ഹിം വിത്ത് എ റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണെന്ന്, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നതാണെന്ന് പറഞ്ഞു. ഹി വാണ്ട്സ് ടു സേ ബട്ട് ഗെറ്റ്സ് എക്സൈറ്റഡ്. ഒരു ചെറിയൊരു നരമ്പിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും. എനിക്ക് പറയാനില്ല. എന്താണ്? ചുബ്കോവ് ഫീൽസ് ദാറ്റ് ഹി ഹാസ് കം ടു ബോറോ മണി. അപ്പോൾ ചുബ്കോവിന് മനസ്സിലായി, എന്തോ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ വയ്ക്കാൻ വന്നതായിരിക്കും ചങ്ങായി. ലെമോ സ്റ്റാർട്ട് സ്പീക്കിംഗ് ബട്ട് ഹി ടോക്സ് ഓഫ് ദിസ് തിങ് ആൻഡ് ദാറ്റ് തിങ്. പക്ഷെ അവന് സംസാരിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, Chukov. At last, he says that he has come to ask Natalia's hand. മൂപ്പര് പറഞ്ഞു, അവസാനം പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. Chukov is greatly excited to hear it. ചുക്കോവിനത് ഭയങ്കര ഇഷ്ടമായി അത് കേട്ടത്. ഓക്കെ, ചുക്കോവിനത് ഇതൊക്കെ റഷ്യൻ പേരുകളാട്ടോ, റഷ്യൻ പേരുകളാണ്. ആന്റൺ ചെക്കോവ് ഒരു റഷ്യൻ എഴുത്തുകാരനാണ്. റഷ്യൻ പേരുകളാണ് ഇങ്ങനെയുള്ള എന്താ പറയുക പ്രൊനൗൺസിയേഷനൊക്കെ. ഇപ്പോൾ ചോവിയോക്കോഫ്, അതുപോലെ തന്നെ വാങ്ക, അതുപോലെ തന്നെ എന്താണ് അലിയോക്കൻ, ഇതൊക്കെയാണ് റഷ്യൻ പേരുകൾ. അപ്പോൾ അത് എങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് സാർ? ആക്ച്വലി ഓക്സൺ മെഡോ എന്നതാണ് ഓക്സൺ മെഡോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലം ശരിക്കും ഈ ലെമോവിൻ്റെ ആണ്. ഓക്കെ, ആ ലെമോവിൻ്റെ അല്ല, മറ്റേ ആളുടെയാണ് എന്നാണ് അവർ തർക്കിക്കുന്നത്. മനസ്സിലായോ? ചിക്കോവ് എന്ന് പറയുന്ന ആൾ പറയുന്ന ചുബ്കോവ് അല്ലെങ്കിൽ ചുക്കോവ് എന്ന് പറയുന്ന ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ സ്ഥലമാണ്. അവിടെ അതിനാണ് വേണ്ടിയിട്ടാണ് എന്തെന്ന് കച്ചറ. മനസ്സിലായോ ആദ്യം? ഓക്കെ, ഇനി ബാക്കി നോക്കാം. ചുക്കോ എംബ്രേസസ് ആൻഡ് കീസസ് ലെമോ ഫോർ ഇറ്റ്. ഇത് കേട്ടപ്പോൾ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. അയാളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ഹി സേസ് ദാറ്റ് ഹി ഓൾവേസ് വാണ്ടഡ് ദാറ്റ്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചതാണ് മോനെ. ലെമോ ആസ്ക് ഹിം ഇഫ് ഹി ഷുഡ് തിങ്ക് ദാറ്റ് ഹി ഗിവ്സ് ഹിസ് കൺസെന്റ്. എന്നാൽ നിങ്ങൾ എനിക്ക് സമ്മതം തരുമെന്ന് പറഞ്ഞു. ചുബ്കോ ടെൽസ് ഓക്കെ. ഹി ടെൽസ് ദാറ്റ് ഹിം നതാലിയ ഓൾസോ ഈസ് ഇൻ ലവ് വിത്ത് ഹിം. നതാലിയ നിന്നോട് ഇഷ്ടമാണെന്ന് അയാൾ പറഞ്ഞു. ലെമോ ട്രംബിൾസ് ഡ്യൂ ടു ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്. ഇത് ഭയങ്കര സന്തോഷമായപ്പോൾ അയാൾക്ക് കുറച്ച് വല്ലാത്ത പ്രശ്നം ഉണ്ടായി, എക്സൈറ്റ്മെൻ്റ് ആയി. എന്നിട്ടോ ഹി സേസ് ദാറ്റ് ഇഫ് ഹി ലുക്സ് ഫോർ എൻ ഐഡിയൽ ലവ് ഹി വുഡ് നെവർ ഗെറ്റ് മാരീഡ്. ഹി ഗെറ്റ്സ് കോൾഡ്. ഹി ഫീൽസ് ദാറ്റ് നതാലിയ ഇസ് ഗുഡ് ഹൗസ് കീപ്പർ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ്. അവളെ പറ്റിയിട്ട് കുറച്ച് പുകഴ്ത്തി പറയാണ്. എന്നിട്ട് ഹീ ഈസ് ഓൾറെഡി 35. എനിക്കാണ് 35 കഴിയുകയും ചെയ്തു. ഹീ ഷുഡ് ലീഡ് എ ക്വൈറ്റ് ആൻഡ് റെഗുലർ ലൈഫ് ബട്ട് ഹീ നൗ എസ് എ പാൽപിറ്റേഷൻസ്. അവന് ചെറിയൊരു പാൽപിറ്റേഷൻ, രക്തസമ്മർദ്ദത്തിൻ്റെ അസുഖമുണ്ട്. ഹീ സ്റ്റാർട്ട് ജമ്പിങ് ലൈക്ക് എ മാഡ് പേഴ്സൺ. മുപ്പരിങ്ങനെ ചാടാനൊക്കെ തുടങ്ങി. ഓക്കെ, എന്നിട്ടോ നതാലിയ എൻഡേഴ്സ്. അപ്പോൾ വീട്ടിൽ നിന്നും നതാലിയ പുറത്തേക്ക് വരുന്നതൊന്നും അറിയാതെ ഷി ആസ്ക് ഹിം വൈ ഹി ഈസ് ഇൻ ദ ഈവനിങ് ഡ്രസ്സ്. എന്താ അടിപൊളി ഡ്രസ്സിലൊക്കെയാണല്ലോ എന്ന് ചോദിച്ചു. ഈസ് ഹി ഗോയിങ് ടു എ ബോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പോവാണെന്ന് ചോദിച്ചു. ലെമോ ട്രൈസ് ടു ടെൽ ഹെർ ദ പേർപ്പസ് ബിഹൈൻഡ് എ വിസിറ്റ് ബട്ട് ഹീസ് ഓഫ് ടു ദ പോയിന്റ്. ലെമോവ് കാര്യം പറയാൻ വിചാരിച്ചു, പക്ഷേ നമ്മളെ കല്യാണം കഴിക്കാൻ പോകാന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം പറയാതെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം. ഓഫ് ടു ദ പോയിന്റ്. ഹി ടെൽസ് ദാറ്റ് ഹി ഹാസ് നോൺ ഹെർ ഫാമിലി ഫോർ ലോങ്. അപ്പോൾ അവൾ പറയാണ്, നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് പണ്ട് മുതലേ അറിയാം. ഹി ഓൾസോ ടെൽസ് ഹൗ ഹി ഇൻഹെറിറ്റഡ് ഹിസ് ലാൻഡ് ആൻഡ് ഹൗ ഹി റെസ്പെക്ട് നതാലിയാസ് ഫാദർ. എനിക്ക് ഒരുപാട് ഭൂസമ്പത്തുണ്ട്, എനിക്കത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഹി ടെൽസ് ദാറ്റ് ഹിസ് ഓക്സൺ മെഡോസ് ടച്ച് നതാലിയാസ് ബ്രിച്ച് വുഡ്സ്. ഞങ്ങളുടെ ആ പറമ്പില്ലേ, ഓക്സൺ മെഡോസ് എന്ന് പറയുന്ന പറമ്പുണ്ടല്ലോ, അത് നിങ്ങളുടെ ആ പറമ്പില്ലേ ബ്രിച്ച് വുഡ്സ് എന്ന് പറയുന്ന സ്ഥലം, അതുവരെ എത്തും, അത്രയുണ്ട് ഞങ്ങളത്. ആൻഡ് ഓവർ ദിസ് ഇഷ്യൂ ദേ ഫൈറ്റ് വേർബലി ലൈക്ക് ബുൾഡോഗ്സ്. ബുൾഡോഗ്സിനെ പോലെ ഒരു കച്ചറവും
തെരുവ് നായക്കളെ പോലെ ഒരു അടി ഉണ്ടാക്കും. എന്തിൻ്റെ മേലെ? ഈ ഒരു വിഷയത്തിൽ. നതാലിയ പറയാം ഞങ്ങളുടെ സ്ഥലമാണ്, നീ എങ്ങനെ അത് പറയാം? നതാലിയ refuses Lemov to claim. Lemov offers to make a present to them. Natalia gets angry. ലെമോ പറയും നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ എടുത്തോ സ്ഥലം, എനിക്ക് വേണ്ട, പക്ഷെ എന്നാലും ഞങ്ങളുടെതാണ് അത് സ്ഥലം, ഞങ്ങളുടെ അല്ല എന്ന് പറയരുത്. നതാലിയക്ക് ദേഷ്യം വന്നു. ഷീ കംസ് ടു എ ലോ ലെവൽ. ഭയങ്കര ലോ ലെവലായി. ചില കുട്ടികൾ അങ്ങനെ അല്ലേ, ഭയങ്കര കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും, പക്ഷെ വായ തുറന്നാൽ പ്രശ്നമാണ് അല്ലേ, ആ കച്ചറയായി. ഷീ സ്റ്റാർട്ട്സ് അക്യൂസിങ് ലെമോ. ദേ സ്റ്റാർട്ട് ഷൗട്ടിങ് അറ്റ് ഈച്ച് അതർ. അല്ല ഇയാളും വിട്ടുകൊടുത്തില്ല, ഭയങ്കര കച്ചറോട് കച്ചറ. ചുപ്കോവ് എൻറ്റേഴ്സ്. അപ്പോഴാണ് ഈ ചച്ചറ അവരോട് ആര് വരുന്നത്? ചുക്കോപ്പ് വരുന്നു. നതാലിയ ആസ്ക് ഹിം ടു ടെൽ ലെമോ ദാറ്റ് ഓക്സൻ മെഡോസ് ആർ ദേഴ്സ്. അച്ഛാ പറഞ്ഞു കൊടുക്ക് ചങ്ങായിനോട്, ഇത് ഓക്സൻ മെഡോസ് ഞങ്ങളുടേതാന്ന് പറഞ്ഞു കൊടുക്ക്. He accuses Lemov to speaking disrespectfully as he is twice his age. തനിക്ക് Chupko clarifies that by shouting Lemov won't prove the ownership. Lemov refuse ചെയ്തു. Chupko പറയാണെന്ത് ഇത് ഞങ്ങളുടെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തമ്മിലും ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ചുപ്കോ പറയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിൻ്റെക്കാളും 35 വയസ്സുള്ള നിന്നെക്കാളും 2 ഇരട്ടി പ്രായമുണ്ട് എനിക്ക്, നീ എങ്ങനെയാണ് ഇങ്ങനെ മോശമായി സംസാരിക്കുക? Lemov adds that good neighbors don't behave like that. നല്ല അയൽക്കാരൊന്നും ഇങ്ങനെ പെരുമാറില്ല. He calls Chukov a land grabber. നീ ഒരു ലാൻഡ് ഗ്രാബർ ആടോ എന്ന് വരെ പറഞ്ഞു. അമ്മായച്ചനെ വിളിക്കുന്നത്. Lemov threatens to take Chukko to court. നിന്നെ കോടതി കേട്ടോടാ. They exchange abuses calling and Lemov's grandfather was a drunkard. ഭയങ്കര തെറിവിളിയൊക്കെയായി. നിന്റെ അച്ഛൻ പണ്ട് ഒരു ഡ്രങ്കേഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. His younger aunt Nastia ran away with an architect. Lemov wants to say something. ലെമോവിന് എന്തോന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ലെമോവിന് കൈയില്ല. അയാൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് കിതയ്ക്കുന്നുണ്ട്. ഇപ്പം വല്ലാതെ അസുഖമായി, അവൻ മരിക്കാൻ തോന്നുകയാണ്. നതാലിയ കോൾസ് ലെമോ എ റാസ്കൽ. നതാലിയ ഇവനെ ഒരു റാസ്കൽ എന്ന് വിളിക്കുകയാണ്. ചുക്കോ കോൾസ് ഹിം ദ വില്ലൻ ആൻഡ് ദ സ്കെയർ ക്രോ എന്ന് വിളിക്കുകയാണ്. ഹി കോൾസ് ഹിം എ മോൺസ്റ്റർ ഹു ഹാസ് ദ കറേജ് ടു പ്രപ്പോസ്. അച്ഛൻ ആ വേർഡ് ഉപയോഗിച്ചോ? പ്രപ്പോസോ? എന്ത് പ്രപ്പോസ്? Hearing propose, Natalia asks what propose. The Chupko tells her that Lemov had come to propose her for marriage. She starts weeping. അയ്യോ, കല്യാണം ആലോചിച്ച് വന്ന മനുഷ്യനാണോ ഞാൻ ചീത്ത പറഞ്ഞു വിട്ടത്? She calls Chukov to bring him back once. അച്ഛാ, ആ മനുഷ്യനെ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുവരൂ. She is in hysteric. പെട്ടെന്ന് അവളെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി. He laments that it is a great burden to be a father of a grown up daughter. ഇയാൾ വിചാരിക്കേണ്ട എന്തൊരു കഷ്ടമാണ് ഒരു ഗ്രോൺ അപ്പ് ഡോട്ടറിന്റെ അച്ഛനാവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. അവനെ പറഞ്ഞു വിട്ടിട്ട് ഇനി പോനെ വിളിച്ചോണ്ടിരുന്നോ? കഷ്ടപ്പാട്. ലെമോ തിരിച്ചു വന്നു. ഓക്കെ, എന്നിട്ടോ ഹി ഹാസ് പാൽപിറ്റേറ്റിംഗ് ഹാർട്ട്. അപ്പോഴേക്കും ഇങ്ങനെ ടപ്പേ നടിക്കുന്ന ഹൃദയമാണ്. പിന്നെയോ നതാലിയ ബെഗ്സ് ആൻഡ് ടു ബി എക്സ്ക്യൂസ്ഡ്. എന്നോട് ക്ഷമിക്കണം ചേട്ടായി. എന്താണ്? ഷീ ടെൽസ് ഹിം ദാറ്റ് ദ മെഡോസ് ആർ ഹിസ്. മെഡോസ് നിങ്ങളതാണ്, ഞങ്ങളതല്ല. ഓക്കെ എന്നിട്ട് പറഞ്ഞു their talk now centers on dogs. ഇപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക, ഭാര്യയും ഭർത്താവും ആവും പോകുന്ന ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകളെ പറ്റി സംസാരിച്ചു. Lemov tells that Natalia that his best dog guess cost him 125 rubles. ഞാനേ എൻ്റെ ഡോഗില്ലേ, അടിപൊളി ഡോഗ് ഗസ് എന്ന് പറഞ്ഞ ഡോഗ് ഞാനേ 125 റൂബിൾസ് തൊട്ട് വാങ്ങിയതാണ്. Natalia calls it is too much as her father gave only 85 rubles for his scuser. അയ്യേ, എന്തിനീ 125 കൊടുത്തിട്ട് ഈ സാധനത്തിൽ വാങ്ങിയത്? സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വായന വെറുതെ അച്ഛൻ 85 റൂബിൾസിനാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സ്ക്യൂസർ ഈസ് ബെറ്റർ ദാൻ ദിസ് ഡോഗ് എന്ന് അവളുടെ ഒരു കമൻറ്റ്. Lemov refutes it. Lemov അങ്ങനെയൊന്നുമല്ല, എൻ്റെ നായാണ് ഏറ്റവും നല്ലത്. He states that this lower jaw is shorter than the upper. Natalia defends by saying that squeezer is often fine pedigree. അല്ലേ, പെഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പൈതൃകത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നല്ല ഒരു ബ്രീഡാണ്, പ്യുവർ ബ്രീഡാണ് ഏത് ഈ പറയുന്ന സ്ക്യൂസർ എന്ന് പറയുന്നത്. Both Lemov and Natalia start fighting over the dogs. Lemov calls his guest better. Natalia calls her better. Lemov heart get palpitating. Lemov ഹൃദയം അടിച്ചുകൊണ്ടിരിക്കുന്നു. He says that his heart is going to pieces. Chupko enters as he asks what was the matter. Chupko also adds that Lemov's dog guess is old and short. Lemov cites the fact that for his dog's superiority, he cites the dog race with the count's dog. In the squeezer was left behind. Dogs ran, but squeezer ran after the sheep. Lemov speaks about the condition of his heart. Natalia asks him to what sort of hunter he is.
he should go to the kitchen and not go for the foxes എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് അയാളുടെ നായയെ. Chupkov sides with Natalia. She adds that Lemov should sit at home. He changes the subject to avoid losing his temper. Lemov and he exchange abuse calling, Indruga, Pulp, Pulp എന്ന് പറഞ്ഞാൽ പപ്പി, നായ എന്നാണ് വിളിക്കുന്നത്, Drat, etc. Lemov tells that Chupkov's late wife beat him. നിന്റെ ഭാര്യ നിന്നെ അടിച്ചിട്ടില്ലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കളിയാക്കി പറയാണ്. He falls down. അതും പറഞ്ഞിട്ട് അയാൾ അവിടെ വീഴാണ്. Natalia asks her father what has happened to Lemov. Chupkov also feels sick as he can't breathe. ചുപ്കോവിനെ പറ്റി കച്ചാറുണ്ടാക്കിയിട്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല രണ്ടുപേർക്കും. Chupkov also asks what the matter is. Natalia says that Lemov is dead. At this Chupkov calls for water and a doctor. Lemov says he sees stars. Lemov പറയുന്നു ഞാൻ നക്ഷത്രങ്ങളെ കാണുന്നു. He asks where he is. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. Chupkov asks him to hurry up and get married. മോനെ സമയം കളയണ്ട, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളെ കല്യാണം കഴിക്കും. Natalia എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചില്ലെങ്കിലും ഇനി അടി ഉണ്ടാക്കും, പിരിയും. അപ്പോൾ Natalia is also willing to marry him. Chupkov also asks him to kiss each other. Then Lemov asks whom should he kiss. അപ്പോൾ അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങൾ പരസ്പരം കിസ് ചെയ്യൂ. ഞാൻ ആരെയാ കിസ് ചെയ്യേണ്ടത്? മൂപ്പരെ കിളി പോയി കിടക്കാം. He then says that he understands. എനിക്ക് മനസ്സിലായി നതാലിയനല്ലേ. Natalia is also happy. Chupkov feels that a weight has come off his shoulders. ഇത് കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളെ ചുക്കോ വിചാരിക്കുകയാണ് സമാധാനമായി, എന്ത് ഒരു ഭാരം ഒഴിഞ്ഞല്ലോ. He offers some champagne വേണോ എന്ന് ചോദിക്കുകയാണ്. അവർ കണ്ടത് champagne കൊടുക്കുകയാണ്, മദ്യം കൊടുക്കുകയാണ്. Question and answers നമുക്ക് നോക്കാം. ഓക്കെ, question and answers നമുക്ക് നോക്കാം. എന്താണ്, റെഡിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. വാട്ട് ഡസ് Chupkov at first suspect that Lemov has come for? എന്തിനാണ് അയാൾ വന്നതെന്നാണ് ആദ്യം ഇയാൾ വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബോറോ മണി അല്ലേ, പണം വാങ്ങാനാണ് അവൻ വന്നതെന്നാണ് അവരുടെ വിചാരം. പണം വാങ്ങാനാണ് വന്നതെന്നാണ് വിചാരം. പിന്നീടാണ് മനസ്സിലാവുന്നത് അവൻ പണം വാങ്ങാനല്ല, മകളെ പ്രപ്പോസ് ചെയ്യാൻ വന്നതെന്ന്. അത് നമ്മൾ വേറെ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക എഴുതിയാൽ മതി. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് കൂർഗ് എന്നാണ്. കൂർഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കൂർഗ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. The writer describes the hill stations of Coorg located in the western Ghats of the state Karnataka. It is located midway between Bangalore and Mangalore. ബാംഗ്ലൂരിൻ്റെ ഇടയിലാണത് അല്ലേ. The suitable time to visit Coorg is from September to March. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് നിങ്ങൾക്ക് ഇത് സൂട്ടബിൾ. ഇപ്പോഴൊക്കെ നല്ല സമയമാണ് കൂർഗ് വിസിറ്റ് ചെയ്യാൻ. പരീക്ഷ കണ്ടു പോയിക്കോ. The place is famous for the coffee plantation and spices. There are large amount of rainforest which cover 30% of the area. The Coorgi men are brave warriors who are permitted to keep firearms without license due to their trustworthiness. അവരുടെ വിശ്വാസ്യത കൊണ്ട് ആർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയത്? എന്താ അത്? അവർക്ക് ഈ ഫയർ വർക്ക്സുകൾ എന്ത് ചെയ്യാം, ലൈസൻസ് ഇല്ലാതെ കീപ്പ് ചെയ്യാം. The women of Coorg are pretty. സുന്ദരികളാണ് കൂർഗിക്കാർ. Coorg is also known for Kodavu and Kodavus. Though are Hindus by religion, but their custom differ from those of Hindus. ഹിന്ദുക്കളാണെങ്കിലും ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഒരു വ്യത്യാസമുണ്ട് അവർക്ക്. They marry within their community. Kodavus are said to be of Greek or Arabic descent. Okay, some soldiers of Alexander's army settled there. Also, as the ethnic dress of the Kodavus, kufiya is similar to the Arab garment kufiya. അറബികളുടെ കുഫിയ എന്ന് പറയുന്ന ആ ഒരു വസ്ത്രധാരണവുമായിട്ട് നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇവരുടെ കൊടവേഴ്സിൻ്റെ കുപ്പിയൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അറബികളിൽ നിന്നാണോ അല്ലെങ്കിൽ ഗ്രീക്കുകാർ, അലക്സാണ്ടർ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ പട്ടാളക്കാർ ഇവിടെ നിന്നിട്ട് അവരുടെ ഒരു താവയാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്കിയുള്ള ആളുകളാണോ ഇവരെന്ന് അറിയില്ല. It is said that maybe their ancestors were Arabs or Kurds. The river Kaveri originates from Coorg. അറിയാലോ. The fish named Mahasir is found in the river. Many animals and birds like kingfisher, langurs, squirrels and elephants can be spotted along the river.
Tourists relax in the atmosphere and also enjoy adventure sports like river rafting, canoeing, mountain biking, rock climbing and trekking. While trekking on the nature trails, animals like macaques, Malabar squirrels, and longos can be spotted on the trees. The major tourist attractions are Brahmagiri Hills, Nisargandam Island, and Bailakupi Tibetan settlements. Then Coorg gives visitors a feel of India's diverse cultures. ഇന്ത്യയുടെ വിഭിന്നമായ കൾച്ചേഴ്സിൻ്റെ ഒരു എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കേരളത്തിലൊക്കെ അത് പോയ പോലെ തന്നെയാണ് നമുക്ക് കൂർഗിൽ പോയാൽ ഏകദേശം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരുപാട് മോർണിംഗ് സ്ഥലങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഹിൽസും അതുപോലെ തന്നെ ടിബറ്റിയൻ അമ്പലവും ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് എന്താ പറയുക സാധനങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഓക്കെ, ഇനി എ ബേക്കർ ഫ്രം ഗോവ എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ്. The lesson begins with how narrator's elder often recalled the time when Goa was under the rule of the Portuguese. പോർച്ചുഗീസിൻ്റെ അണ്ടറിലുള്ള എന്താ പറയുക റൂളിലായിരുന്ന ഗോവയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. They talk how the importance of bakers is still maintained in the villages even after the Portuguese have left. പോർച്ചുഗീസ് പോയതിനു ശേഷവും ഈ ബേക്കേഴ്സിന് അവിടെയുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. They were known as paders in the Goa. The mixtures, molders and their time-tested furnaces continue to serve the people of Goa with their famous bread loaves. It is possible that the original ones may not exist. പഴയ ആ സാധനങ്ങളൊന്നുമില്ല, ഒറിജിനൽ ഒന്നുമില്ല. പക്ഷെ എന്നാലും but their profession is being continued by their sons. അവരുടെ എന്താ പറയുക പിന്നീടുള്ള ജനറേഷൻ അതിന്നും ബ്രെഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പ്രൊഫഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. The thud of their bamboo stick can still be heard on some part of the villages. ഇന്നും അവരുടെ ആ ബാംബൂ സ്റ്റിക്ക് കൊണ്ടുള്ളത് തഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ആ സൗണ്ട് കേട്ടില്ലേ? ഓക്കെ, അതാണ് കേട്ടോ. ഇതിപ്പോൾ കഴിയും മക്കളെ, ഒരൊറ്റ ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക്. അത് കഴിഞ്ഞാൽ ഈ സംഭവം മൊത്തം കഴിയും. The same jingling thud would wake the narrator and his friends during their childhood days, whom would go running to him without brushing or washing their mouth properly. അപ്പോൾ ഇയാളുടെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇയാളുടെ നമ്മുടെ നറേറ്ററും അയാളുടെ ഫ്രണ്ട്സും എല്ലാവരും പല്ല് പോലും തേക്കാതെ അയാളത്തേക്ക് രാവിലെ തന്നെ ബ്രെഡിന് വേണ്ടി ഓടും. It was the maid servant of the house who collected the loaves എന്ന് പറഞ്ഞാൽ ബ്രെഡ് ആസ് എ ഹോൾ, അതാണ് ബ്രെഡ്. While children sorted out the bread bangles for themselves. Bakery products have importance in the culture and tradition of Goa. ബേക്കറി പ്രോഡക്ട്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ കല്യാണങ്ങൾക്കൊക്കെ അവരുടെ പരിപാടികൾക്കൊക്കെ ഈ ബ്രെഡ് ഉണ്ടാവും. ഓക്കെ, ബോൾ ഓർ സ്വീറ്റ് ബ്രെഡ് ഇസ് ദ പാർട്ട് ഓഫ് ദ മാരേജ് ഗിഫ്റ്റ്സ്. കേക്ക്സ് ആൻഡ് bolinhas and coconut cookies are eaten at every festival, and the lady of the house prepares sandwiches at her daughter's engagement. Earlier, bakers wore a unique frock of knee length as a kabai, but during the narrator's childhood days, they wore a shirt and trousers of length slightly shorter than the usual ones. They generally collected their bills at the end of every month. എന്ന് വെച്ചാൽ അവർ ബ്രെഡ് കൊടുത്ത് പോകും, പക്ഷേ അത് എന്താ പറയുക നമ്മൾ പേപ്പറുകാരനും പാലുകാരനൊക്കെ വരുന്ന പോലെ പൈസ അങ്ങനെ വന്ന് വാങ്ങിക്കോളും. Bakery has continued to be the profitable profession, managing to keep their families joyous and prosperous. Okay, അപ്പോൾ ആ ചാപ്റ്ററോടെ കഴിയാണ്. ഇനി നെക്സ്റ്റ് വൺ tea from Assam എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. The story revolves around the famous beverage tea, telling us more about its history and discovery. It begins from the scene where the two friends Pranjol and Rajveer are set to Assam. ആസാമിലേക്ക് പോവാണ് ഈ രണ്ട് സുഹൃത്തുക്കൾ. Pranjol's hometown, when the tea vendor asked them if they would like to have some freshly made tea. ഒരു ടീ വെൻഡർ അവിടെ വന്നിട്ട് ഒരു ചായ ആയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ആളുകളും അവരുടെ അയാളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കുകയാണ്. ഫ്രം ദെയർ ദ ജേർണി ബിഗിൻസ്. അവിടെ മുതലാണ് ഈ പറയുന്ന ജേർണി തുടങ്ങുന്നത്. അതിലൊരാൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ഡിറ്റക്റ്റീവ് ബുക്ക്. രാജ്വീർ എന്ന് പറഞ്ഞ കുട്ടി ഇതൊന്നും കാണാത്തത് കൊണ്ട് ആ ബ്യൂട്ടി ആ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങളുടെ പാഡി ഫീൽഡ്സും ടീ ബുഷസും ഒക്കെ അവൻ കാണാണ്. Rajveer is also excited on seeing such large plantation of tea. Pranjol is unable to match the same level because he was born and brought up in Assam. അവൻ ആസാമിൽ തന്നെ ജനിച്ചു വളർന്നുകൊണ്ട് അവൻ അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല ഈ സ്ഥലം കണ്ടിട്ട്. ഓക്കെ, ഇനി Rajveer did not study about the tea, discovered that it dates back 2700 BC
അക്കോർഡിംഗ് ടു വാട്ട് ഈസ് റെഡ്, അവൻ വായിച്ചത് പ്രകാരം 2700 BC ഈ ചായ ഇന്ത്യയിലേക്ക് ആരും കൊണ്ടുവരുന്നത്, ചൈനക്കാർ കൊണ്ടുവരുന്നത്. ഓക്കെ, റീച്ച്ഡ് യൂറോപ്പ് ഇൻ ദ 16th century. 16th centuryയിലാണ് യൂറോപ്പിലെത്തുന്നത്. വേർ ഇറ്റ് വാസ് മോസ്റ്റ്ലി പോപ്പുലർ ഇൻ ദ മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അന്ന് ഇതിൻ്റെ ഒരു ഔഷധ മൂല്യം കൊണ്ടാണ് ചായ അത്ര ഫേമസ് ആയത്. ദർ ആർ ന്യൂമറസ് സ്റ്റോറീസ് ആസ് ടു ഹൗ ഇറ്റ് വാസ് ഡിസ്കവേർഡ്. ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതിന് ഒരുപാട് കഥകളുണ്ട്. അതിലൊന്ന് ഒരു ചൈനീസ് എംപററിന് ചായ ഇഷ്ടമായിരുന്നത് കൊണ്ടും, മറ്റൊന്ന് ബുദ്ധിസ്റ്റ് മോങ്കുകൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച സാധനങ്ങളായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. ഓക്കെ, as they having this discussion, they reached their destination and Prinjol's parents had come to receive them and take them to a tea garden. അപ്പോൾ അവരവിടെ എത്തി, ആസാമിലെത്തി. സംസാരത്തിൻ്റെ ഇടയിൽ ആസാമിലെത്തി. ആസാമിൽ അവരുടെ പാരൻസ് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരെ എവിടേക്ക് കൊണ്ടുപോയി? ഈ പറയുന്ന പ്രിൻജോൾസിൻ്റെ പാരൻസ് അവരെ ടീ പ്ലാന്റേഷൻ കാണാൻ വേണ്ടി കൊണ്ടുപോയി. On their way, they passed a cattle bridge and gave away to the truck filled with tea leaves, which drew their attention, in fact, that it was the second spotting season. Rajveer indeed did a lot of study before coming to which impressed Prinjol's father and intended to learn lot more. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മറ്റേ പ്രിൻജോളിൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അതിനകത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യം നമ്മുടെ ഗോവയിൽ എന്ന് വെച്ചാൽ നമ്മുടെ 2023 ചോദിച്ച ചോദ്യമാണ്. എ ബേക്കർ ഫ്രം ഗോവ ഇസ് എ നൊസ്റ്റാൾജിക് സാഗ ഓഫ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഇൻ ദ സ്റ്റോറി ബേക്കർ ഫ്രം ഗോവ ദ ഓഥർ ടേക്സ് us on a journey back to their childhood, reminiscing about the memories, ഓർത്തെടുക്കുക മെമ്മറീസിൽ നിന്നും associated with baker from Goa. The story evokes a sense of nostalgia as it explores the special bond between the child and the baker and the significance of traditional Goan bread in their lives. The author nostalgic tone and vivid description transport the readers to a bygone era എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. When the aroma fragrance of freshly baked bread and the jingling thud of the baker's bamboo were an integral part of the childhood experience. അതിൻ്റെ അതേപോലെ മറ്റൊരു ചോദ്യം 2023 ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മാരേജ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സാധനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കേക്ക്സ് ഇങ്ങനെ പല ആളുകൾക്കും കൊടുക്കും, പരിപാടി ഫംഗ്ഷൻസിനും അവർ കൊടുക്കും എന്നൊക്കെ പറയുന്ന ഈ ഒരു ആ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഗോവൻ സൊസൈറ്റിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ കേക്ക് എന്ന്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, എൻഗേജ്മെൻറ്റിന് അവരുണ്ടാക്കുന്ന സാധനം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ദെൻ അടുത്ത ചോദ്യം കൂർഗ് എന്നതാണ്. Why does the author call Coorg a piece of heaven that must have drifted from kingdom of God? Coorg is among the most beautiful region of India. The authority rightly calls it a piece of heaven that must have drifted from the kingdom of God. Okay, this land is rolling hills. It is also the home of beautiful rainforest. That we discuss ചെയ്തതാണ്. The rainforest cover more than 30% of Coorg. The evergreen rainforest have a rich flora and fauna. Flora and fauna എന്ന് പറഞ്ഞാൽ plants and animals എന്നർത്ഥം. The very air of Coorg breathes the fresh coffee. അവിടെ അങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ ഫ്രഷ് കോഫിയുടെ ഗന്ധമുണ്ട്. The beautiful sprawling coffee estate are dotted with colonial bungalows എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതി വിടാം കേട്ടോ. ഇനി ആ ലെജൻസ്, അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആസാം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. വാട്ട് ആർ ദ ലെജൻസ് റിലേറ്റഡ് ടു ഡിസ്കവറി ഓഫ് ടീ? ടീയുടെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട 2 ലെജൻസ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈനീസ് എംപറർ അയാൾക്ക് ബോയിൽഡ് വാട്ടർ കണ്ടുപിടിച്ചാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹാപ്പിനെസ്, അയാളുടെ ഇഷ്ടം, അതിനിഷ്ടമുള്ളത് കൊണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ബുദ്ധിസ്റ്റ് മോങ്ക് ഉറങ്ങാതിരിക്കാൻ, അല്ലെ, ഐലിഡ്സിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ആ 2 കഥയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ടീ വാസ് ഫസ്റ്റ് ഡ്രിങ്ക് ഇൻ ചൈന. ആ ചൈനയിലാണ് വന്നത്. ഏത് വർഷമാണ് എന്ന് നമ്മൾ പറഞ്ഞു. 16ാം സെഞ്ചുറിയിൽ അത് യൂറോപ്പിലെത്തി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, നൗ നമ്മളെ ആ ഒരു സെഷൻ കഴിയുകയാണ്. നമ്മുടെ യൂണിറ്റിലെ എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ ഒരു മേഖല നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു ചാപ്റ്റർ അൻവറ മാം എടുക്കാനുള്ള ഒരു ചാപ്റ്റർ നാളെ രാവിലെ എടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, 19 ചാപ്റ്ററോ മറ്റും ഉണ്ട്. അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് കഴിയും. ഓക്കെ, ഇനി രാവിലെ 10 മണിക്ക് നമുക്ക് എന്തുണ്ട്, 10 മണിക്ക് എന്തുണ്ട്, 10 മണിക്ക് നമുക്ക് AM ആണ്. 10 മണിക്ക് നമ്മുടെ ഫ്രൂട്ട് പ്രിൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ സപ്ലിമെൻ്ററിയിലെ സപ്ലിമെൻ്ററിയിലുമായി നമ്മൾ എന്ത് ചെയ്യും, വരുന്നതാണ്. ഇതും നമ്മൾ പെട്ടെന്ന് കഴിയും. അത് പെട്ടെന്ന് കഴിയും, കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ. അത് പെട്ടെന്ന് വെച്ചിട്ട് കഴിയും. ശേഷം നമുക്ക് 7 മണിക്ക് രാത്രി എന്തുണ്ട്, ലൈവ് ഉണ്ട്.
ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം മക്കളെ. ഇത് നമ്മളുടെ പരീക്ഷയാണ്, നമ്മുടെ ഒരു അവസരമാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ അടിപൊളി മാർക്ക് വാങ്ങി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മൾ ഉഷാറായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ദിസ് ഇസ് മുഹമ്മദ് ഷാജു. എൻ്റെ പേര് SJ എന്നാണ്, മുഹമ്മദ് ഷാജു എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ ഇനി എന്ത് കോഴ്സ് സെലക്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് Xylem ഉണ്ട് കൂടെ, നിങ്ങളുടെ കൂടെ. ഓക്കെ, Xylemത്തിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. കോൺഫിഡൻ്റ് ആയിരിക്കുക. നാളത്തെ എക്സാം, മറ്റന്നാളത്തെ എക്സാം നമുക്കുള്ള എക്സാം ആക്കിയിട്ട് മാറ്റിയിടുക. പ്ലീസ് എൻ്റെ നോട്ട്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സാധനമൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ട് നല്ലോണം ഉറങ്ങാൻ പോയിട്ട് ഇനി നാളെ രാവിലെ എണീക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. ലൈവ് കഴിഞ്ഞിട്ടുണ്ട്.